So, good morning, all of you. നമ്മൾ ചെറിയൊരു ഡിലേ ഉണ്ടായി, കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. എനിവേ, നമുക്ക് എക്സാം വളരെ അടുത്ത് തന്നെയുണ്ട്. 2 ദിവസം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ എക്സാമിന്. നമ്മൾ ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ എത്രത്തോളം നമുക്ക് നമ്മുടെ ഓർമ്മയിലുണ്ട്, അതേപോലെ നമുക്ക് നമുക്ക് ഞാനിവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടാവുക. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയിലുണ്ടോ, നമ്മൾ ഫുൾ മാർക്ക് ഉറപ്പിക്കാനും നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ട് പോകുന്നത്. ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഐ എം സ്റ്റാർട്ടിങ് വിത്ത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. MP സാർ ഉണ്ടാവും, SKP സാർ ഉണ്ടാവും. എല്ലാവരും ഓരോ ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നുണ്ടാവുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് സൗണ്ട് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യൂ. സൗണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് പറയൂ. സൗണ്ട് ഓക്കെ ആണോ എന്നുള്ള കാര്യം ഒന്ന് പറയൂ. ഓക്കെ, ഇപ്പോൾ സൗണ്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇതിലൂടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടാവുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനും വേണ്ടിയിട്ട് ഈ സെഷൻ ഉപയോഗപ്പെടുത്തുക. ഫുൾ മാർക്ക് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അതിൽ കുറഞ്ഞൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ആ രൂപത്തിൽ വേണം നമ്മൾ ഈ സെഷൻ ഉപയോഗപ്പെടുത്താൻ. നിങ്ങൾ മാക്സിമം ഈ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ. ഓക്കെ, സോ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ ഓഫ് ചാർജ് Q is moving through a uniform magnetic field of intensity B with a velocity V. Write an expression for the force acting on the particle in vector form. വെക്റ്റർ ഫോമിൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ ഏതാണെന്ന് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഫോഴ്സ് ആക്ടിങ് ഓൺ എ മൂവിങ് ചാർജിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് F is equal to, വെക്റ്റർ ഫോമിൽ F is equal to Q into V ക്രോസ് B. ഒരു മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നുണ്ടാവുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് QVB സൈൻ തീറ്റ ആണെന്നും എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. അപ്പോൾ ആ ഫോഴ്സിൻ്റെ ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കുക. ആ ഫോഴ്സ് മാക്സിമം ആകുന്നത്, ഫോഴ്സ് 0 ആകുന്നത്, അതൊക്കെ നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, another question. A particle of charge Q is moving with a velocity V through a region where an electric field E and magnetic field B are present. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉള്ള സ്ഥലത്ത് ക്യൂ ചാർജ് ഉള്ള പാർട്ടിക്കിൾ V വെലോസിറ്റിയിൽ പോകുമ്പോൾ ഇക്വേഷൻ ഫോർ ടോട്ടൽ ഫോഴ്സ് ഓൺ ദ ചാർജ്, ദ നെറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ മൂവിങ് ചാർജ് ഇൻ എ കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ചാൽ ലോറൻസ് ഫോഴ്സാണ് ചോദിച്ചിട്ടുള്ളത്. ആ ഫോഴ്സിൻ്റെ ഫോർമുല എന്താ? F is equal to, ആ പാർട്ടിക്കിളിന് മുകളിൽ ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ട്, ആ പാർട്ടിക്കിളിന് മുകളിൽ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്, രണ്ടിൻ്റെയും വെക്റ്റർ സമ്മ് എന്ന് വെച്ചാൽ QE പ്ലസ് Q ഇൻറ്റു V ക്രോസ് B. ഇതാണ് ആൻസർ. ഇത് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും.
ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫോഴ്സ് എന്താണ്? മൂവിങ് ചാർജ് മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ മൂവിങ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, ഇത് രണ്ടും മനസ്സിലാക്കി വെക്കുക. അനദർ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ടെസ്ല. ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് ടെസ്ല. ഓക്കെ. Next question. Two charged particles Q1 and Q2 are moving through a uniform magnetic field B as shown in figure. What is the shape of path of Q1 and Q2? Q1-ൻ്റെയും Q2-ൻ്റെയും പാത്തിൻ്റെ ഷേപ്പ് എന്താണെന്നുള്ളതാണ്. ഈ Q2 മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെലോസിറ്റി ഉള്ളത്. ഇതാണ് വെലോസിറ്റി. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. വെലോസിറ്റി Q2-ൻ്റെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് Q2 മൂവ് ചെയ്യുന്നത് ഒരു സർക്കുലർ പാത്തിലായിരിക്കും, അല്ലേ? ആൻഡ് Q1 ആണെങ്കിലോ, Q1ഉം മാഗ്നറ്റിക് ഫീൽഡ്, Q1ൻ്റെ വെലോസിറ്റി വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ 90 അല്ല. The angle between velocity and magnetic field is greater than 0 but less than 90 degree. അപ്പോൾ അങ്ങനെ ഒരു അക്യൂട്ട് ആംഗിൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിന് ഹെലിക്കൽ പാത്തായിരിക്കും ഉണ്ടാവുക. അത് ഹെലിക്കൽ പാത്തിലാണ് മൂവ് ചെയ്യുക, അതിന് ഹെലിക്കൽ മോഷനാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം, അല്ലേ? മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടോ ആൻറ്റി പാരലൽ ആയിട്ടാണ് ഈ ചാർജ് എൻ്റർ ചെയ്യുന്നതെങ്കിലോ അത് ലീനിയർ മോഷൻ ആയിരിക്കും. അപ്പോൾ 3 കേസും അങ്ങോട്ട് ഓർത്ത് വെക്കുക. മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടോ ആൻറ്റി പാരലൽ ആയിട്ടോ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മോഷൻ ലീനിയർ മോഷൻ ആയിരിക്കും. പെർപെൻഡിക്കുലർ ആണെങ്കിൽ സർക്കുലർ മോഷൻ ആയിരിക്കും. ഒരു ഇൻക്ലൈൻഡ് ആയിട്ടാണ്, മീൻസ് ഒരു തീറ്റ എന്ന ആംഗിൾ വിച്ച് ഈസ് ബിറ്റ്വീൻ 0 and 90 ഡിഗ്രി, അങ്ങനെയാണ് എൻ്റർ ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ മോഷൻ ഹെലിക്കൽ മോഷൻ ആയിരിക്കും. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. What is the radius of circular path of an electron moving at a speed of 3 × 10⁻⁷ meter per second in a magnetic field of 6 × 10⁻⁻⁴ Tesla perpendicular to it? Radius of circular path of an electron moving at a speed of. അപ്പോൾ റേഡിയസ് ഓഫ് സർക്കുലർ പാത്ത് ചോദിച്ചിട്ടുള്ളത്. ഫോർമുല ഓർമ്മ വേണം. R = mv ഡിവൈഡഡ് ബൈ QB. M is the mass of electron. Mass of electron question ചിലപ്പോൾ തരും, തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം. 9.1 × 10⁻31 കിലോഗ്രാം ഇൻറ്റു വെലോസിറ്റി 3 × 10⁻⁷ meter per second divided by charge of electron 1.6 × 10⁻⁻19 into magnetic field intensity 6 × 10⁻⁴ Tesla. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇത് ന്യൂമറിക്കൽ നിങ്ങൾക്ക് ചെയ്താൽ കിട്ടുന്നതാണ് ആൻസർ. വളരെ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 2-3 മാർക്കിന് ചോദിച്ചേക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. റേഡിയസ് ഓഫ് സർക്കുലർ മോഷൻ R = ഫോർമുല ഓർത്ത് വെക്കുക. mv ഡിവൈഡഡ് ബൈ QB. വേണമെങ്കിൽ നമുക്കതിനെ മൊമെൻറ്റം ബൈ QB എന്ന് എഴുതാം. പിന്നെയും വേറെ ഫോർമാറ്റുകളുണ്ട്. √2m കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ QB. അങ്ങനെയൊക്കെ ഫോർമാറ്റ് നമുക്ക് ബോർഡ് എക്സാമിന് ഇതിൻ്റെ കൈനറ്റിക് എനർജിക്ക് നമുക്കിനി QV, ചാർജിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. എന്തായാലും ഈ 2 സാധനങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പോൾ ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പ്രീവിയസ് ഇയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അനദർ പ്രീവിയസ് ക്വസ്റ്റ്യൻ. An alpha particle and a proton. An alpha particle and a proton are moving in a region normal to uniform magnetic field. If two particles have equal linear momenta, 2 പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് സെയിം മൊമെന്റത്തോടെ, what will be the ratio of radii of their trajectories? Ratio of radii of their trajectories ആ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം റേഡിയസ് എന്ന് പറയുന്നത് R = mv ബൈ QB ആണ്. ഞാൻ P ബൈ QB എന്ന് എടുക്കുന്നുള്ളൂ. അതേ നമുക്ക് ആവശ്യമുള്ളൂ. ബിക്കോസ് ദീസ് 2 പാർട്ടിക്കിൾസ്, ദിസ് ആൽഫ പാർട്ടിക്കിൾ ആൻഡ് പ്രോട്ടോൺ
ആർ മൂവിങ് വിത്ത് സെയിം മൊമെൻറ്റ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആ മൊമെൻറ്റത്തിൻ്റെ ടേംസിലുള്ള ഇക്വേഷൻ എടുക്കുന്നതായിരിക്കും നന്നാവുക. സോ ആർ റേഡിയസ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/q അല്ലേ, കാരണം ഒരേ മൊമെൻറ്റം, ഒരേ മാഗ്നറ്റിക് ഫീൽഡിൽ. സോ ദ റേഡിയസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ചാർജ് ഓഫ് ദ പാർട്ടിക്കിൾ. ചോദ്യം റേഷ്യോ ഓഫ് ദി റേഡിയൈ ആണ്. അപ്പോൾ റേഡിയസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് പ്രോട്ടോൺ, ദിസ് ഈസ് ഈക്വൽ ടു ചാർജ് ഓഫ് പ്രോട്ടോൺ ഡിവൈഡഡ് ബൈ ചാർജ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ. ചാർജ് ഓഫ് പ്രോട്ടോൺ 1e, ചാർജ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ, ഈ പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താ സാധനം, 1h1 അല്ലേ. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ സാധനം, 2 ഹീലിയം 4 അല്ലേ. സോ ആൽഫൻ പ്രോട്ടോണിന്റെ ചാർജ് 1e, ആൽഫന്റെ ചാർജ് 2e. So the answer is 1/2 or 1:2. That is the answer. Clear ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. State Biot-Savart's law and express it in vector form. Biot-Savart law state ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ വരുന്ന എക്സാമിന് Biot-Savart law സ്റ്റേറ്റ് ചെയ്യാനും അതിൻ്റെ വെക്റ്റർ ഫോമിലോ അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമായിട്ടോ റെപ്രസെൻ്റ് ചെയ്യാനും. Biot-Savart lawൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അറിയണം. Biot-Savart lawൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, the intensity of magnetic field due to a current carrying element is proportional to the strength of current, length of the element dl, sine of angle between the current element and the position vector of the field point divided by അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്. ഈ സാധനം സ്റ്റേറ്റ് ചെയ്യാൻ കഴിയണം. ഒരു സെൻറ്റൻസ് ആക്കി എഴുതിയിട്ട് താഴെ dB പ്രൊപ്പോർഷണൽ ടു ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. ഇനി അതിൻ്റെ വെക്റ്റർ ഫോം എങ്ങനെയാണ്? വെക്റ്റർ ഫോം എങ്ങനെയെന്ന് എഴുതുക? dB is equal to മാഗ്നിറ്റ്യൂഡ് പോട്ടെ, മാഗ്നിറ്റ്യൂഡ് പറഞ്ഞാൽ മ്യൂ ബൈ 4π IDL സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. ഇതൊന്നും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ വെക്റ്റർ ഫോമിലോട്ട് എങ്ങനെ മാറ്റുക? ഇവിടെ ഒരു ആറ് കൊടുക്കുക, ഇവിടെ ഒരു ആർ ക്യൂബ് ആക്കുക. DLR സൈൻ തീറ്റയെ നിങ്ങൾ എന്താക്കുക? DL ക്രോസ് ആർ ആക്കുക. സോ ദ ഫൈനൽ ഇക്വേഷൻ ഈസ് ടു ബി dB ഈസ് ഈക്വൽ ടു മ്യൂ ബൈ 4π എന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് I ഇൻറ്റു DL ക്രോസ് ആർ ബൈ, ശ്രദ്ധിക്കണം താഴെ ആർ ക്യൂബാണ് വരിക. താഴെ ആർ ക്യൂബ് ഉണ്ടാവും വെക്റ്റർ ഫോം എഴുതുമ്പോൾ. ഇവിടെ ആർ സ്ക്വയർ, ഇവിടെ ഒരു ആറ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തില്ലേ, ഇവിടെ നമ്മളൊരു ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തല്ലോ. ഇവിടെ നമ്മളൊരു ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത്, ഇതാ മുകളിലൊരു ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത്, മുകളിൽ നമ്മളൊരു ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് താഴെയും ഒരു ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യൂബ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. And using Biot-Savart's law, obtain the expression for the magnetic field due to a circular loop of radius r carrying a current I at a point on its axis, distance x from the center of the coil. From the center of the coil. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. Biot-Savart lawനെ ബേസ് ചെയ്തിട്ട് നമുക്ക് Biot-Savart lawൻ്റെ ഈ ഒരൊറ്റ പ്രൂഫ്, ഈ Biot-Savart lawയിൽ വരുന്നത് ഈ ഒറ്റ ഡെറിവേഷൻ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. വളരെ സിമ്പിളാണ്. നിങ്ങൾക്കറിയാം, ഇതാണ് ഞാൻ അവിടെ ഫിഗർ ഓൾറെഡി കൊടുത്തിട്ട് ഫോർ ദ ടൈം ബീയിങ്. ഈ ഫിഗർ നിങ്ങളോട് വൃത്തിയായിട്ട് വരയ്ക്കുക. എന്നിട്ട് വരച്ചതിന് ശേഷം ഈ മാഗ്നറ്റ് ഇതാണ് നമ്മുടെ സർക്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പ്. ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ. ഇവിടെ നമ്മൾ എലമെൻ്റ് എടുക്കുന്നത്, ആ എലമെൻ്റാണ് DL എന്ന് പറയുന്നത്. ഇതാണ് ഫീൽഡ് പോയിന്റ്. അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എക്സ് നമ്മൾ മാർക്ക് ചെയ്യണം. ഇതിലുള്ള കറണ്ട് I നമ്മൾ മാർക്ക് ചെയ്യണം. ഇതിൻ്റെ റേഡിയസ് R മാർക്ക് ചെയ്യണം. ഈ പോയിന്റിലുള്ള Biot-Savart law അനുസരിച്ചിട്ട് DL-നും ഈ ഫീൽഡ് പോയിന്റ്, ഇതാണ് ഫീൽഡ് പോയിന്റ്, ഈ ഫീൽഡ് പോയിന്റ് പൊസിഷൻ വെക്ടറിനും ഫീൽഡ് പോയിന്റിനും പെർപെൻഡിക്കുലർ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. അതെങ്ങനെ? ഇവിടെ ഉണ്ട് DL ക്രോസ് ആറിന്റെ ഡയറക്ഷനിലാണ് DB. DL ക്രോസ് ആറിന്റെ ഡയറക്ഷൻ DL-നും R-നും പെർപെൻഡിക്കുലർ ആയിരിക്കും. DL ക്രോസ് ആറിന്റെ ഡയറക്ഷൻ DL-നും R-നും പെർപെൻഡിക്കുലർ ആയിരിക്കും. അഥവാ DB-ന്റെ ഡയറക്ഷൻ DL-നും R-നും പെർപെൻഡിക്കുലർ. DL ഇങ്ങോട്ടാണ്, R ഇങ്ങോട്ടാണ്. അത് രണ്ടിനും DL ഇങ്ങോട്ട് പറഞ്ഞാൽ ഈ സ്ക്രീനിന് പുറത്തോട്ടാണ്, നിങ്ങൾക്കറിയാം. ഈ R ഇങ്ങോട്ടാണ്,
ഈ ഡി ബി ആറിനും ഡി എല്ലിനും പെർപെൻഡിക്കുലറായി ഇങ്ങോട്ടുണ്ടാവണം. അപ്പോൾ അത് നിങ്ങൾ ആ രൂപത്തിൽ വൃത്തിയായിട്ട് വരക്കുക. എന്നിട്ട് നമ്മൾ ഈ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ റിസോൾവ് ചെയ്യുക, രണ്ട് കോമ്പണൻസ് ആക്കിയിട്ട് ഡി ബി എക്സും ഡി ബി വൈയും, ഒന്ന് എക്സ് ഡയറക്ഷനിലും ഒന്ന് വൈ ഡയറക്ഷനിലും. എന്നിട്ട് ഡി ബി എക്സ് എന്ന് പറയുന്നത് ഡി ബി കോസ് തീറ്റ, ഡി ബി വൈ എന്ന് പറയുന്നത് ഡി ബി സൈൻ തീറ്റ. എന്നിട്ട് അവിടെ ഒന്ന് രണ്ട് സെന്റൻസ് നിങ്ങൾ എഴുതി വെക്കുക. ഡി ബി സൈൻ തീറ്റ ക്യാൻസൽ ആകും എന്നുള്ള കാര്യം നിങ്ങൾ എഴുതി വെക്കണം. ഡി ബി സൈൻ തീറ്റ ഗെറ്റ്സ് ക്യാൻസൽഡ്. dB sin theta gets cancelled എങ്ങനെ? due to the contribution of the diametrically opposite element. ഈ എലമെന്റ് കാരണമുള്ള ഫീൽഡ് വെക്ടേഴ്സാണ് വരച്ചിട്ടുള്ളത്. അതിൻ്റെ നേരെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് എലമെന്റ് ഇതാ ഇവിടെ ഒരു എലമെന്റ് ഉണ്ടാകും, ഇവിടെ ഒരു എലമെന്റ് ഉണ്ടാകും. ആ എലമെന്റ് കാരണം dB sin theta gets cancelled. So the net field is contributed by B എന്ന് പറയുന്നത് എല്ലാ dB cos തീറ്റകളും ചേർന്നതാണ്. ഇന്റഗ്രൽ dB cos തീറ്റ. ഈ ഡി ബി നിങ്ങൾ നേരത്തെ എഴുതിയിട്ടുള്ള ഡി ബി എന്ന് പറയുന്നത് ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നിങ്ങൾ എഴുതണം. ആ ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾ എഴുതുമ്പോൾ തീറ്റൻ്റെ കാര്യം മനസ്സിലാക്കി വെക്കുക, അത് 90 ഡിഗ്രിയാണ്. ബിക്കോസ് തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഡി എൽ ആൻഡ് ആർ, ആൻഡ് ഇൻ ദിസ് കേസ് ഡി എൽ ആൻഡ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അപ്പം ഈ ആംഗിൾ 90 ഡിഗ്രി. പിന്നെ കോസ് തീറ്റ ഇതാ ഈ ട്രയാങ്കിളിൽ ഇതാ ഈ ആംഗിളും തീറ്റ ആയിരിക്കും. ഈ ആംഗിൾ തീറ്റയാണ്. ഓക്കെ, അത് കോസ് തീറ്റ എന്നുള്ളതിന് പകരം നിങ്ങൾ ഇത് വേണമെങ്കിൽ ഫൈ ആക്കി എടുത്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിരിക്കും. ഈ തീറ്റയ്ക്ക് പകരം നിങ്ങൾ ഫൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആകും. കാരണം നിങ്ങൾ ബയോസവാർട്ട് ലോയിൽ ഓൾറെഡി ഒരു തീറ്റ നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾ കൺവീനിയൻസിനും വേണ്ടിയിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യമാണ്. എനിവേ ഡി ബി കോസ് തീറ്റ നിങ്ങൾ എഴുതുന്നു, ഡി ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, കോസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആൻഡ് യു വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ ആസ് B is equal to mu divided by 4 pi I dl, sorry, mu by 4 mu 0 I r square divided by 2 into r square plus x square raised to 3/2 എന്ന ഈ ഫോർമുല നിങ്ങൾ ഡിറൈവ് ചെയ്യുക. ഞാൻ അതിൻ്റെ ഡെറിവേഷൻ്റെ 2-3 സ്റ്റെപ്പും കൂടെ ഇതിനിടയിൽ എഴുതാണ്ടാവും, 3-4 സ്റ്റെപ്പ് എഴുതാണ്ടാകും. വൃത്തിക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഈ ഫിഗർ വരക്കുക, ഫിഗറിലുള്ള കാര്യങ്ങൾ ബയോസവാർട്ട് ലോയിൽ എങ്ങനെയാണ് വരുന്നത്, മ്യൂസിയർ ഈ തീറ്റ ഇവിടെ 90 ആണ് എന്നുള്ള കാര്യം, പിന്നെ ഇവിടുന്ന് കോസ് തീറ്റ നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യം. കോസ് തീറ്റ പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് വരും. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. റെഡി? ഓക്കെ. ഇനി നമുക്ക് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ. സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് 0 എന്നൊന്നും പോയി എഴുതി വെക്കരുത്. വളരെ സിമ്പിളാണ്. അറ്റ് ദ സെൻറ്റർ കിട്ടാൻ എക്സിന് 0 കൊടുത്താൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ബി ഈസ് ഈക്വൽ ടു mu 0 I ഡിവൈഡഡ് ബൈ 2r എന്ന് കിട്ടും. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ രൂപത്തിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം ബയോസവാർട്ട് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ ബയോസവാർട്ട് ലോ ഇത്രേ നിങ്ങൾ പഠിക്കാനുള്ളൂ. ബയോസവാർട്ട് ലോയിൽ ഇത്ര മാത്രമേ നിങ്ങൾ പഠിക്കാനുള്ളൂ. ബയോസവാർട്ട് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പഠിക്കുക, ബയോസവാർട്ട് ലോൻ്റെ ഇക്വേഷൻ, വെക്റ്റർ ഫോമുല എഴുതാൻ പഠിക്കുക, ആ സർക്കുലർ കറണ്ട് ക്യാരിങ് ലൂപ്പിൻ്റെ ആക്സിസിൽ ഒരു പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ പഠിക്കുക, ഡെറിവേഷൻ പഠിക്കുക. അതിനുശേഷം മാഗ്നറ്റിക് ഫീൽഡ് ദ സെൻറ്റർ ഓഫ് ദ സർക്കുലർ ലൂപ്പും പഠിക്കുക. ദാറ്റ്സ് ഇറ്റ്. അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. അത് മാത്രം പഠിക്കുക. നിർബന്ധമായിട്ടും അവിടുന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നു. 2-3 മാർക്കിനുള്ള ചോദ്യം അവിടെ നമുക്ക് ഉണ്ടായേക്കാം. അതല്ലെങ്കിൽ പിന്നെ ആംബിയർ സർക്യൂട്ടലിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്റ്റേറ്റ് ആംബിയർ സർക്യൂട്ടൽ ലോ. യൂസ് ദിസ് ലോ ടു ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ കറണ്ട് ക്യാരിങ് സോളിനോയിഡ് അറ്റ് ആൻ ആക്സിയൽ പോയിന്റ് നിയർ ദ സെന്റർ. ആംബിയർ സർക്യൂട്ടൽ ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ആംബിയർ സർക്യൂട്ടൽ ലോ സ്റ്റേറ്റ് ചെയ്യാൻ നമുക്കറിയാം. ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് along a closed path is equal to mu 0 times the current enclosed by the path. ഈ സാധനം സ്റ്റേറ്റ്മെൻ്റ് ആക്കി എഴുതി വെക്കുക, താഴെ ഈ ഇക്വേഷൻ അങ്ങോട്ട് എഴുതി വെക്കുക. അതാണ് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്. യൂസ് ദിസ് ലോ ടു ഒബ്റ്റെയിൻ, മോഡൽ എക്സാമിന് ചോദിച്ചു, യൂസ് ദിസ് ലോ ടു ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ കറണ്ട് ക്യാരിങ് സോളിനോയിഡ് അറ്റ് ആൻ ആക്സിയൽ പോയിന്റ് നിയർ ദ സെൻറ്റർ.
ബോർഡ് എക്സാമിന് ചോദിച്ചത് ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടർ കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് μ0I/2πr പ്രൂവ് ചെയ്യാനാണ്, മീൻസ് ഡിറൈവ് ചെയ്യാനാണ്. ഇവിടെ ചോദിക്കുന്നത് സോളിനോയിഡിന്റെ സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ്. ഞാൻ ജസ്റ്റ് ഒരു സോളിനോയിഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ആംപിയർ സർക്യൂട്ട് ലോ ഉപയോഗിക്കണം. ആംപീരിയർ ലൂപ്പ് നിങ്ങൾ ഇവിടെ എടുക്കേണ്ടത് ഒരു റെക്ടാങ്കുലർ ആംപീരിയർ ലൂപ്പാണ് എന്നറിയാം. എന്നിട്ട് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ആദ്യം ചെയ്യും. ആ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എല്ലിനെ ഇൻ്റഗ്രേഷൻ നിങ്ങൾ 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ആദ്യം ഈ ഭാഗം, ഈ ഭാഗം, പിന്നെ ഈ ഭാഗം, ഈ ഭാഗം, ഈ ഭാഗം. അതിൽ നിങ്ങൾക്കറിയാം ഈ ഭാഗത്തൊക്കെ ഇവിടെ ബി ഡോട്ട് ഡി എൽ ചെയ്യുമ്പോൾ 0 ആകും, കാരണം ബിയും ഡി എല്ലും പെർപെൻഡിക്കുലർ ആണ്. ഇവിടെ ബി ഡോട്ട് ഡി എൽ ചെയ്യുമ്പോൾ 0 ആകും, കാരണം അവിടെ ബി 0 ആണ്. ഇവിടെ ബി ഡോട്ട് ഡി എൽ ചെയ്യുമ്പോൾ 0 ആകും, കാരണം അവിടെ ബിയും ഡി എല്ലും വീണ്ടും പെർപെൻഡിക്കുലർ ആണ്. ആ ബി ഡോട്ട് ഡി എൽ നിങ്ങൾക്ക് ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ ചെയ്യാൻ. ഇതിൻ്റെ ലെങ്ത് ഒരു L ആണെങ്കിൽ ആ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ നിങ്ങൾക്ക് ബി എൽ എന്ന് കിട്ടും. പിന്നെ μ0I എൻക്ലോസ്ഡ് വേണം. അതിന് I എൻക്ലോസ്ഡ് നിങ്ങൾ ചെയ്യുമ്പോൾ I എൻക്ലോസ്ഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദിസ് ആംപീരിയൻ ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു I എന്ന് വരും. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഫൈനലി യു വിൽ ഗെറ്റ് ദ ആൻസർ. ദിറ്റ് ഈസ് B is equal to μ0NI. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന വളരെ സിമ്പിൾ കാര്യങ്ങൾ മാത്രമുള്ള ഒരു ഡെറിവേഷനാണ്. എഴുതുമ്പോൾ കുറച്ച് 3-4 സ്റ്റെപ്പുകൾ ഉണ്ടാവാം, എന്നാലും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. മോഡൽ എക്സാമിന് നിങ്ങളോട് ചോദിച്ചത് ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടർ കാരണം ഇതിൻ്റെ അടുത്ത് നിന്ന് ഇതിൽ കറണ്ട് I ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് R ഡിസ്റ്റൻസ് അപ്പുറത്തുള്ള ഈ P എന്ന പോയിന്റിലെ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ മേ ബി അവരൊന്ന് മാറ്റി ചോദിച്ചേക്കാം. ചിലപ്പോൾ സോളിനോയിഡ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. പഠിച്ചോളുക. നമുക്കൊരു മാർക്കും നമ്മൾ മിസ് ചെയ്യുന്നില്ല. ഫുൾ മാർക്ക് കുറഞ്ഞൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. Moving on to the next question. An air-cored solenoid has 1000 turns per meter and carries a current of 2 ampere. Calculate the magnetic intensity. Intensity of magnetic field ആണ് സോളിനോയിഡതാണ്. എയർ കോർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ μ0 യൂസ് ചെയ്ത് എന്തുകൊണ്ടാണ്? ഇതിനകത്ത് എയർ ആയതുകൊണ്ടാണ്. അവിടെ അതിനകത്തൊരു സോഫ്റ്റ് അയൺ കോറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഓഫ് റിലേറ്റീവ് പെർമിയബിലിറ്റി μr ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫോർമുല B is equal to μ0 μrNI എന്നാണ് എഴുതുക. ഇവിടെ നമുക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ എയർ കോർഡ് എന്നാ പറഞ്ഞത്, മീൻസ് അവിടെ വേറെ മെറ്റീരിയൽസ് ഒന്നുമില്ല, എയർ ആണ്, വാക്വത്തിലാണ് ഇരിക്കുന്നത് എന്ന് വിചാരിക്കാം. സോ μ0NI എന്ന ഈ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. μ0ന്റെ വാല്യൂ അറിയണം കേട്ടോ. 4π × 10⁻⁻7 ആണ് SI യൂണിറ്റിലെ ഇതിന്റെ വാല്യൂ. ആൻഡ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 10⁻³ ആണ്. കറണ്ട് 2 ആണ്. So this is 8π × 10⁻⁴ Tesla. This is the strength of magnetic field. ശ്രദ്ധിക്കുക, ആ 8π നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റർ എടുത്തിട്ട് സോൾവ് ചെയ്താൽ 8 × 3.14 ചെയ്താലും ആൻസർ കിട്ടും. അത് എഴുതിയാലും ആൻസർ മാർക്ക് കിട്ടും. ഇങ്ങനെ എഴുതാം, അങ്ങനെയും എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Ampere's theorem helps to find the magnetic field in a region around a current carrying conductor. Write the expression of Ampere's theorem. നേരത്തെ പറഞ്ഞതേ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. Integral B dot dl is equal to μ0I enclosed. Draw a graph showing the variation of intensity of magnetic field with the distance from the axis of a current carrying conductor. Draw a graph showing the variation of intensity of magnetic field with the distance from the axis of a current carrying conductor. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ നോക്കൂ, ഇതൊരു കണ്ടക്ടർ ആണെന്ന് വിചാരിച്ചു. ഇതൊരു കണ്ടക്ടറാണ്. ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ ആക്സിസിൽ നിന്നും ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ ആക്സിസിൽ നിന്നും ഇതാണ് ആക്സിസ് ഓഫ് ദ കണ്ടക്ടർ എന്ന് വിചാരിക്കുക. This is the axis of the conductor. ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ ആക്സിസിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡിന്റെ വേരിയേഷൻ, ഇതിൽ കറണ്ട് ഉണ്ട്,
ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് വേരിയേഷൻ്റെ ഗ്രാഫാണ്. നമുക്കറിയാം ആക്സിസ് ഓഫ് ദി കണ്ടക്ടറിലെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. ഈ ആക്സിസിൽ നിന്നും സർഫസിൽ നേരെ ഫീൽഡ് കൂടിക്കൂടി വരും. സർഫസിലാണ് മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ ഫീൽഡ് ഉണ്ടാവുക. ഇതാണ് സർഫസിലെ ഫീൽഡ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആ ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി ഇങ്ങനെ കുറഞ്ഞ് വരും. ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ അത് 0 ആകും. ഈ ഗ്രാഫ് അങ്ങോട്ട് വരച്ച് വെച്ചാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്ക്. Clear? Next, moving on to the next question. Parallel currents attract and anti-parallel currents repel. Parallel current attract ചെയ്യും, ആൻറ്റി പാരലൽ കറണ്ട് റിപ്പൽ ചെയ്യും. ദ രണ്ട് സ്ട്രൈറ്റ് കണ്ടക്ടേഴ്സിൽ രണ്ടിലും കറണ്ട് സെയിം ഡയറക്ഷനിലാണെങ്കിൽ they will attract. നമുക്കറിയാവുന്ന കാര്യമാണ്. അവരിലുള്ള കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അത് രണ്ടും പരസ്പരം റിപ്പൽ ചെയ്യും എന്നുള്ള കാര്യവും നമുക്കറിയാം. സ്റ്റേറ്റ് വെദർ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ആണ്. സംശയമില്ലല്ലോ. ട്രൂ ഓർ ഫോൾസ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ട്രൂ ആണ്, ഒരു സംശയമില്ല. ഡിഫൈൻ SI യൂണിറ്റ് ഓഫ് കറണ്ട് ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ ടു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. ഡിഫൈൻ SI യൂണിറ്റ് ഓഫ് കറണ്ട് ഇൻ ടേംസ് ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ ടേംസിൽ കറണ്ടിന്റെ SI യൂണിറ്റ് എഴുതാൻ. SI യൂണിറ്റ് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞത്. നോക്കൂ, നമുക്കറിയാം ഈ രണ്ട് കണ്ടക്ടേഴ്സിനിടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F is equal to μ0 I1 I2 divided by 2 pi r ആണ്, ന്യൂട്ടൺ പെർ മീറ്റർ. If I1 is equal to I2 is equal to 1 ampere and R is equal to 1 meter, F is equal to μ0 divided by 2 pi. This is equal to 2 into μ0 എന്നാൽ എന്താ 4 pi into 10 raised to minus 7. So 2 into 10 raised to minus 7 Newton per meter. ഇത് വെച്ചിട്ടാണ് നമ്മൾ 1 ആംപിയർ ഡിഫൈൻ ചെയ്യുക. എങ്ങനെ ഡിഫൈൻ ചെയ്യുക? ശരിക്കും കേട്ടോളൂ. 1 ആംപിയർ ഈസ് ദാറ്റ് കറണ്ട്. 1 ആംപിയർ ഈസ് ദാറ്റ് കറണ്ട് which when passes through two parallel conductors placed in air will attract with a force of 2 into 10 separation kuda parayanam. 1 ampere is that current which when passes through two parallel conductors placed in air at 1 meter apart, placed in air at a distance of 1 meter or at 1 meter apart, will experience a force of 2 into 10 raised to minus 7 Newton per meter. ഒരു ആംപിയർ കറണ്ട് എന്നത് ഇതാണ്. ഏത്? ആ കറണ്ട് രണ്ട് പാരലൽ കണ്ടക്ടേഴ്സിലൂടെ പാസ് ചെയ്യുമ്പോൾ ആ പാരലൽ കണ്ടക്ടേഴ്സ് എയറിൽ 1 മീറ്റർ സെപ്പറേഷനിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ they will attract with a force of 2 into 10 raised to minus 7 Newton per meter. അവർക്കിടയിൽ യൂണിറ്റ് ലെങ്ത്തിൽ 2 into 10 raised to minus 7 Newton ഫോഴ്സ് ഉണ്ടാവും. അങ്ങനെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ആ രണ്ട് കണ്ടക്ടേഴ്സിലും ഉള്ള കറണ്ട് 1 ആംപിയർ ആണ് എന്ന് പറയാൻ പറ്റും. രണ്ടിലും സെയിം കറണ്ട് ആയിരിക്കണം. അപ്പോൾ രണ്ടിലും ഉണ്ടാകുന്ന കറണ്ട് 1 ആംപിയർ ആണ് നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. A rectangular loop of area A and carrying a steady current I is placed in a uniform magnetic field. Derive expression for torque tau is equal to M cross B. നോക്കുക, ഇതിൻ്റെ ടോർക്ക് നമുക്ക് ഇതാണ് ഫിഗർ. ആ ഫിഗർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നതല്ല, ഞാനിവിടെ ഫോർ ദ ടൈം ബീങ് അവിടെ വരച്ചു വെച്ചതാണ്, ഓൾറെഡി അവിടെ പ്ലേസ് ചെയ്തതാണ്. ആ ഫിഗർ നിങ്ങൾ വൃത്തിയായിട്ടൊന്ന് വരക്കുക. എന്നിട്ട് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ന് നിങ്ങൾക്കറിയാം. അത് വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് അങ്ങനെ അതിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നിങ്ങൾ അവിടെ കാണിക്കണം. അങ്ങനെ ചെയ്തു വന്നാൽ നിങ്ങൾക്ക് അവസാനം കിട്ടും ടോർക്ക് എന്ന് പറയുന്നത് NIAB സൈൻ തീറ്റ എന്ന് ഡിറൈവ് ചെയ്യും. നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇത് ഡിറൈവ് ചെയ്യാൻ പഠിച്ചോളുക. എന്നിട്ട് NIA എന്ന് പറഞ്ഞാൽ എന്താ? NIA എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മൊമെന്റാ. സോ ടോ ഈസ് ഈക്വൽ ടു MB സൈൻ തീറ്റ ഓർ ടോ ഈസ് ഈക്വൽ ടു ഇൻ വെക്റ്റർ ഫോം M ക്രോസ് B. ഇത് ഡിറൈവ് ചെയ്യുക. ഞാൻ ആ ഡെറിവേഷൻ കാണിക്കുന്നില്ല, നിങ്ങളത് പഠിച്ചതാണ്. ഇല്ലെങ്കിൽ അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൊരു 2, 3, 4 ഡെറിവേഷൻസേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണുള്ളത്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. Okay, next, with a circuit
With a circuit diagram, explain how a moving coil galvanometer can be converted to an ammeter. And a figure കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം a galvanometer can be converted into a large scale ammeter by connecting a small resistance parallel to it. ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കാൻ എന്താ ചെയ്യേണ്ടത്? അതിന് പാരലാക്കിയിട്ട് ചെറിയ റെസിസ്റ്റൻസ് കുറക്കുക. കാരണം അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ എപ്പോഴും റെസിസ്റ്റൻസ് കുറവുള്ള കൂടുതൽ കറണ്ടിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആയിരിക്കും. ഒരു ഐഡിയൽ അമ്മീറ്റർ ആകുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് 0 ആയിരിക്കും. അതിലൂടെ എത്ര കറണ്ടിനെ നമുക്ക് കടത്തിവിടാൻ പറ്റണം, എത്ര കറണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. പക്ഷേ നമ്മളൊരു ഐഡിയൽ അമ്മീറ്റർ ഒന്നും അല്ല ഇവിടെ ഉണ്ടാക്കുന്നത്. നമ്മളോട് പറയുന്ന ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് കറണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന 0 മുതൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് കറണ്ട് വരെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു അമ്മീറ്റർ ആണ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ സ്യൂട്ടബിൾ റെസിസ്റ്റൻസ് പാരലായിട്ട് കൊടുത്ത് ആ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് കുറക്കുക. ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് അല്ല, ആ അമ്മീറ്ററിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറക്കുക. അപ്പോൾ ഓർത്ത് വെക്കുക, അമ്മീറ്ററിന് എപ്പോഴും റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ അമ്മീറ്ററിന്റെ റെസിസ്റ്റൻസ് കുറക്കണമെന്നുണ്ടെങ്കിൽ അതിന് പാരലായിട്ട് ഒരു ചെറിയ റെസിസ്റ്റൻസ് കൊടുത്താൽ മതി. എക്സ്പ്ലെയിൻ ദ തിയറി ആൻഡ് വർക്കിംഗ് ഓഫ് എ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. ഓക്കെ, അതിലോട്ട് ഞാൻ വരാം. എന്നാലും ഈ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ഇതേപോലെ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കുക, ഹൗ വിൽ യു കൺവേർട്ട് എ ഗാൽവനോമീറ്റർ ഇൻ ടു എ ലാർജ് സ്കെയിൽ വോൾട്ട് മീറ്റർ എന്നായിരിക്കും. ഗാൽവനോമീറ്ററിനെ ഒരു ലാർജ് സ്കെയിൽ വോൾട്ട് മീറ്റർ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിന് വോൾട്ട് മീറ്റർ എന്നാൽ ഓർത്ത് വെക്കുക, വോൾട്ട് മീറ്ററിന് എപ്പോഴും റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഒരു ഐഡിയൽ വോൾട്ട് മീറ്ററിന് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ഉണ്ടാകും. നമ്മളോട് ഐഡിയൽ വോൾട്ട് മീറ്റർ ഒന്നും ഉണ്ടാക്കാൻ പറയൂല. ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വോൾട്ടേജ് വരെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു വോൾട്ട് മീറ്റർ ആക്കിയിട്ട് ഈ ഗാൽവനോമീറ്ററിനെ മാറ്റാൻ പറഞ്ഞാൽ നമ്മൾ ആ ഗാൽവനോമീറ്ററിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ട് അതിന് സീരീസ് ആയിട്ട് ഒരു സ്യൂട്ടബിൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാം. റെഡി? ഗാൽവനോമീറ്റർ അടങ്ങിയ വോൾട്ട് മീറ്ററിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂട്ടാനും വേണ്ടിയിട്ട് അതിന് സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാം. എക്സ്പ്ലെയിൻ ദ തിയറി ആൻഡ് വർക്കിംഗ് ഓഫ് എ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് തിയറി ആൻഡ് വർക്കിംഗ് ഓഫ് എ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. ആ ഫിഗർ നിങ്ങൾ വരക്കാൻ ശ്രമിക്കുക. നിങ്ങൾ വൃത്തിയായിട്ട് നിങ്ങളൊന്ന് വരക്കുക. എന്നിട്ട് നിങ്ങൾക്കറിയാവുന്ന 2-3 കാര്യങ്ങൾ മാത്രമേ അതിലുള്ളൂ. മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ടോർക്ക് ഉണ്ടാവും, NIAB. മാക്സിമം ടോർക്ക് അതിൻ്റെ മുകളിൽ എപ്പോഴും ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് യൂണിഫോം റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ സിലിണ്ട്രിക്കലി കട്ടായിട്ടുള്ള മാഗ്നറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന റീസ്റ്റോറിങ് ടോർക്ക് ഇതാ ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട്. ഒരു സ്പ്രിങ്, ആ സ്പ്രിങ് റൊട്ടേറ്റ് ചെയ്യും. കറസ്പോണ്ടിംഗ്ലി അതിൽ റീസ്റ്റോറിങ് ടോർക്ക് ഉണ്ടാകും. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുക. NIAB ഈസ് ഈക്വൽ ടു C5 കറണ്ട് I ഈസ് ഈക്വൽ ടു C ഡിവൈഡഡ് ബൈ NAB ഇൻറ്റു 5. ഇതുവരെ ചെയ്താൽ മതി. എന്നിട്ട് I പ്രപ്പോർഷണൽ ടു 5. ഓക്കെ, എന്നുവെച്ചാൽ എത്ര ആംഗിളിലാണോ ഈ സ്പ്രിങ് റൊട്ടേറ്റ് ചെയ്തത് അതിനനുസരിച്ചിട്ട് എത്ര കറണ്ട് അതിലൂടെ പാസ് ചെയ്തു ഇത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് വൃത്തിക്ക് പഠിച്ചു. ഓക്കെ, വളരെ ബ്രീഫായിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഇവിടെ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു കാര്യവും നമുക്ക് മിസ്സായി പോവരുത്. ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു മാർക്കും നമുക്ക് നഷ്ടപ്പെടരുത്. ആ രൂപത്തിൽ നിങ്ങൾ ഈ ചാപ്റ്റർ പ്രിപ്പയർ ചെയ്യുക. ആ രൂപത്തിൽ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുക. ഗാൽവനോമീറ്റർ വരക്കാൻ പഠിക്കണമെന്ന് ചോദിച്ചു. ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരക്കുന്നത് നന്നായിരിക്കും. അതിൻ്റെ ഇങ്ങനെയല്ലേ ചോദിച്ചിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ദ തിയറി ആൻഡ് വർക്കിംഗ് ഓഫ് എ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. നിങ്ങളത് വരച്ചിട്ട് മീൻസ് അത് വരക്കാതെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് സൗകര്യം അത് വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. വരക്കാതെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ സൗകര്യം നിങ്ങൾക്ക് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ കുറച്ച് കുറക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് വരക്കാൻ പഠിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഈ മൂവിങ് ചാർജസ് എന്നുള്ള ചാപ്റ്റർ ഒരു മാർക്കും നമ്മൾ ഇത് മിസ് ചെയ്യാൻ പാടില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിൽ ചോദിക്കാവുന്നതാണ്. ബാസിത്ത് ഹായ്, അർച്ചന ഹായ്, ഹായ് പറഞ്ഞ എല്ലാവർക്കും തിരിച്ച് ഹായ്. അപ്പോൾ ഞാൻ
വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ല എങ്കിൽ അടുത്ത ചാപ്റ്ററിലോട്ട് എൻ്റർ ചെയ്യാണ്. ഇന്ന് നമ്മൾ ഫിസിക്സിൽ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കും. ഫിസിക്സിൽ നമ്മളൊരു മാർക്ക് പോലും മിസ് ചെയ്യുന്നില്ല. ഫുൾ മാർക്ക് കുറഞ്ഞൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഫുൾ മാർക്ക് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയണം. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. നമ്മളത് ജസ്റ്റ് റീകോൾ ചെയ്യുന്നു. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ പഠിച്ചതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അതിൽ മറന്നുപോയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പം തന്നെ പഠിക്കും. അത് പഠിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഓക്കെ, പോകാം നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എം പി സാറും എസ് കെ പി സാറൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനും എ സിയും കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞതിന് ശേഷം അടുത്ത ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എം പി സാറായിരിക്കും അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുക. എം പി സാറ് കൂടെ ആയിരിക്കും നിങ്ങൾ അടുത്ത ചാപ്റ്റർ ചെയ്യുന്നുണ്ടാവുക. എനിവേ, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ 6th ചാപ്റ്റർ ആണ്. നോക്കാം അതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്ന്. ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഡി എം എഫ് ഇൻ എ കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ. Direction of induced EMF in a conductor placed in a varying magnetic field is given by. Direction of induced EMF നമുക്ക് തരുന്നത് ഏതാണ്? ലെൻസസ് ലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അതിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫാരഡേൻ്റെ 2 ലോസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നത് വെനെവർ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ചേഞ്ചസ് ആൻഡ് ഇ എം എഫ് ഇസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ. സെക്കൻഡ് ലോ പറയുന്നത്, 2 ലോയും എഴുതി വെക്കുന്നതാണ് നല്ലത്. സെക്കൻഡ് ലോ പറയുന്നത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ആ 2 സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെക്കുക. ഹൗ ഡസ് the magnetic energy stored in an inductor and electrostatic energy stored in a capacitor related to their respective field strengths? Magnetic field energy per unit volume, magnetic field energy density in a magnetic field എന്ന് പറയുന്നത് b² divided by 2 mu 0 ആണ് എന്ന് നമുക്കറിയാം. ഇലക്ട്രിക് ഫീൽഡിൽ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് ഹാഫ് എപ്സിലോൺ 0 E² ആണ് എന്ന് നിങ്ങൾക്കറിയാം. രണ്ടും മാഗ്നറ്റിക് ഫീൽഡ് എനർജി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഫീൽഡ് സ്ട്രെങ്ത് ആണ്. ഇലക്ട്രിക് ഫീൽഡ് എനർജി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഫീൽഡ് സ്ട്രെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെക്ക്. ഇത് മാഗ്നറ്റിക് ഫീൽഡ് എനർജി ഡെൻസിറ്റി. നമ്മൾ ½ പഠിച്ചിട്ടില്ലേ? ½ അത് മറക്കല്ലേ. ½ U is equal to ½ നമ്മൾ പഠിച്ചതാ. U is equal to ½ Li². ഇത് നമ്മൾ പഠിച്ചതാ. ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം ഇത്, അല്ലെങ്കിൽ ഇതിൻ്റെ അനലോഗി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. E² പകരം B². എപ്സിലോൺ 0ൻ്റെ അനലോഗസ് ക്വാണ്ടിറ്റി ഏതാ മാഗ്നറ്റിസത്തിൽ? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ എപ്സിലോൺ 0ക്ക് പകരമായി മാഗ്നറ്റിസത്തിലുള്ളതാണ് 1/μ0. അത് നമ്മളവിടെ കൊടുക്കും. പിന്നെ 1/2 അവിടെയും ഇവിടെ എല്ലായിടത്തും 1/2. റെഡി? അപ്പോൾ അത് രണ്ടും വെച്ച് നോക്കുമ്പോൾ നമുക്ക് സംഭവം ക്ലിയർ ആണ്. അപ്പോൾ ഈ 2 റിലേഷനും നിങ്ങൾ അവിടെ എഴുതി വെച്ചിട്ട് ഈ UB പ്രൊപ്പോർഷണൽ ടു B² എന്നും UE പ്രൊപ്പോർഷണൽ ടു E² എന്നും നമ്മളവിടെ കൊടുത്താൽ മതി. ഓക്കെ, യെസ്, ലെൻസസ് ലോ സ്റ്റഡി പറഞ്ഞത് കറക്റ്റാണ്. നെക്സ്റ്റ്, വെൻ ബൾക്ക് പീസ്. ഓക്കെ, when bulk pieces of conductors are subjected to changing magnetic flux, currents are induced in them. Write the name of this current. എന്താ പറഞ്ഞേ ചാറ്റിൽ ഞാൻ കേൾക്കട്ടെ. നിങ്ങൾ ചാറ്റിൽ റെസ്പോണ്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഏതാണ് കറണ്ട്? റൈറ്റ് ദ നെയിം ഓഫ് ദിസ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഒരു ബൾക്ക് പീസിൽ ഉണ്ടാകുന്ന ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് കാരണം അതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട്. ബൾക്ക് പീസിലുണ്ടാകുന്ന ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം, അതിൽ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് കാരണം അതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ആ കറണ്ടിനെ വിളിക്കുന്ന പേര്. എഡി കറണ്ട്.
Write any two practical application of this current. Any two practical application of this current. ഈ കറണ്ടിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, എഡി കറണ്ടിൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ബ്രേക്കിംഗ് ഇൻ ട്രെയിൻസ്, ഇൻഡക്ഷൻ ഫേർണസ്, അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻസിൻ്റെ പേര് അവിടെ എഴുതി വെക്കുക. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Lenz's law is in accordance with law of conservation of. Lenz's law is in accordance with law of conservation of. നിങ്ങൾക്കറിയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോകരുത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. Lenz's law is in accordance with law of conservation of energy. Okay. Next, a jet plane is traveling towards west at a speed of 1800 km per hour. What is the voltage difference developed between the ends of the wing having a span of 25 meters? If the vertical component of Earth's magnetic field at the location 2.9 into 10 raised to minus 4 Tesla. Okay. അപ്പോൾ നമ്മുടെ ചോയ്സിൽ എന്താണ്? ജെറ്റ് പ്ലെയിൻ ട്രാവലിംഗ് ടുവേർഡ്സ് വെസ്റ്റ്, വെസ്റ്റിലോട്ട് പോകുന്നു. വോൾട്ടേജ് ഡിഫറൻസ് അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദ വിങ്. ഇത് വെസ്റ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എയറോപ്ലെയിൻ അല്ലെങ്കിൽ ജെറ്റ് പ്ലെയിൻ വെസ്റ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വെർട്ടിക്കൽ കോമ്പണൻറ്റ് തന്നിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് ജിയോ മാഗ്നറ്റിസം, എർത്ത് മാഗ്നറ്റിസം പഠിക്കാനില്ല. അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ കോമ്പണൻറ്റ് തന്നുകൊണ്ട് നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. എന്തായാലും വെർട്ടിക്കൽ കോമ്പണൻറ്റ് എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ വിങ്സ് ജെറ്റ് പ്ലെയിൻ്റെ വിങ്സ് ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഈ കോമ്പണൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കോമ്പണൻസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഫോർമുല ഇ എന്ന് പറയുന്നത് BLV ആണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഫോർമുല യൂസ് ചെയ്താൽ മതി. ഈ ബി ഒറിസോണ്ടൽ കോമ്പണൻ്റ് ഒക്കെ തന്നാലാണ് പിന്നെ അവിടെ ആംഗിൾ ഓഫ് ഡിപ്പ് വെച്ച് വെർട്ടിക്കൽ കോമ്പണൻറ്റ് കണ്ടെടുത്ത് ചെയ്യേണ്ടി വരിക. അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ വരില്ല എന്ന് പ്രതീക്ഷിക്കാം. കാരണം എർത്ത് മാഗ്നറ്റിസം എന്നുള്ള ടോപ്പിക്ക് മാഗ്നറ്റിസം ആയിട്ട് നിന്ന് റിമൂവ് ചെയ്തതുകൊണ്ട്. സോ ബി എന്ന് പറയുന്നത് 2.9 into 10 raised to minus, വെരി ഗുഡ് സ്റ്റഡി, BLV ആൻസർ പറഞ്ഞിട്ടുണ്ട്, into length of the conductor. Length of the conductor 25 meter ആണ്, 25 meter, and velocity 1800 kilometer per hour നെ into 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. A circular metallic loop and a current carrying conductor are placed as shown in figure. If the current through the conductor is increasing from A to B, find the direction of induced current in the loop. Direction of induced current ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറണ്ട് പോവല്ലേ, കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇൻക്രീസ് ചെയ്യണം ഫ്രം A to B. എയിൽ നിന്ന് ബിയിലോട്ട് പോകുന്ന കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഈ എയിൽ നിന്ന് ബിയിലോട്ട് കറണ്ട് ഉണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ നിങ്ങൾ യൂസ് ചെയ്യുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കത് കാണിക്കുന്നത് ലിമിറ്റേഷൻ ഉണ്ട്. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ യൂസ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് ദി സ്ട്രൈറ്റ് കണ്ടക്ടർ as it is directed out of the plane above the conductor. ഇവിടെ എങ്ങോട്ടാണ് ഉണ്ടാവുക? ഇൻവേർട്സ് ഉണ്ടാവുക. ഇവിടെ ഇൻവേർട്സ് ഉണ്ടാവുക, അവിടെ ഔട്ട്വേർഡ്സ് ഉണ്ടാവുക. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യാണ്. കാരണം എന്താ? ആ ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് താഴെ A to Bയിലോട്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ഡിക്രീസ് ചെയ്യിപ്പിക്കാനുള്ള ഇൻഡ്യൂസ്ഡ് കറണ്ട് വരും. അത് ഡിക്രീസ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് മാഗ്നറ്റിക് ഫീൽഡ് വരേണ്ടത്. അപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ക്ലോക്ക് വൈസ് കറണ്ട് ഉണ്ടാവും. ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആയിരിക്കും. ലെൻസസ് ലോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് കണ്ടത്. അപ്പോൾ ലെൻസസ് ലോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെക്കണം. ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ലെൻസസ് ലോനെ യൂസ് ചെയ്തിട്ട് ലെൻസസ് ലോ ബേസ് ചെയ്തുകൊണ്ട് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two long coaxial solenoids of same length are shown below. Define mutual inductance of
pair of coils. Mutual inductance of pair of coils എന്താണ് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞത്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഡിഫൈൻ ചെയ്യുന്ന പറഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് എം ഇസ് ഈക്വൽ ടു φ2 ഡിവൈഡഡ് ബൈ I1 ആണ്. φ2 ഡിവൈഡഡ് ബൈ I1. Flux linked with the coil, flux linked with the secondary coil by current passing through the primary coil. ഇതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഇതെങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇഫ് I1 is equal to 1 ampere, M is equal to φ2. That means mutual inductance of two coils is defined as the flux linked with the secondary coil. It is equal to the flux linked with the secondary coil when current passing through the primary coil is 1 ampere. In നമുക്ക് define ചെയ്യാം. Mutual inductance is defined as the magnetic flux linked with the secondary coil when current passing through the primary coil is 1 ampere. Okay. Derive an expression for mutual inductance of two coaxial solenoid. Mutual inductance of two coaxial solenoids. രണ്ട് coaxial solenoidsന്റെ mutual inductance ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, ഈ ഫിഗർ ഉണ്ടല്ലോ, ആ ഫിഗർ ബേസ് ചെയ്തുകൊണ്ട് ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ രണ്ട് കോയിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, രണ്ട് സോളിനോയിഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണെന്ന് ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് ചെയ്യുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ S1 എന്ന അകത്തുള്ള സോളിനോയിഡ് ഉണ്ട്, S2 എന്ന പുറത്തുള്ള സോളിനോയിഡ് ഉണ്ട്. രണ്ട് രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. ആദ്യം S1 പ്രൈമറി ആയിട്ടും S2 സെക്കൻഡറി ആയിട്ടും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കണ്ടു. പിന്നെ S2 പ്രൈമറി ആയിട്ടും S1 സെക്കൻഡറി ആയിട്ടും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കണ്ടു. അതിലൂടെ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താ? രണ്ട് മ്യൂച്വൽ ഇൻഡക്റ്റൻസും സെയിം ആണ്. എന്ന് വെച്ചാൽ ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ടു കോയിൽസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ചോയ്സ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി കോയിൽ. നിങ്ങൾ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും മാറി മാറി എടുത്തു എന്ന് വിചാരിച്ച് മ്യൂച്വൽ ഇൻഡക്റ്റൻസിൽ മാറ്റം സംഭവിക്കില്ല. ആ റിസൾട്ട് ഓൾറെഡി നമുക്കറിയാം. നമുക്കിവിടെ അത് പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ എന്താ ചെയ്യാനുള്ളത്? ജസ്റ്റ് ടു ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ദിസ് ടു കോആക്സിയൽ സോളിനോയിഡ്സ്. നമ്മളത് ഡിറൈവ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഡിറൈവ് ചെയ്ത് കൊടുക്കുക. അതിന് നമ്മളൊന്ന് പ്രൈമറി ആയിട്ട് എടുക്കുക, അടുത്ത് സെക്കൻഡറി ആയിട്ട് എടുക്കുക. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് പറഞ്ഞാൽ സെക്കൻഡറിയിലെ ഫ്ലക്സ് ബൈ പ്രൈമറിയിലെ കറണ്ട്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ S2 പ്രൈമറി ആയിട്ട് എടുക്കുന്നു, അപ്പോൾ അതിലൂടെ കറണ്ട് I1 ഉള്ളത് നിങ്ങൾ എടുക്കുക. S1 നിങ്ങൾ സെക്കൻഡറി ആയിട്ട് എടുക്കുക. അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫൈനലി നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ M is equal to μ0 N1 N2 A2 ഡിവൈഡഡ് ബൈ N1 A2 തിരിച്ചെടുക്കേണ്ടി വരും. A1 ആണ് ഇവിടെ അകത്തുള്ള സോളിനോയിഡിൻ്റെ ഏരിയ. അകത്തുള്ള സോളിനോയിഡിന്റെ ഏരിയ A1 ആണെങ്കിൽ ഇവിടെ A1 എന്ന് കൊടുക്കേണ്ടി. μ0 N1 N2 A1 ഡിവൈഡഡ് ബൈ L. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. യെസ്, റെഡി. നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. റൈറ്റ് ദ ഡയമെൻഷൻ ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ ഡയമെൻഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ ഡയമെൻഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ ഫ്ലക്സ് ബൈ കറണ്ട് ആണ്. അപ്പോൾ ഫ്ലക്സിന്റെ ഡയമെൻഷൻ അറിയണം. ഫ്ലക്സ് പറഞ്ഞാൽ BA ആണ്, BA ഡിവൈഡഡ് ബൈ കറണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡയമെൻഷൻ അറിയണം. മാഗ്നറ്റിക് ഫീൽഡ് ഡയമെൻഷനൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ അങ്ങോട്ട് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. മാഗ്നറ്റിക് ഫീൽഡ് ഡയമെൻഷൻ അറിയില്ല എങ്കിൽ നിങ്ങൾ അതിൻ്റെ ഡയമെൻഷൻ ഉണ്ടാക്കിയെടുക്കണം. മാഗ്നറ്റിക് ഫീൽഡിന് B is equal to F/QV എന്ന് എഴുതാലോ, എഴുതാം. അതിൽ എഫിൻ്റെ ഡയമെൻഷൻ എന്താ? M/L/T⁻². ചാർജിൻ്റെ ഡയമെൻഷൻ AT. ഓക്കെ, വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT⁻⁻1. അപ്പോൾ ഈ ടിയും T-1 ക്യാൻസലായി, എല്ലും എല്ലും ക്യാൻസലായി. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയമെൻഷൻ M/T⁻², A⁻⁻1. ഏരിയൻ്റെ ഡയമെൻഷന് L². കറണ്ടിൻ്റെ ഡയമെൻഷൻ നമ്മൾ A എന്നല്ലേ കൊടുക്കുക. റെഡി. അപ്പോൾ ഇതാണ് കറണ്ടിൻ്റെ ഡയമെൻഷൻ A. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് ഫൈനലി ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, ദ ഡയമെൻഷൻ ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നമുക്ക് എഴുതാൻ പറ്റും.
ഡയമെൻഷൻ ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് ടു എ റൈസ് ടു മൈനസ് ടു. ദിസ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നത് നിങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഡയമെൻഷൻ ഇത് തന്നെയാണ് സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഡയമെൻഷനും എന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് തന്നെയാണ് സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഡയമെൻഷൻ. ആ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ക്ലിയറായി മനസ്സിലാക്കി വെക്കുക. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററാണ്. അടുത്ത് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന ചാപ്റ്ററിലോട്ട് പോകും. അതിനുള്ള ഏതാനും ചില ക്വസ്റ്റ്യൻസും കൂടെ ബാക്കിയുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ടു കോയിൽസ് ഈസ് 1 ഹെൻറി. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് തന്നിട്ടുണ്ട്. മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ 1 ഹെൻറി ആണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് തന്നിട്ടുള്ളത്. കറണ്ട് ഇൻ one of the coils is increased from 4 ampere to 5 ampere in 1 millisecond. What average EMF will be induced in the other coil? അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് തന്നിട്ടുണ്ട് 1 ഹെൻറി. കറണ്ടിലെ ചേഞ്ച് തന്നിട്ടുണ്ട് എത്രയാണ്? 4 ആംപിയർ ടു 5 ആംപിയർ എന്ന് പറഞ്ഞാൽ 1 ആംപിയർ ആണ്. ആൻഡ് ടൈം ടേക്കൺ എന്ന് പറയുന്നത് 1 മില്ലി സെക്കൻഡ് ആണ്. വാട്ട് ആവറേജ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ അതർ കോയിൽ? ഇൻഡ്യൂസ്ഡ് EMF ഡ്യൂ ടു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് ന്യൂമറിക്കലി m/di/dt ആണ്. m എന്ന് പറയുന്നത് 1 ആണ്, di എന്ന് പറഞ്ഞാൽ 1 ആണ്, dt എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. സോ EMF is equal to 10⁻³ volt. That is 1000 volt. Option A. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് സോളിനോയിഡ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് സോളിനോയിഡ്. ഒരു സോളിനോയിഡ്, അതിൻ്റെ ലെങ്ത് L ആണ്, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണ്, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് N ആണ്. വാട്ട് ഡു യു ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ സെൽഫ് ഇൻഡക്റ്റൻസ് സോളിനോയിഡ്? എങ്ങനെ സെൽഫ് ഇൻഡക്റ്റൻസ് ഡിറൈവ് ചെയ്യുക? സെൽഫ് ഇൻഡക്റ്റൻസ് L is equal to 5 divided by I ആണ്. ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ഡിവൈഡഡ് ബൈ കറണ്ട് പാസിംഗ് ത്രൂ ദ കോയിൽ. ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ എന്ന് പറയുന്നത് NBA ഡിവൈഡഡ് ബൈ കറണ്ട് ഇൻ ദ കോയിൽ I ആണ്. സോ ഫ്ലക്സ് N ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് സോളിനോയിഡ് μ0 N/L ആണ് ഇൻറ്റു A ഡിവൈഡഡ് ബൈ I. I നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. സോ ദിസ് ഇസ് μ0 N² A ഡിവൈഡഡ് ബൈ L. ഇതങ്ങ് ഡിറൈവ് ചെയ്ത് കൊടുത്താൽ മതി. 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിരിക്കും. 2 മാർക്കിൻ്റെ ക്വസ്റ്റനും 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിരിക്കും. വാട്ട് ഡു യു മീൻ ബൈ എഡ്ഡി കറണ്ട്? എഡ്ഡി കറണ്ട് എന്താണ്? റൈറ്റ് നീ ടു അപ്ലിക്കേഷൻ ഓഫ് ഇറ്റ്. അതിൻ്റെ ഏതെങ്കിലും 2 അപ്ലിക്കേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ആ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ റോങ് ഓപ്ഷൻ. ശ്രദ്ധിക്കണം, റോങ് ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടത്. വോൾട്ട് ഈസ് ഈക്വൽ ടു വെബർ പെർ സെക്കൻഡ്. വോൾട്ട് ഈക്വൽ ടു വെബർ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ V ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ E ഈസ് ഈക്വൽ ടു, വോൾട്ട് പറഞ്ഞാൽ EMFൻ്റെ യൂണിറ്റ് അല്ലേ, വെബർ പറഞ്ഞാൽ ഫ്ലക്സിൻ്റെ യൂണിറ്റ് ആണ്, ഇത് ടൈമാണ്. E ഈക്വൽ ടു dφ/dt എന്ന ഈ ഇക്വേഷൻ അനുസരിച്ച് ഈ യൂണിറ്റ് കറക്റ്റ് ആണ്. ഓക്കെ, ഞാൻ അങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്. അടുത്തത് വെബർ ഈസ് ഈക്വൽ ടു ഹെൻറി ഇൻറ്റു ആംപിയർ. വെബർ ഈസ് ഈക്വൽ ടു ഹെൻറി ഇൻറ്റു ആംപിയർ. വെബർ തന്നെ ഫ്ലക്സ്, ഹെൻറി എന്ന് പറയുമ്പോൾ ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്, ആംപിയർ എന്ന് പറയുന്നത് കറണ്ടിൻ്റെ യൂണിറ്റ് ആണ്. ഫൈ ഈസ് ഈക്വൽ ടു LI. ഈ ഇക്വേഷൻ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ യൂണിറ്റും കറക്റ്റ് ആണ്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ജൂൾ ഈസ് ഈക്വൽ ടു ഹെൻറി ഇൻറ്റു ആംപിയർ സ്ക്വയർ. ജൂൾ എന്ന് പറഞ്ഞാൽ എനർജി, എനർജി എന്ന് പറഞ്ഞാൽ ½ Li² എന്ന ഇക്വേഷൻ നമുക്കറിയാം. സോ എല്ലിൻ്റെ ഹെൻറി I², കറണ്ടിൻ്റെത് ആംപിയർ സ്ക്വയർ. സംശയമില്ലല്ലോ, ഹെൻറി ആംപിയർ സ്ക്വയർ, ജൂൾ എനർജി. അപ്പോൾ അതും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് റോങ് ഓപ്ഷൻ. കാരണം എന്താ? ഓൾറെഡി വെബർ പെർ സെക്കൻഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ വെബർ ഇൻറ്റു സെക്കൻഡ് ആവില്ലല്ലോ വോൾട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഡൗട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്,
The current in a coil of self-inductance 0.1 Henry, self-inductance 0.1 Henry varies from 2 ampere to 5 ampere in a time of 1 millisecond. Find the induced EMF across the coil. ഇതേപോലെ ചെയ്താൽ മതി. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അക്രോസ്. നേരത്തെ നമ്മൾ ചെയ്തത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വെച്ചിട്ടാണ്. ഇപ്പം നമുക്ക് ചെയ്യാനുള്ളത് സെൽഫ് ഇൻഡക്റ്റൻസ് വെച്ചിട്ടാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു സെൽഫ് ഇൻഡക്റ്റൻസ് ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെൽഫ് ഇൻഡക്റ്റൻസ് 0.1 ഹെൻറി. എൽ എന്ന് പറയുന്നതാണ് സെൽഫ് ഇൻഡക്റ്റൻസ്. അത് 0.1 ഹെൻറിയാണ്. ചേഞ്ച് ഇൻ കറണ്ട് 2 ആംപിയർ ടു 5 ആംപിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 3 ആണ്. ടൈം ടേക്കൺ 1 മില്ലി സെക്കൻഡ് ആണ്. 10⁻³ സോ 3 ഇൻറ്റു 10⁻³ മുകളിലോട്ട് 10⁻³ അപ്പോൾ 300 വോൾട്ട്. യെസ്, എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും. An EMF of 16 volt is induced in a coil of self-inductance. Induced EMF ഉണ്ട്, ഇൻഡക്റ്റൻസ് ഉണ്ട്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് മസ്റ്റ് ബി. അപ്പോൾ ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി? എന്താണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ട ക്വാണ്ടിറ്റി? ഏത് ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇ എം എഫ് ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡി ഐ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഇ ബൈ എൽ. ഇ എം എഫ് എത്രയാണ്? 16. എൽ എത്രയാണ്? 4. 16/4 എന്ന് പറയുന്നത് 4. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. സോ 4 ആംപിയർ പെർ സെക്കൻഡ്. ഇതാണ് ആൻസർ. ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ആൻ എ സി ജനറേറ്റർ. പ്രിൻസിപ്പിൾ ഓഫ് ആൻ എ സി ജനറേറ്റർ എന്താണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ അത് സ്റ്റേറ്റ് ചെയ്യണം. ആൻഡ് എക്സ്പ്ലെയിൻസ് വർക്കിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലേബൽഡ് ഡയഗ്രാം. അപ്പോൾ ഒരു എ സി ജനറേറ്ററിൻ്റെ ഡയഗ്രാം വരക്കാൻ അറിയണം. 2 ഫീൽഡ് മാഗ്നറ്റ്, ആ 2 ഫീൽഡ് മാഗ്നറ്റിനിടയിലുള്ള ആർമേച്ചർ കോയിൽ, ആ ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ 2 റിങ്ങുകൾ ഉണ്ടാകും. ഗ്രാഫൈറ്റ് ബ്രഷ് ഒക്കെ ജസ്റ്റ് നിങ്ങൾക്ക് വരക്കാം. ഓക്കെ, ഗാൽവനോമീറ്ററോട് കൊടുക്കാം. ഇതിവിടെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് ഫീൽഡ് മാഗ്നറ്റ്, ഇത് ആർമേച്ചർ കോയിൽ, പിന്നെ ഇവിടെ 2 സ്ലിപ്പ് റിങ്സ്, പിന്നെ ഇവിടെ വരുന്ന ഗ്രാഫൈറ്റ് ബ്രഷ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ കാണിക്കേണ്ടത്. എന്നിട്ട് ജസ്റ്റ് അതിന് വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ്. ഫൈനലി ഇ ഈസ് ഈക്വൽ ടു നമ്മളവിടെ മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി വെച്ചിട്ട് നമുക്ക് ഈ ഇക്വേഷനിലോട്ട് എൻ ബി എ ഒമേഗ സൈൻ ഒമേഗ ടി എന്ന ഇക്വേഷനിലോട്ടാണ് നമ്മൾ എത്തേണ്ടത്. ഇതാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് എ സി ജനറേറ്റർ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത്രയും ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയറിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആ ക്വസ്റ്റ്യനോ അതേപോലുള്ള ക്വസ്റ്റ്യൻസോ നമുക്ക് വരുന്ന എക്സാമിൽ പ്രതീക്ഷിക്കാം. ഒരു മാർക്കും നമ്മൾ മിസ് ചെയ്യരുത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് 3 or 4 മാർക്കിനുള്ള ചോദ്യങ്ങൾ മിനിമം എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്നുണ്ടാകും. അതിൽ കൂടുതലും വന്നേക്കാം. നിർബന്ധമായിട്ട് നമ്മൾ അതിൽ നിന്ന് എല്ലാ മാർക്കും നമ്മൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കണം. 1 മാർക്ക് നമ്മൾ മിസ്സാക്കരുത്. ഫുൾ മാർക്ക് തന്നെ നമ്മൾ വാങ്ങാൻ ശ്രമിക്കണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇന്ന കാര്യം പഠിക്കേണ്ടതുണ്ടോ, ഇന്നത് എങ്ങനെയെങ്കിലും പഠിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ, എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് പോവാണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് മാത്രമാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. എസ്പെഷ്യലി LCR സർക്യൂട്ട്, റെസണൻസ്, ഈ ഭാഗത്തു നിന്നാണ് അധികവും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ഷുവറാണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് 1 മാർക്കും നമ്മൾ മിസ് ചെയ്യുന്നില്ല. ഫുൾ മാർക്ക് നമുക്ക് മറ്റന്നാൾ നടക്കുന്ന എക്സാമിൽ നിന്നും സ്കോർ ചെയ്യേണ്ടതുണ്ട്. നിർബന്ധമായിട്ടും നമ്മൾ കൃത്യമായി പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതിലേതെങ്കിലും കാര്യങ്ങൾ നമുക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ
അത് നമ്മൾ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ നമ്മളത് ഓർത്ത് മീൻസ് അത് കറക്റ്റ് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ എവിടെയെങ്കിലും എന്തെങ്കിലും ബാക്കിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും നിങ്ങൾ ക്ലാരിഫൈ ചെയ്തിട്ട് മുന്നോട്ട് പോകണം. സോ വി ആർ സ്റ്റാർട്ടിങ് the phasor diagram of the alternating voltage across an unknown device x and current flowing through it are shown below. Identify the device x. വളരെ ക്ലിയർ ആണ്, ഇതിൽ കറണ്ടും വോൾട്ടേജും സെയിം ഫേസിലായതുകൊണ്ട് ഈ എക്സ് എന്ന് പറയുന്ന സാധനം ഒരു റെസിസ്റ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഡ്രോ ദ ഗ്രാഫിക്കൽ വേരിയേഷൻ ഓഫ് കറണ്ട് ആൻഡ് വോൾട്ടേജ് വിത്ത് ഒമേഗ ടി ത്രൂ ദിസ് ഡിവൈസ്. ഗ്രാഫിക്കൽ വേരിയേഷൻ ഓഫ് കറണ്ട് ആൻഡ് വോൾട്ടേജ് വിത്ത് ഒമേഗ ടി ത്രൂ ദിസ് ഡിവൈസ്. അപ്പോൾ ആ ഗ്രാഫ് വരക്കാൻ അറിയണം. ഇവിടെ ഒമേഗ ടി അറിയുമ്പോൾ 0 π/2 π 3π/2 2π. ഇവിടെ വോൾട്ടേജും കറണ്ടും നമ്മൾ കാണിക്കണം. വോൾട്ടേജും കറണ്ടും, വോൾട്ടേജിൻ്റെ വേരിയേഷനും കറണ്ടിൻ്റെ വേരിയേഷനാണ് കാണിക്കേണ്ടത്. വോൾട്ടേജും കറണ്ടും സെയിം ഫേസിലാണ്. അപ്പോൾ രണ്ടും വോൾട്ടേജ് V0 sin ω t ആണെങ്കിൽ കറണ്ടും I0 sin ω t ആയിരിക്കും. രണ്ടിൻ്റെയും ഗ്രാഫ് ഇതാ ഇങ്ങനെ അങ്ങ് വരച്ചു കൊടുത്താൽ മതി. ഇത് കറണ്ടിൻ്റെ ഗ്രാഫ്, ഇത് I0. ഇവിടെ വോൾട്ടേജിൻ്റെ ഗ്രാഫ്, ഈ വാല്യൂ നിങ്ങൾ V0 എന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, ആ ഗ്രാഫ് വരച്ച് വെക്കുക. ഓക്കെ, സിംപ്ലസ്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഈസ് കണക്റ്റഡ് അക്രോസ് ആൻ ഇൻഡക്ടർ, ഡ്രോ എ സർക്യൂട്ട് ഡയഗ്രാം. ഇൻഡക്ടർ വരക്കുക, വെറുതെ സിമ്പിളായിട്ടൊരു മാർക്ക്, വെറുതെ ഒരു ഇൻഡക്ടർ വരക്കുക, അതിൻ്റെ അക്രോസിൽ AC കൊടുക്കുക. ഇത് എല്ലതും ഇവിടെ V എന്നും കൊടുത്താൽ മതി. ഓക്കെ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഇൻസ്റ്റന്റേനിയസ് കറണ്ട്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് V = V0 sin ω t ആണ്. ഇൻസ്റ്റന്റേനിയസ് കറണ്ടിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞത്. ഇൻസ്റ്റന്റേനിയസ് കറണ്ട്, അപ്പോൾ നമുക്കറിയാം ഈ V എന്ന് പറഞ്ഞാൽ അതിന് ഈക്വലായ ബാക്ക് EMF അവിടെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ബാക്ക് EMF എന്ന് പറയുന്നത് L × di/dt ആണ്. ആ L × di/dt എന്ന് പറയുന്നത് V0 sin ω t ഈക്വലാണ്. അപ്പോൾ di = V0 sin ω t dt / L. സോ I = ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ V0/L, sin ω t ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -cos ω t ഡിവൈഡഡ് ബൈ ഒമേഗ. ദിസ് ഇസ് ഈക്വൽ ടു I = V0/ωL. -cos ω t നമുക്ക് sin ω t -π/2 എന്ന് എഴുതാൻ പറ്റും. -cos ω t ഇല്ലേ, -cos ω t, ഇതിന് നമുക്ക് sin ω t -π/2 എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ ഒന്നുകൂടി നിങ്ങൾക്ക് മാറ്റി എഴുതാം. I = V0/ωL എന്ന് പറഞ്ഞാൽ I0 എന്നാക്കി എഴുതാൻ പറ്റും. V0/ωL ആണ് I0, sin ω t -π/2. ഓക്കെ, ഇതാണ് കറണ്ടിൻ്റെ ഇക്വേഷൻ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതി വെക്കാം കേട്ടോ. ഇവിടെ നമുക്ക് ഈ V0 ഇവിടെ നിങ്ങൾ ഈ ഇക്വേഷന് I = -I0 cos ω t എന്നെഴുതിയാലും യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എ സീരീസ് LCR സർക്യൂട്ട് ഈസ് കണക്റ്റഡ് ടു എ DC സോഴ്സ്. Series LCR circuit is connected to DC source. Magnitude of inductive reactance. Inductive reactance XL എന്ന് പറഞ്ഞാൽ ω/L ആണ്. ω/L എന്ന് പറഞ്ഞാൽ 2π ഫ്രീക്വൻസി ഇൻറ്റു L ആണ്. ഈ ഫ്രീക്വൻസി ഡീസിൻ്റെ കേസിൽ ആ ഫ്രീക്വൻസി 0 ആണ്. അപ്പോൾ XL = 0. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഈസ് 0, കാരണം സോഴ്സ് DC ആണ്. റെഡി? കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ് ഇവിടെ ചോദിച്ചിരുന്നുണ്ടെങ്കിലോ, കപ്പാസിറ്റീവ് റിയാക്ടൻസ് റിയാക്ടൻസ് 1/ωc ആണ്. അത് ഇൻഫിനിറ്റി എന്ന് വരും, 1/0 ആകും, ഇൻഫിനിറ്റി വരും. പക്ഷേ ഇതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ്, an alternating voltage is applied across an LCR circuit in figure. Draw the phasor diagram of the circuit. ഈ സർക്യൂട്ടിൻ്റെ ഫേസർ ഡയഗ്രാം വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്കറിയാം ഈ 3 കോമ്പണൻസിലും പോകുന്ന കറണ്ട് സെയിം ആണ്. ഇതാണ് കറണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വെക്ടർ. ഇനി നമ്മൾ VR വരക്കുന്നു. VR, യെസ്, വെരി ഗുഡ്. കറണ്ട് I ആണ്.
കറണ്ട് ഐ ആണ്. വി ആർ സെയിം ഫേസിലാണ്. വി എൽ കറണ്ടിൻ്റെ മുന്നിൽ ലീഡ് ചെയ്യുന്നു. വി സി കറണ്ടിൻ്റെ പുറകിൽ π/2 ലാഗ് ചെയ്യുന്നു. ഇതാണ് ഫേസർ ഡയഗ്രാം. റെഡി? അപ്പോൾ ഇങ്ങനെ ഫേസർ ഡയഗ്രാം വരച്ചു വെക്കുന്നു. ഇൻ ദ സർക്യൂട്ട് വി is equal to 20 sin 100t volt. കാൽക്കുലേറ്റ് ഇംപിഡൻസ്. അപ്പോൾ ആദ്യം ഇംപിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇംപിഡൻസ് എന്നാൽ സെഡ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ഇംപിഡൻസിൻ്റെ ഇക്വേഷൻ ഓർമ്മ വേണം. ഇംപിഡൻസിൻ്റെ ഇക്വേഷൻ മറന്നു പോകരുത്. മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഓർത്ത് വെക്ക്. സെഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി മൈനസ് എക്സ് എൽ ഹോൾ സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. ഇനി ഇതിൽ നമുക്ക് ആറ് നമുക്കറിയാം. ആർ എത്രയാണ്? 50 ഓം ആണ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എക്സിയും എക്സലും വേണം. അപ്പോൾ അടുത്ത ജോലി എക്സിയും എക്സലും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എക്സിയും എക്സലും കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സി കണ്ടുപിടിച്ചിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സൽ കണ്ടുപിടിച്ചിട്ട് അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സി എന്ന് പറഞ്ഞാൽ 1/ωc ആണ്. 1/ω എന്ന് പറയുന്നത് ഇതാ ഒമേഗ ഇവിടെ ഉണ്ട്. ഇതാണ് ഒമേഗ. 100 ആണ് ഒമേഗ. അപ്പോൾ 100 ഇൻറ്റു സി. സി എന്ന് പറയുന്നത് എത്രയാണ്? കപ്പാസിറ്റൻസ് 100 മൈക്രോ ഫാരഡ്. അപ്പോൾ 100 ഇൻറ്റു 10⁻⁻⁶. So this is 10⁻⁴, 10⁻⁻⁶, 10⁻⁻², 10⁻². Xc is equal to 100 ohm. ഇനി എക്സൽ വേണം. എക്സൽ ഇതേപോലെ ഒമേഗ എൽ ചെയ്താൽ കിട്ടും. ഒമേഗ എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. എൽ എന്ന് പറയുന്നത് എത്രയാണ്? ക്വസ്റ്റ്യനിലുണ്ട്. അത് 100 മില്ലി ഹെൻറി ആണ്. ഇതാ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എൽ 100 മില്ലി ഹെൻറി. 100 ഇൻറ്റു 10⁻⁻³ 0.1. അപ്പോൾ അത് 10 ആണ്. 10 ഓം. അപ്പോൾ എക്സിയും എക്സലും കിട്ടി. ഇനി സെഡിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സെഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ 50 സ്ക്വയർ പ്ലസ് 100 മൈനസ് 10ൻ്റെ സ്ക്വയർ 90 സ്ക്വയർ ഉണ്ടാവും. ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ആൻസർ. അതാണ് ഇംപിഡൻസ്. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി പീക്ക് വാല്യൂ ഓഫ് കറണ്ട് കണ്ടുപിടിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റിൽ പറഞ്ഞോളാം. പീക്ക് വാല്യൂ ഓഫ് കറണ്ട് കണ്ടുപിടിക്കണം. പീക്ക് വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. I0 എന്ന് പറയുന്നത് V0/Z. പീക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ I0 is equal to V0/Z. അതിന് V0 നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജിന്റെ ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് V20 sin 100t. അതിൽ ഈ V0 എന്ന് പറയുന്നത് ഇവിടെ 20 ആണ്. സോ I0 is equal to 20 ഡിവൈഡഡ് ബൈ നേരത്തെ കിട്ടിയ സാധനം റൂട്ട് ഓഫ് 50 സ്ക്വയർ പ്ലസ് 90 സ്ക്വയർ ചെയ്താൽ കിട്ടുന്നത്. അതാണ് I0. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. റെഡി? റെസണന്റ് ഫ്രീക്വൻസി ഓഫ് ദ സർക്യൂട്ട്. അതാണ് അതിലെ തേർഡ് പാർട്ട് ചോദിച്ചിട്ടുള്ളത്. റെസണന്റ് ഫ്രീക്വൻസി ഓഫ് ദ സർക്യൂട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യൻ കവർ ചെയ്യുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. റെസണന്റ് ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ എന്താ? ഓർമ്മ വേണം. F0 is equal to ഓർമ്മണ്ടോ? 1/2π√of LC. എൽ ഇവിടെ ഉണ്ട്, സി ഇവിടെ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കിട്ടും. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 110 volt variable frequency as source 110 volt variable frequency AC source is applied to a circuit as shown in the figure at a particular frequency of the voltage across the capacitor and inductor are found to be equal. Given L is equal to 0.38, capacitance 27 microfarad and resistance 48 ohm. Write one practical application of the circuit shown. Practical application of the circuit shown. അത് നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. ട്യൂണിങ് സർക്യൂട്ടുകളിലാണ് ഇത് യൂസ് ചെയ്യുക. ട്യൂണിങ് സർക്യൂട്ടുകളുണ്ട്, പിന്നെ അതേപോലെ ഈ മെറ്റൽ ഡിറ്റക്ടേഴ്സിലൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് സിമ്പിളായിട്ട് ഒന്ന് നിങ്ങൾ ട്യൂണിങ് സർക്യൂട്ടുകളെന്നോ അല്ലെങ്കിൽ റേഡിയോ എന്നോ എഴുതി വെക്കാം. റേഡിയോ ട്യൂണിങ് സർക്യൂട്ട്, റേഡിയോ ട്യൂൺ ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഈ റെസണൻസ് ഫിനോമിനൻ ഓഫ് റെസണൻസ് ഫിനോമിനൻ ഓഫ് സീരീസ് LCR സർക്യൂട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഫൈൻഡ് ദ കറണ്ട് ത്രൂ ദ സർക്യൂട്ട്. ഈ സർക്യൂട്ടിലുള്ള കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്.
അതിന് നമ്മൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക. അറ്റ് എ പെർട്ടിക്കുലർ ഫ്രീക്വൻസി ദ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ ആർ ഫൗണ്ട് ടു ബി ഈക്വൽ. എന്ന് വെച്ചാൽ വി എല്ലും വി സിയും ഈക്വൽ ആണ് എന്ന്. അതുകൊണ്ട് എന്താ? അപ്പൊ സർക്യൂട്ട് റെസൊണൻസിലാണ്. സർക്യൂട്ട് റെസൊണൻസിലാണെങ്കിൽ കറണ്ട് ത്രൂ ദ സർക്യൂട്ട് I0 എന്ന് പറയുന്നത് V0 കറണ്ടാണ് ചോദിച്ചത്. അപ്പൊ IRMS ആണ് വേണ്ടത്. IRMS. അപ്പൊ IRMS ഈക്വൽ ടു IRMS. ശരിക്കും ശ്രദ്ധിക്കണേ. കറണ്ട് ത്രൂ ദ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ചോദിക്കുന്നത് RMS കറണ്ട് ആണ്. AC സർക്യൂട്ടിൽ സിംപ്ലി കറണ്ട് എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് RMS കറണ്ടാണ്. സിംപ്ലി വോൾട്ടേജ് എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് RMS വോൾട്ടേജാണ്. അത് പീക്ക് വോൾട്ടേജോ പീക്ക് കറണ്ടോ ഒക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ മെൻഷൻ ചെയ്യും. അതർവൈസ് ഇറ്റ് ഈസ് ദ RMS കറണ്ട്. അത് RMS കറണ്ട് ആണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ IRMS എന്ന് പറയുന്നത് VRMS ഡിവൈഡഡ് ബൈ Z ആണ് ശരിക്ക്. എന്നാൽ ഈ സർക്യൂട്ട് റെസൊണൻസിലായതുകൊണ്ട് Z ഈസ് ഈക്വൽ ടു R ആണല്ലോ. അതെ. അപ്പൊ VRMS 110 വോൾട്ട്, R അത് 48. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ അപ്ലൈഡ് AC സോഴ്സ്? അപ്ലൈഡ് AC സോഴ്സിന്റെ ഫ്രീക്വൻസി. ഈ സർക്യൂട്ട് റെസൊണൻസിലാണല്ലോ. സർക്യൂട്ട് എപ്പോഴാണ് റെസൊണൻസിലാവുക? സർക്യൂട്ടില് ഈ സോഴ്സിന്റെ ഫ്രീക്വൻസി ഈ LCR സർക്യൂട്ടിന്റെ റെസൊണൻസ് ഫ്രീക്വൻസിക്ക് ഈക്വൽ ആകുമ്പോൾ. അപ്പോൾ ഇപ്പോൾ എത്രയാണ് എസിന്റെ ഫ്രീക്വൻസി എന്ന് ചോദിച്ചാൽ ഈ സർക്യൂട്ട് റെസൊണൻസിലായതുകൊണ്ട് ഈ സർക്യൂട്ടിന്റെ റെസൊണൻസ് ഫ്രീക്വൻസി എന്താണോ അതാണ് ഈ സോഴ്സിന്റെ ഫ്രീക്വൻസി. അപ്പോൾ റെസൊണൻസ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. റെസൊണൻസ് ഫ്രീക്വൻസി F0 = 1/2π√LC. L ഇവിടെ ഉണ്ട്, C ഇവിടെ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക, ഫൈനൽ ആൻസർ ആണ് നമ്മൾ അവിടെ എഴുതി വെക്കേണ്ടത്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് the circuit current change if the plates of the capacitor are brought closer, moved away? സർക്യൂട്ടിലുള്ള കറണ്ടിന് എന്ത് ചേഞ്ച് ഉണ്ടാകും? ബ്രോഡ് ക്ലോസർ, മൂഡ് അവേ. കപ്പാസിറ്റേഴ്സിന്റെ പ്ലേറ്റ്സ് അടുത്ത് കൊണ്ടുവന്നാലും ദൂരേക്ക് കൊണ്ടുപോയാലും ശ്രദ്ധിക്കുക. നോക്കിക്കോളൂ. കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾ അടുത്തോട്ട് വന്നാൽ കപ്പാസിറ്റൻസ് പറഞ്ഞാൽ ε0 A/D ആണ്. അതിൽ ഫസ്റ്റ് കേസിൽ ബ്രോഡ് ക്ലോസ് പറയുമ്പോൾ ഡി കുറയുമ്പോൾ കപ്പാസിറ്റൻസ് കൂടും. കപ്പാസിറ്റൻസ് കൂടുമ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC എന്ന് പറഞ്ഞാൽ 1/ωc അല്ലേ. അപ്പോൾ കപ്പാസിറ്റൻസ് കൂടുമ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കുറയും. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കുറയുമ്പോൾ ഇമ്പിഡൻസ് സർക്യൂട്ടിൽ എന്താ ചെയ്യുക? ഇവിടെ ഇപ്പം എന്താ സംഭവം? ബ്രോഡ് ക്ലോസ്. എന്തായാലും കറണ്ട് എന്ത് ചെയ്യും? റെസൊണൻസ് കണ്ടീഷനിലാണ് ഇപ്പോൾ സർക്യൂട്ട് ഉള്ളത്. ഇപ്പോൾ സർക്യൂട്ട് റെസൊണൻസ് കണ്ടീഷനിലായതുകൊണ്ട് ഈ ബ്രോഡ് ക്ലോസർ ആണെങ്കിലും മൂഡ് അവേ ആണെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് എഴുതി വെക്കേണ്ടത്. റെസൊണൻസ് കണ്ടീഷനിൽ നിന്നും സർക്യൂട്ട് മാറി. സോ കറണ്ട് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. I ഡിക്രീസസ്. ഫസ്റ്റ് കേസിൽ I ഡിക്രീസസ്. ആൻഡ് ഒരു കാര്യം കൂടി ഉണ്ട്. അവരെന്ത് സംഭവിക്കുന്ന ചോദിച്ചാൽ രണ്ട് കാര്യങ്ങൾ നമ്മളോട് പറയണം ശരിക്കും. കാരണം കറണ്ട്, ഹൗ ഡസ് ദ സർക്യൂട്ട് കറണ്ട് ചേഞ്ച് ഇഫ് ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ? കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കുറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിനേക്കാൾ കുറവായി കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. അപ്പോൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടുതലാണെങ്കിൽ ഇൻഡക്റ്റർ സർക്യൂട്ടിൽ ഡോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് സർക്യൂട്ടിൽ ഡോമിനൻ്റ് ആയി നിൽക്കുന്ന സമയത്ത് സർക്യൂട്ടിൽ കറണ്ട് ലാഗ് ചെയ്യും. അപ്പോൾ കറണ്ട് ഡിക്രീസ് ചെയ്യും. ആൻഡ് I lags behind voltage എന്ന് പറയാൻ പറ്റും. I lags behind voltage. ഇനി അപ്പോൾ രണ്ടാമത്തെ കേസിൽ എന്താ സംഭവിക്കുക? ശരിക്കും ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കേസിൽ XC കൂടും. XC കൂടുക ചെയ്യുക. ശരിക്കും ശ്രദ്ധിക്കണം. D കൂട്ടി കപ്പാസിറ്റൻസ് കൂടി, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കുറഞ്ഞു. ഇമ്പിഡൻസ് നോക്കുക. ഇമ്പിഡൻസിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. സർക്യൂട്ട് റെസൊണൻസ് കണ്ടീഷനിൽ മാറിയിട്ടുണ്ട്. സർക്യൂട്ട് റെസൊണൻസ് കണ്ടീഷനിൽ മാറിക്കഴിഞ്ഞാൽ കറണ്ട് വീണ്ടും കുറയും. കാരണം എന്താ? കറണ്ട് എപ്പോഴും LCR സർക്യൂട്ടിൽ മാക്സിമം ഉണ്ടാവൽ റെസൊണൻസ് കണ്ടീഷൻ. ആ റെസൊണൻസ് കണ്ടീഷൻ മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ആ സർക്യൂട്ടിലെ കറണ്ടിൽ എന്ത് സംഭവിക്കും? ചേഞ്ച് ഉണ്ടാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കുറയുന്നു. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കുറയുമ്പോൾ
വീണ്ടും ഈ സർക്യൂട്ട് റെസൊണൻസ് കണ്ടീഷനിൽ നിന്ന് മാറുന്നു, കറണ്ട് ഡിക്രീസ് ചെയ്യുന്നു. എന്നാൽ ഈ സമയത്ത് കറണ്ട് ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ എക്സി കൂടാണ് ചെയ്യുക, എക്സി കൂടെ ചെയ്യുക. കാരണം കപ്പാസിറ്റൻസ് ഇവിടെ കൂടി, ഇവിടെ കപ്പാസിറ്റൻസ് ഡി എന്താ ചെയ്യുക, ഇവിടെ ഞാൻ പറഞ്ഞ മാറിപ്പോയിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ ക്ലാരിഫൈ ചെയ്യാം. കപ്പാസിറ്റൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡി കൂടിയപ്പോൾ കപ്പാസിറ്റൻസ് എന്ത് ചെയ്തു, കുറഞ്ഞു. കപ്പാസിറ്റൻസ് കൂടിയപ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കൂടി. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കൂടി കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും സർക്യൂട്ട് റെസൊണൻസ് കണ്ടീഷനിൽ നിന്ന് മാറ്റം സംഭവിച്ചു. ആൻഡ് റെസൊണൻസ് ഫ്രീക്വൻസി വേറെ, സോഴ്സിന്റെ ഫ്രീക്വൻസി അതന്നെ നിൽക്കുന്നു. എന്തായാലും റെസൊണൻസ് കണ്ടീഷനിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ കറണ്ട് എന്ത് ചെയ്യും, കുറയും. കറണ്ട് കുറയും, പക്ഷെ കറണ്ട് ഈ സമയത്ത് എന്ത് ചെയ്യും, എക്സി കൂടുതലാണ്. ഐ ലീഡ്സ് വോൾട്ടേജ്. നേരത്തെ കറണ്ട് ലാഗ് ചെയ്യായിരുന്നു, ഇപ്പോൾ കറണ്ട് എന്ത് ചെയ്യാണ്, ലീഡ് ചെയ്യാണ്. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറ്റ് റെസൊണൻസ് in an LCR circuit the EMF and current are. At resonance in an LCR circuit EMF and current are in phase. സംശയമില്ലാതെ വിചാരിക്കുന്നു. റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കറണ്ടും വോൾട്ടേജും സെയിം ഫേസിലാകുന്ന കണ്ടീഷനാണ്, ഫേസ് ഡിഫറൻസ് 0 എന്ന കണ്ടീഷനാണ്. അതിൽ ബി പാർട്ട്, ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് വി. ഇതിൽ വി എന്താന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്, ഇഫക്റ്റീവ് വോൾട്ടേജ്. റൂട്ട് ഓഫ് ഇക്വേഷൻ അറിയാം, വി ആർ സ്ക്വയർ പ്ലസ് ഹലോ സർ, ഇൻഡക്ടർ, റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇതിൻ്റെ പവർ ഡിസിപ്പേറ്റഡ് ഡിറൈവ് ചെയ്യാൻ പഠിക്കണം. നിങ്ങളതിൽ പവറിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, ആവറേജ് പവർ ഡിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഡെറിവേഷൻ LCR സർക്യൂട്ട് പഠിച്ചാൽ മതി. അതന്നെ നിങ്ങൾ ഫുള്ള് സ്റ്റെപ്പ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഇതാ ഈ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഇതാ പവർ, ആവറേജ് പവർ, സോറി ഇതല്ലല്ലോ ക്വസ്റ്റ്യൻ എന്താ മുകളിലുണ്ട്, വി ആർ സ്ക്വയർ പ്ലസ് വി സി മൈനസ് വി എൽ ഓൾ സ്ക്വയർ. റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ 400 സ്ക്വയർ പ്ലസ് 600 മൈനസ് 300 എന്ന് പറഞ്ഞാൽ 300 സ്ക്വയർ. ദിസ് ഇസ് ഈക്വൽ ടു, ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. 400 സ്ക്വയർ പ്ലസ് 300 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവുക, ഈ 2 0, ഇത് 10⁴, 10⁴ പോലെ 10�2 ഉണ്ടാകും. 4, അപ്പോൾ 500 വോൾട്ടാണ് അപ്ലൈഡ് വോൾട്ട്. പവറിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആവറേജ് പവർ ഡിസിപ്പേറ്റഡ് ബൈ LCR സർക്യൂട്ട് ഉണ്ടല്ലോ, മീൻസ് ജനറൽ AC സർക്യൂട്ട്. അത് ഞാൻ ഇപ്പോൾ ഒരാൾ ഈ ഹാങ്സോ, ഇവൻ്റെ പേരെന്തെന്നും വായിച്ചിട്ട് മനസ്സിലുണ്ട്, ഹാങ്സോ, എന്തായാലും അവൻ ചോദിച്ച കാര്യമാണ്. പവറിൻ്റെ നമ്മൾ ഓരോന്നും നിങ്ങൾ പഠിക്കണമെന്നുണ്ട്. നിങ്ങൾ ഒറ്റൊന്ന് പഠിച്ചു നോക്കുക. ഏത്, നമ്മൾ VRMS IRMS cos φ ഡിറൈവ് ചെയ്യുന്നുണ്ടല്ലോ, VRMS IRMS cos φ, അത് ഡിറൈവ് ചെയ്യാൻ പഠിച്ചു വെക്കുക. VRMS IRMS cos φ അത് ഡിറൈവ് ചെയ്യുന്നത്, ആവറേജ് പവർ ഡിറൈവ് ചെയ്യാൻ നമുക്കറിയാം, ഇൻ്റഗ്രൽ P dt ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ dt 0 to t. 1 കംപ്ലീറ്റ് സൈക്കിൾ ആകുമ്പോൾ 0 to t. ദിസ് ഇസ് ഈക്വൽ ടു, താഴെയുള്ളത് 1/T എന്നാകും, മുകളിലുള്ളത് 0 to t. പവറിൻ്റെത് V0 I0 സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് 5 dt എന്ന് വരും. ഇൻ്റഗ്രേഷൻ ഒക്കെ നിങ്ങൾ അവിടെ ട്രിഗണോമെട്രിയിൽ സൈൻ ഓഫ് A പ്ലസ് ബി അപ്ലൈ ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഫൈനൽ റിസൾട്ടോട്ട് മുഴുവൻ സ്റ്റെപ്പ് ഒന്നും കാണിക്കണ്ട. ഇത് എഴുതിയിട്ട് നിങ്ങൾക്ക് ഫൈനൽ ഫോർമുല അറിയാലോ, ആ ഫൈനൽ ഫോർമുല എഴുതി വെച്ചാൽ മതി. അത്രയും സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ട്രിഗണോമെട്രി അറിയോ, ഇൻ്റഗ്രേഷൻ അറിയോ എന്നൊന്നും ഇവിടെ ആരും ചെക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ പവറിൻ്റെ ഇക്വേഷനിൽ ജസ്റ്റ് ഇൻസ്റ്റൻറ്റേനിയസ് പവറിൻ്റെ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവിടെ ഇൻസ്റ്റൻറ്റേനിയസ് പവറിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ ഇൻസ്റ്റൻറ്റേനിയസ് പവറിൻ്റെ ഇക്വേഷൻ നോക്കിക്കോ, വി എന്ന് പറഞ്ഞാൽ V0 സൈൻ ഒമേഗ ടി, കറണ്ട് I എന്ന് പറഞ്ഞാൽ എന്താ, I0 സൈൻ ഒമേഗ ടി പ്ലസ് 5. അതൊരു ജനറൽ AC സർക്യൂട്ടാണ്. അവിടെ നമുക്ക് ഫേസ് ഡിഫറൻസ് അറിയൂല. അത് പ്യൂർലി റെസിസ്റ്റീവ് ആവാം, പ്യൂർലി ഇൻഡക്റ്റീവ് ആവാം, പ്യൂർലി കപ്പാസിറ്റീവ് ആവാം, ഏതുമാവാം. അപ്പോൾ V0 സൈൻ ഒമേഗ ടി, I0 സൈൻ ഒമേഗ ടി പ്ലസ് 5. ഇനി ഇൻസ്റ്റൻറ്റേനിയസ് പവർ P എന്ന് പറഞ്ഞാൽ V ഇൻറ്റു I. അപ്പോൾ P എന്ന് പറഞ്ഞാൽ V ഇൻറ്റു I, അത് V0 I0 സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് 5 ഇല്ലേ.
അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത് നമ്മൾ ഇതാ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. എന്നിട്ട് ഫൈനലി നിങ്ങൾ V0 I0/2 cos φ എന്ന് എഴുതിയാൽ മതി. ഇനി അത് പ്യൂർലി റെസിസ്റ്റീവ് ആണ് ചോദിച്ചതെങ്കിൽ ആ ഫൈക്ക് 0 കൊടുക്കുക, V0 I0/2. അത് പ്യൂർലി ഇൻഡക്റ്റീവ് ഓർ കപ്പാസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഫൈക്ക് π/2 കൊടുക്കുക, പവർ 0. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? ഹാങ്സോ, ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? ഇങ്ങനെ ചെയ്താൽ മതി. അല്ലാതെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ മാത്രമൊന്നുമില്ല. അത് നമ്മൾ ചെയ്തു വരുമ്പോൾ ഫൈനൽ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ 2-3 സ്റ്റെപ്പ് എഴുതിയിട്ട് ഫൈനൽ റിസൾട്ട് അങ്ങ് എഴുതി വെച്ചാൽ മതി. അതിൽ മീൻസ് നിങ്ങൾ എഴുതിയ 3ാമത്തെ സ്റ്റെപ്പ് ഫൈനൽ റിസൾട്ടോട്ട് എത്തും എന്നുള്ളൊരു സംഭവം അതിൽ കാണണം. അല്ലാതെ ഇത് എഴുതിയാണ് നേരെ പോയി ഈ സാധനം എഴുതി വെച്ചാൽ നേരെ ഇത് എഴുതുന്നതിനേക്കാൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും നിങ്ങൾ അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റെപ്പും കൂടെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിക്കുന്നത്. ഓക്കേടാ, റെഡി. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകുന്നു. A series LCR circuit shown Siri വന്നിട്ടുണ്ടല്ലോ. Okay. A series LCR circuit shows the phenomenon called resonance. Write the condition for resonance and obtain an equation for resonant frequency. Condition for resonance. Xയും XLും ഈക്വൽ ആവുക, BCയും VLും ഈക്വൽ ആവുക, അങ്ങനെ φ 0 ആവുക. അതാണ് റെസൊണൻസ് കണ്ടീഷൻ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയേക്കാം, the frequency of AC is adjusted such that at a particular frequency XC becomes equal to XL and φ is equal to 0. Now V and I, voltage and current, are in same phase. Now the circuit is said to be at resonance. Obtain equation for resonant frequency. Resonant frequency equation derive ചെയ്യാൻ പറഞ്ഞാൽ XC equal to XL എന്ന് എഴുതുക. XC പറഞ്ഞാൽ 1/ωc, റെസൊണൻസ് ആയതുകൊണ്ട് ω0 എന്ന് കൊടുക്കുക. 1/ω0c is equal to ω0L. റീഅറേഞ്ച് ചെയ്യുക, റെസൊണന്റ് ഫ്രീക്വൻസി F0 is equal to 1/2π√LC ഉണ്ടാക്കുക. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ബി എന്ന ബി പാർട്ട് ക്വസ്റ്റ്യൻ ഇപ്പോൾ നമുക്ക് ഇല്ല. അത് ക്യൂ വാല്യൂ കണ്ടുപിടിക്കുന്നതാണ്. ക്യൂ വാല്യൂ ഓഫ് LCR സർക്യൂട്ട് 1/R√L/C. അത് ബാൻഡ് വിഡ്ത്ത്, ഷാർപ്നെസ്, ക്വാളിറ്റി ഫാക്ടർ എന്ന ഭാഗത്തു നിന്ന് വരുന്നതാണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ യൂസിങ് ദ സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബ്രാക്കറ്റ് ഫോർ 2 സീരീസ് LCR സർക്യൂട്ട്സ്. നോക്കുക, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഇതാ, ഞാൻ ടേബിൾ നോക്കൂ. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് 94, കപ്പാസിറ്റീവ് റിയാക്ടൻസ് 57. അപ്പോൾ ഈ കേസിൽ XL, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് പറഞ്ഞാൽ XL, കപ്പാസിറ്റീവ് റിയാക്ടൻസ് XC. ഇവിടെ XL ഗ്രേറ്റർ ദാൻ XC ആണ്. റെസിസ്റ്റൻസ് എന്താവട്ടെ ചോദിച്ചത്? ഫേസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് അപ്ലൈഡ് വോൾട്ടേജ് എന്നാണ്. XL ഗ്രേറ്റർ ദാൻ XC ആണെങ്കിൽ കറണ്ട് എന്ത് ചെയ്യും? I ലാഗ് ചെയ്യും. I lags behind voltage. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ XCയും XLും ഈക്വൽ ആണ് അല്ലേ? XCയും XLും ഈക്വൽ ആണ്. യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ I and V are in phase. വോൾട്ടേജും കറണ്ടും ഇൻ ഫേസിലാണ്. ഇൻ ഫേസ് മീൻസ് ഇൻ സെയിം ഫേസ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. A series LCR circuit connected to an AC source is shown below. Write an expression for impedance offered by the circuit. Impedance in equation Z is equal to √R² plus XC minus XL all square. Under what condition this circuit is used for tuning radio? Chat പറഞ്ഞേ കേൾക്കട്ടെ. Under what condition this circuit is used for tuning radio? ഏത് കണ്ടീഷനിലാ നമ്മൾ റേഡിയോ ട്യൂൺ ചെയ്യാൻ യൂസ് ചെയ്യുക? യെസ്, റെസൊണൻസ് കണ്ടീഷൻ. റെസൊണൻസ് കണ്ടീഷനിലാണ് നമ്മൾ LCR സർക്യൂട്ട് ട്യൂണിങ് സർക്യൂട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. ഇൻ എ സർക്യൂട്ട് carrying an ideal coil with negligible resistance, the power dissipated is പറഞ്ഞേ
in a circuit carrying ideal coil. Ideal coil എന്ന് പറഞ്ഞാൽ ideal inductor. Ideal inductor ആണെന്നുണ്ടെങ്കിൽ negligible resistance ഉള്ള ideal inductor ആണെങ്കിൽ power dissipation എന്താ പറ? Yes, it is 0. അതേപോലെ കപ്പാസിറ്റർ ആണെന്നുണ്ടെങ്കിലും 0. In the following circuit find the impedance. ഇതിൽ ഇമ്പിഡൻസ് കണ്ടുപിടിക്കാനാണ്. നമുക്കറിയാം Z is equal to ഫോർമുല മറന്നു പോലെ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് XL minus XC all square. This is equal to root of R square 5 square XL minus XC എത്ര 15 minus 3 എന്ന് പറഞ്ഞാൽ 12 square. ഇത് ചെയ്താൽ റൂട്ട് ഓഫ് 144 plus 25. This is root of 169 13. Clear ആണ് എന്ന് വിചാരിക്കുന്നു. Okay, the following circuit, the impedance. State the working principle of transformer. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്ഫോമറിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ട്രാൻസ്ഫോമർ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, എഫിഷ്യൻസി, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, സെക്കൻഡറിയിലെ വോൾട്ടേജ്, പ്രൈമറിയിലെ വോൾട്ടേജ്, നമ്പർ ഓഫ് ടേൺസ് ഒക്കെ കണക്ട് ചെയ്യുന്ന റേഷ്യോ, എനർജി ലോസ് ഇൻ ട്രാൻസ്ഫോമർ, ഈ ഭാഗങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആണ്? നോക്കുക. സ്റ്റേറ്റ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ എന്താ? മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ എന്താ? മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. പഠിച്ചു വെച്ചോ. ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ദ എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ. എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡറി പവർ V2 I2 ഡിവൈഡഡ് ബൈ പ്രൈമറി പവർ V1 I1 ഇൻറ്റു 100. ഇത് ഡിറൈവ് ചെയ്യാനാണ് പെർസെൻറ്റേജിൽ പറയുമ്പോൾ. അങ്ങനെ ഡിറൈവ് ചെയ്യുക. ആദ്യം നിങ്ങൾ ഡിറൈവ് ചെയ്യേണ്ടത് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഡിറൈവ് ചെയ്യില്ലേ? V2 by V1 ഈസ് ഈക്വൽ ടു N2 by N1 എന്ന് ഡിറൈവ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ പറയണം in an ideal transformer എന്താ? P2 is equal to P1. That is V2 I2 is equal to V1 I1. അത് എഴുതിയതിന് ശേഷം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ സെക്കൻഡറി പവർ ഡിവൈഡ് ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു V2 I2 ഡിവൈഡഡ് ബൈ V1 I1. ക്ലിയർ ആണ് എന്ന് വിചാരിക്കും. ഓക്കെ. മെൻഷൻ ദ വേരിയസ് ലോസസ് ഇൻ എനർജി ലോസസ് ഇൻ എ ട്രാൻസ്ഫോമർ. എനർജി ലോസസ് ഇൻ എ ട്രാൻസ്ഫോമർ ഏതൊക്കെയാണ്? നമുക്കറിയാം ഫ്ലക്സ് ലീക്കേജ്, അതേപോലെ കോപ്പർ ലോസ്, അയേൺ ലോസ്, ഹിസ്റ്ററിസിസ് ലോസ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെക്കും. ഓക്കെ. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ, മ്യൂച്വൽ ഇൻഡക്ഷൻ. റൈറ്റ് എനി വൺ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ നമുക്കറിയാം V2 ഗ്രേറ്റർ ദാൻ V1 ആണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ V2 ലെസ് ദാൻ V1 ആണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ നമ്പർ ഓഫ് ടേൺസിൻ്റെത് എഴുതാം, കറണ്ടിൻ്റെത് എഴുതാം. നമ്പർ ഓഫ് ടേൺസ് N2 ഗ്രേറ്റർ ദാൻ N1 ആണ്. ഇവിടെ N2 ലെസ് ദാൻ N1 ആണ്. കറണ്ട് I2 ലെസ് ദാൻ I1 ആണ്. ഇവിടെ I2 ഗ്രേറ്റർ ദാൻ I1 ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതിൽ ഒന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഒന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ഞാൻ ആ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ. നെക്സ്റ്റ്, a power transmission line feeds input power തന്നിട്ടുണ്ട്. P1 തന്നിട്ടുണ്ട് 3300 volt, and step down transformer with its primary windings having 6000 turns. Primary windings N1 എന്ന് പറയുന്നത് 6000 turns ആണ്. What should be the number of turns in the secondary? സെക്കൻഡറിയിലെ ടേൺസ് ആണ് ചോദ്യം. In order to get output power of 220
220 ആണ്. ഔട്ട്പുട്ട് പവർ എത്രയാണ്? 220. സോറി, ഔട്ട്പുട്ട് പവർ അറ്റ് 220 വോൾട്ട്. അപ്പോൾ secondary voltage, what should be the number of turns in the secondary in order to get output power at 220 volt? അപ്പോൾ ഇൻപുട്ട് അത് ശ്രദ്ധിക്കണം. ഔട്ട്പുട്ട് പവർ അറ്റ് 220 വോൾട്ട്. ഔട്ട്പുട്ട് പവർ അറ്റ് 220 വോൾട്ട് എന്ന് പറഞ്ഞാൽ V2 നമുക്ക് എത്ര വരണം? 220 വോൾട്ട് വരണം. ഔട്ട്പുട്ട് പവർ 220 വോൾട്ട് വരണം നമുക്ക്. അപ്പോൾ എന്താ ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്? N2 ഇൻപുട്ട് പവർ ഉണ്ട്, പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് കണ്ടുപിടിക്കണം. V2 നമ്മളോട് 220 വോൾട്ട് എന്ന് പറയുന്നുണ്ട്. ഇതിൽ നമുക്ക് N2ഉം N1ഉം V1ഉം V2ഉം തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാലോ. എ പവർ ട്രാൻസ്മിഷൻ ലൈൻ ഫീഡ്സ് ഓക്കെ ഇത് ഔട്ട്പുട്ട് അല്ല കേട്ടോ, ഇത് ഇപ്പം റെഡി. ഓക്കെ ഇതാണ് പ്രശ്നം ഉണ്ടായത്. നമ്മളിവിടെ ഇൻപുട്ട് പവർ അറ്റ് 3300 വോൾട്ട് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് V1 ആണ്. 3300 വോൾട്ട്. റെഡി. To a step down transformer with its primary windings having 6000 turns. Simple ആണ്. എന്താ റിലേഷൻ? N2 by N1 is equal to V2 by V1. N2 ആണ് ചോദ്യം. N2 is equal to V2 N1 divided by V1. എന്താ V2? V2 എന്ന് പറഞ്ഞാൽ 220. എന്താ N1? അത് 6000. എന്താ V1? അത് 3300 ആണ്. സോൾവ് ചെയ്യുക, ആൻസർ കിട്ടും. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഹാങ്സോ ചോദിക്കുന്നു, സർ എനർജി ലോസ് എക്സ്പ്ലനേഷൻ പഠിക്കണോ? എക്സ്പ്ലനേഷൻ അങ്ങനെ പഠിക്കൊന്നും വേണ്ട. എക്സ്പ്ലനേഷൻ എന്ന് പറയാനൊന്നും ഇല്ല ഇതിൽ. എന്താണ് ഫ്ലക്സ് ലീക്കേജ്, എന്താണ് കോപ്പർ ലോസ്, എന്താണ് അയൺ ലോസ്, അത് ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു റെസിസ്റ്റൻസ് ഓഫ് വൈൻഡിങ്സ്. അയൺ ലോസ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു എഡ്ഡി കറണ്ട് ഇൻ ദ ട്രാൻസ്ഫോമർ കോർ. ഫ്ലക്സ് ലീക്കേജ് എന്ന് പറഞ്ഞാൽ ഓൾ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ പ്രൈമറി മേ നോട്ട് പാസ് ത്രൂ ദ സെക്കൻഡറി. ദർ മേ ബി സം ലീക്കേജ് ഓഫ് ഫ്ലക്സ് ആൻഡ് ഡ്യൂ ടു ദിസ് ഫ്ലക്സ് ലീക്കേജ് സം എമൗണ്ട് ഓഫ് എനർജി മേ ബി ലോസ്റ്റ്. പിന്നെ ഹിസ്റ്ററിസിസ് ലോസ് ഡ്യൂ ടു ദ മാഗ്നറ്റൈസേഷൻ ആൻഡ് ഡീമാഗ്നറ്റൈസേഷൻ. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ ടേംസ് അറിഞ്ഞാൽ തന്നെ മതി. അതൊക്കെ ചോദിക്കാണ്ടാവുള്ളൂ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയറിൽ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നുള്ള ചാപ്റ്ററിൽ കണ്ടിട്ടുള്ളത്. ഈ ചാപ്റ്ററിലുള്ള ഒരു ക്വസ്റ്റ്യനും നമ്മൾ മിസ്സാക്കാതെ എല്ലാ മാർക്കും സ്കോർ ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ പഠിച്ചതിൽ ഏതെങ്കിലും ഭാഗം മറന്നുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിപ്പോൾ തന്നെ നമ്മളത് പഠിച്ച് മുന്നോട്ട് പോകണം. ഒരു ടോപ്പിക്ക് നമ്മൾ മിസ് ചെയ്യരുത്. മീൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും നമുക്ക് അറിയുന്നുണ്ടായിരിക്കണം. ഒരു പുതിയൊരു ടൈപ്പ് ഓഫ് ഒരു ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഒരിക്കലും നിങ്ങൾ കാണാത്ത, നിങ്ങൾ സോൾവ് ചെയ്യാത്ത, നിങ്ങൾ പഠിക്കാത്ത ഒന്നും ചോദിക്കില്ല. വളരെ ഈസി ആയിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. ധൈര്യമായിട്ടിരിക്കുക. ഇനി നിങ്ങൾക്ക് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന ചാപ്റ്ററാണ്. മാഗ്നറ്റിസം മാറ്റർ എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നത് MP സാറാണ്. ഓക്കെ, സോ ഞാൻ വീണ്ടും വരും. അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ 1-2 ചാപ്റ്റേഴ്സും കൂടെ ഉണ്ടാകും. അപ്പോൾ ഇനി നിങ്ങൾക്ക് MP സാറും അതിനുശേഷം SK സാറും എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, ഹലോ സ്റ്റുഡൻസ്, നമ്മൾ മാൻസ് ആൻഡ് മാറ്റർ എന്നുള്ള ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. മാൻസ് ആൻഡ് മാറ്ററിൽ ഒരുപാട് ടോപ്പിക്കുകൾ ഡെലീറ്റഡ് ആണ്. നിങ്ങൾക്കറിയാം, എർത്ത് മാഗ്നറ്റിസം എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ, അതുപോലെ തന്നെ മാഗ്നറ്റൈസേഷൻ്റെ ടോപ്പിക്കുകളൊക്കെ പലതും ഡെലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നമ്മൾ ഡെലീറ്റഡ് ടോപ്പിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നില്ല. വാട്ട് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് of the equatorial and axial fields due to a bar magnet of length 5 cm at a distance of 50 cm from its midpoint? The magnetic moment of the bar magnet is 0.40 ampere meter square. ഒരു ബാർ മാഗ്നറ്റിൻ്റെ ആക്സിയൽ ലൈനിലും ഇക്വറ്റോറിയലിലുള്ള ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ആണ് വേണ്ടത്. അതിൻ്റെ ഫോർമുല വളരെ സിമ്പിളാണ്. അത് ഒരു R ഡിസ്റ്റൻസിൽ ആക്സിയൽ ലൈനിലെ ഫീൽഡ് എന്ന് പറയുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു μ0/4π 2m/r³. അതേപോലെ തന്നെ ഇക്വറ്റോറിയൽ ആണെങ്കിൽ R ഡിസ്റ്റൻസിൽ മാഗ്നറ്റിക് ഫീൽഡ്
ഡൈപോൾ മൊമെന്റിന്റെ ഓപ്പോസിറ്റിലാണ് വരിക. ഇത് നോർത്ത്, ഇത് സൗത്ത് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കാണ് വരിക. വിച്ച് ഈസ് μ0/4π m/r³. ഓക്കെ, നൗ ഈ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? മാഗ്നറ്റിക് മൊമെന്റ് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് 50 സെന്റിമീറ്റർ എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പേജിൽ ഞാൻ അതിൻ്റെ ആൻസർ എഴുതാം. ആക്സിയൽ μ0/4π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻⁷ ആണ് അതിൻ്റെ വാല്യൂ, ഇൻറ്റു 2m 0.4 ഡിവൈഡഡ് ബൈ r³ which is 0.5 cube. So this is 0.8 into 10⁻⁷ divided by 5 ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 125 into 10⁻². ഇത് സ്റ്റേറ്റ് സിലബസിലുള്ളതാണ്. 10⁻². അതിൽ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ് ഒഴിവാക്കിയിട്ടുണ്ട്. ബാർ മാഗ്നറ്റിന്റെ ഈ ഡെറിവേഷൻ, ഈ പറയുന്ന ആക്സിയൽ ലൈനിലെ ഫീൽഡിന്റെ ഡെറിവേഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. ബട്ട് അതിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള പ്രോബ്ലംസ് ചോദിക്കാവുന്നതാണ്. സോ 10⁻³ ഉണ്ടാകും. സോ ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാമല്ലോ. കാൽക്കുലേറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ദ ആൻസർ. ഇനി അത് ഇക്വറ്റോറിയൽ ആണെങ്കിൽ 10⁻⁷ ഇൻറ്റു 2 ഉണ്ടാവില്ല. ആക്സിയലിലാണ് 2 ഉണ്ടാവുക. മാഗ്നറ്റിക് മൊമെന്റ് m ഡിവൈഡഡ് ബൈ 0.5 50 സെന്റിമീറ്റർ എന്ന് പറയുന്നത്, അതും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ദ ആൻസർ. ഓക്കെ, മാഗ്നറ്റിക് മൊമെന്റ് ഒക്കെ തന്നിട്ടുള്ളതാണ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. A magnetic needle has a magnetic moment of 6.7 into 10⁻² ampere meter square and the moment of inertia is 7.5 into 10⁻⁶ kilogram meter square. In a uniform magnetic field, it performs 10 complete oscillations in 6.7 seconds. What is the magnitude of magnetic field? Now, ഒരു dipole, magnetic dipole, external magnetic field place ചെയ്ത് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ it will oscillate, it will execute simple harmonic motion. അതിലെ ടൈം പീരീഡിന്റെ ഫോർമുല 2π into root of I/mb. Now, ഈ കാണുന്ന ഫോർമുലയിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, I എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് കറണ്ട്, അത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. നമുക്ക് മാറിപ്പോവാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. കാരണം മൂവിങ് ചാർജസിലും മാഗ്നറ്റിസത്തിലും ഇലക്ട്രോസ്റ്റാറ്റിക്സിലും കറണ്ട് എക്സിറ്റിലൊക്കെ I എന്ന് പറയുന്നത് യൂഷ്വലി കറണ്ട് ആണ് ഉണ്ടാവാറുള്ളത്. നൗ M എന്ന് പറയുന്നത് വൺസ് അഗൈൻ മാസ് അല്ല, ഇറ്റ്സ് ദ മാഗ്നറ്റിക് മൊമെന്റ്. നൗ ദ മാഗ്നറ്റിക് മൊമെന്റ്. അതുപോലെ തന്നെ B എന്ന് പറയുന്നത് ഒബ്വിയസ്ലി മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് മൊമെന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് മൊമെന്റ് തന്നിട്ടുണ്ട്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ തന്നിട്ടുണ്ട്. സോ മാഗ്നറ്റിക് മൊമെന്റ് M ഉണ്ട്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഉണ്ട്. മാഗ്നറ്റിക് 10 കംപ്ലീറ്റ് ഓസിലേഷൻസ്, 10 ഓസിലേഷൻസ് എന്ന് വെച്ചാൽ 10 into t എന്ന് പറയുന്നതാണ് 6.7. അതായത് 0.67 ഈസ് ഈക്വൽ ടു 2π into root of I/mb. ഇവിടെ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 0.67 സ്ക്വയർ ഈസ് ഈക്വൽ ടു 4π² I/mb. So B is equal to 4π² I/m into 0.67 the whole square. ഈ കാണുന്നതിൽ വാല്യൂസ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ വാല്യൂം അതുപോലെ തന്നെ മാഗ്നറ്റിക് മൊമെന്റിന്റെ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിന്റെ വാല്യൂ കിട്ടും. കാൽക്കുലേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുക. മാഗ്നറ്റിക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ടൈം പീരീഡിന്റെ ഇക്വേഷൻ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. 2 magnetic dipoles P and Q are placed in a uniform magnetic field B as shown. 2 ഡൈപോളുകൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബോത്ത് ദ ഡൈപോൾ ഡു നോട്ട് എക്സ്പീരിയൻസ് എനി ടോർക്ക്. വൈ? നൗ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഡൈപോൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ടോർക്കിന്റെ ഇക്വേഷൻ ടോ ഇസ് ഈക്വൽ ടു, വെക്ടർ ആയിട്ട് എഴുതുകയാണെങ്കിൽ ഇറ്റ്സ് M cross B, മാഗ്നറ്റിക് മൊമെന്റ് ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എഴുതുകയാണെങ്കിൽ ഇറ്റ്സ് MB sin theta. നൗ ഇവിടെ മാഗ്നറ്റിക് മൊമെന്റിന്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് അറിയാം, സൗത്ത് ടു നോർത്ത് ആണ് മാഗ്നറ്റിക് മൊമെന്റ്. അതേപോലെ തന്നെ ഇവിടെ വരുമ്പോൾ മാഗ്നറ്റിക് മൊമെന്റ് സൗത്ത് ടു നോർത്ത് തന്നെ. അതായത് ഫസ്റ്റ് കേസിൽ ഇവർ തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രിയാണ് തീറ്റ. മാഗ്നറ്റിക് മൊമെന്റും മാഗ്നറ്റിക് എക്സ്റ്റേണൽ ഫീൽഡും തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രിയാണ്. ഇവിടെ അവർക്കിടയിലുള്ള ആംഗിൾ 0 ആണ്. നൗ 0 ആണെങ്കിലും 180 ആണെങ്കിലും സൈൻ തീറ്റ 0 ആണ്. സൈൻ 0യും സൈൻ 180യും 0. സോ അതുകൊണ്ട് ടോർക്ക് 0 ആയിരിക്കും. അഥവാ the magnetic dipole do not experience any torque. Why? എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the magnetic dipole അല്ലെങ്കിൽ bar magnet is either parallel or either parallel or anti-parallel to the external field. external field ന് parallel ഓ anti-parallel ഓ ആണെങ്കിൽ ടോർക്ക് ഉണ്ടാവില്ല. സോ അതാണ് കാരണം. Now identify the dipole which is in most stable equilibrium. Now ഇതിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ്, സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് θ equal to 0 ഡിഗ്രി ആണ്. θ equal to 180 ഡിഗ്രിയെ നമ്മൾ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്നാണ് പറയാം. അതായത്
സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, ഇപ്പോൾ ഇത് ഇങ്ങനെ പുൾ ചെയ്യുന്ന ഫോഴ്സ് ആണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇത് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ കം ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ്. അതേസമയം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ് ചെയ്യുന്നതാണ് അൺസ്റ്റേബിൾ. അത് പ്രസ് ചെയ്യുന്ന ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ വരുന്നതിനാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുക. തീറ്റ = 0 ആണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. എന്ന് വെച്ചാൽ ഇതാണ് സ്റ്റേബിൾ. രണ്ടാമത്തെ ഫിഗർ ആണ് സ്റ്റേബിൾ. ഓക്കെ, അവിടെയാണ് തീറ്റ = 0 വരുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ദ എക്സ്പ്രഷൻ സിഗ്മ എന്ന് പറയുന്നത് ഇന്റഗ്രലിന്റെ, അല്ലെങ്കിൽ സിഗ്മ ആണ് ഈ കാണുന്ന ഡെൽറ്റ എസ് പോയിട്ട് ഡി എസ് വരുമ്പോൾ അത് ഇന്റഗ്രലാവും. സിഗ്മ ബി ഡോട്ട് ഡി എസ് = 0 ഈസ്, ഇത് എന്തിന്റെ എക്സ്പ്രഷൻ ആണെന്നാണ് ചോദ്യം. ഇതിനെ തന്നെയാണ് നമ്മൾ ഇന്റഗ്രൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് = 0 എന്നും പറയാറുള്ളത്. ദിസ് ഇസ് നത്തിങ് ബട്ട് ഗോസസ് ലോ. ഇത് ഗോസസ് ലോ ആണ്. ഇത് ഏതിന്റെ എക്സ്പ്രഷൻ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗോസസ് ലോ ആണ്. ഏത് ഗോസസ് ലോ? ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഗോസസ് ലോ അല്ല. ഇറ്റ്സ് ദ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. ഓക്കെ, സോ നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്ന് പറയുന്ന 4 ഇക്വേഷൻസ് എടുക്കാറുണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ. തിയറി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിസത്തിന്റെ അടിസ്ഥാനമായിട്ട് എടുക്കുന്ന 4 ഇക്വേഷൻസ്: ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം, ആംബിയസ് സർക്യൂട്ടൽ തിയറത്തിനെ മോഡിഫൈ ചെയ്ത ആംബിയസ് മാക്സ്വെൽ തിയറം ആൻഡ് ഫാരഡേസ് ലോ ഓഫ് ഇൻഡക്ഷൻ. അതിൽ വരുന്ന ഒന്നാണ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. അടുത്ത മറ്റൊരു ക്വസ്റ്റ്യന്റെ പാർട്ടാണ്. എ മാഗ്നറ്റിക് നീഡിൽ ഓസിലേറ്റ്സ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് സ്ട്രെങ്ത് B1 വിത്ത് എ ടൈം പീരീഡ് ഓഫ് 10 seconds. Magnetic field strength B1, അതിൽ time period 10 seconds. The same magnetic needle oscillates in another uniform magnetic field of strength B2, I think it's B2, with a time period of 20 seconds. Which magnetic field is strong, B1 or B2? Why? So time period in the equation, it's 2 pi into root of I by MB. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡുകൾ വ്യത്യസ്തമാണ്. B1 ഉം B2 ഉം ഡിഫറൻ്റ് ആണ്. ഇവിടെ നമുക്ക് എഴുതാവുന്ന കാര്യം T proportional to 1 by square root of B. So ഇതിലിപ്പോൾ ടൈം പീരീഡ് 10 ഉം 20 അല്ലേ പറഞ്ഞുള്ളത്. സോ T1 ഈസ് 10 ആൻഡ് T2 ഈസ് 20. അതായത് T1 ലെസ് ദാൻ T2 ആണ്. ഇവിടെ നോക്കിയാൽ ഈ കാണുന്ന റിലേഷൻ നമുക്ക് മനസ്സിലാക്കാം. മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലാണെങ്കിൽ ടൈം പീരീഡ് കുറവായിരിക്കും. സോ ഇതിൽ നമുക്ക് എന്ത് എഴുതാം? B1 ഈസ് ഗ്രേറ്റർ ദാൻ B2. സോ ഏതാണ് വലുത്? വിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് സ്ട്രോങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ആൻസർ ഈസ് B1. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞുള്ള കോളത്തിൽ ലെഫ്റ്റ് സൈഡിൽ ഒരൊറ്റ സാധനമേ ഉള്ളൂ, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഡയാമാഗ്നറ്റിസം നിങ്ങൾ ആ ടോപ്പിക് NCERT ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ ഫാരഡേ എഫക്റ്റ് ഒന്നുമല്ല, ഇറ്റ്സ് ദ മീസ്നർ എഫക്റ്റ്. അതായത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിനെ വളരെ ലോ ടെമ്പറേച്ചറിലേക്ക്, വെരി വെരി ലോ, അബ്സല്യൂട്ട് 0 കെൽവിൻ്റെ അടുത്തുള്ള ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇറ്റ് ഷോസ് സൂപ്പർ കണ്ടക്ടിവിറ്റി. എന്ന് വെച്ചാൽ ഇറ്റ് ഷോസ് പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസം ആൻഡ് പെർഫെക്റ്റ് കണ്ടക്ടിവിറ്റി, 0 റെസിസ്റ്റൻസ്. സോ ആ എഫക്റ്റിനെയാണ് മീസ്നർ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. സോ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ മാച്ചസ് ടു മീസ്നർ എഫക്റ്റ്. ഗിവ് വൺ എക്സാമ്പിൾ ഈച്ച് ഫോർ ഡയാമാഗ്നറ്റിക് ആൻഡ് പാരാമാഗ്നറ്റിക്. ഡയാമാഗ്നറ്റിക്കിന് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട എക്സാമ്പിൾ ബിസ്മത്ത് ആണ് എപ്പോഴും എക്സാമ്പിൾ ആയിട്ട്. ബിസ്മത്ത് എന്തിന്റെ എക്സാമ്പിൾ ആണെന്നും ചോദിക്കും, ഡയാമാഗ്നറ്റിക് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിക്കും. സോ ഡയാമാഗ്നറ്റിക് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ് ബിസ്മത്ത്. പാരാമാഗ്നറ്റിക് നിങ്ങൾക്ക് അലുമിനിയം അല്ലെങ്കിൽ സോഡിയം പോലെയുള്ള ഒക്കെ ഉപയോഗിക്കാം. ഓക്സിജൻ അറ്റ് STP എന്നൊക്കെ പറയാറുണ്ട്. സോ ഇതൊക്കെ പാരാമാഗ്നറ്റിക്കിന് എക്സാമ്പിൾ ആണ്. ബിസ്മത്ത് അതുപോലെ തന്നെ കോപ്പർ ഒക്കെ ഉണ്ട് കേട്ടോ. കോപ്പറിന്റെ തന്നെ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റുകളൊക്കെ ഉണ്ട്, അതിലേക്ക് പോകണ്ട. ഓക്കെ, ഏതായാലും നല്ല ഒരു സിംഗിൾ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ അഡീഷണൽ എക്സാമ്പിൾസ് ഉണ്ട്, നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത്. ദ ഫിഗർ ബിലോ ഷോസ് എ ബാർ ഓഫ് ബ്ലാങ്ക് മെറ്റീരിയൽ ഡാഷ് മെറ്റീരിയൽ പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇത് എന്താ സാധനം എന്നാ ചോദിക്കുന്നത്. നോക്കിയേ, ഡയാമാഗ്നറ്റിക്കിന്റെ പ്രത്യേകതയാണ്, ഡയാമാഗ്നറ്റിക്കിന്റെ പ്രത്യേകത സസെപ്റ്റിബിലിറ്റി നെഗറ്റീവ് ആയതുകൊണ്ട് അതിനകത്തുള്ള ഫീൽഡ് പുറത്തുള്ള ഫീൽഡിനേക്കാളും കുറവായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽഡ് ലൈൻസ് ആർ എക്സ്പെൽഡ് ഔട്ട് ഓഫ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. സോ ദ ആൻസർ ഇറ്റ്സ് ഡയാമാഗ്നറ്റിക്. അത് ഡയാമാഗ്നറ്റിക് ആണെന്നുള്ളതാണ് ആൻസർ. അതിന്റെ രണ്ടാമത്തെ പാർട്ട്, ഗിവ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ദ മെറ്റീരിയൽ. 2 പ്രോപ്പർട്ടീസ് ആണ് ചോദിക്കുന്നത്. ഡയാമാഗ്നറ്റിക് ഇങ്ങനെ കൊടുക്കാം. 2 പ്രോപ്പർട്ടീസ് ചോദിച്ചു കഴിഞ്ഞാൽ ഫീൽഡ് inside a diamagnetic material is less than outside. ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിനകത്തുള്ള, നിങ്ങൾ ആ ഫിഗർ കണ്ടാലും മനസ്സിലാവും, ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിനകത്ത് ഫീൽഡ് ലൈൻസിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് കൂടുതലാണെന്ന് വെച്ചാൽ അവിടെ ഫീൽഡിന് സ്ട്രെങ്ത്, ഡയാമാഗ്നറ്റിക്കിന്റെ അകത്ത് ഫീൽഡിന് സ്ട്രെങ്ത് കുറവായിരിക്കും. ഡയാമാഗ്നറ്റിക്കും പാരയും ഫെറോയും തമ്മിലുള്ള ഡിഫറൻസസ് അത് വരുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യനിൽ, നമുക്കത് പറയാം. ഓക്കെ,
സോ ഇതിനകത്തുള്ള ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറവായിരിക്കും. നൗ വീക്ക്ലി റിപ്പൽഡ് ഇൻ ആൻ എക്സ്റ്റേണൽ ഫീൽഡ് എന്നൊക്കെ പറയുന്നത് വീക്ക്ലി റിപ്പൽഡ് ഇൻ ആൻ എക്സ്റ്റേണൽ ഫീൽഡ്. അതല്ലെങ്കിൽ ഇങ്ങനെ പറയാറുണ്ട് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡയാമാഗ്നറ്റിക് എന്ന് പറയുന്ന മെറ്റീരിയൽ മാഗ്നറ്റിക് ഫീൽഡിന് ഇഷ്ടമല്ല. മാഗ്നറ്റിക് ഫീൽഡിനെ ഒന്നെങ്കിൽ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ ഫീൽഡിന് എവിടെയാണോ സ്ട്രെങ്ത് കുറഞ്ഞത് അങ്ങോട്ട് പോകും. ഓക്കെ, അതേപോലെ തന്നെ അത് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ചെറുതായിട്ട് റിപ്പൽ ചെയ്യും. അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. മറ്റൊരു കാര്യം പറയാനുള്ളത് അതിന്റെ സസെപ്റ്റിബിലിറ്റി ഈസ് നെഗറ്റീവ്. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്ന ആ പാരാമീറ്റർ നെഗറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഡയാമാഗ്നറ്റിക്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് കൊടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് പാരയും ഡയം കമ്പയർ ചെയ്യാൻ വരുന്നുണ്ട്. ഫ്രം ദ ഫിഗർ ഐഡന്റിഫൈ ദ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഈ ശ്രദ്ധിച്ചേ, ഏതാണ് പാര ഏതാണ് ഡയ? ഈ കാണുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡയ ഇത് പാര. അതായത് മാഗ്നറ്റിക് ഫീൽഡുകൾ അതിന്റെ ഉള്ളിൽ നിന്ന് പുറം തള്ളുന്ന രീതിയിൽ എക്സ്പെൽ ചെയ്യുന്ന തരത്തിലാണെങ്കിൽ അത് ഡയ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇതിനകത്ത് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ ഫീൽഡ് ഇൻസൈഡ് പാര ഈസ് സ്ട്രോങ്ങർ ദാൻ ഔട്ട്സൈഡ്. പാരാമാഗ്നറ്റിക്കിന്റെ അകത്തുള്ള ഫീൽഡ് പുറത്തുള്ളതിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, സോ അങ്ങനെ വരുന്നതാണെങ്കിൽ അതാണ് പാര. നൗ ഡയം പാരയും നേരെ ഓപ്പോസിറ്റ് പോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഈ പാരയുടെ ഒരു മൂത്ത ഐറ്റമാണ്, അതായത് കുറെ കൂടെ സ്ട്രെങ്ത് കൂടിയ ഐറ്റമാണ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഓക്കെ, സോ ഐഡന്റിഫൈ ദ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഇതാണ് പാരാമാഗ്നറ്റിക്. ദ ആൻസർ ഈസ് Q. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ബോർഡ് എക്സാമിന് ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ കൊടുത്തിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഡയ ഇതാണ് പാര ഇന്നതാണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്തു എങ്കിലും ചോദ്യം ഫ്രം ദ ഫിഗർ ഐഡന്റിഫൈ ദ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഏതാണ്? അപ്പോൾ അതിന്റെ ആൻസർ ആയിട്ട് സബ്സ്റ്റൻസ് Q എന്നൊരു ഉത്തരം നിങ്ങളുടെ ആൻസറിൽ ഉണ്ടായിരിക്കണം, ആൻസർ പേപ്പറിൽ ഉണ്ടായിരിക്കണം. Now susceptibility of substance P is, now substance P എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് ആണ്, അതിന്റെ സസെപ്റ്റിബിലിറ്റി നെഗറ്റീവ് ആണ്. എന്നാൽ Qന്റെ സസെപ്റ്റിബിലിറ്റി പോസിറ്റീവ് ആണ്. ഇവിടെ ഈ പാരാമാഗ്നറ്റിക്കിന്റെ സ്ലൈറ്റ്ലി പോസിറ്റീവും ഡയാമാഗ്നറ്റിക്കിന് സ്ലൈറ്റ്ലി നെഗറ്റീവ്, ചെറിയ വാല്യൂ ആയിരിക്കും ഡയ നെഗറ്റീവ് പാര പോസിറ്റീവ്. എന്നാൽ മറ്റേ ആള് ആര്? ഇത് ഫെറോ ആണെങ്കിൽ പോസിറ്റീവ് ആണെന്ന് മാത്രമല്ല ഇറ്റ്സ് വെരി 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 ഹൈലി പോസിറ്റീവ്. ഓക്കെ, അപ്പം പാരന്റെ ഒരു മൂത്ത ഐറ്റം ആണ്, അല്ലെങ്കിൽ കുറേ കൂടെ സ്ട്രെങ്ത് കൂടിയ ഐറ്റം ആണ് ഫെറോ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ സബ്സെപ്റ്റിബിലിറ്റി ഈ കാണുന്ന വൺസ് അഗൈൻ നോക്കിയ ഓപ്ഷൻസ് ആയിട്ട് 2 ചോയ്സസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ആൻസർ ആക്ച്വലി നെഗറ്റീവ് ആണ്. ആരുടെ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ജസ്റ്റ് കൈ ലെസ് ദാൻ 0 എന്ന് എഴുതുന്നതിനേക്കാളും ചോദ്യത്തിന് ഉത്തരമായിട്ട് സസെപ്റ്റിബിലിറ്റി ഓഫ് സബ്സ്റ്റൻസ് പി ഈസ് നെഗറ്റീവ് എന്നുള്ള ഉത്തരമാണ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. യെസ്, ഫെറോ മാഗ്നറ്റിക് ലാർജ് ആൻഡ് പോസിറ്റീവ്, കറക്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറൻസസ് മനസ്സിലാക്കുക. ഡയാമാഗ്നറ്റിക് ഈസ് വീക്ക്ലി റിപ്പൽഡ് ഇൻ ആൻ എക്സ്റ്റേണൽ ഫീൽഡ്, പാരാമാഗ്നറ്റിക് ഈസ് വീക്ക്ലി അട്രാക്റ്റഡ് ഇൻ ആൻ എക്സ്റ്റേണൽ ഫീൽഡ്, ഫെറോമാഗ്നറ്റിക് ഈസ് സ്ട്രോങ്ലി അട്രാക്റ്റഡ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയൊക്കെയാണ് ആ വ്യത്യാസങ്ങളുള്ളത്. അടുത്തത്, based on the magnetic property materials are classified into dia, para and ferro. Okay, compare paramagnetic and ferromagnetic materials in view of magnetic susceptibility. ഇതാ ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ കിടക്കുന്നത്. പാരയും ഫെറോയും തമ്മിൽ കമ്പയർ ചെയ്യാൻ. ഈ സസെപ്റ്റിബിലിറ്റി ഇത് സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണെങ്കിൽ ഈ സാധനം ഇറ്റ്സ് വെരി വെരി ഗ്രേറ്റർ ദാൻ 1. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ആണ് കൈ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. ഇനി സ്റ്റേറ്റ് ദ ലോ എക്സ്പ്ലെയിനിങ് ദ വേരിയേഷൻ ഓഫ് മാഗ്നറ്റിക് സബ്സ്റ്റിറ്റ്യൂട്ട് ടെമ്പറേച്ചർ. ഈ സാധനം ആക്ച്വലി ക്യൂറിയസ് ലോ ആണ്. ഇത് നമുക്ക് ഡെലീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ക്യൂറിയസ് ലോയും അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. സോ അതിലേക്ക് കടക്കേണ്ട കാര്യമേ ഇല്ല. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ? ഇതിൽ ഏതാണ് ഫെറോമാഗ്നറ്റിക് അല്ലാത്തത്? എക്സാമ്പിൾ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ഇതിൽ ഫെറോമാഗ്നറ്റിക് അല്ലാത്തത്. ആൻസർ പറ. അവിടെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാവും. ഫെറോമാഗ്നറ്റിക്കിന് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് അയൺ, നിക്കൽ ആൻഡ് കൊബാൾട്ട്. ഇതാണ് ഫെറോമാഗ്നറ്റിക്കിന് ബെസ്റ്റ് എക്സാമ്പിൾസ്. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബിസ്മത്ത് എന്ന് പറയുന്നത് ഏതാണ്? ഡയാമാഗ്നറ്റിക് ആണ്. സോ ഇവിടുത്തെ നോട്ട് എ ഫെറോമാഗ്നറ്റിക് എന്ന് പറയുന്നത് ഇറ്റ്സ് ബിസ്മത്ത്. ബിസ്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BI ആണ് സിമ്പൽ കേട്ടോ. ഓക്കെ, അതോടെ നമ്മൾ മാഗ്നറ്റ്സ് ആൻഡ് മാറ്റർ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുന്നു. നമ്മൾ അടുത്തയിലേക്ക് കടക്കുന്നു, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഓക്കെ,
ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ചെറിയൊരു ചാപ്റ്റർ ആണ്, എന്നാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ. ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ചേഞ്ചിങ്. ഓക്കെ, ഒന്നും കൂടെ ആ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കണം കേട്ടോ. ലൈറ്റിന്റെ വെലോസിറ്റി ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റിന്റെ വെലോസിറ്റിയും വേവ് ലെങ്ത്തും ചേഞ്ച് ചെയ്യും, ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യില്ല. എന്നാൽ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം അതല്ല. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം, അതൊരു വാക്വത്തിലാണ്, ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ. വാക്വത്തിലെ സ്പീഡ് എന്ന് പറയുന്നത് v is equal to 1 by square root of mu 0 epsilon 0, which is actually 3 into 10 raised to 8 meter per second. ഈ ക്വാണ്ടിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ലൈറ്റിന്റെ വാക്വത്തിലെ സ്പീഡ് cannot be changed by changing any of these, so the answer is none of these. Okay. അടുത്തത്, a typical plane electromagnetic wave propagating along z direction is shown in the figure. Write the equation for electric and magnetic fields. z directionൽ propagate ചെയ്യുമ്പോൾ ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിന്റെ ഇക്വേഷൻ, ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയണം, +1 പഠിച്ചിട്ടുള്ള വേവ് ഇക്വേഷൻ, വിച്ച് ഈസ് a sin kx minus omega t. a sin kx minus omega t. ഓക്കെ, നൗ അതിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ രണ്ടും ചോദിച്ചിട്ടുണ്ട്. സോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ z, അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. E of z, t ഈസ് ഈക്വൽ ടു ഒരു ആംപ്ലിറ്റ്യൂഡ് കൊടുക്കാം, വിച്ച് ഈസ് E0 sin kz മൈനസ് ഒമേഗ ടി. പോസിറ്റീവ് z ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന z ഡയറക്ഷനിൽ തന്നെ B of z, t ഈസ് ഈക്വൽ ടു B0 into sin kz മൈനസ് ഒമേഗ ടി. ഇതാണ് ഇക്വേഷൻസ്. ഇനി അതിൽ അഡീഷണൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ ഈ കാണുന്ന ഇലക്ട്രിക് ഫീൽഡ് ആക്ച്വലി എക്സ് ഡയറക്ഷനിലും, അതായത് ഇവിടെ നിങ്ങൾക്ക് ഒരു ഐ ക്യാപ്പ് എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ഈ കാണുന്ന മാഗ്നറ്റിക് ഫീൽഡ് വൈ ഡയറക്ഷനിലുമാണ്. സോ അതിന് നിങ്ങൾക്ക് ഇവിടെ ജെ ക്യാപ്പ് കൊടുക്കാം. ജെ ക്യാപ്പ് കൊടുത്ത് ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും വെക്റ്റർ ആക്കുകയും ചെയ്യാം. സോ ഈ കാണുന്ന ഒരു പ്രൊപ്പഗേറ്റിംഗ് വേവിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഇതാണ് അതിന്റെ റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് എന്ന് പറയുന്ന പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വേവിന്റെ ഇക്വേഷൻസ്. ഓക്കെ, അടുത്തത്, ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇസ് ഗിവൺ ബൈ ഇ ഓഫ് എക്സ് അല്ലെങ്കിൽ ഇ എക്സ് ഈക്വൽ ടു E0 sin kz മൈനസ് ഒമേഗ ടി. ഇപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ അതേ സാധനം. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്? ഈ കാണുന്നതിൽ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ എന്ന് പറയുന്നത് z ആണ്. ഇനി ഇൻ കേസ് ഇത് പ്ലസ് ആണെങ്കിൽ z-ന്റെ ഓപ്പോസിറ്റ് ഒക്കെയാണ് വരിക. അങ്ങനെയൊന്നും വരാൻ ഏതിന് സാധ്യതയില്ല. ബോർഡ് എക്സാമിന് അത്രയ്ക്കൊന്നും പോകാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് z ഡയറക്ഷൻ. ഇൻ കേസ് kz മൈനസ് ഒമേഗ ടി എന്നുള്ളത് ഒമേഗ ടി മൈനസ് kz ആണെങ്കിലും പോസിറ്റീവ് തന്നെയാണ്. അത് ഒമേഗ ടി പ്ലസ് kx, അതിന്റെ ഇടയിലുള്ള മൈനസിന് വരും പ്ലസ് വരുമ്പോഴാണ് അതെന്താവുക, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആവുക. സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. ട്രൂ ഓർ ഫോൾസ് പറയാനാണ് പറഞ്ഞത്. ഇൻ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഡെഫിനറ്റ്ലി ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നതാണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും യൂഷ്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. രണ്ടാമത്, സോ അത് കറക്റ്റ് ആണ്, ട്രൂ ആണ്. സോ ഇറ്റ്സ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണെന്ന്, അതൊക്കെ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഇതൊക്കെ ഉണ്ടായിരിക്കണം. ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ദ സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. ആ കാണുന്ന ക്വസ്റ്റ്യൻ നമ്പർ പ്രോപ്പർ ആയിട്ടിട്ട് അത് ട്രൂ ആണെന്നുള്ളത് വേണം. രണ്ടാമത്തെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആർ ഈക്വൽ. ഡെഫിനറ്റ്ലി റോങ്. ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും മാഗ്നിറ്റ്യൂഡ്, ആംപ്ലിറ്റ്യൂഡിന്റെ മാഗ്നിറ്റ്യൂഡോ അല്ലെങ്കിൽ മറ്റേതിന്റെ ആക്ച്വൽ വേവ് വാല്യൂന്റെ മാഗ്നിറ്റ്യൂഡോ ആവാം. അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ വെലോസിറ്റി. E0 by B0 എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. ഇറ്റ്സ് നോട്ട് ഈക്വൽ. E0യും B0യും ഒരിക്കലും ഈക്വൽ ആവില്ല. കാരണം അത് ഈവൻ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ പോലും ദേ ആർ ടു ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ്. ഡയമെൻഷനലി ഒരിക്കലും അത് ശരിയാവുന്ന കാര്യമല്ല. ഓക്കെ, നൗ അതിന്റെ പാർട്ട് സി, ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ റേഡിയോ വേവ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് 40 sin 0.4 × 10⁻³ ഓക്കെ, ഇവിടെ കൈൻഡ് ഓഫ് ഒരു എക്സോ സെഡോ അങ്ങനെ എന്തെങ്കിലും വേണം. ഓക്കെ, ഈ കാണുന്ന സി തന്നെ ആവണം നിർബന്ധമില്ല കേട്ടോ. ഈ വി എന്ന് പറയുന്നത് സി ആവണം എന്നില്ല. സി ആവുന്നത് അത് വാക്വത്തിലാവുമ്പോഴാണ്. അത് വാക്വത്തിൽ അല്ലെങ്കിൽ സി അല്ല. വാക്വത്തിൽ സി എന്ന് പറയാം. E0 by B0 = സി എന്ന് പറയാം. ദാറ്റ്സ് ഓക്കെ. ദാറ്റ്സ് ഇൻ വാക്വം. വാക്വത്തിൽ അല്ലെങ്കിൽ അതിന് നമ്മൾ എന്താണോ ആ മീഡിയത്തിലെ ആ വേവിന്റെ വെലോസിറ്റിയാണ് വരിക. ഓക്കെ, സോ വാക്വത്തിൽ അതിന്റെ വാല്യൂ സി ആണ്. ഫൈൻ. അടുത്ത പാർട്ട് സിയിലേക്ക്, മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് റേഡിയോ വേവ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് B = 40 sin 0.4 × 10⁻³ ഒരു എക്സ് കൂടെ വേണ്ടി വരും അവിടെ, പ്ലസ് 2.5 × 10⁻10t. വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ? ഓക്കെ, ഇവിടെ തന്നിട്ടുള്ളത് 40 എന്ന് പറയുന്നതാണ് B0. B0 = 40. ഇനി അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ω/k. ഈ ഒമേഗ എന്ന് പറയുന്നത് ടൈമിന്റെ കൂടെയുള്ള കോഎഫിഷ്യന്റ് ആണ്.
So 2.5 into 10 raised to 10 divided by k എന്ന് പറയുന്നത് ഈ കിടക്കുന്ന സാധനമാണ് 0.4 into 10 raised to 3. നമുക്ക് അതൊന്ന് സോൾവ് ചെയ്യാം. So v is equal to 25 by 4 into 10 raised to 3, 10 raised to 7. So this is 6.25 into 10 raised to 7. In 10 raised to 7 meter per second. ഇതാണ് വെലോസിറ്റി. അപ്പോൾ ഇനി E0 by B0 എന്ന് പറയുന്നത് E0 by B0 is equal to velocity എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡ് ചോദിച്ചിരിക്കുന്നത് അതിനല്ലേ വാട്ട് ഇസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ. ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് ഈസ് ഈക്വൽ ടു B0 ഇൻറ്റു V. B0 എന്ന് പറയുന്നത് 40 ഇൻറ്റു 6.25 ഇൻറ്റു 10 raised to 7. സോ 4 ഇൻറ്റു നേരത്തെ കിട്ടിയ അതേ വാല്യൂ 25 ഇൻറ്റു 10 raised to 8 യൂണിറ്റ് വോൾട്ട് പെർ മീറ്റർ. ഓക്കെ, സോ 25 into 10 raised to 8 വോൾട്ട് പെർ മീറ്റർ ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ പീക്ക് വാല്യൂ അഥവാ ആംപ്ലിറ്റ്യൂഡ്, ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെ ആംപ്ലിറ്റ്യൂഡ്. ഞാൻ നോക്കിയാൽ ഇവിടെ കിട്ടിയ വെലോസിറ്റി എന്തല്ല, ദിസ് ഇസ് നോട്ട് സി, ഇത് സി അല്ല. ഓക്കെ, ഇനി ബോർഡ് എക്സാം ആയത് പ്രോപ്പറായിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ബോർഡ് എക്സാം ആയതുകൊണ്ട് അവർ മറ്റെന്തെങ്കിലും ഇപ്പോൾ ഡയറക്ട്ലി E0 by B0 ഈക്വൽ ടു സി എന്ന് എടുക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ബട്ട് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇത് E0 by B0 എന്ന് പറയുന്നത് ആക്ച്വലി വെലോസിറ്റി ആണ്. ആ വെലോസിറ്റിയുടെ വാല്യൂ മീഡിയം ഡിഫറൻ്റ് ആണെങ്കിൽ, മീഡിയം വാക്വം ആണെങ്കിൽ മാത്രമാണത് 3 into 10 raised to 8 ആകുന്നത്, അല്ലെങ്കിൽ ഇറ്റ്സ് ഡിഫറൻറ്റ്. ഓക്കെ, അപ്പോൾ അവിടെ ആക്ച്വലി എന്താണ് ഒമേഗയുടെ വാല്യൂ, എന്താണ് കെൻ്റെ വാല്യൂ, അത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ഒമേഗ, ടൈമിൻ്റെ കൂടെയുള്ള കോയഫിഷ്യൻ്റ്, എക്സിൻ്റെ കൂടെയുള്ള കോയഫിഷ്യൻ്റ് ആണ് കെ. ഒമേഗ ബൈ കെ ആണ് ആ മീഡിയത്തിലെ വെലോസിറ്റി. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. An electromagnetic wave propagates with the aid of time varying electric and magnetic field. Correct. Electric field ഉം magnetic field ഉം ടൈമിനനുസരിച്ച് വേരി ചെയ്യുമ്പോഴാണ് electromagnetic wave propagate ചെയ്യുന്നത്. If phi is the electric flux and epsilon 0 is the permittivity in free space. Free spaceലെ permittivity ആണ് epsilon 0, phi e എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. Then the quantity represented by epsilon 0 d phi e by dt. ഇതെന്താ സാധനം? ഈ ഹാസ് ദ യൂണിറ്റ് ഓഫ്. ഇതെന്താ സാധനം എന്നാണ് ചോദിക്കുന്നത്. EM വേവ്സിന്റെ തുടക്കത്തിലുള്ള ഒരു ടോപ്പിക് ആണത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ID is equal to epsilon 0 d by dt of electric flux. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്? അപ്പോൾ ഇതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ യൂണിറ്റ് കറണ്ടിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ, ഡയമെൻഷനലി കറണ്ട് ആണ്. സ്പേസിലൂടെ വെൻ ദർ ഇസ് നോ കണ്ടക്ടർ ഇല്ലാത്ത സമയത്ത് ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് കാരണം, ഒന്നും കൂടെ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള കറണ്ടിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് വിളിക്കുക. കാരണം epsilon 0 d phi e by dt എന്ന് പറയുന്നത് ഈ കാണുന്നതിന് നമുക്ക് E dot A എന്ന് എഴുതാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ടൈമിനനുസരിച്ച് വേരി ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി എ കറണ്ട് ത്രൂ ദാറ്റ് സ്പേസ്. അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് വിളിക്കുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്താണ്? ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള കറണ്ടാണ്. ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള കറണ്ടിനെയാണ് എന്ത് വിളിക്കുക? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് വിളിക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ ചോദിക്കാവുന്നതാണ്. ഇനി in a plain electromagnetic wave, the electric field oscillates with a frequency of 6 into 10 raised to 8 megahertz. In which region of the electromagnetic spectrum this wave is found? Okay, അത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഫ്രീക്വൻസി തന്നിട്ടുള്ളത് 6 into 10 raised to 8 മെഗാഹെഡ്സ്. അത് നിങ്ങളൊന്ന് എന്തിലേക്ക് മാറ്റിക്കോളൂ? 6 into 10 raised to 8 into മെഗാ എന്ന് പറഞ്ഞാൽ 10 raised to 6 അല്ലേ? സോ ദിസ് ഇസ് ആക്ച്വലി 6 into 10 raised to 14 ഹെഡ്സ്. ഇത് ഏത് റേഞ്ചിലാണ് വരിക എന്നുള്ളതാണ്. ആ റേഞ്ച് നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കണമെങ്കിൽ വിസിബിൾ സ്പെക്ട്രം നിങ്ങൾക്ക് അറിയണം. വിസിബിൾ സ്പെക്ട്രം നമുക്ക് എപ്പോഴും അറിയുന്നൊരു കാര്യം ആക്ച്വലി 400 നാനോമീറ്റർ ടു 700 നാനോമീറ്റർ എന്നാവും. ഈ കാണുന്ന 400 നാനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ആക്ച്വലി 7.5 into 10 raised to 14 ഹെഡ്സ്. ആൻഡ് 700 നാനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4.2 into 10 raised to 14 ഹെഡ്സ്. ഇതാണ് വിസിബിൾ സ്പെക്ട്രം, വിസിബിൾ റീജിയൻ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു റേഞ്ച്. ഈ പറഞ്ഞ നമ്പർ നോക്കിയാൽ 6 into 10 raised to 14, അത് ആക്ച്വലി ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരു നമ്പറാണ് 6 into 10 raised to 14. സോ ഇവിടെ ആൻസർ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇൻ വിച്ച് റീജിയൻ ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം? ഏതാണ് റീജിയൻ? അത് വിസിബിൾ റീജിയൻ ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. ഇതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് മിസ്സായി പോവാതെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. ഓക്കെ, അടുത്തത്
In an electromagnetic wave, the oscillating electric field having a frequency of 3 × 10 raised to 10 Hz and an amplitude 30 volt per meter propagates in free space in the positive x direction. Okay. Write down the expression to represent the electric field. ഒന്നും കൂടെ, in electromagnetic wave, oscillating electric field having frequency തന്നിട്ടുണ്ട്, ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, propagates in free space ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ഡൗൺ ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ്. സോ പ്രൊപ്പഗേറ്റിംഗ് ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു E0 സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി. ഓക്കെ. ഇതിൽ E0ൻ്റെ വാല്യൂ 30 ആണ്. കെ ഫ്രീക്വൻസി ആണ് തന്നിട്ടുള്ളത്. സോ ഒമേഗ ഈസ് ഈക്വൽ ടു 2π എഫ്. സോ 2π ഇൻറ്റു ഫ്രീക്വൻസി 3 × 10 raised to 10, അതായത് 6π × 10 raised to 10. ഇതാണ് ഒമേഗ. ഇനി ഫ്രീ സ്പേസിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒമേഗ ബൈ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ആയിരിക്കണം. സോ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഒമേഗ ബൈ സി വിച്ച് ഈസ് 6π × 10 raised to 10 ഡിവൈഡഡ് ബൈ സി എന്ന് പറയുന്നത് 3 × 10 raised to 8. സോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 2π × 10 raised to 2 എന്ന് വരും. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ E of xt is equal to peak value 30 into sin kx. K എന്ന് പറയുന്നത് 2π × 10 raised to 2. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ 2π എന്നുള്ളത് എന്താക്കിക്കോ, 200 എന്നാക്കിയാൽ മതി. സോ 200πk x മൈനസ് ഒമേഗ എന്ന് പറയുന്നത് 6π × 10 raised to 10 × t. ഇതാണ് സംഭവം. ഓക്കെ. സോ ഇതാണ് എക്സ് ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് വേവിൻ്റെ ഇക്വേഷൻ. ഓക്കെ. അപ്പോൾ വൺസ് അഗെയിൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വേണം. അതുകൂടാതെ ഒമേഗ എന്ന് പറയുന്ന 2πf അതൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. ഒമേഗ ബൈ കെ എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. ഞാൻ പറഞ്ഞത് ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ എന്തെടുത്തത്, സി എന്ന് എടുത്തിട്ടുള്ളത്. ഓക്കെ. ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞാൽ വാക്വം തന്നെ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. The electric field vector of an electromagnetic wave is represented as E of x is equal to Em sin kz minus omega t. Now ശ്രദ്ധിച്ചാൽ അത് ഏത് ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? അപ്പോൾ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് z ഡയറക്ഷനിലാവും. ഓക്കെ. റൈറ്റ് ദ ഇക്വേഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ. മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിൻ്റെത് അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇവിടെ നോക്കണം കേട്ടോ, നല്ലപോലെ ശ്രദ്ധിക്കണേ. ഈ എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ എക്സിലാണ്. അതിൻ്റെ പീക്ക് വാല്യൂ Em സൈൻ കെ സെഡ് മൈനസ് ഒമേഗ ടി. ഇനി ചാർജിങ് നടക്കണില്ല കേട്ടോ. Em എന്നുള്ളത് ഇനി മാഗ്നറ്റിക് ഫീൽഡ് അപ്പോൾ സൈൻ കെ സെഡ് മൈനസ് ഒമേഗ ടി എന്നതിൽ വ്യത്യാസം ഉണ്ടാവില്ല. ഓക്കെ. സൈൻ കെ സെഡ് മൈനസ് ഒമേഗ ടിയിൽ വ്യത്യാസം ഉണ്ടാവില്ല. നമുക്ക് അതിന് വേണ്ടത് ബി എം ആണ്. നൗ ബി എം എന്ന് പറയുന്നത് E0 ബൈ B0, Em ബൈ ബി എം എന്ന് പറയുന്നത് ഇത് ഏത് ഇതിലാന്ന് പറഞ്ഞിട്ടില്ല. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഒമേഗ ബൈ കെ. സോ ബി എം ഈസ് ഈക്വൽ ടു Em ഇൻറ്റു കെ ബൈ ഒമേഗ. സോ അതും കൂടെ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബി. ഇനി അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് z ഡയറക്ഷനിലാണ്, ഇലക്ട്രിക് ഫീൽഡ് എക്സ് ഡയറക്ഷനിലാണ്. പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് z ഡയറക്ഷനിലാണ്, ഇലക്ട്രിക് ഫീൽഡ് എക്സ് ഡയറക്ഷനിലാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് സ്വാഭാവികമായിട്ടും y ഡയറക്ഷനിലായിരിക്കും. സോ ബി വൈ ഈസ് ഈക്വൽ ടു ബി എമ്മിൻ്റെ സ്ഥാനത്ത് ഞാൻ Em കെ ബൈ ഒമേഗ എന്ന് കൊടുക്കുന്നു ഇൻറ്റു സൈൻ കെ സെഡ് മൈനസ് ഒമേഗ ടി. ഇതാണ് ആൻസർ വരിക. ഓക്കെ. now കഴിഞ്ഞില്ല. The ratio of intensity of magnetic field to intensity of electric field has the dimensions of. എന്താണ്? ratio of intensity of magnetic field to intensity of electric field. ഇത് സോറി, intensity of magnetic field to intensity of electric field. ഓക്കെ. ന്യൂ പേജ് ആഡ് ചെയ്യാം. ഇൻറ്റൻസിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. ഇൻറ്റൻസിറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഹാഫ് എപ്സിലോൺ 0 E² ഇൻറ്റു സി എന്നും. ഇത് ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ളത്.
ഇനി മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഇൻറ്റൻസിറ്റി ആണെങ്കിൽ ഹാഫ് പി സ്ക്വയർ ബൈ മ്യൂ സീറോ ഇൻറ്റു സി ആണ്. സോ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഒന്നും കൂടെ, ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബൈ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ഇറ്റ്സ് ബി സ്ക്വയർ ബൈ ഇ സ്ക്വയർ. അല്ല, ബി സ്ക്വയർ ബൈ ഇ സ്ക്വയർ ഉണ്ട്, പിന്നെ മ്യൂ സീറോ എപ്സിലോൺ സീറോ. ആക്ച്വലി ഇതിൻ്റെ ആൻസർ 1 ആണ് വരിക. ഓക്കെ, ഈ കാണുന്ന രണ്ടിനും ഒരേ ഇൻറ്റൻസിറ്റിയിലാണ് ആക്ച്വലി വാല്യൂസ് ഉണ്ടാവുക. ഇ ബൈ ബി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. സോ ദിസ് ഈസ് 1 ബൈ വി സ്ക്വയർ ആൻഡ് മ്യൂ സീറോ എപ്സിലോൺ സീറോ എന്ന് പറയുന്നതും വെലോസിറ്റി ആണ്. സോ ദിസ് ഇസ് ആക്ച്വലി 1. നൗ ഐ തിങ്ക് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഇൻറ്റൻസിറ്റി എന്നല്ല അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്, അവിടെ ആംപ്ലിറ്റ്യൂഡ് എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ആംപ്ലിറ്റ്യൂഡ് ഇൻ റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ടു ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നതിൻ്റെ നേരെ തിരിച്ചുള്ളത് ബി എം ബൈ ഇ എം. ദിസ് ഇസ് ആക്ച്വലി 1 ബൈ വെലോസിറ്റി, റെസിപ്രോക്കൽ ഓഫ് വെലോസിറ്റി, അതാണ് ഉദ്ദേശിച്ചുള്ളത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ പാർട്ട് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം യൂസ്ഡ് ഫോർ റഡാർ. റഡാറിന് യൂസ് ചെയ്യുന്നത് മൈക്രോവേവ്സ് ആണ്. മൈക്രോവേവ്സ്, ഓക്കെ, പ്രൊഡ്യൂസ്ഡ് ബൈ ബോംബാർഡിങ് എ മെറ്റൽ ടാർഗറ്റ് ബൈ ഹൈ സ്പീഡ് ഇലക്ട്രോൺസ്. ഹൈ സ്പീഡ് ഇലക്ട്രോൺസിനെ മെറ്റൽ ടാർഗറ്റിലേക്ക്, ഹെവി മെറ്റൽസിലേക്ക് ബോംബാർഡ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അത് എക്സ്റേസ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ, അത് മാക്സ്വെൽസ് തിയറി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിസത്തിലെ സ്റ്റേറ്റ്മെന്റ് ആണ്. ചാർജസ് അറ്റ് റെസ്റ്റ്, ചാർജസ് in uniform motion, charges in accelerated motion. So electromagnetic waves are produced by charges in accelerated motion. This is the right answer. Why only microwaves are used in microwave oven? Microwave oven il endukondu microwaves use cheyunu? Adinte kaaranam mattonnualla, water molecules, adana ningal avade undayirikkana main point adana. Water molecules resonate with microwaves. Microwaves inde frequency ilana water waves resonate cheyyunnathu. Okay, adana kaaranam. Aduthathu, match the following. Ultraviolet, match the following: ultraviolet, gamma, infrared, radio waves, x-rays and microwave. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞുള്ളത്. അതിൽ അൾട്രാവയലറ്റ് മാച്ച് ചെയ്യുന്നത്, അൾട്രാവയലറ്റിന്റെ ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. അത് കിൽ ബാക്ടീരിയ ആൻഡ് ജേംസ്, സ്റ്റെറിലൈസ് ചെയ്യാൻ, നമ്മൾ വാട്ടർ ട്രീറ്റ്മെന്റിലും അല്ലാതെ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്യാനൊക്കെ അൾട്രാവയലറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഗാമ അവിടെ നിൽക്കട്ടെ, ഗാമ ക്യാൻസർ സെല്ലിങ്ങിന്, ക്യാൻസർ സെൽ കില്ലിംഗ്, ഗാമയും എക്സ്റേസും യൂസ് ചെയ്യാറുണ്ട്. ഇൻഫ്രാറെഡ് അപ്പുറത്തുള്ളതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻഫ്രാറെഡ് നിങ്ങൾക്ക് മനസ്സിലാവും, അത് റിമോട്ടാണ്. പിന്നെ റേഡിയോ വേവ്സ് ആണ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൈക്രോവേവ്സ് ആണ് എയർക്രാഫ്റ്റ് നാവിഗേഷൻ എന്ന് വെച്ചാൽ റഡാർ കമ്മ്യൂണിക്കേഷൻ ആണ്. എയർക്രാഫ്റ്റിൻ്റെയും ഷിപ്പിൻ്റെ ഒക്കെ കേസിൽ വരുന്ന റഡാർ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ മൈക്രോവേവ്സ് ആണ് അതിന് യൂസ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ളത് എക്സ്റേസും ഗാമ റേസും ക്യാൻസർ സെൽ കില്ലിങ്ങും അയണൈസേഷൻ ട്യൂബും ആണ്. അതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എക്സ്റേസ് അയണൈസേഷൻ ട്യൂബ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഗാമ റേസ് തന്നെയാണ് ക്യാൻസർ സെൽ കില്ലിങ്. അവിടെ ഉള്ളൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റേസും ഈ സാധനം മാറ്റേണ്ടി വരും, എക്സ്റേസും ഗാമ റേസും ക്യാൻസർ ട്രീറ്റ്മെന്റിൽ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് പോസ് ചെയ്യുമ്പോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് മാച്ച് ചെയ്യേണ്ടത്. ആക്ച്വലി ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്, കാരണം അവിടുന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അടുത്തത്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് യൂസ്ഡ് ഇൻ ലാസ്റ്റിക് ഐ സർജറി. ഐ സർജറി ഒക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളവർ മനസ്സിലാക്കുക, ലേസർ സർജറിയിൽ യൂസ് ചെയ്യുന്നത് മറ്റൊന്നുമല്ല അൾട്രാവയലറ്റ് ആണ്. അതിൽ ഷാർപ്പായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റണമെങ്കിൽ വേവ് ലെങ്ത് കുറവായിരിക്കണം. വേവ് ലെങ്ത് കുറവെന്ന് പറയുമ്പോൾ ഗാമ, എക്സ്, അൾട്രാവയലറ്റ് അങ്ങനെ ഉണ്ടാവാം. ഏറ്റവും വേവ് ലെങ്ത് കുറഞ്ഞ ഗാമയാണ്. പക്ഷേ ഗാമയും എക്സും ഒക്കെ ആക്ച്വലി നമ്മുടെ ടിഷ്യൂസിനെ ഡാമേജ് ഉണ്ടാക്കും. അതുകൊണ്ട് അത്രയ്ക്ക് വേവ് ലെങ്ത് കുറയാനും പറ്റില്ല, എന്നാൽ നമുക്ക് കുറഞ്ഞ വേവ് ലെങ്ത് ആയിരിക്കണം ഷാർപ്പായിട്ട് ഫോക്കസ് ചെയ്യണമെങ്കിൽ. അതുകൊണ്ടാണ് യു വി യൂസ് ചെയ്യുന്നത്. ഓക്കെ, നൗ അടുത്ത അതിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഇലക്ട്രോമാഗ്നറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ഫോളോയിങ് പർപ്പസസ്. പർപ്പസുകൾ തന്നിട്ടുണ്ട്. ഡയഗ്നോസ്റ്റിക് ടൂൾ ഇൻ മെഡിസിൻ, എക്സ്റേ. എക്സ്റേസ് നമ്മൾ എല്ല് പൊട്ടിയാലും അല്ലാത്ത കേസിലൊക്കെ ഡയഗ്നോസ്റ്റിക് മെഡിക്കൽ ഇമേജിങ്ങിന് യൂസ് ചെയ്യും എന്ന് പറയാറുണ്ട്. കിൽ ജേംസ് ഇൻ വാട്ടർ പ്യൂരിഫയേഴ്സ്, ഒബ്വിയസ്ലി ദാറ്റ് ഈസ് അൾട്രാവയലറ്റ്, യു വി. സെല്ലുലാർ ഫോൺസ്, റേഡിയോ വേവ്സ് അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി, RF എന്നൊക്കെ നമ്മൾ പറയും.
റേഡിയോ വേവ്സ്. സെൽഫോൺ ആണെങ്കിലും ടി വി ആണെങ്കിലും ഈവൻ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അത് റേഡിയോ വേവ്സ് ആണ്. ഇൻ റിമോട്ട് സ്വിച്ചസ് ഓഫ് ഹൗസ് ഹോൾഡ് ഇലക്ട്രോണിക്, ടി വിൻ്റെ ഒക്കെ റിമോട്ടിൽ ഏതാണ് അവിടെയുള്ള ഉപയോഗിക്കുന്ന LED എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് LED ആണ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്, ഇൻഫ്രാറെഡ് ആയിട്ടുള്ളതാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എടുത്തിട്ട് അവിടെ വരുന്ന ഓരോ ഫങ്ഷൻസ്, ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് പഠിച്ചു വെക്കണം. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ചൂസ് ദ അപ്രോപ്രിയേറ്റ് വാല്യൂസ് ഫോർ എക്സ്റേസ് ഫ്രം ദ ഗിവൺ ടേബിൾ. എക്സ്റേൻ്റെ ടേബിളിൽ നിന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും വേണം. NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഒരു 10 നാനോമീറ്റർ മുതൽ 10⁻⁴ നാനോമീറ്റർ വരെ ആണ് എക്സ്റേ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ സ്യൂട്ടബിൾ 1 മില്ലിമീറ്റർ റോങ്, 1 മൈക്രോമീറ്റർ റോങ്, 1 നാനോമീറ്റർ അതിന് സ്യൂട്ടബിൾ ആണ്. ഈ 1 നാനോമീറ്ററിനെ തന്നെ നമ്മൾ ഫ്രീക്വൻസിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇറ്റ്സ് v/λ, വെലോസിറ്റി 3 × 10⁸ ഡിവൈഡഡ് ബൈ വേവ് ലെങ്ത് 1 നാനോമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻⁹. സോ ദിസ് ഈസ് 3 × 10⁻17 ഹെഡ്സ്. അതാണ് എക്സ്റേസിൻ്റെ ഫ്രീക്വൻസി, 3 × 10⁻17 ഹെഡ്സ്. സോ ഈ കാണുന്ന രണ്ടെണ്ണമാണ് നമ്മൾ ടേബിളിൽ നിന്ന് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതോടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അടുത്ത ചാപ്റ്ററുമായിട്ട് നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ലീവ് ചെയ്യേണ്ട, ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അല്ലേ? ഓക്കെ, നമ്മൾ ഞങ്ങളെ 12th വലിയ ചാപ്റ്ററുകളിലൊന്നായ റേ ഒപ്റ്റിക്സിലേക്ക് കടക്കുന്നു. റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ഒരുപാട് ഡെറിവേഷൻസ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. മിറർ വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ റിയർ വ്യൂ മിറർ ഇൻ വെഹിക്കിൾസ്, ഒരു മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ടാണ് വരിക. മിററിൽ റിയർ വ്യൂ മിറർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് കോൺവെക്സ് മിറർ. അതിനാണ് ഫീൽഡ് ഓഫ് വ്യൂ കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, എന്ന് വെച്ചാൽ കൂടുതൽ സ്പേസിലുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ കോൺവെക്സ് മിറർ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ റേ ഓഫ് ലൈറ്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ സ്ഫെറിക്കൽ മിറർ ഫാൾസ് അറ്റ് എ പോയിന്റ് M ആസ് ഷോൺ ഇൻ ദ ഫിഗർ ബിലോ. ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടൊരു ലൈറ്റ് റേ തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് മിറർ യൂസ്ഡ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മിറർ ഇറ്റ്സ് കോൺകേവ്. Now by drawing a suitable ray diagram obtain the mirror equation. ഏതാ മിറർ ഇക്വേഷൻ? 1/v + 1/u is equal to 1/f. ഇത് ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിലേക്ക് ഞാൻ വരുന്നു. If the mirror is immersed in water, its focal length. മിററിന്റെ ഫോക്കൽ ലെങ്ത്തിന്റെ ഫോർമുല F = R/2 ആണ്. നമ്മളതൊരു മറ്റൊരു മീഡിയത്തിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും റേഡിയസ് ഓഫ് കർവേച്ചറിന് യാതൊരു വ്യത്യാസവും വരില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് റിമെയിൻസ് ദ സെയിം. ദ റൈറ്റ് ആൻസർ ഈസ് റിമെയിൻസ് ദ സെയിം. ഓക്കെ, ഇത് മീഡിയം മാറുമ്പോൾ ഫോക്കൽ ലെങ്ത് ചേഞ്ച് ചെയ്യുന്നത് മിററിനല്ല, അത് ലെൻസിന് ആണ് അങ്ങനെ സംഭവിക്കാം. ഇനി ഡെറിവേഷനിലേക്ക് വരുമ്പോൾ സ്യൂട്ടബിൾ റേ ഡയഗ്രാം വരയ്ക്കണം, ഒബ്റ്റെയിൻ ദ മിറർ ഇക്വേഷൻ. ഓക്കെ, ഇതിൽ എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അത്യാവശ്യം ഡെറിവേഷനൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഡെറിവേഷനൊക്കെ ചെയ്യാൻ പറ്റും എന്ന് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും ഒപ്റ്റിക്സിലുള്ള ഡെറിവേഷൻസ് നിങ്ങൾ കൃത്യമായി ചെയ്ത് പഠിച്ചിട്ട് തന്നെ പോകണം. ഓക്കെ, അത് പറയാനുള്ള കാരണം, നിങ്ങൾക്ക് ഒരു കോൺകേവ് മിറർ ഉപയോഗിച്ച്, ഇതാണ് അതിൻ്റെ റേ ഡയഗ്രാം എന്ന് പറയുന്നത്, ഒബ്ജക്റ്റ് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് 4 ഡിഫറെൻറ്റ് രീതിയിലുള്ള റേസ് ഉപയോഗിക്കാം. ഓക്കെ, ഇതിൻ്റെ ടോപ്പിൽ നിന്ന് ഫോക്കസിലൂടെ അല്ല, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായി വരുന്നത് റിഫ്ലക്റ്റ് ചെയ്ത് ഫോക്കസിലൂടെ കടന്നു പോകും. ഈ പോയിന്റാണ് ഫോക്കസ്. ഇനി ഫോക്കസിലൂടെ വന്ന് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായി കടന്നു പോകുന്ന വരയ്ക്കാം. അതല്ലെങ്കിൽ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ വന്ന് അതേ വഴിക്ക് തിരിച്ചു പോകുന്ന വരയ്ക്കാം. അതുപോലെ തന്നെ പോളിലേക്ക് വന്ന് അതേ ആംഗിളിൽ റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നതും വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് കേസുകൾ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഏത് കേസ് ഉപയോഗിച്ചാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത് എന്ന് ആദ്യമേ നമ്മൾ തീരുമാനിക്കണം. അതല്ലാതെ എക്സാം ഹാളിൽ കയറിയതിന് ശേഷം അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, മേ ബി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ, എനിക്കുണ്ടായ ഒരു സാഹചര്യമാണ് നിങ്ങളടുത്ത് പറയുന്നത്. ഇത് ആക്ച്വലി ഡെറിവേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം.
അതിനിപ്പോൾ അപ്പോഴല്ലേ അപ്പം നമുക്കൊരു ഫിഗർ വരച്ചിട്ട് അങ്ങ് ചെയ്യണം, അതിപ്പോൾ ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. കാരണം ഇവിടെ നിങ്ങൾ വരയ്ക്കുന്ന ഫിഗർ ഇപ്പോൾ യൂസ് ചെയ്യുന്ന റേസ് ഏതാണ് എന്നുള്ളതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. മേ ബി നിങ്ങൾക്ക് ഇതിന്റെ ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കാൻ ചിലപ്പോൾ നിങ്ങൾ പാടുപെടേണ്ടി വരും. അപ്പോൾ കൃത്യമായിട്ട് ആദ്യം തന്നെ പ്ലാനോട് കൂടി പോകണം. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗറിലുള്ളതാണ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരയ്ക്കുന്ന റേയും ഫോക്കസിലൂടെ റിഫ്ലക്ട് ചെയ്ത് ഫോക്കസിലൂടെ കടന്നു പോകുന്നു, പോളിലേക്ക് വരുന്നത് റിഫ്ലക്ട് ചെയ്ത് പോകുന്നു. ഈ രണ്ട് റേസ് ഉപയോഗിക്കുക. എന്നിട്ട് ഇതാണ് ഒരു ട്രയാങ്കിൾ. ഓക്കെ, ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ അവിടെ മാർക്ക് ചെയ്യുമ്പോൾ പോയിന്റുകൾ ഒബ്ജക്റ്റിന് OB എന്നും ഇമേജിന് IM എന്ന് കൊടുക്കുക. ഈ കാണുന്നത് പോളിന്റെ P, ഈ കാണുന്നതിന് ഒരു PQ എന്ന് കൊടുക്കാം. ഈ കാണുന്നത് എപ്പോഴും ഈ പറയുന്ന മിററിന്റെ ഹൈറ്റ് ഇല്ലേ, ഈ കാണുന്ന PQ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് തന്നെയാണ്. സോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഓർമ്മയിൽ ഉണ്ടാവാൻ തോന്നുന്നു. PQ എന്ന് പറയുന്നത് OB തന്നെയാണ്. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സിമിലർ ട്രയാങ്കിൾസ് വെച്ചിട്ട് ആദ്യം എടുക്കുന്ന ഈ പറയുന്ന രണ്ട് ആംഗിൾ, ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഫോക്കസിന്റെ ആ പോയിന്റിൽ അപ്പുറം വരുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് വെച്ച് PQ ഡിവൈഡഡ് ബൈ IM എന്ന് പറയുന്നത് FP ഡിവൈഡഡ് ബൈ IF എന്നൊരു ഇക്വേഷൻ. അതുപോലെ പിന്നെ നിങ്ങൾ എടുക്കേണ്ടത് ഈ രണ്ട് ആംഗിൾസ് ആണ്. കാരണം ഇത് ഇൻസിഡന്റ് ആംഗിൾ റിഫ്ലക്റ്റഡ് ആംഗിളാണ് പോളിലുള്ള. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന രണ്ട് വലിയ ട്രയാങ്കിൾസ്, അതിൽ വൺസ് അഗെയിൻ OB കറസ്പോണ്ടിങ് ആയിട്ട് മറ്റേ ട്രയാങ്കിളിലെ സൈഡ് IM എന്ന് പറയുന്നത് OP ഡിവൈഡഡ് ബൈ IP എന്ന് വരും. ഇവിടെ മനസ്സിലാക്കുക, ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ സാധനം. PQയും OB ഒന്ന് തന്നെയാണ്. ഈ കാണുന്ന PQയും ഈ കാണുന്ന OB ഒന്ന് തന്നെയാണ്. താഴെ കിടക്കുന്ന IMഉം ഈ IMഉം ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ഇക്വേറ്റ് ചെയ്യാം? FP ബൈ IF ഈസ് ഈക്വൽ ടു OP ബൈ IP. ഇതെല്ലാം Pയിലേക്ക് വരുന്ന രീതിയിലാക്കുക പോളെന്ന്. സോ PF ബൈ ഈ IF എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ്, എപ്പോഴും ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവും. ഈ ഒരു ഡിസ്റ്റൻസ് IF എന്നുള്ളതിനെ ഞാൻ ഇങ്ങനെ എഴുതുന്നു, PI മൈനസ് PF ഈസ് ഈക്വൽ ടു OP എന്നുള്ളതിന് ഞാൻ PO PI. അപ്പോൾ ഇതെല്ലാം പോളിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. PF എന്ന് പറഞ്ഞാൽ പോൾ ടു ഫോക്കസ്, ഫോക്കൽ ലെങ്ത്. PI എന്ന് പറഞ്ഞാൽ പോൾ ടു ഇമേജ് ഡിസ്റ്റൻസ് V. PF എന്ന് പറഞ്ഞാൽ വീണ്ടും ഫോക്കൽ ലെങ്ത്. PO എന്ന് പറഞ്ഞാൽ പോൾ ടു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് U. PI. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംഭവമായി. ഓക്കെ, സോ F ബൈ PI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V മൈനസ് F ഈസ് ഈക്വൽ ടു U ബൈ V. ഓക്കെ, ഓൾറൈറ്റ്. ഇതൊന്ന് റെസിപ്രോക്കൽ എടുക്കാം. V മൈനസ് F ബൈ F ഈസ് ഈക്വൽ ടു V ബൈ U. ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന V ഇങ്ങോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ആൻസർ കിട്ടും. സോ ദിസ് ഈസ് V ബൈ F മൈനസ് 1 ഈക്വൽ ടു V ബൈ U. സോ ഈ 1ഉം കൂടെ അപ്പുറം എടുക്കുക. V by F is equal to 1 plus V by U, which is actually U plus V by U. So 1 by F is equal to V കൂടെ അപ്പുറം എടുത്തു കഴിഞ്ഞാൽ U plus V divided by ഒന്നും ചെയ്യണ്ട, ഈ കാണുന്ന V അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. സോ 1 by F is equal to 1 by V plus 1 by U. സോ ഇത്രയാണ് അവിടെയുള്ള സ്റ്റെപ്പുകൾ. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കാണുന്ന രണ്ടെണ്ണം നിങ്ങൾ നിർബന്ധമായിട്ടും ആ രണ്ട് ട്രയാങ്കിൾസ് നിങ്ങൾ ചൂസ് ചെയ്യണം. അത് ഞാൻ പറയുന്നത് വൺസ് അഗെയിൻ നിങ്ങൾക്ക് അറിയാമെങ്കിലും നിങ്ങൾ പ്ലാനോട് കൂടി ഇന്ന സാധനം ചോദിച്ചു കഴിഞ്ഞാൽ ഈ റേസ് ആണ്, ഈ റേ ഡയഗ്രാമാണ് ഞാൻ വരയ്ക്കുക. ഇതല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിക്കാൻ പ്രയാസമാകും. ഇതിന്റെ PDF കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. ഈ കാണുന്ന റിവേർഷൻസ് ഒക്കെ ആക്ച്വലി NCERT ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ്. സോ അതിന് പ്രത്യേക PDF-ലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്ട് ആൻഡ് ഇറ്റ്സ് റിയൽ ഇമേജ് ഫോർ എ കോൺകേവ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് F. കോൺകേവ് മിററിന്റെ റിയൽ ഇമേജ് എവിടെയാണ് ഉണ്ടാവുക? അതിന്റെ ഇടയിലുള്ള മിനിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റ് അവിടെ വെച്ച് അതേ സ്ഥലത്ത് ഇമേജ് വരണമെങ്കിൽ, ഇത് ഒബ്ജക്റ്റ് ഇത് ഇമേജ്, ഇങ്ങനെ ഒരു കേസ് ഉണ്ടല്ലോ. അതേതാ കേസ്? സെന്റർ ഓഫ് കർവേച്ചറിൽ അഥവാ 2F വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ വാട്ട്സ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് ഇറ്റ്സ് റിയൽ ഇമേജ്, ദ മിനിമം ഡിസ്റ്റൻസ് ഈസ് 0. ഓക്കെ,
അടുത്തത്, യൂസിങ് സ്യൂട്ടബിൾ റേ ഡയഗ്രം പ്രൂവ് ദാറ്റ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ സ്ഫെറിക്കൽ മിറർ ഈസ് ട്വൈസ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത്. എന്ന് വെച്ചാൽ R ഈസ് ഈക്വൽ ടു 2F അല്ലെങ്കിൽ F ഈക്വൽ ടു R/2 എന്നുള്ളത് സ്ഫെറിക്കൽ മിററിന്റെ കേസിൽ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വൺസ് അഗൈൻ ഈ കേസിൽ ഞാൻ പറയുന്നു, നിങ്ങൾ കൃത്യമായി പ്ലാനോട് കൂടി ഏത് ഫിഗർ വരയ്ക്കും എന്നുള്ളത് കൃത്യമായ ബോധത്തോടു കൂടി വേണം പോവാൻ. ഓക്കെ, അവിടെ ചെയ്യേണ്ടത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായി ഒരു റേ വരുന്നു, അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത് ഏത് വഴിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഫോക്കസ്. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ കാണുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചർ ആണെങ്കിൽ ഇതാണ് സർഫസിന്റെ നോർമൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് ആംഗിൾ I ആണെങ്കിൽ ഇത് ആംഗിൾ റിഫ്ലക്റ്റഡ് ആംഗിൾ I ആണ്. ഇവിടെ ട്രയാംഗിൾ ഇതും ആംഗിൾ I വരും. ഇത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആംഗിൾ 2I ആവുക. കാരണം ആ ഒരു ട്രയാംഗിളിൽ ഫാർ ഇൻറ്റീരിയർ, ഇത് ഈ 2I എന്ന് ഞാൻ മാർക്ക് ചെയ്ത സാധനം എക്സ്റ്റീരിയർ ആംഗിളും മറ്റേ 2 ഐകൾ ഫാർ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും അപ്രോക്സിമേഷൻ ഒക്കെ ഉണ്ടാകും. ടാൻ I എന്ന് പറയുന്നത് ഈ ഒരു ട്രയാംഗിൾ എടുത്താൽ മതി. ഓപ്പോസിറ്റ് സൈഡിൽ വെച്ച് നമുക്കൊരു PQ എന്നൊക്കെ എടുക്കാം. സോ PQ ഡിവൈഡഡ് ബൈ ഓൾമോസ്റ്റ് PC എന്ന് പറയുന്നത്. അതേസമയം ടാൻ 2I ഈസ് ഈക്വൽ ടു PQ ബൈ PF. ഇനി ഈ പറയുന്ന പാരാക്സിയൽ റേസ് എന്നുള്ള വാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പാരാക്സിയൽ റേസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആംഗിൾ ഒക്കെ വളരെ ചെറുതാണ്. സോ I ഈസ് ഈക്വൽ ടു PQ ബൈ PC. ടാൻ I എന്നുള്ളത് നമ്മൾ I എന്നാക്കി. 2I ഈസ് ഈക്വൽ ടു PQ ബൈ PF. സോ 2 ഇൻറ്റു ഐൻ്റെ സ്ഥാനത്ത് PQ ബൈ PC കൊടുക്കുക. PC എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. ഈസ് ഈക്വൽ ടു PQ ബൈ PF എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ആണ്. സോ PQ അവിടെ ക്യാൻസൽ ആവും. F ഈക്വൽ ടു R/2. F ഈസ് ഈക്വൽ ടു R/2 അല്ലെങ്കിൽ R ഈസ് ഈക്വൽ ടു 2F. ഓക്കെ, സോ വൺസ് അഗെയിൻ ഏത് റേ ഡയഗ്രാം ആണ്, ഏതൊക്കെ റേസ് ആണ് ഉപയോഗിക്കേണ്ടത് കൃത്യമായി പ്ലാനോട് കൂടി വേണം നിങ്ങൾ എക്സാമിന് പോവാൻ. അടുത്തത്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റേ ഡയഗ്രാം, once again derivation ആണ്. Show the formation of image of a point object by refraction of light at a spherical surface separating two media of refractive indices n1 and n2. Spherical surface refraction derivation. Using the diagram derive the relation. Okay. Now once again derivation ആണ് ചോദിച്ചിട്ടുള്ളത്. എക്സ്ട്രാ പേജ് ഉണ്ടല്ലോ. Spherical surface, അതിൻ്റെ ഒരു ആക്സിസ്, ഇതൊരു സെൻറ്റർ. ഇത് നമുക്ക് വേണമെങ്കിൽ പോൾ പോലെ എടുക്കാം. ഇവിടെ മീഡിയം n1, ഇവിടെ മീഡിയം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 n2. കൃത്യമായിട്ട് മനസ്സിലാക്കുക, പ്ലാനോട് കൂടി വേണം പോവാൻ. നമ്മളൊരു ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഞാൻ വീണ്ടും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെറിവേഷനിൽ ഞാൻ യൂസ് ചെയ്ത് പോയിന്റ് ഒബ്ജക്റ്റ് അല്ല, സൈസുള്ള ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, വ്യത്യാസം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണേ. മിറർ ഇക്വേഷൻ 1/v + 1/u = 1/f എന്നുള്ള ഡെറിവേഷനിൽ നമ്മൾ യൂസ് ചെയ്തത് സൈസുള്ള ഇക്വേഷൻ ആണ്. അവിടെ പോയിന്റ് ഒബ്ജക്റ്റ് യൂസ് ചെയ്തുകൂടായിരുന്നോ? ഇൻ പ്രിൻസിപ്പിൾ യെസ്, പോയിന്റ് ഒബ്ജക്റ്റോ സൈസുള്ള ഒബ്ജക്റ്റോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇത് മര്യാദയ്ക്ക് പെട്ടെന്ന് ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ പ്ലാൻ ഉണ്ടാക്കണം. സോ മിറർ ഇക്വേഷനിൽ നിങ്ങൾ ഡെറിവേഷനിൽ പോയിന്റ് ഒബ്ജക്റ്റ് അല്ല, സൈസുള്ള ഒബ്ജക്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ ഈ കാണുന്ന ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു F ഈക്വൽ ടു R/2 ഡെറിവേഷനിൽ ഒബ്ജക്റ്റേ ഇല്ല, ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ഒരു റേ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുപോലെ ഞാൻ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന സ്ഫെറിക്കൽ സർഫസിന്റെ കേസിൽ അവിടെ ഇൻഫിനിറ്റിയിൽ വരുന്ന റേ അല്ല, സൈസുള്ള ഒബ്ജക്റ്റ് അല്ല, അവിടെ യൂസ് ചെയ്യുന്ന പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. സോ ഇത് ഒബ്ജക്റ്റ്, ഈ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ഒരു റേ ഈ സർഫസിൽ തട്ടുന്നു. ഇത് നോർമലാണ്. സർഫസിന്റെ നോർമൽ സെന്റർ കൂടെ പാസ് ചെയ്യും. ഈ കാണുന്നത് ഇവിടെ നിന്ന് റിഫ്രാക്റ്റ് ചെയ്തു പോകുന്നു. റിഫ്രാക്റ്റ് ചെയ്തു പോകുന്നത് പ്രിൻസിപ്പൽ ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ആണ് ഇമേജ്. എന്ന് വെച്ചാൽ ഇത് U, ഇത് V, ഇത് റേഡിയസ് ഓഫ് കർവേച്ചർ R. ഓക്കെ, ഇവിടെ റിഫ്രാക്ഷൻ നടക്കുന്നിടത്ത് 2 ആംഗിൾ നമ്മൾ മാർക്ക് ചെയ്യണം. ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I, ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R. ഇത് കൂടാതെ 3 ആംഗിളുകൾ നിങ്ങൾ മാർക്ക് ചെയ്യണം. ഏതൊക്കെയാ? 3 ആംഗിളുകൾ മാർക്ക് ചെയ്യണം. ഈ പോയിന്റിന് Q എന്നെടുത്തോളൂ. ഇത് ആൽഫ, ഇത് ബീറ്റ, ഇത് ഗാമ. ഈ ഗാമയും ആറും കൂടെ ഒന്ന് മാറിപ്പോരുത് കേട്ടോ. ഇവിടെ ആംഗിൾ ഗാമ. ഇതില് നമ്മുടെ ചെറിയ ക്ലാസ്സിൽ 9th സ്റ്റാൻഡേർഡിൽ അതിന്റെ മുന്നൊക്കെ നമ്മൾ പഠിക്കുന്ന റിസൾട്ട് ആണ് എക്സ്റ്റീരിയർ ആംഗിൾ ഇസ് ദ സം ഓഫ് ആർ ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത്. അതായത് മലയാളം മീഡിയംകാരെ 10ാം ക്ലാസ് വരെ പഠിച്ച ആൾക്കാരാണെങ്കിൽ ബാഹ്യകോൺ ആന്തര വിദൂര കോണുകളുടെ തുകയായിരിക്കും എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ച് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണേ. ഈ ട്രയാങ്കിൾ കണ്ടോ? ഈ ട്രയാങ്കിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ അല്ലേ ഈ പുറത്ത് കിടക്കുന്ന I എന്ന് പറയുന്നത്? ഇന്റീരിയർ ആംഗിൾസ് ഈ പറയുന്ന ആൽഫയും ബീറ്റയും അല്ലേ? അപ്പോൾ അവിടെ നമുക്കൊരു റിലേഷൻ കിട്ടും. I is equal to alpha plus beta. അതുപോലെ ഈ ആംഗിൾ നല്ലപോലെ ശ്രദ്ധിക്കണേ. ഈ കാണുന്ന ട്രയാങ്കിൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ബീറ്റയാണ്,
ഈ കാണുന്ന ബീറ്റയാണ് എക്സ്റ്റീരിയർ ആംഗിൾ. അതിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ ഇവിടുത്തെ ആംഗിൾ ആറാണ്, അതുപോലെ തന്നെ ഇവിടുത്തെ ആംഗിൾ ഗാമയാണ്. ഓക്കെ, സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? ബീറ്റ ഈസ് ഈക്വൽ ടു ആർ പ്ലസ് ഗാമ, ഓർ നമുക്ക് വേണ്ടത് ബീറ്റ അല്ല, ആർ ഈസ് ഈക്വൽ ടു ബീറ്റ മൈനസ് ഗാമ. അപ്പോൾ ഒന്നും കൂടെ, ഐ ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ, ആർ ഈസ് ഈക്വൽ ടു ബീറ്റ മൈനസ് ഗാമ. ഇനി അടുത്ത നമ്മൾ ചെയ്യുന്ന പരിപാടി ശ്രദ്ധിച്ചോണേ. ടാൻ ആൽഫ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് പി ക്യു. ഇതൊക്കെ ട്രയാങ്കിൾ ആണ്, ഇതൊക്കെ ട്രയാങ്കിൾ ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, ഈ കാണുന്ന സാധനങ്ങളൊക്കെ ട്രയാങ്കിൾ ആയിട്ട് പരിഗണിച്ചാൽ മതി. റൈറ്റ് ട്രയാങ്കിൾസ്, ഓപ്പോസിറ്റ് സൈഡ് പി ക്യു ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു. നൗ ഈ കാണുന്നതിൽ തന്നെ ടാൻ ആൽഫ എന്നുള്ളത്, ടാൻ ആൽഫ ചെറിയ പാരാക്സിയൽ റേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, ആൽഫ ചെറുതാണെങ്കിൽ ടാൻ ആൽഫ നമുക്ക് വെറും ആൽഫ എന്ന് വിളിക്കാം. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു പി ക്യു ബൈ യു. അതേപോലെ ബീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് നോക്കണേ, പി ക്യു ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ ആർ. ഗാമ ഈസ് ഈക്വൽ ടു വൺസ് അഗൈൻ പി ക്യു ഡിവൈഡഡ് ബൈ ഇമേജ് ഡിസ്റ്റൻസ് വി. അപ്പോൾ അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഐ ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ പി ക്യു ബൈ ആൽഫ പ്ലസ് ബീറ്റ പി ക്യു ബൈ യു പ്ലസ് പി ക്യു ബൈ ആർ. ആർ ഈസ് ഈക്വൽ ടു ബീറ്റ മൈനസ് ഗാമ, ദാറ്റ് മീൻസ് പി ക്യു ബൈ ആർ മൈനസ് പി ക്യു ബൈ വി. ഇനി നമ്മൾ ഐയും ആറും ഇൻസിഡന്റ് ആംഗിളും റിഫ്രാക്റ്റഡ് ആംഗിളും ആണ്. സ്നെൽസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ n1 സൈൻ ഐ ഈസ് ഈക്വൽ ടു n2 സൈൻ ആർ. വൺസ് അഗെയിൻ അവിടെ എന്ത് വേണ്ട? സൈൻ ഒന്നും വേണ്ട, n2 ഐ, സൈനും ടാനൊക്കെ കാണാണ്ട് ഒഴിവാക്കുക. n1 ഐ ഈസ് ഈക്വൽ ടു n2 ആർ. അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ n1 ഇൻറ്റു വാട്ട് ഈസ് ഐ പി ക്യു ബൈ യു പ്ലസ് പി ക്യു ബൈ ആർ ഈസ് ഈക്വൽ ടു n2 ഇൻറ്റു ആർ എന്ന് പറയുന്നത് പി ക്യു ബൈ ക്യാപിറ്റൽ ആർ മൈനസ് പി ക്യു ബൈ വി. സോ ഇതിലെല്ലാത്തിലും പി ക്യു അങ്ങ് ക്യാൻസൽ ആവും. ഓക്കെ, സോ n1 ബൈ യു പ്ലസ് n1 ബൈ ആർ ഈസ് ഈക്വൽ ടു n2 ബൈ ആർ മൈനസ് n2 ബൈ വി. ആ വീൻ്റെ ടേം ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ n2 ബൈ വി പ്ലസ് n1 ബൈ യു ഈസ് ഈക്വൽ ടു n2 മൈനസ് n1 ബൈ ആർ. ഇതിൽ തന്നെ സൈൻ കൺവെൻഷനും കൂടെ കൊടുത്താൽ വി പോസിറ്റീവ് ആണ്, യു നെഗറ്റീവ് ആണ്, ആർ പോസിറ്റീവ് ആണ്. അതാണ് നിങ്ങൾ ഫൈനലി കാണുന്ന റിലേഷൻ n2 ബൈ വി മൈനസ് n1 ബൈ യു ഈസ് ഈക്വൽ ടു n2 മൈനസ് n1 ബൈ ആർ. സോ ഡെറിവേഷൻസിലെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്, നിങ്ങൾ നിർബന്ധമായിട്ടും, നിങ്ങളിപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും സ്റ്റുഡൻസ് ബൈഹാർട്ട് ചെയ്തിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് ഈ കാണുന്ന മൂന്നെണ്ണം, ആൽഫ ബീറ്റ ഗാമ എന്താണെന്നുള്ളത്, പിന്നെ ഐയും ഈ സാധനവും ഇതും, ഐയും ആറും ഇൻ ടേംസ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ. ഓക്കെ, ഐ ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ, ആർ ഈസ് ഈക്വൽ ടു ബീറ്റ മൈനസ് ഗാമ. പിന്നുള്ളത് n1 സൈൻ ഐ ഈസ് ഈക്വൽ ടു n2 സൈൻ ആർ. എന്താ? n1 ഐ ഈസ് ഈക്വൽ ടു n2 ആർ. അത് അതിലേക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റെപ്പായിട്ട് ഈ സാധനം കിട്ടും. ഓക്കെ, സോ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ റിസൾട്ടിൽ ഉണ്ടായിരിക്കണം. ഡെറിവേഷൻസിൽ ഈ വക സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, നൗ അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ഈ ഒരു ഡെറിവേഷൻ പല വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ റൈപ്റ്റിക്സിൽ ഒരുപാട് ഡെറിവേഷൻസ് ചോദിക്കാറുണ്ട്. ഈ ഒരു ഡെറിവേഷൻ പല വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് നെസസറി കണ്ടീഷൻസ് ഫോർ ദ ഫിനോമിന ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ടു ഒക്കർ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന് വേണ്ട കണ്ടീഷൻസ് ആദ്യം മനസ്സിലാക്കുക. ഡെൻസർ ടു റെയറർ ആൻഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഹാസ് ടു ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ഈ ക്രിട്ടിക്കൽ ആംഗിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈൻ ഐ സി ഈസ് ഈക്വൽ ടു 1/n എന്നൊക്കെ വേണമെങ്കിൽ പറയാം. or IC critical angle is equal to sin inverse 1/n. ഇതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ്റെ കണ്ടീഷൻ. അടുത്തത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഭാഗമാണ്. അതിൽ നിന്ന് ഈ മിറാഷ് പോലത്തെ ടോപ്പിക്കുകളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒപ്റ്റിക് ഫൈബർ അവിടെ തന്നെയുണ്ട്. സോ അത് എല്ലാ ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് കാണാം. ദ ഫിഗർ ബിലോ ഷോസ് ദ ട്രാൻസ്മിഷൻ ഓഫ് ലൈറ്റ് സിഗ്നൽസ് ത്രൂ ആൻ ഒപ്റ്റിക് ഫൈബർ. ഒപ്റ്റിക്കൽ ഫൈബർ, ഫോഴ്സ് എന്നല്ല ഫൈബർ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ കോർ ഈസ് n1. ഉള്ളിൽ n1 ആണ്. ക്ലാഡിങ് അതിൻ്റെ ഇന്നർ പീസ് n1 ഉം. അപ്പോൾ എന്ത് മനസ്സിലാക്കുക? ഡെൻസർ എന്ന് പറയുന്നത് കോർ ആയിരിക്കും. സോ n1 ഗ്രേറ്റർ ദാൻ n2. നെയിം ദ ഒപ്റ്റിക്കൽ ഫിനോമിനൻ ഹാപ്പനിങ് അറ്റ് ദ പോയിന്റ് എ. ഈ പോയിന്റിൽ എന്താണ് സംഭവിച്ചത്? ഇറ്റ്സ് കോൾഡ് TIR, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. റൈറ്റ് ദ നെസസറി കണ്ടീഷൻ ഫോർ ദിസ് ടു ഹാപ്പൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡെൻസർ ടു റെയറർ ആയിരിക്കണം. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതൽ വലിയ കൂടിയ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയിരിക്കണം. ഓക്കെ, റൈറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്രിട്ടിക്കൽ ആംഗിൾ ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡിസസ്. ഓക്കെ,
the material of the core and cladding of the optical fiber. So critical angle IC എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ സൈൻ ഐ സി ഇസിക്കൽ ഇപ്പോൾ ഈ 1/n എന്ന് പറയുമ്പോൾ ഏതാ n1 ഏതാ n2 n എന്ന് പറഞ്ഞാൽ ഏതാ n21 ആണോ n12 ആണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒറ്റ കാര്യം ആലോചിക്കുക, സൈൻ ഓഫ് ആൻ ആംഗിൾ, ഒരു ആംഗിളിന്റെ സൈൻ എന്ന് പറയുന്ന ആ നമ്പർ ദിസ് വിൽ ബി എ നമ്പർ ലെസ് ദാൻ 1. ഈ കിടക്കുന്ന ആൻസർ സൈൻ ഐസിന്റെ അപ്പുറത്തിരിക്കുന്ന ആൻസർ 1-നേക്കാളും ചെറിയ നമ്പർ ആയിരിക്കണം. 1-നേക്കാളും ചെറിയ നമ്പർ ആയിരിക്കണമെങ്കിൽ ന്യൂമറേറ്ററിൽ അത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ റേഷ്യോ ആണ്. അപ്പോൾ ന്യൂമറേറ്ററിൽ ചെറുതും ഡിനോമിനേറ്ററിൽ വലുതുമാണ് വേണ്ടത്. സോ ന്യൂമറേറ്ററിൽ n2, ഡിനോമിനേറ്ററിൽ n1. ഈ സാധനത്തിന് നിങ്ങൾക്ക് n21 എന്ന് എഴുതാം, അല്ലെങ്കിൽ 1/n12 എന്നൊക്കെ എഴുതാം. ഓക്കെ, എൻ്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. സൈൻ ഐ സി ഈസ് ഈക്വൽ ടു ചെറിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ വലിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. കാരണം ആ നമ്പർ ലെസ് ദാൻ 1 ആയിരിക്കണം. ഒരു ആംഗിളിന്റെ സൈൻ എടുത്തു കഴിഞ്ഞാൽ നമ്പർ ഗ്രേറ്റർ ദാൻ 1 വരില്ല. സൈനിന്റെ മാക്സിമം 1ഉം മിനിമം -1 ആണ്, അതിന്റെ ഇടയിലേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ അത് കോറും ക്ലാഡിങ്ങും പോയിട്ട് n1 n2 തിരിച്ചിട്ട് തന്നു കഴിഞ്ഞാൽ അപ്പോൾ തിരിച്ചു കൊടുക്കണം. ഓക്കെ, അല്ലാതെ ഇങ്ങനെ ഒരു റിജിഡ് ആയിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റും പറ്റാത്ത ഇക്വേഷൻസ് അല്ല ഇത്. ഓക്കെ, ഇതാണ് ആ കണ്ടീഷൻ. ഓക്കെ, അടുത്തത് വീണ്ടും ഒപ്റ്റിക് ഫൈബർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫിഗർ ഷോസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് ത്രൂ ആൻ ഒപ്റ്റിക്കൽ ഫൈബർ. And the principle guiding the passing of light through the optic fiber, total internal reflection. Right, the necessary condition for the above principle, angle of incidence has to be greater than critical angle. ആ critical angle എന്താണ്? Sin IC is equal to കോറും ക്ലാഡിങ്ങും തന്നിട്ടുണ്ട്. Sin IC is equal to n2/n1. ചെറിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ വലിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഈ കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്ന രീതിയിലായിരിക്കണം ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ നടക്കുന്നത്. ഓക്കെ, moving on to next one. Total internal reflection may be observed if light rays traveling from denser medium to rarer medium. That seems the right answer. മറ്റേ നോക്കട്ടെ കേട്ടോ. Light rays traveling from rarer to denser. Rarer to denser ഒരിക്കലും total internal reflection സംഭവിക്കില്ല. Light rays traveling from any medium to any other medium അതും പറ്റില്ല. അപ്പോൾ പിന്നെ ആൻസർ ചെയ്ത് തന്നെ ഓപ്ഷൻ എ. സോ രണ്ട് കണ്ടീഷൻസ്, denser to rarer and the angle of incidence is greater than critical angle. അടുത്ത്, optical fibers make use of the phenomenon of refraction, total internal reflection, interference, diffraction. The right answer is option B, total internal reflection. Okay, define power of a lens, write its SI unit. ലെൻസിന്റെ പവറിന്റെ ഡെഫിനിഷൻ NCERT-യിൽ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത്തിന്റെ റെസിപ്രോക്കൽ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ പിന്നെ കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടാൻജന്റ് ഓഫ് ഡീവിയേഷൻ produced in a ray which is incident at a unit distance from the principal axis എന്നൊക്കെ പറയുന്ന ഒരു ഡെഫിനിഷൻ NCERT-യിൽ ഉണ്ട്. ഒന്നും കൂടെ, ടാൻജന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാൻ തീറ്റ നമ്മൾ പറയുന്ന ആ സാധനം, അല്ലാതെ സർക്കിളിന്റെ ടാൻജന്റ് ഉദ്ദേശത്തിലല്ല. ടാൻജന്റ് ഓഫ് ദ ഡീവിയേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ എ റേ വിച്ച് ഈസ് ഇൻസിഡന്റ് അറ്റ് എ യൂണിറ്റ് ഡിസ്റ്റൻസ് ഫ്രം പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് ഒരു യൂണിറ്റ് ഡിസ്റ്റൻസ് മുകളിലായിട്ട് വരുന്ന റേ, അതിന്റെ ഡീവിയേഷൻ നേരെ പോകുന്നതിന് വരെ അത് ഇങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്യും. ഈ കാണുന്ന ഡീവിയേഷന്റെ ടാൻജന്റ് അത് ഡെൽറ്റ ആണെങ്കിൽ ഈ കാണുന്നത് ഡെൽറ്റ ആണ്. ആ ഡെൽറ്റന്റെ ടാൻ എന്ന് പറഞ്ഞാൽ ടാൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് 1 അഡ്ജസൻറ്റ് സൈഡ്, കാരണം പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വന്നാൽ ഫോക്കൽ ലെങ്ത് കൂടെ പോവാം. അപ്പോൾ ഇങ്ങനെ ഒരു ഡെഫിനേഷൻ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇറ്റ്സ് റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് എന്നും കൊടുക്കാം, അതിനും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയും ഡിഫൈൻ ചെയ്യാറുണ്ട്, വേറെ ബുക്സിലൊക്കെ അങ്ങനെ കാണാറുണ്ട്. സോ അതിന്റെ SI യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ്, പവറിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്, പവർ ഏത് വർക്ക് എനർജി പവറിന്റെ പവർ അല്ല, ഈ പറഞ്ഞ പവർ ലെൻസിന്റെ പവർ എന്ന് പറയുന്ന സാധനം 1/, ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ ആണ് വരിക. സോ മീറ്റർ റേസ് ടു -1, ഇതിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പ്രത്യേക പേരാണ് ഡയോപ്റ്റർ. ക്യാപിറ്റൽ D എന്നാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്, ഡയോപ്റ്റർ. സോ അതാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. SI യൂണിറ്റ് മീറ്റർ റേസ് ടു -1 അല്ല, ഡയോപ്റ്റർ ആണ് ഉദ്ദേശിക്കുന്നത്. ഡിറൈവ് ദ ലെൻസ് മേക്കേഴ്സ് ഫോർമുല നമുക്ക് ഡിറൈവ് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലുണ്ട്. കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് F is placed in a medium of refractive index equal to that of the lens. What happens to its focal length? അത് നമുക്ക് ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിൽ നിന്ന് കാണാം. അപ്പോൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയുടെ ഡെറിവേഷൻ, ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിൽ വൺസ് അഗൈൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മിറർ ഫോർമുല ഡിറൈവ് ചെയ്യാനാണെങ്കിൽ സൈസുള്ള ഒബ്ജക്റ്റ് യൂസ് ചെയ്യാം. F = R/2 എന്ന് പറയുന്ന മിററിന്റെ ഫോക്കൽ ലെങ്ത് റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ഹാഫ് ആണെന്നുള്ള പ്രൂഫ് ആണെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിന് പാരലായി വരുന്ന ഇൻഫിനിറ്റി എന്ന് വരുന്ന റേ യൂസ് ചെയ്യാം. ഇനി സ്ഫെറിക്കൽ സർഫസിൽ റിഫ്രാക്ഷന്റെ കേസിലാണെങ്കിൽ പോയിന്റ് ഒബ്ജക്റ്റ് യൂസ് ചെയ്യുക. ഈ പറയുന്ന ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിലും ഞാൻ പറയുന്നത് പോയിന്റ് ഒബ്ജക്റ്റ് യൂസ് ചെയ്യുക. ഇത് ഒബ്ജക്റ്റ്, ഇവിടെ നിന്നൊരു റേ വരുന്നു, അത് ഫസ്റ്റ് സർഫസിൽ തട്ടുന്നു. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 N2 വീണ്ടും N1.
അത് അവിടെ നിന്ന് റിഫ്രാക്റ്റ് ചെയ്യുന്നു. അത് റിഫ്രാക്റ്റ് ചെയ്ത് പോയി മീറ്റ് ചെയ്യേണ്ട പോയിന്റ് നിങ്ങൾ മാർക്ക് ചെയ്യണം. ഈ പോയിന്റ് അതാണ് ഇൻ്റർമീഡിയറ്റ്. അത് അങ്ങോട്ട് പോകുന്നില്ല, പകരം ഇവിടെ വെച്ച് വീണ്ടും റിഫ്രാക്റ്റ് ചെയ്യുന്നു. അതൊക്കെയല്ല, കുറച്ചും കൂടി ഇങ്ങോട്ട് വരയ്ക്കാം. വീണ്ടും റിഫ്രാക്റ്റ് ചെയ്യുന്നു. ഇതാണ് ഇമേജ്. എന്ന് വെച്ചാൽ ആക്ച്വൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും ഈ കിടക്കുന്നതാണ്. ഈ കാണുന്ന ഇൻ്റർമീഡിയറ്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ നിങ്ങൾ V1 എന്ന് മാർക്ക് ചെയ്തോ. നൗ ഫസ്റ്റ് സർഫസിലെ റിഫ്രാക്ഷൻ. ഫസ്റ്റ് സർഫസിൽ ഇതിൻ്റെ റേഡിയസ് കർവേച്ചർ R1, ഇതിൻ്റെ റേഡിയസ് കർവേച്ചർ R2. രണ്ട് സർഫസുകളാണ്, വെവ്വേറെ റേഡിയസ് കർവേച്ചറുള്ള. സോ ഫസ്റ്റ് സർഫസ്, അപ്പോൾ ആദ്യം നിങ്ങൾ എഴുതി വെക്കേണ്ടത് N2/V മൈനസ് N1/U ഈസ് ഈക്വൽ ടു N2 മൈനസ് N1/R എന്ന് പറയുന്ന സ്ഫെറിക്കൽ സർഫസിൽ റിഫ്രാക്ഷൻ്റെ ഫോമുലയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോണത്. അപ്പോൾ ആദ്യത്തെ സർഫസിൽ N2/V1, ഫസ്റ്റ് റിഫ്രാക്ഷൻ നടക്കുന്നിടത്ത് ഇമേജ് ഫസ്റ്റ് റിഫ്രാക്ഷൻ കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോകേണ്ടതാണ്. അതിൻ്റെ ഇടയിൽ വീണ്ടും രണ്ടാമത്തെ റിഫ്രാക്ഷൻ നടന്നു എന്നുള്ളതൊക്കെ ശരി തന്നെ, പക്ഷെ നേരെ അങ്ങോട്ട് പോകേണ്ടതാണ്. സോ N2/V1 മൈനസ് പ്ലസ് ആവും N1/U ഈസ് ഈക്വൽ ടു N2 മൈനസ് N1/R1. R1 പ്ലസ് ആണ് കേട്ടോ, റേഡിയസ് കർവേച്ചർ റൈറ്റിക്കാണ് വരിക. R2 മൈനസും ആണ്. ഇനി രണ്ടാമത്തെ സർഫസിൽ വരുമ്പോൾ രണ്ടാമത്തെ സർഫസിലെ ഇമേജ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലാണ്. സോ N1/V മൈനസ് അങ്ങനെ തന്നെ വരും N2/V1. കാരണം രണ്ടാമത്തെ സർഫസിൻ്റെ അപ്പുറം നോക്കടാ, രണ്ടാമത്തെ സർഫസിൻ്റെ റൈറ്റ് സൈഡ് N1 ഉം ലെഫ്റ്റ് സൈഡ് N2 ആണ്. ഓക്കെ, സോ N2/V1, V1 പോസിറ്റീവ് ആണ്, അതുകൊണ്ട് മൈനസ് അങ്ങനെ തന്നെ നിൽക്കും. ഈസ് ഈക്വൽ ടു N1 മൈനസ് N2 ഡിവൈഡഡ് ബൈ മൈനസ് R2. നൗ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടും കൂടെ അങ്ങ് ആഡ് ചെയ്യുക. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യം ഈ ഇൻ്റർമീഡിയറ്റ് കിടക്കുന്ന സാധനം അങ്ങ് പോയി കിട്ടണം. സോ രണ്ടും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ N1/V പ്ലസ് N1/U അപ്പുറത്തെ സൈഡിൽ ഈ കാണുന്ന മൈനസ് R2 ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഓർഡർ തിരിഞ്ഞു തന്നെ വരും. സോ N2 മൈനസ് N1/R1 പ്ലസ് N2 മൈനസ് N1/R2. ഇതിൽ നമുക്ക് N1 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ N1 ഇൻറ്റു 1/V പ്ലസ് 1/U ഈസ് ഈക്വൽ ടു N2 മൈനസ് N1 ഇവിടെ കോമൺ എടുത്താൽ 1/R1 മൈനസ് 1/R2. ഈ N1 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ 1/V പ്ലസ് 1/U ഈസ് ഈക്വൽ ടു N2 മൈനസ് N1നെ N2/N1 N21 ആവും മൈനസ് 1 ഇൻറ്റു 1/R1 മൈനസ് 1/R2. ഓക്കെ, ഈ രീതിയിലാണ് റിലേഷൻ ഉണ്ടാവുക. കഴിഞ്ഞില്ല, ലെൻസ് മേക്കേഴ്സ് ഫോർമുല റൈറ്റ് ചെയ്യാനും ഡിറൈവ് ചെയ്യാനും തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ അടുത്ത ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ട് ഞാനത് എഴുതുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിലേഷൻ 1/V പ്ലസ് 1/U ഈസ് ഈക്വൽ ടു N21 മൈനസ് 1 ഇൻറ്റു 1/R1 മൈനസ് 1/R2. 1/R1 മൈനസ് 1/R2 അല്ല, ഇവിടെ ആക്ച്വലി പ്ലസ് ആണ് വരിക, ഇവിടെ പ്ലസ്. ഓക്കെ, ഇനി നിങ്ങൾ സൈൻ കൺവെൻഷൻ ഒന്നും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ V പോസിറ്റീവ് U നെഗറ്റീവ്, R1 പോസിറ്റീവ് R2 നെഗറ്റീവ്. അപ്പോൾ ദാ ലെൻസ് മേക്കേഴ്സ് ഫോർമുല അല്ല, അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ കൊടുക്കാം. U ഇൻഫിനിറ്റി ആകുമ്പോൾ V ഫോക്കസ് ആവും. അതായത് ഇൻഫിനിറ്റിയിലുള്ള ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്ന പോയിന്റ് ആണ് ഫോക്കസ്. അത് കൊടുത്തു കഴിഞ്ഞാൽ യു ഗെറ്റ് 1/F ഈസ് ഈക്വൽ ടു N21 മൈനസ് 1 ഇൻറ്റു 1/R1 മൈനസ് 1/R2. ഇതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഈ കാണുന്ന സംഭവം നേരെ തിരിച്ച് ഇതിലേക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ യു ഗെറ്റ് 1/V മൈനസ് 1/U ഈസ് ഈക്വൽ ടു 1/F. കാരണം അപ്പുറം റൈറ്റ് സൈഡ് കിടക്കുന്ന സാധനമാണല്ലോ 1/F എന്ന് കിട്ടിയത്. ഇതാണ് ലെൻസ് ഇക്വേഷൻ, ലെൻസ് ഫോർമുല, ലെൻസ് ഇക്വേഷൻ. ഇത് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഓക്കെ, സോ ഡെറിവേഷൻ്റെ സ്റ്റെപ്സിൽ ഈ കാണുന്ന ഫോർമുല നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഈ രണ്ട് സാധനങ്ങൾ വേണം, അതിനുശേഷം രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. ശേഷം നിങ്ങൾ സൈൻ കൺവെൻഷൻ, ഞങ്ങൾ പറയുന്നത് ബോർഡ് എക്സാമിന് വാല്യുവേഷൻ്റെ സമയത്ത് സൈനൊക്കെ കറക്റ്റ് ആണോ, അതിൻ്റെ ഇടയിലുള്ള സ്റ്റെപ്പുകളിലൊക്കെ സൈൻ അങ്ങോട്ട് മാറിയോ ഇങ്ങോട്ട് മാറിയോ എന്നൊന്നും സൂക്ഷ്മ പരിശോധന ഒന്നും ആരും നടത്തൂല. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും പെർഫെക്റ്റ് ആയിരിക്കണം, അതിൻ്റെ ഇടയിൽ വേണ്ട സ്റ്റെപ്പുകളും ഉണ്ടായിരിക്കണം. സോ ഇൻ കേസ് നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റെക്ക് ആവുകയാണെങ്കിൽ, ഏതെങ്കിലും സൈനുകൾ അങ്ങോട്ടൊക്കെ മാറിപ്പോയി സ്റ്റെക്ക് ആവുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ഓക്കെ ആയിരിക്കണം. ഫൈനൽ ആൻസർ എന്ത് കിട്ടണം എന്ന് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യം ഉണ്ടാവണം. ഈ സാധനമാണ് കിട്ടേണ്ടത് കേട്ടോ. ഇതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല, ഇത് കിട്ടണം, അത് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. സോ അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഡെറിവേഷനിൽ ചെയ്യാനുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. അടുത്തത്, അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത ഡെറിവേഷൻസ് മിറർ ഫോർമുല ചെയ്തു, മിററിൻ്റെ ഫോക്കൽ ലെങ്ത് F = R/2 ചെയ്തു, സ്പെറിക്കൽ സർഫസിൽ റിഫ്രാക്ഷൻ്റെ ഫോർമുല ഡിറൈവ് ചെയ്തു, അതുപോലെ
ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്തു, ലെൻസ് ഫോർമുല ഡിറൈവ് ചെയ്തു. കോൺകേവ് ലെൻസ് ഈസ് ഓൾവേസ് പ്രൊഡ്യൂസസ്, കോൺകേവ് ലെൻസ് ആണെങ്കിൽ റിയൽ ഒബ്ജക്റ്റിന് കോൺകേവ് ലെൻസ് ഓൾവേസ് പ്രൊഡ്യൂസസ് വെർച്വൽ ഇമേജസ്. 1 diopter is the power of a lens of focal length. സോ പവർ എന്ന് പറഞ്ഞാൽ 1/f അല്ലേ. സോ 1 diopter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/f is equal to 1. ദാറ്റ് മീൻസ് f is equal to 1. അത് യൂണിറ്റ് മീറ്റർ ആണ് കേട്ടോ, ഒരു സെന്റിമീറ്റർ അല്ല. ഇതാണ്ടാ, അതല്ല, ഒരു മീറ്റർ ആണ്. ഓക്കെ, moving on to the next one. A magician during a show makes a glass lens with the n equal to refractive index equal 1.47 disappear in a trough of liquid. What is the refractive index of the liquid? Now ഈ കാണുന്ന സംഭവം ഇവിടുന്ന് വരുന്നതാണ്, n21 minus 1 into 1/r1 minus 1/r2. ഈ n21 എന്ന് പറയുന്നത് ആക്ച്വലി n2/n1 ആണ്. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ ലെൻസ് ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സറൗണ്ടിങ് മീഡിയം. Now ഈ കാണുന്നതിൽ ഇത് രണ്ടും ഈക്വൽ ആയാൽ, ഇഫ് n1 equal to n2, that means ഈ പറയുന്ന 1/f becomes 0, that means f is infinity. അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു മിറർ അവിടെ ലെൻസ് അവിടെ ഉള്ളതുപോലെ നമുക്ക് തോന്നുകയേ ഇല്ല. അപ്പോൾ ഇതെങ്ങനെ ഡിസപ്പിയർ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ലിക്വിഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ അത് ഡിസപ്പിയർ ആയെങ്കിൽ അതിൻ്റെ അർത്ഥം n1ഉം n2ഉം ഈക്വൽ ആയി. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ലിക്വിഡ് എന്ന് പറയുന്നതും എന്തായിരിക്കണം, ഈ ലെൻസിൻ്റെ അതേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.47 ആയിരിക്കണം. Could that liquid be water? No, വാട്ടർ ആവാൻ പറ്റില്ല. കാരണം വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1.33 ആണ്. സോ വാട്ടർ അല്ല, വേറെ ഏതോ ലിക്വിഡ് ആണ്. സോ അതുകൊണ്ടാണ് അത് ഡിസപ്പിയർ ആയത്. ഓക്കെ, NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള സോൾവ്ഡ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് എടുത്ത് ചോദിച്ചിരിക്കുകയാണ്. അടുത്ത്, 2 thin convex lenses of focal lengths f1 and f2 are placed in contact. If the object is at the principal axis, draw ray diagram of the image formation by the combination of the lenses. ഇമേജ് ഫോർമേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. വൺസ് അഗെയിൻ ഇവിടെയും സൈസുള്ള ഒബ്ജക്റ്റ് യൂസ് ചെയ്യരുത്, പകരം ഒബ്ജക്റ്റ് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തു, അതിങ്ങനെ വരുന്നു, ഫസ്റ്റ് സർഫസിൽ വെച്ച് റിഫ്രാക്റ്റ് ചെയ്യുന്നു, റിഫ്രാക്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകാനുള്ളതാണ്. പക്ഷേ രണ്ടാമത്തെ മിററിൽ തട്ടുമ്പോൾ ലെൻസ് തട്ടുമ്പോൾ അത് വീണ്ടും റിഫ്രാക്റ്റ് ചെയ്യുന്നു, ഇങ്ങോട്ട് പോകുന്നു. ഇതാണ് ഇമേജ് ഫോർമേഷൻ. ഒബ്ജക്റ്റ്, ഇത് ഇമേജ് എന്ന് വെച്ചാൽ ഈ കാണുന്ന ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് u, ഈ കാണുന്ന ഇമേജ് ഡിസ്റ്റൻസ് v. ഓക്കെ, ഇത് അതിൻ്റെ ഒരു ഇന്റർമീഡിയറ്റ് സംഭവിച്ചാണ്, ഇറ്റ്സ് v1. ഒബ്റ്റെയിൻ ജനറൽ എക്സ്പ്രഷൻ ഫോർ ദ എഫക്റ്റീവ് ലെങ്ത് ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോമ്പിനേഷൻ. അവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് വൺസ് അഗെയിൻ ഫസ്റ്റത്തെ കേസിൽ 1/v1 മൈനസ് 1/u ഈസ് ഈക്വൽ ടു 1/f1. അതായത് ഒന്നാമത്തെ ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഇമേജ് v1ലാണ്. രണ്ടാമത്തെ കേസിൽ 1/v മൈനസ് 1/v1, രണ്ടാമത്തെ ലെൻസിന്റെ ഒബ്ജക്റ്റ് ആണ് ഈ പറയുന്ന ഇന്റർമീഡിയറ്റ് ഇമേജ് എന്ന് പറയുന്നത്, ഈസ് ഈക്വൽ ടു 1/f2. രണ്ടും കൂടെ ആഡ് ചെയ്യുക, 1/v മൈനസ് 1/u ഈസ് ഈക്വൽ ടു 1/f1 പ്ലസ് 1/f2. ഈ കാണുന്ന രണ്ടെണ്ണം കൊണ്ട് കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് 1/f ഈസ് ഈക്വൽ ടു 1/f1 പ്ലസ് 1/f2. ഇതാണ് സംഭവം. കഴിഞ്ഞു. 4 സ്റ്റെപ്പ്. ഓക്കെ, ഇതാണ് ആ ഡെറിവേഷനിലുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള 4 സ്റ്റെപ്പുകളേ ഉള്ളൂ. 1/v1 മൈനസ് 1/u ഈസ് ഈക്വൽ ടു 1/f1. രണ്ടാമത്തേൽ 1/v മൈനസ് 1/v1 ഈസ് ഈക്വൽ ടു 1/f2. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ആ 1/v1 അങ്ങ് ക്യാൻസൽ ആകും. 1/v മൈനസ് 1/u ഈസ് ഈക്വൽ ടു 1/f1 പ്ലസ് 1/f2. ആ 1/v മൈനസ് 1/uനാണ് നമുക്ക് എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ആയുള്ള 1/f എന്ന് കൊടുക്കാൻ പറ്റുക. ഓക്കെ, സോ ദാറ്റ്സ് ദ ഡെറിവേഷൻ. അടുത്തത്, draw a diagram showing ray of light passing through a triangular glass prism. Derive an expression for the refractive index of the material of the prism. Prism derivation. ഫിഗർ എങ്ങനെ ഉണ്ടാവും? ലൈറ്റ് വരുന്നു, നേരെ പോകുന്നൊരു ആ റേ അങ്ങ് നീട്ടി വരയ്ക്കുക. ഇവിടെ നിന്ന് അത് ബെൻഡ് ആകുന്നു, അതും ഒന്ന് നീട്ടി വരച്ചോ എന്ന് വെച്ച് വീണ്ടും റിഫ്രാക്റ്റ് ചെയ്യുന്നു. ഇനി വേണ്ടത് നോർമലാണ്. രണ്ട് നോർമലുകൾ വരച്ചോളുക. ഓക്കെ, ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I, ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഫസ്റ്റത്തെ R1, രണ്ടാമത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ R2 എന്ന് പേര് കൊടുക്കുന്നു. ഈ കാണുന്നത് നോർമലും എമർജന്റ് റേയും തമ്മിലുള്ള ആംഗിൾ. ഓക്കെ, നൗ ഈ കാണുന്ന എമർജന്റ് റേ പുറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്കെയിൽ വെച്ച് വരയ്ക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. എമർജന്റ് റേ പുറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇൻസിഡന്റും എമർജന്റും തമ്മിലുള്ള ആംഗിൾ, അതാണ് ഡീവിയേഷൻ. ഡ്രോ എ ഡയഗ്രാം ഷോയിങ് റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ എ ട്രയാങ്കുലർ പ്രിസം. ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ പ്രിസം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനാണ് നമുക്ക് n. നൗ അത് അടുത്ത ക്വസ്റ്റ്യനും അത് തന്നെയാണ്. റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ എ പ്രിസം. ദ റിഫ്രാക്റ്റഡ് റേ QR ഈസ് പാരലൽ ടു ദ ബേസ് BC as shown in the figure. ഓക്കെ, നമുക്കൊരു ഡെറിവേഷൻ തന്നെ ചെയ്യാം.
അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ കാണുന്ന ട്രയാങ്കിളിൽ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ഡീവിയേഷൻ. എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ഡീവിയേഷൻ. ഈ കാണുന്ന രണ്ടെണ്ണം, ഇത് I മൈനസ് R1ഉം ഇത് E മൈനസ് R2 ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു I minus R1 plus E minus R2, or deviation is equal to I plus E minus R1 plus R2. മറ്റു ചില സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് ഈ കാണുന്ന ആംഗിൾ ഓഫ് പ്രിസവും ഈ R1 plus R2ഉം ഈക്വൽ ആണെന്ന് കിട്ടും. R1 plus R2 is equal to A. So deviation is equal to I plus E minus A. Okay. Now അതിനുശേഷം ചെയ്യേണ്ടത് ഒരു ഗ്രാഫ്, ഡീവിയേഷൻ വേഴ്സസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രാഫ് വരച്ചാൽ അത് അങ്ങനെ ഒരു ഗ്രാഫാണ് ഉണ്ടാവുക. Now അതിൽ മിനിമം ഡീവിയേഷൻ വരുന്ന പൊസിഷനാണത്. ഈ പൊസിഷനിൽ നമുക്ക് ഡി മിനിമം എന്ന് കൊടുക്കാം. അവിടെ ഐയും ഇയും ഈക്വൽ ആയിരിക്കും. സോ അറ്റ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു മിനിമം ഡീവിയേഷൻ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി? ഡെൽറ്റ ഡീവിയേഷൻ I പ്ലസ് ഇ മൈനസ് എ എന്നുള്ളത് മിനിമം ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു, അവിടെ ഐയും ഇയും ഈക്വൽ ആകും എന്ന് പറഞ്ഞാൽ ഇതിന് I പ്ലസ് ഇ എന്നുള്ളത് നമുക്ക് 2I മൈനസ് എ എന്ന് കൊടുക്കാം. കൂടാതെ R1ഉം R2ഉം ഈക്വൽ ആവും. R1 ഈക്വൽ ടു R2 ഈക്വൽ ടു A/2. കാരണം രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ A ആണ് കിട്ടുക. സോ ഇവിടെ നിന്ന് I ഈസ് ഈക്വൽ ടു ഡി മിനിമം A പ്ലസ് ഡി മിനിമം ഡിവൈഡഡ് ബൈ 2 എന്നും R ഈസ് ഈക്വൽ ടു A/2 എന്നും കിട്ടും. ഐയും ആറും കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് സൈൻ I ബൈ സൈൻ R, വിച്ച് ഈസ് സൈൻ A പ്ലസ് ഡി മിനിമം ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ A/2. ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഫോർമുല. സോ ഡിറൈവ് an expression for the refractive index of the material of the prism എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സ്റ്റെപ്സ് ആണ് വേണ്ടത്. നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ മാർക്ക് ചെയ്ത് തരാം. ഈ പറയുന്ന ഫോർമുല വേണം. ഡീവിയേഷൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇത് നിങ്ങളുടെ സ്റ്റെപ്പിൽ ഉണ്ടായിരിക്കണം. അടുത്തത് മിനിമം ഡീവിയേഷൻ ആകുമ്പോൾ ഐയും ഇയും ഈക്വൽ ആണ്, R1 R2 ഈക്വൽ ആണെന്ന് കിട്ടണം. അത് കഴിഞ്ഞ ശേഷം ഐയും ആറും അതിൻ്റെ വാല്യൂസ് ഉണ്ടാവണം, ആൻഡ് ദ ഫൈനൽ ആൻസർ. ഇത്രയും സ്റ്റെപ്പുകൾ അതിൻ്റെ ഇടയിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ ഡെറിവേഷനിൽ ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, എ റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ എ പ്രിസം ഇത് റിഫ്രാക്റ്റഡ് റേ QR. ഈ കാണുന്ന QR പാരലൽ ടു ബേസ്. ഈ കാണുന്ന QR പാരലൽ ടു ബേസ് ആണെങ്കിൽ ഇത് മിനിമം ഡീവിയേഷന്റെ കേസ് ആണ്. ഡീവിയേഷൻ മിനിമം ആകുമ്പോഴാണ് ഇതിന്റെ ഇൻ ബിറ്റ്വീൻ പ്രിസത്തിന്റെ ഉള്ളിലുള്ള ലൈന് ബേസിന് പാരലൽ ആവുക, ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഡിറൈവ് an expression to find out the deviation D. ഡീവിയേഷൻ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this is actually I1 plus I2 minus A. ഇവിടെ എമർജന്റ് റേനെ I2 എന്നാണ് കൊടുത്തുള്ളത്, എമർജന്റ് ആംഗിൾ. ഓക്കെ, സോ I1 plus I2 മൈനസ് A ആണ്. അതിൽ തന്നെ ഡീവിയേഷൻ ഈ പറയുന്ന മിനിമം ഡീവിയേഷൻ ആയതുകൊണ്ട് 2I1 മൈനസ് A. ഇനി ഡ്രോ എ ഗ്രാഫ് വിച്ച് ഷോസ് ദ വേരിയേഷൻ ഓഫ് D വിത്ത് I. ഈ കാണുന്ന ഡീവിയേഷനും ഐയും തമ്മിലുള്ള ഗ്രാഫ് അത് നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു ഗ്രാഫാണ് വരിക. സോ ഡീവിയേഷൻ വേഴ്സസ് I ഇങ്ങനെയുള്ളൊരു ഗ്രാഫാണ് വരിക. ഓക്കെ, കാൽക്കുലേറ്റ് ദ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഇഫ് A is equal to 60 and refractive index of the material is 1.62. Angle of minimum deviation. So refractive index is equal to sin A plus D minimum by 2 divided by sin A/2. അവിടെ തന്നുള്ള ആംഗിൾ ഓഫ് പ്രിസം തന്നിട്ടുണ്ട്, മിനിമം ഡീവിയേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തന്നിട്ടുണ്ട്. സോ 1.62 is equal to sin A plus D minimum by 2 divided by sin 16ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 30, sin 30 എന്ന് പറഞ്ഞാൽ 1/2. ആ 1/2 ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 1/2 into 1.62 is equal to sin A plus D minimum by 2. So this is actually 0.81. Okay, is sin A plus D minimum by 2. ഈ 0.81 എന്ന് പറയുന്നത് നമുക്ക് √3/2 എന്നിടാം. ഓക്കെ, √3 എന്ന് പറഞ്ഞാൽ 1.73 ആണ് വരിക. അല്ലല്ല 0.8 എന്ന് പറയുമ്പോൾ 4/5.
ഇത് 0.87 ആണ് വരേണ്ടത്. ഓക്കെ, സോ 4/5 എന്ന് എടുത്തു കഴിഞ്ഞാൽ സൈൻ എ പ്ലസ്, നിങ്ങൾക്കിത് എന്തിൽ ഉപയോഗിക്കാം, കാൽക്കുലേറ്റർ ഉപയോഗിക്കുമ്പോൾ സൈൻ ഇൻവേഴ്സ് ഒക്കെ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇതിൻ്റെ ആൻസർ ആക്ച്വലി 53 ഡിഗ്രി എന്ന് വരും. ഇൻറ്റു എന്ന് വെച്ചാൽ എ പ്ലസ് ഡി മിനിമം ബൈ 2. സോ ആ 2 ഇങ്ങോട്ട് മറിച്ച് കഴിഞ്ഞാൽ 106 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആണ് എ പ്ലസ് ഡി മിനിമം. സോ ഡി മിനിമം ഈസ് ഈക്വൽ ടു 46 ഡിഗ്രി. ഓക്കെ, സോ ഇവിടെ കാൽക്കുലേഷൻ ഒക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് സൈൻ ഇൻവേഴ്സ് ഒക്കെ കൊടുത്തിട്ട് കൃത്യമായിട്ട് ചെയ്യാവുന്നതാണ്. ദാറ്റ്സ് അറൌണ്ട് 46 ഡിഗ്രി. ഓക്കെ, മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് വൺ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ഇസ് 2 × 10⁸ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഫോർമുല C/V. Speed of light in vacuum divided by speed of light in that medium. So this is 3 × 10⁸ by 2 × 10⁸. Is 3/2, which is 1.5. For an equilateral prism made of a material of refractive index √2, find the angle of minimum deviation for a ray of monochromatic light. Equilateral prism എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് പ്രിസം 60 ഡിഗ്രി. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √2. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, √2 ഈസ് ഈക്വൽ ടു സൈൻ എ എന്ന് പറയുന്നത് 60 പ്ലസ് ഡി ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ 30, വിച്ച് ഈസ് 1/2. ആ 1/2 കൂടെ എടുത്തു കഴിഞ്ഞാൽ 1/√2 ഈസ് ഈക്വൽ ടു സൈൻ 60 പ്ലസ് മിനിമം ഡീവിയേഷൻ ബൈ 2 എന്ന് വെച്ചാൽ ദിസ് ഇസ് ആക്ച്വലി 45 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 പ്ലസ് ഡി ബൈ 2. 45 എന്ന് വെച്ചാൽ ഡി ഈസ് ഈക്വൽ ടു യു ഗെറ്റ് 30 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, സോ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. അടുത്ത് ഡ്രോ ദ റേ ഡയഗ്രാം of a simple microscope that uses a single convex lens. Derive an expression for its linear magnification. Simple microscope, ഒരു കോൺവെക്സ് ലെൻസ് മാത്രം യൂസ് ചെയ്യുന്ന സിമ്പിൾ മൈക്രോസ്കോപ്പ്. അതിൽ ആദ്യം ഇതാണ് ഫോക്കസ് എങ്കിൽ യു ഷുഡ് പ്ലേസ് ദ ഒബ്ജക്റ്റ് ഇൻ ബിറ്റ്വീൻ ദ ഫോക്കസ് ആൻഡ് ലെൻസ്. അങ്ങനെ വരുമ്പോൾ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് പോയി ഫോക്കസിലൂടെ കടന്നു പോകണം. 1. ഒപ്റ്റിക് സെൻറ്ററിലൂടെ വരുന്നത് ഡീവിയേഷൻസ് ഇല്ലാതെ കടന്നു പോകണം. 2. ഇത് പുറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അതുപോലെ ഇതും പുറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ യു ഗെറ്റ് ദ വെർച്വൽ മാഗ്നിഫൈഡ് ഇമേജ് ഹിയർ. ഓക്കെ, ഇത് വെച്ചാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ചോദിച്ചിട്ടുള്ളത് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇറ്റ്സ് ലീനിയർ മാഗ്നിഫിക്കേഷൻ. ലീനിയർ മാഗ്നിഫിക്കേഷൻ എമ്മിൻ്റെ ഇക്വേഷനാണ് നിങ്ങൾ ഡിറൈവ് ചെയ്യേണ്ടത്. എം ഈസ് ഈക്വൽ ടു 1 പ്ലസ് സിംപ്ലി വി ബൈ ലീനിയർ മാഗ്നിഫിക്കേഷൻ ഈ കാണുന്ന വി, ഇത് യു, വി ബൈ യു എന്ന് കിട്ടും. കാരണം ഇത് എച്ച് ഹൈറ്റ് ഓഫ് ദി ഇമേജ്, ഇത് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ടാൻ തീറ്റ എടുത്താൽ മതി, അവിടെ നിങ്ങൾക്ക് മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു വി ബൈ യു എന്ന് കിട്ടും. ഓക്കെ, സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ആ ചോദിച്ചിട്ടുള്ളത്, സിമ്പിൾ മൈക്രോസ്കോപ്പ്. അതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട, കാരണം വാല്യുവേഷനിൽ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒബ്ജക്റ്റ് വരച്ചിരിക്കുന്ന ഫോക്കസിനും ലെൻസിനും ഇടയിലാണോ, വെർച്വൽ മാഗ്നിഫൈഡ് ഇമേജ് ആണോ, ഇറക്റ്റ് ഇമേജ് ആണോ, ഇതൊക്കെയാണ്. ഇതൊക്കെ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് കൃത്യമായിട്ട് അറിയാം എന്നുള്ളതാണ്. പിന്നെ മാഗ്നിഫിക്കേഷൻ്റെ ഡെറിവേഷൻ അല്ലേ, അതിന് അത്ര വെയിറ്റേജ് ഉണ്ടാവില്ല. ആ കൂട്ടത്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഈ മാഗ്നിഫിക്കേഷൻ്റെ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ പോലും ദാറ്റ്സ് ഓക്കെ. ദ ഫിഗർ ഷോസ് ദ ഇമേജ് ഫോർമേഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ എ സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഈ ഫിഗർ ആണ് നിങ്ങൾ ആക്ച്വലി വരയ്ക്കേണ്ടത്. ഐ ഒന്നും ഇല്ലെങ്കിൽ ആണ് ഇവിടെ വരച്ച് വെച്ചില്ല, അതില്ലെങ്കിലും കുഴപ്പമില്ല. ഫൈൻഡ് ഔട്ട് ദ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആൻഡ് ദ ഇമേജ് ഡിസ്റ്റൻസ് ഫ്രോം ദ ഫിഗർ. ഈ കാണുന്നതാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് OQ, ഇമേജ് ഡിസ്റ്റൻസ് OQ1. ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ മാഗ്നിഫൈയിങ് പവർ ഓഫ് എ സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഈ മാഗ്നിഫൈയിങ് പവർ കണ്ടുപിടിക്കുമ്പോൾ 2 കേസുകളുണ്ട്. മാഗ്നിഫൈയിങ് പവർ when the final image is formed at D ആണെങ്കിൽ the answer is 1 plus D by FE. when the final image is formed at infinity ആണെങ്കിൽ it's D by FE അല്ലെങ്കിൽ D by F. ഓക്കെ, ഇതിൻ്റെ ഡെറിവേഷൻ ഒക്കെ NCERT ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അവിടെ നോക്കാവുന്നതാണ്. ഓക്കെ, മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ഡ്രോ എ ലേബൽ ഡയഗ്രാം ഫോർ ഇമേജ് ഫോർമേഷൻ ഓഫ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആൻഡ് റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇറ്റ്സ് മാഗ്നിഫൈയിങ് പവർ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കോ ആക്സിയൽ ആയിട്ട് ഒരേ ആക്സിസിൽ 2 ലെൻസ് വേണം. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് വലുത് ഒന്ന് ചെറുത്. പേരുകളൊക്കെ ലേബൽഡ് ഡയഗ്രാം കണ്ട, ഒബ്ജക്റ്റീവ്, ഇതിൻ്റെ പേര് ഒബ്ജക്റ്റീവ്, ഫോക്കൽ ലെങ്ത് FO. ഇതിൻ്റെ പേര് ഐപീസ്, ഫോക്കൽ ലെങ്ത് FE. ഇവിടെ ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത്തിനും അപ്പുറം നമ്മളൊരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നു. ആ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേസ് പ്രിൻസിപ്പൽ ആക്സിസിലൂടെ വന്ന് ഫോക്കസിലൂടെ കടന്നു പോകുന്നു. അതുപോലെ തന്നെ ഒപ്റ്റിക് സെൻറ്ററിലൂടെ വന്നത് ഡീവിയേഷൻസ് ഇല്ലാതെ കടന്നു പോകുന്നു. അത് രണ്ടും കൂടെ ചെന്ന് ഇവിടെ മീറ്റ് ചെയ്യുമ്പോൾ
ഇവിടെ നിങ്ങൾക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് ഇമേജ് കിട്ടും. ആ ഇമേജിന് പേര് കൊടുക്കാം ഇൻ്റർമീഡിയറ്റ് ഇമേജ് കേട്ടോ, ഇൻ്റർമീഡിയറ്റ്. ഓക്കെ, ഇത് എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലേബൽഡ് ഡയഗ്രാം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇൻ്റർമീഡിയറ്റ് ഇമേജ്, ആ ഇൻ്റർമീഡിയറ്റ് ഇമേജ് ഫോം ചെയ്യുന്ന ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത്തിൻ്റെയും ഫോക്കസിൻ്റെയും ലെൻസിൻ്റെയും ഇടയിലായിരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന റേസ് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്നു. ഇത് ഫോക്കസിലൂടെ കടന്നു പോകും. ഒപ്റ്റിക് സെൻറ്ററിലൂടെ വരുന്നത് ഡീവിയേഷൻസ് ഇല്ലാതെ കടന്നു പോകും. ഇതിങ്ങ് പുറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക, മറ്റേതും പുറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ദ വെർച്വൽ മാഗ്നിഫൈഡ് ഇമേജ്. വെർച്വൽ ഇമേജ് ഒക്കെ വേണമെങ്കിൽ ഡോട്ടഡ് ലൈൻ ഒക്കെ വെച്ച് വരയ്ക്കാം. ഓക്കെ, സോ വെർച്വൽ മാഗ്നിഫൈഡ് ഇമേജ് കിട്ടും. ആ കാണുന്ന ഫൈൻ, ഇതാണ് സംഭവം. ഒബ്ജക്റ്റീവ്, ഐ പീസ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും, ഒരു ഇൻ്റർമീഡിയറ്റ് ഇമേജ് ഉണ്ടാവും. ഇൻ്റർമീഡിയറ്റ് ഇമേജ് റിയൽ ആണ്, ഫൈനൽ ഇമേജ് വെർച്വൽ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയേണ്ടത്. നൗ എക്സ്പ്രഷൻ ഫോർ ഇറ്റ്സ് മാഗ്നിഫൈങ് പവറിൻ്റെ എക്സ്പ്രഷൻ, അത് ഫൈനൽ ഇമേജ് ഫോം ചെയ്യുന്നത് ഡിയിലാണെന്നുണ്ടെങ്കിൽ L/FO × 1+D/FE. ഇതാണ് NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തുള്ള ആൻസർ. അത് ഫൈനൽ ഇമേജ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി ആണ് എന്നുണ്ടെങ്കിൽ L/FO × D/FE. ഈ ഫോമിലാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. അതിൻ്റെ ഡെറിവേഷൻ ചോദിച്ചിട്ടില്ല. റൈറ്റ് ആൻ എക്സ്പ്രഷൻ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആക്ച്വലി ചോദ്യത്തിൽ എപ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ, ഡെറൈവ് എന്നാണോ പറഞ്ഞിട്ടുള്ളത്, അതല്ല ജസ്റ്റ് റൈറ്റ് ദ എക്സ്പ്രഷൻ എന്നാണോ? അങ്ങനെയാണെങ്കിൽ വെറുതെ. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ ഓരോ ക്വസ്റ്റിൻ്റെ കൂടെ അതിൻ്റെ സ്കോർ എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ. ഡ്രോ എ റേ ഡയഗ്രാം ഷോയിങ് ദി ഇമേജ് ഫോർമേഷൻ ഓഫ് റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ്. ടെലിസ്കോപ്പിൻ്റെ കേസിൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒബ്ജക്റ്റീവ് ചെറുതും ഐ പീസ് വലുതുമാണ്. റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് വന്നു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് വലുതും ഐ പീസ് ചെറുതുമാണ്. ഓക്കെ, ഇവിടെ ഒബ്ജക്റ്റ് അങ്ങ് ഇൻഫിനിറ്റിയിലാണ്, അതിന് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് തന്നെ റേ വരണമെന്നില്ല, അതിങ്ങനെ വരുന്നു. അത് പാരലായി വരുന്ന റേ ഫോക്കൽ പ്ലെയിനിലാണ് ഇമേജ് ഉണ്ടാക്കുക. ആ ഇമേജ് കാണുന്ന ഇമേജ് ഐ പീസിൻ്റെ ഫോക്കസിൻ്റെ ഉള്ളിലായിരിക്കാം, അല്ലെങ്കിൽ ഐ പീസിൻ്റെ തന്നെ ഫോക്കസിലായിരിക്കാം. ഓക്കെ, സോ നോർമൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ഫോക്കസിൽ തന്നെ വരും. നമുക്ക് അങ്ങനെ ഫോക്കസിൽ തന്നെ വരുന്ന രീതിയിൽ കൊടുക്കാം. ഓക്കെ, ഐ പീസിൻ്റെ ഫോക്കസ്. അപ്പോൾ ആക്ച്വലി ഈ കാണുന്ന ഡിസ്റ്റൻസ് ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത്തും ഈ കാണുന്ന ഡിസ്റ്റൻസ് ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത്തും. അങ്ങനെയാണെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് വീണ്ടും ഇൻഫിനിറ്റിയിലാവും. ഇങ്ങനെ വന്ന് ഫോക്കസ് കൂടെ പാസ് ചെയ്യും, ഇതും പ്രിൻസിപ്പൽ ആക്സിന് നേരെ പാസ് ചെയ്യും. സോ ഇമേജ് ഫോം ചെയ്യുന്നത് അങ്ങ് ഇൻഫിനിറ്റിയിലാവും, അതിങ്ങനെ പാരലായിട്ട് താഴേക്ക് പോകും. ഓക്കെ, സോ ഒബ്ജക്റ്റ് അങ്ങ് ഇൻഫിനിറ്റിയിലാണ്, ഫൈനൽ ഇമേജ് നോർമൽ അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ ഫൈനൽ ഇമേജ് ഫോം ചെയ്യുന്നതും ഇൻഫിനിറ്റിയിലാണ്. ഇതാണ് ഡ്രോ എ റേ ഡയഗ്രാം ഷോയിങ് ദ ഇമേജ് ഫോർമേഷൻ ഓഫ് എ റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ്. ഓക്കെ, അതിലെൻ്റെ മാഗ്നിഫൈങ് പവറോ മറ്റ് കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. വേണമെങ്കിൽ നമുക്ക് മാഗ്നിഫൈങ് പവർ അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് FO/FE ആണ്. ട്യൂബ് ലെങ്ത് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് FO+FE ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ എഴുതി വെക്കാവുന്നതാണ്, ജസ്റ്റ് ഒന്ന് വാല്യൂ ചെയ്യുന്ന ആൾക്കാരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, അടുത്തത്, ടെലിസ്കോപ്പ് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ഓഫ് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റുകളുടെ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ടെലിസ്കോപ്പ്. ഇഫ് F0 is the focal length of the objective and FE is the one of eyepiece, the length of the telescope tube is FO+FE. Draw a ray diagram of refracting type telescope when it is in normal adjustment. അതാണ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി വരച്ചു വെച്ചത്. ഇതാണ് നോർമൽ അഡ്ജസ്റ്റ്മെന്റിൽ ഉണ്ടാകുന്ന റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പിന്റെ ഇമേജ് ഫോർമേഷൻ. റൈറ്റ് എനി ടു അഡ്വാൻറ്റേജസ് ഓഫ് റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ് ഓവർ റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ലെൻസ് ഉപയോഗിക്കുന്നതാണ് റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ്, മിറർ ഉപയോഗിക്കുന്നതാണ് റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ്. NCERT ടെക്സ്റ്റ് ബുക്ക് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ടെലിസ്കോപ്പിന്റെ അവസാന ഭാഗത്ത് മിറർ ഉപയോഗിക്കുന്ന ടെലിസ്കോപ്പുകളെ പറ്റി പറയുന്നുണ്ട്. അതാണ് റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ്. എന്താ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കുറവാണ്. കാരണം നിങ്ങൾക്കറിയാം, ലെൻസ് എന്ന് പറഞ്ഞാൽ തിക്കായിട്ടുള്ള സാധനമാണ്, മിറർ എന്ന് പറഞ്ഞാൽ ഒരു സർഫസേ ഉള്ളൂ. സോ ലെസ് വെയിറ്റ്. സോ അതുകൊണ്ട് തന്നെ വലിയ സൈസ് ഉണ്ടാക്കാം, ലാർജ് സൈസ്. അതുകൊണ്ട് തന്നെ ബെറ്റർ റെസൊല്യൂഷൻ ആൻഡ് ബെറ്റർ ബ്രൈറ്റ്നസ്. വലിയ
ഒബ്ജക്റ്റീവ് മിറർ ഉണ്ടാക്കുമ്പോൾ, അതായത് ഒബ്ജക്റ്റീവ് ലെൻസിന് പകരം വലിയ മിറർ, റിഫ്ലക്റ്റിംഗ് മിറർ വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ്നെസ് കിട്ടും, അതായത് കൂടുതൽ ലൈറ്റ് അത് ക്യാപ്ചർ ചെയ്യും. അതുപോലെ തന്നെ വലിയ ഒബ്ജക്റ്റീവ് ആകുന്നതിനനുസരിച്ച് റിസോൾവിങ് പവർ കൂടും, അതായത് അടുത്തടുത്തിരിക്കുന്ന ഒബ്ജക്റ്റുകളൊക്കെ നമുക്ക് വേർതിരിച്ച് കാണാൻ സാധിക്കും. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അടുത്ത പോയിന്റ്, എ സ്മോൾ ടെലിസ്കോപ്പ് ഹാസ് എൻ ഒബ്ജക്റ്റീവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത്. ടെലിസ്കോപ്പ് ആണ്, ഒബ്ജക്റ്റീവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് FO 140 centimeter, eyepiece of focal length 5 centimeter. What is the magnifying power of the telescope for viewing distant objects when the telescope is in normal adjustment? Normal adjustment magnifying power എന്ന് പറഞ്ഞാൽ FO by FE എന്ന് വെച്ച് കഴിഞ്ഞാൽ 140 divided by 5 which is 28. Final image is formed at least distance of distinct vision. Least distance of distinct visionലാണ് വെക്കുന്നതെങ്കിൽ magnifying powerന്റെ ഫോർമുല FO by FE അല്ല, VO, ഓക്കെ, FO by FE into 1 plus D by FE. ഇതാണ് ഫോർമുല. ഈ വാല്യൂയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. F1 Fന്റെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ D എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ. വീണ്ടും ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന സെക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ എ റേ ഡയഗ്രാം ഷോയിങ് ദ ഇമേജ് ഫോർമേഷൻ ഓഫ് റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് വെൻ ദ ഫൈനൽ ഇമേജ് ഇസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. അതാണ് നോർമൽ അഡ്ജസ്റ്റ്മെന്റ്. നമ്മൾ ഓൾറെഡി വരച്ചു കഴിഞ്ഞു. അതിന് ഇക്വേഷൻ ഫോർ ദ ലെങ്ത് ഓഫ് ദ ടെലിസ്കോപ്പ് ട്യൂബ് ഇൻ ടേംസ് ഓഫ് ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ആൻഡ് ഐ പീസ്. ഓക്കെ, സോ L ഈസ് ഈക്വൽ ടു, അത് നമ്മൾ പറഞ്ഞതാണ്, FO plus FE. അപ്പോൾ നിങ്ങൾ അതോടെ നമ്മൾ റേ ഒപ്റ്റിക്സ് എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയ്ക്ക് പറയാനുള്ള പോയിന്റ്സ്, ലെൻസ് ഫോർമുല, ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്, അതായത് 1/V plus 1/U equal to 1/F, F equal to R/2. സ്പെറിക്കൽ സർഫസിലെ റിഫ്രാക്ഷൻ N2/V minus N1/U is equal to N2 minus N1/R. ലെൻസ് മേക്കേഴ്സ് ഫോർമുല, പ്രിസത്തിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഡെറിവേഷൻ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, സിമ്പിൾ മൈക്രോസ്കോപ്പ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഡെറിവേഷൻ ഇല്ല, സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ ഡെറിവേഷൻ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഡയഗ്രംസ്, ഈ വക കാര്യങ്ങളൊക്കെ ഇതൊക്കെ പല വർഷങ്ങളിലായിട്ട് റിപ്പീറ്റ് ചെയ്ത് പല പ്രാവശ്യങ്ങളായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ഈ റേ ഡയഗ്രംസ് വെച്ച് ഡിറൈവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായി ഒരു പ്രാവശ്യം ചെയ്തിട്ട് പോകാവൂ. നോട്ട് വായിച്ചുകൊണ്ട് മാത്രം ആവില്ല, എവിടെയും നോക്കാണ്ട് ഒരു പ്രാവശ്യം ചെയ്യണം. കാരണം നമ്മൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ യൂസ് ചെയ്യുന്ന റേസ്, നിങ്ങൾ സൈസുള്ള ഒബ്ജക്റ്റ് ആണോ പോയിന്റ് ഒബ്ജക്റ്റ് ആണോ എടുക്കുന്നത്, അതല്ല ഉപയോഗിക്കുന്ന റേസ് ഫോക്കസ് കൂടെ ഉള്ളതാണോ പാരലൽ ആണോ പോള് കൂടെ ഉള്ളതാണോ, ഇതൊക്കെ നമുക്ക് ഓൾറെഡി ഒരു തീരുമാനത്തിൽ വേണം പോകാൻ. ഇല്ലെങ്കിൽ നമുക്ക് എക്സാം ഹാളിൽ വെച്ച് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അതിന് പ്രിപ്പയർ ചെയ്തിട്ട് പോവാം. സോ അടുത്തത് നിങ്ങൾക്ക് SKPയുടെ ക്ലാസ് ഉണ്ടാകും. ഞാൻ ബാക്കി വേവ് ഒപ്റ്റിക്സ് നമുക്ക് കുറച്ചും കൂടെ സമയം കഴിഞ്ഞ ശേഷം ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഓക്കെ, എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് കിടക്കാം. റൈറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ചോദിക്കുന്നത്. പ്രധാനമായിട്ട് 3 പ്രോപ്പർട്ടീസാണ് ഉള്ളത്: ക്വാണ്ടിസേഷൻ ഓഫ് ചാർജ്, അഡിറ്റിവിറ്റി ഓഫ് ചാർജ് ആൻഡ് കൺസർവേഷൻ ഓഫ് ചാർജ്. ക്വാണ്ടിസേഷൻ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോപ്പർട്ടിയാണ് Q ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE. ഏതൊരു ചാർജും ഇലക്ട്രോണിക് ചാർജിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ട് മാത്രമേ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി ഈസ് ഓൾവേസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോണിക് ചാർജ്. അഡിറ്റിവിറ്റി ഓഫ് ചാർജ് എന്ന് പറയുമ്പോഴായിരിക്കും ടോട്ടൽ ചാർജ് ഓഫ് എ സിസ്റ്റം ഈസ് ഓൾജിബ്രൈക് സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജസ് ഇൻ ദാറ്റ് സിസ്റ്റം. AC വർക്കാൻ പറ്റും. കൺസർവേഷൻ ഓഫ് ചാർജ് എന്നതായിരിക്കും ടോട്ടൽ ചാർജ് ഓഫ് ഐസോലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് അൺചേഞ്ച്ഡ് വിത്ത് ടൈം. ഓക്കെ, അപ്പോൾ ഈ 3 പ്രോപ്പർട്ടിയും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് തന്നെയാണ്, പഠിച്ചു വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹൗ മെനി ഇലക്ട്രോൺസ് കൺസ്റ്റിറ്റ്യൂട്ട് 1 കുളം? Q ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE എന്ന ഇക്വേഷൻ നിങ്ങൾക്ക് അറിയില്ലേ? സിമ്പിളായി പറയുകയാണെങ്കിൽ Q ഈക്വൽ ടു NE. അപ്പോൾ NE ഈക്വൽ ടു എന്തായിരിക്കും? Q/E. Q എത്രയാണ്? 1 കൂളം ഡിവൈഡ് ബൈ 1.6 ഇൻറ്റു 10⁻⁻19 കൂളം. ഇത് മുകളിൽ പോകുമ്പോൾ 6.25 ഇൻറ്റു 10⁻18 എന്ന് കിട്ടും. ഓക്കെ,
Next question. Fill in the blanks. Fill in the blanks. The force between 2 point charges is directly proportional to product of dash and inversely proportional to dash of the distance between them. Okay. നമ്മുടെ കൂളംസിലോ പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്റ്റേഷണറി പോയിന്റ് ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് എന്താണ് ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതിവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, product of the charges inversely proportional to square of the distance between them. Next question. Write principle of superposition of charges. It states that when a number of charges are interacting, total force on a given charge is a vector sum of forces exerted on it by all other charges. Okay, ഒരു ചാർജിന് മേലുള്ള ഫോഴ്സ് എന്ന് പറയുമ്പോൾ മറ്റോരോ ചാർജും എന്താണ് ഇൻഡിവിജ്വലായിട്ട് അതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ കണ്ടിട്ട് വെക്ടർ സം കണ്ടാൽ മതി എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ ഓഫ് ചാർജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗിവ് എനി 3 പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്സ്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളതിനെ നോക്കേണ്ടത് വെച്ചാൽ 8ഓളം പ്രോപ്പർട്ടീസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. The line of force starts from positive charge and ends at negative charge. The number of lines originating from or ending on a charge is proportional to the magnitude of the charge. The line of force originate or terminate at a surface always at right angle to the surface. No line of force exists inside a charged conductor. Tangent to the line of force at any point gives the direction of electric field at that point. Line of force do not intersect each other. If they intersect, it would mean that at the point of intersection, intensity of electric field has 2 directions, which is impossible. The relative closeness of line of force in a different region of space gives the idea about the relative strength of electric field in different region. In uniform electric field and force are parallel. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഒന്നും കൂടെ വൃത്തിയായിട്ട് പഠിക്കുക. സിമ്പിളായിട്ട് 7 പ്രോപ്പർട്ടീസ് എഴുതാം കേട്ടോ. വേണ്ട ആൾക്കാർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. Observe the figure and write the signs of charges Q1 and Q2. ഈ ഇലക്ട്രിക് ഫീൽഡ്സ് പോസിറ്റീവ് ചാർജിൽ നിന്ന് ആരംഭിക്കുകയും നെഗറ്റീവ് ചാർജിൽ പോയിട്ട് എൻഡ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ Q1 എന്ത് ചാർജ് ആയിരിക്കും? ഒരു പോസിറ്റീവ് ചാർജും Q2 എന്തായിരിക്കും? ഒരു നെഗറ്റീവ് ചാർജും ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Derive the expression for electric field due to a dipole of length 2a at a distance r from the center of a dipole on axial line. ആക്സിൽ ലൈനും ഇക്വറ്റോറിയൽ ലൈനും ഡൈപ്പോളിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ ഡെറിവേഷൻ വൃത്തിയായിട്ട് ചെയ്യുക. അപ്പോൾ ആ ഡെറിവേഷൻ കഴിയുമ്പോൾ നമുക്കൊരു വലിയ ഒരു ഡൈപ്പോളിൻ്റെ ഇക്വേഷൻ കിട്ടും. 1/4πε0 2pr ഡിവൈഡ് ബൈ r² - a² ഹോൾ സ്ക്വയർ. അതേപോലെ ഷോർട്ട് ഡൈപ്പോളിൻ്റെ ഇക്വേഷൻ കിട്ടും 1/4πε0 2p/r³. ഓക്കെ, ഡെറിവേഷൻ എല്ലാവരും ആദ്യം തന്നെ പഠിച്ചുകൊണ്ട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. വൃത്തിയായിട്ട് പഠിച്ച് പ്രോപ്പറായ ഡയഗ്രമൊക്കെ വരച്ച് വൃത്തിയായിട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ്. Derive the electric field on an equatorial line of an electric dipole. സെയിം സ്റ്റോറിയാണ്. അതിൻ്റെ ഡെറിവേഷനും വൃത്തിയായിട്ട് പഠിക്കുക. ഞാനിപ്പോൾ റിവിഷൻ സമയത്ത് മുഴുവൻ ഡെറൈവ് തരുന്നില്ല. ഫിഗർ ഞാൻ എൻ്റെ ഡെറിവേഷൻസ് മൊത്തം ഇവിടെ കൂട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, വായിക്കുക. ഇതിൻ്റെ ജനറൽ ഇക്വേഷനും പഠിക്കുക. ഒപ്പം തന്നെ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഷോർട്ട് ഡൈപ്പോളിൻ്റെ ഇക്വേഷനും പഠിക്കുക. ഓക്കെ. Electric dipole is placed in a uniform electric field of infinite field of intensity കേട്ടോ, intensity E. Let theta be the angle between a dipole moment and electric field. Derive the expression for torque acting on electric dipole in vector form. ടോർക്കിൻ്റെ ഇക്വേഷൻ ആണ് PE sin theta. അപ്പോൾ ഡൈപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വയ്ക്കുന്നു. നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷേ ലൈൻ ഓഫ് ആക്ഷൻ ഡിഫറൻ്റ് ആയതുകൊണ്ട് ഒരു ഫോഴ്സ് ഉണ്ടാവും, അതിൻ്റെ മേലെ ടോർക്ക് ഉണ്ടാവും. ആ ടോർക്കിൻ്റെ ഇക്വേഷൻ 1 ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. നമ്മൾ ഫോഴ്സിൻ്റെ വാല്യൂ QE കൊടുക്കുന്നു. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് AC, അതിൻ്റെ വാല്യൂ 2a sin theta എന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് നമുക്ക് PE sin theta അല്ലെങ്കിൽ P cross E എന്ന് കിട്ടും. ഒരു യൂണിഫോം ഫീൽഡിലാണ് വെക്കുന്നത്. എന്ത് ചെയ്യും? ഡൈപ്പോൾ റൊട്ടേറ്റ് ചെയ്യാൻ മാത്രമല്ല അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതും അതിൻ്റെ കൂടെ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. ഡൈപ്പോൾ പ്ലേസ്ഡ് ഇൻ എ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. Name the theorem used to find electric flux through a surface enclosing charge. അത് ഏത് തിയറാണ്? നമ്മുടെ സ്വന്തം ഗോസസ് ലോ. ഓക്കെ,
ഗോസിൽ എന്താ പറഞ്ഞത്? ടോട്ടൽ ഇലക്ട്രിക് പ്ലസ് ത്രൂ ക്ലോസ് സർഫസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദി നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ക്ലോസ് സർഫസ്. എൻ്റെ ഇക്വേഷൻ വൃത്തിയായിട്ട് എഴുതി വയ്ക്കുക. ഓക്കെ, എൻ്റെ പ്രൂഫും പഠിച്ചു വെച്ചേക്കാം കേട്ടോ. Using Gauss's law, derive the expression for electric field due to an infinite plane sheet of charge with surface charge density sigma. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് അറിയാലോ. ഒരു വലിയ പ്ലെയിൻ ഷീറ്റ് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക, അതിലൊരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഗോഡ് സർഫസ് കൺസ്ട്രക്ട് ചെയ്യുക, അതിൽ പോയിന്റ് എടുക്കുക, ആ പോയിന്റ് ചുറ്റും ഒരു ഏരിയ വെക്ടർ വരയ്ക്കുക. അതുപോലെ കർവ്ഡ് ആയിട്ടുള്ള സർഫസും അപ്പുറത്തെ സർഫസിലൊക്കെ എന്ത് ചെയ്യുക, ഏരിയ വെക്ടർ വരയ്ക്കുക. നേരെ എന്ത് ചെയ്യും, ഗോസ് തിയറം അപ്ലൈ ചെയ്യുക. ആ ഗോസ് തിയറം അപ്ലൈ ചെയ്തിട്ട് ഈ പുറത്തേക്ക് എടുക്കുക. രണ്ട് സർഫസ് മാത്രമേ കിട്ടുള്ളൂ. കർവ്ഡ് സർഫസ് പോവും, കാരണം അവിടെ ഇയും ഡി എസ് നമ്മൾ ആംഗിൾ 90 വരും. ബാക്കി നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് σ/2ε0 എന്ന് കിട്ടും. അത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഈ ഡെറിവേഷൻ ഞാൻ പഠിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഡെറിവേഷൻ വൃത്തിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി പഠിച്ചിട്ട് തന്നെ പോവുക. Using Gauss's law, derive the expression for intensity of electric field at a point due to an infinitely long straight uniformly charged wire. ഇതിന് നമ്മൾ വരയ്ക്കുന്ന ഗോഡ് സർഫസിൻ്റെ പ്രത്യേകത എന്താണ്? സിലിണ്ടറിക്കൽ തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഗോസസ് ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ടോപ്പ് സർഫസും ബോട്ടം സർഫസും പോവും. ലാസ്റ്റ് ആ ഒരു കർവ്ഡ് സർഫസ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഓക്കെ, ആ ഒരു കർവ്ഡ് സർഫസ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കർവ്ഡ് സർഫസിൻ്റെ അവിടെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. നമ്മൾ അതിൻ്റെ വാല്യൂ λ/2πε0r എന്നാണ്. ഈ പ്രൊപ്പോർഷണൽ ടു 1/r എന്ന റിലേഷൻ കിട്ടും. ഈൻ്റെയും ആറിൻ്റെയും ഗ്രാഫ് വരച്ചെന്തായിരിക്കും, ഒരു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനായ ഗ്രാഫും കിട്ടും. ഓക്കെ, നെക്സ്റ്റ്. A spherical shell of radius r is uniformly charged with a charge plus q. By Gauss's theorem, find electric field density at a point P. At a point outside the spherical shell and inside the spherical shell. Okay, ഈ ഔട്ട്സൈഡ് സ്പെറിക്കൽ ഷെല്ലും ഇൻസൈഡ് സ്പെറിക്കൽ ഷെല്ലും ഓൺ ദ സ്പെറിക്കൽ ഷെല്ലും, ഇത് ഈ മൂന്ന് ഡെറിവേഷൻസ് ഗോസസിലുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ മൂന്നെണ്ണം ഉള്ളത്. അത് മൂന്ന് തന്നെ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. ആ ഷെല്ലിൻ്റെ ഓൺ ദ സർഫസ്, അതുപോലെ ഇൻസൈഡ് കേട്ടോ. അവിടെ കൊടുത്തിട്ടുണ്ട് ഓൺ ദ സർഫസ്. ആദ്യം നമ്മൾ ഔട്ട്സൈഡ് പോയിന്റ് കാണുന്ന സമയത്ത് ഗോസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് σr²/ε0r² എന്ന ഇക്വേഷൻ കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ജസ്റ്റ് അതിൻ്റെ എന്ത് ചെയ്യാണ്, സർഫസിൽ കൊടുക്കുമ്പോൾ σ/ε0 എന്ന് കിട്ടും. അത് ഇൻസൈഡ് കൊടുക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഗോഡ് സർഫസ് അകത്ത് ചാർജ് ഉണ്ടാവില്ല. ചാർജ് ഉള്ളിൽ എന്തായിരിക്കും, ഔട്ട്സൈഡ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് 0 ആവുക. ആ ഡെറിവേഷൻ വൃത്തിയായിട്ട് പഠിക്കുക, അത് പോവുക കേട്ടോ. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് എത്ര ഡെറിവേഷൻസ് ഉണ്ട് മൊത്തം? ഒന്നാമത്തെ ഡെറിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡൈപോളിൻ്റെ എന്താണ്, ആക്സിയൽ ലൈനും ഇക്വിറ്റോറിയൽ ലൈനും. അത് കഴിഞ്ഞാൽ ടോർക്ക് ആക്ടിങ് ഓൺ ഡൈപോളിൻ്റെ ഡെറിവേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഗോസസ് ലോ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നെണ്ണം വരുന്നുണ്ട്. ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ എന്തായിരിക്കും, ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്, ഒരു ഇൻഫിനിറ്റ് ലോങ് വയർ, അതുപോലെ തന്നെ സ്പെറിക്കൽ ഷെല്ലിൻ്റെ ഔട്ട്സൈഡ് ഇൻസൈഡ് സർഫസ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, പിന്നെ തിയറി ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്, ഗോസ് ലോൻ്റെ അപ്ലിക്കേഷൻസ്, അതുപോലെ ഗോസ് ലോ എന്തിനു ഉപയോഗിക്കാം, പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, പിന്നെ ഒരു നോൺ യൂണിഫോം ഫീൽഡിൽ വയ്ക്കുമ്പോൾ ഡൈപോളിന് എന്ത് പറ്റുന്നു, ഒരുപാട് കാര്യങ്ങൾ, കുഞ്ഞു കാര്യങ്ങളുണ്ട്. അതെല്ലാം വൃത്തിയായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഹെവി ചാപ്റ്ററാണ് ഇതിനേക്കാളും. ഇലക്ട്രിക് ഫീൽഡ്സ് ആൻഡ് ചാർജിനേക്കാളും കുറച്ചും കൂടെ ഹെവിയായ ചാപ്റ്ററാണ്. അപ്പോൾ ആ ചാപ്റ്ററിലുള്ള മെയിൻ ചോദ്യങ്ങളിലേക്ക് നോക്കാം. ഒരു ഇ വി എന്ന് പറഞ്ഞാൽ എത്ര ജൂളാണ്? ഒരു ഇ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കൈനറ്റിക് എനർജി അക്വയർഡ് ബൈ ഇലക്ട്രോൺ പിന്നെ ആക്സിലേറ്റഡ് ബൈ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 വോൾട്ട് ആണ്. ക്യൂ വി എന്നുള്ള ഇക്വേഷൻ കൊടുക്കുക. ക്യൂവിൻ്റെ വാല്യൂ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് കൊടുക്കുക, വിൻ്റെ വാല്യൂ വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1.6 × 10⁻⁻⁹ ജൂൾ എന്ന് കിട്ടും. ഈ വാല്യൂ അടിച്ചു വയ്ക്കുക കേട്ടോ. There is the expression for electrostatic potential due to a point charge. ഒരു പോയിന്റ് ചാർജ് കാരണമുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, ഈ പോയിന്റ് ചാർജുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പോയിന്റിൽ ഒരു ചാർജ് വയ്ക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ അപ്പുറത്തൊരു പോയിന്റ് സങ്കല്പിക്കുന്നു. അവിടെ നിന്ന് ഒരു ടെസ്റ്റ് ചാർജിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ആക്സിലേഷൻ ഇല്ലാതെ ഇലക്ട്രിക് ഫീൽഡിനെതിരായിട്ട് എയിലേക്ക് നമ്മൾ മൂവ് ചെയ്യിക്കുകയാണ്. ആ ഒരു വർക്ക് കാണുന്നു. ദെൻ അത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് മൊത്തം ഇൻഫിനിറ്റി നിന്ന് ആ പോയിന്റിലേക്ക് ആ പോയിന്റ് ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ട വർക്ക് കാണുകയാണ്. ആ ഡെറിവേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. 1/4πε0 Q/r കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. നോട്ടിൽ നിങ്ങൾക്ക് ആരാണോ എടുത്തു തന്ന് ആ എടുത്തു തന്ന ആളുടെ നോട്ട് നോക്കിയിട്ട് വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, അതേ മോഡലിൽ തന്നെ പഠിച്ച് വൃത്തിയായിട്ട് പോവുക. ലാസ്റ്റ് ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഒരു ഗ്രാഫ് വേണമെങ്കിൽ വരയ്ക്കാം. വിൻ്റെയും ആറിൻ്റെയും ഗ്രാഫ് എന്തായിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്,
ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ഡൈപോളിൻ്റെ ഡെറിവേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഡൈപോൾ ഡെറിവേഷൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഇത് രണ്ടിലൊന്ന് ഏതെങ്കിലും ഇപ്പോൾ ഇടയ്ക്ക് ചോദിച്ചു വരാറുണ്ട് ഡൈപോളിൻ്റെ ഡെറിവേഷൻ. ഡൈപോൾ 2 ചാർജ് ഉണ്ട്. 2 ചാർജ് കാരണം ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 2 പൊട്ടൻഷ്യലും കൂടെ ആഡ് ചെയ്യാണ്. ആ ആഡ് ചെയ്യുന്ന സമയത്ത് ചെറിയ മാത്തമാറ്റിക്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും, 1/4πε0 p ഡിവൈഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. കുറച്ച് വലിയ ഇക്വേഷൻ ആണെങ്കിൽ 1/4πε0 p cos θ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന ഡെറിവേഷനാണ് കിട്ടുക. ഓക്കെ, ആ ഫിഗറും വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, വരച്ച് പഠിക്കുക. ദെൻ ഈ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജിൻ്റെ പോലെ തന്നെ ഡെറിവേഷൻ തന്നെയാണ് എന്ത്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നു. ഓക്കെ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഇലക്ട്രിക് ഡൈപോൾ വെൻ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെക്കുമ്പോൾ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഡൈപോൾ വെക്കുന്നു, നമ്മൾ ചെറിയ ആംഗിൾ കറക്കുന്നു, അതിന് വേണ്ട കുഞ്ഞു വർക്ക് കാണുന്നു, ആ വർക്ക് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, അങ്ങനെ ടോട്ടൽ വർക്ക് കാണുന്നു. അപ്പോൾ നമുക്ക് വർക്കിൻ്റെ ഇക്വേഷൻ കിട്ടും -PE ഇൻറ്റു cos θ2 മൈനസ് cos θ1 എന്ന് കിട്ടും. ഓക്കെ, അതിൽ നമ്മൾ θ1 90 ഡിഗ്രിയും θ2 ഈക്വൽ ടു തീറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, u ഈക്വൽ ടു -P cos θ എന്ന് കിട്ടും. യുവിൻ്റെ വാല്യൂ -P.E എന്ന് കിട്ടും. ഓക്കെ, ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ ഈ ഡെറിവേഷനും നന്നായിട്ട് തന്നെ പഠിക്കാം കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയാം, ഇൻസൈഡ് എ ഷെൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഈ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മെറ്റാലിക് ആയിട്ടുള്ള ഒരു കവറിങ്ങിനകത്തേക്ക് സെൻസിറ്റീവ് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ ഫീൽഡ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഈ പരിപാടി പറഞ്ഞ പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇത് ഡയറക്റ്റായിട്ട് ചോദിക്കാൻ പറ്റും കേട്ടോ. What is mean by equipotent surface? The surface over which potentially same is known as equipotent surface. അതിൻ്റെ പ്രോപ്പർട്ടീസും ചോദിക്കാം. നോ വർക്ക് ഈസ് റിക്വയർഡ് ടു മൂവ് എ ചാർജ് ഇൻ ആൻ equipotent surface. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ്. അടുത്ത ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് ആർ പെർപെൻഡിക്കുലർ ടു equipotent surface. വേറെ പ്രോപ്പർട്ടീസ് ആണ്. equipotent surface will never intersect each other. അത് വേറൊരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ്? ഡിഫൈൻ ഇറ്റ്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ആരാണ്? ഫാരഡ് ആണ് അല്ലേ? ആ ഫാരഡ് എങ്ങനെ പറയാൻ പറ്റുക? കപ്പാസിറ്റൻസ് ഈക്വൽ ടു Q/V എന്നാണ് പറയുക. ഇപ്പോൾ 1 വോൾട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, 1 കൂളം ചാർജാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും, 1 ഫാരഡ് ആയിരിക്കും അതിൻ്റെ കപ്പാസിറ്റൻസ് കേട്ടോ. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിൻ്റെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ആണ് ചോദിക്കുന്നത്. എപ്പോഴും ചോദിക്കാൻ ചാൻസുള്ള ചോദ്യങ്ങളിൽ ഒന്നാണിത്. ഓക്കെ, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുക്കുക, അതിനകത്ത് ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണുക, അത് σ/ε0 ആണ്. ദെൻ വിൻ്റെ ഇക്വേഷൻ എന്താ, ED എന്നാണ് പറയുക. അപ്പോൾ σ/ε0 ഇൻറ്റു ഡി. കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ Q/V. അപ്പോൾ σD/ε0 സോൾവ് ചെയ്യുമ്പോൾ ε0 A/D എന്നൊരു ഇക്വേഷൻ കിട്ടും. അതൊരു ഡയലക്ട്രിക് ഫിറ്റ് ചെയ്താൽ KC എന്ന് കിട്ടും, K ε0 A/D എന്ന് കിട്ടും. ഓക്കെ, ഡെറിവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഡെറിവേഷൻ ആട്ടത്. നെക്സ്റ്റ്, കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. സീരീസും പാരലൽ ഡെറിവേഷൻ അത് എപ്പോഴും ചോദിക്കാറുണ്ട്. നമുക്ക് ഒരു കറണ്ട് ആകുമ്പോൾ റെസിസ്റ്റേഴ്സിൻ്റെ സീരീസും പാരലും ചോദിക്കുന്ന പോലെ കപ്പാസിറ്റേഴ്സിൻ്റെ സീരീസും പാരലും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. 2 കപ്പാസിറ്റേഴ്സിൻ്റെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ചെയ്യാം, നമ്മൾ കപ്പാസിറ്റേഴ്സിൻ്റെ ഫിഗർ വരയ്ക്കുക, അതിനുശേഷം കൊടുക്കുന്ന വോൾട്ടേജ് എന്ത് ചെയ്യും, ഓരോന്നിനും ഈക്വലായി ഡിവൈഡ് ചെയ്യും. അപ്പോൾ V1 + V2 + V3 കൊടുക്കുക. V ഇൻഡിക്കേഷൻ Q/C സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് നമുക്ക് Q എല്ലാം കട്ടായി പോകും, കാരണം സീരീസ് ആകുമ്പോൾ ചാർജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. then 1/CS ഈക്വൽ ടു 1/CM + 1/C2 + 1/C3 എന്ന് കിട്ടും. അത് ഐഡൻറ്റിക്കൽ ആണെങ്കിൽ CS ഈക്വൽ ടു C/N കിട്ടും. സെയിം ഇതുപോലെ തന്നെ പാരലൽ സിറ്റുവേഷൻ ഉണ്ട്. പാരലൽ സിറ്റുവേഷൻ ആകുമ്പോൾ ചാർജ് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ചാർജ് കൊടുക്കുന്ന ചാർജ് എന്തായിരിക്കും, എല്ലാം കൂടെ ആഡ് ചെയ്തായിരിക്കും. Q ഈക്വൽ ടു Q1 + Q2 + Q3. കറണ്ട് ആഡ് ചെയ്യുന്ന പോലെ ഇവിടെ ചാർജ് ആഡ് ആയി പോകും. Q1 ഇക്വേഷൻ C1V, Q2 ഇക്വേഷൻ C2V, Q3 ഇക്വേഷൻ C3V സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ CPV ഈക്വൽ ടു C1V + C2V + C3V. അപ്പോൾ CP ഈക്വൽ ടു ആയിരിക്കും C1 + C2 + C3 എന്ന് കിട്ടും. ഓക്കെ, ഐഡൻറ്റിക്കൽ ആണെങ്കിൽ NC എന്നും കിട്ടും. അപ്പോൾ ഈ ഡെറിവേഷൻസ് കപ്പാസിറ്റർ സീരീസും പാരലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എപ്പോഴും നമ്മൾ സ്കൂൾ ലെവലാകുമ്പോൾ അത്ര ഡിഫിക്കൽട്ട് ചോദ്യങ്ങളും ചോദിക്കില്ലല്ലോ. അപ്പോൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എന്ത്, കപ്പാസിറ്റേഴ്സിൻ്റെ ഈ സീരീസും പാരലും ചോദ്യങ്ങൾ കേട്ടോ. കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ A and B ഫ്രം ദ ഫിഗർ ഗിവൺ ബിലോ. ഇവിടെ ഈ C1ൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. എത്രയാണ് C1ൻ്റെ വാല്യൂ? 100 മൈക്രോ ഫാരഡ്. C3യും 100 മൈക്രോ ഫാരഡ് ആണ്. C2 C4 എത്രയാണ്? 200 മൈക്രോ ഫാരഡ് ആണ്.
അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ രണ്ടെണ്ണവും പാരലാണ്, ഈ രണ്ടെണ്ണവും പാരലാണ്, അത് പിന്നെ സീരീസ് ആണ് അല്ലേ. അപ്പോൾ 100ഉം 200ഉം സി പാരൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം C1 പ്ലസ് C2 ആണ്. അപ്പോൾ 100 പ്ലസ് 200 ഈക്വൽ ടു എന്ത് വരും, 300 എന്ന് കിട്ടൂലേ. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റൻസ് എത്രയായിരിക്കും, 300 മൈക്രോ ഫാരഡ്, 300 മൈക്രോ ഫാരഡ്. അപ്പോൾ ഇനി രണ്ടും കൂടെ സീരീസ് ആകുമ്പോൾ സി എസ് ഈക്വൽ ടു ആരായിരിക്കും, C/N, അല്ലെങ്കിൽ ഇവിടെ C/2 കൊടുത്താൽ മതി. ഇവിടുത്തെ സി എന്ന് പറഞ്ഞാൽ 300/2 ഈക്വൽ ടു 150 മൈക്രോ ഫാരഡ് ഈസ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. derive the expression for energy stored in a capacitor. ഭയങ്കരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു കപ്പാസിറ്റർ ഉണ്ട്, ആ കപ്പാസിറ്ററിൻ്റെ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ചാർജ് സ്റ്റോർഡ് ഈസ് Q. അപ്പോൾ ആ സമയത്ത് വോൾട്ടേജ് V ഈക്വൽ ടു Q/C. നമുക്ക് അവിടെ നിന്ന് ഒരു സ്മോൾ എമൗണ്ട് ചാർജ് ചെയ്യിക്കാൻ വേണ്ട വർക്ക് dW ഈക്വൽ ടു V ഇൻറ്റു DQ. വിന് നമുക്ക് Q/C DQ കൊടുക്കുക, അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, 0 ടു ക്യാപിറ്റൽ Q മൊത്തം ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ട വർക്കാണ്. ദാറ്റ് വർക്ക് ഈസ് കൺവേർട്ടഡ് ആസ് പൊട്ടൻഷ്യൽ എന്നുള്ള ഡെറിവേഷനാണ്. ആ ഡെറിവേഷൻ വൃത്തിയായിട്ട് പഠിക്കുക. നമുക്ക് 3 ഇക്വേഷൻ കിട്ടും. U ഈക്വൽ ടു എന്ത് കിട്ടും, ½ CV² കിട്ടും, ½ QV കിട്ടും, അതുപോലെ Q²/2C എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഓക്കെ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. derive the expression for energy density of capacitor. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയാണ്. അപ്പോൾ എനർജിൻ്റെ ഇക്വേഷൻ എന്താ പറയുക, ½ CV² ആണ്, ഡിവൈഡ് ബൈ വോളിയം കൊടുക്കുക. ഓക്കെ നെക്സ്റ്റ്. അപ്പോൾ നമ്മൾ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ ആണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്, ½ ε0E². കപ്പാസിറ്ററിൻ്റെ എനർജി കാണുന്ന പോലെ തന്നെ എനർജി ഡെൻസിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് മതി. അതൊന്നും വയസ്സ് വേണ്ട, കുറച്ച് നേരത്തെ ഇപ്പോൾ ജലദോഷം വരും. നേരത്തെ സിറ്റുവേഷൻ മതിയായിരുന്നു. How capacitance changes if the distance between the plates of a parallel plate capacitor is halved? Capacitor equation എന്താ, C ഈക്വൽ ടു ε0 A/D. ഓക്കെ, പുതിയ കപ്പാസിറ്റൻസ് എന്തായിരിക്കും, ε0 A ഡിവൈഡ് ബൈ D/2, അഥവാ 2ε0 A/D അഥവാ 2C. അപ്പോൾ എന്തായിട്ട് മാറി, ഡബിൾഡ് ആയിട്ട് മാറി കേട്ടോ. നെക്സ്റ്റ്. ഇൻ എ കപ്പാസിറ്റർ എനർജി സ്റ്റോർഡ് ഇൻ, എനർജി എവിടെ കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്നത്, ഇലക്ട്രിക് ഫീൽഡിലാണ്. ആ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഇലക്ട്രിക് ഫീൽഡാണ് എനർജി എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത് ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഡയലക്ട്രിക് സ്ലാബ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, ഇറ്റ്സ് കപ്പാസിറ്റൻസ് ബിക്കംസ്. ഒരു ഡയലക്ട്രിക് സ്ലാബ് വെക്കുന്ന സമയത്ത് പാരലൽ പ്ലേറ്റിൻ്റെ കപ്പാസിറ്റൻസ് എന്ത് വരും, ഓക്കെ, അത് ഇൻക്രീസ് ചെയ്യും. കാരണം സി ഡയലക്ട്രിക് എന്ന് പറയുന്നത് എന്തായിരിക്കും, K ഇൻറ്റു CA എന്നാണ് വരിക. അപ്പോൾ K കൂടുന്തോറും ആര് കൂടും, അതിൻ്റെ കപ്പാസിറ്റൻസ് കൂടിക്കൊണ്ടേയിരിക്കും. ഇനി പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എയർ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, ഈച്ച് പ്ലേറ്റ് ഹാസ് an area 610⁻³ m² and the separation between the plate is 3 mm. Calculate the capacitance of each capacitor. കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ എന്താ, calculate the capacitance of the capacitor, ε0 A/D. ε0യുടെ വാല്യൂ 8.85 ഇൻറ്റു 10⁻⁻12. ഏരിയ എത്രയാണ്, 6 ഇൻറ്റു 10⁻⁻3. ഡി എത്രയാണ്, 3 mm, 3 ഇൻറ്റു 10⁻⁻3. ഇത് കട്ടായി പോകുമ്പോൾ ഇവിടെ 2 എന്ന് വരും. 8.85 ഒരു 9 ആക്കി എടുത്താൽ 9 ഇൻറ്റു എന്ത് വരും, ഓക്കെ 9 ഇൻറ്റു 2 18 ഇൻറ്റു 10⁻⁻12 അത്രയും ഫാരഡ് എന്ന് കിട്ടും, അല്ലെങ്കിൽ 18 പൈക്കോ ഫാരഡ് എന്ന് കിട്ടും. ഇനി എനർജി സ്റ്റോർഡ് ഇക്വേഷൻ വേണ്ട അല്ലേ.
അപ്പോൾ യുവിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഹാഫ് സി വി സ്ക്വയർ എന്നാണ് യുവിൻ്റെ ഇക്വേഷൻ. ഹാഫ് ഇൻറ്റു 18 ഇൻറ്റു 10⁻⁻12 ഇൻറ്റു വി. വി എത്രയാണ്? 100. 100ൻ്റെ സ്ക്വയർ. അപ്പോൾ 9 ഇൻറ്റു 10⁻⁻12 ഇൻറ്റു 10⁻4 എന്ന് വരും. അപ്പോൾ 9 ഇൻറ്റു 10⁻⁻8 എന്ന് കിട്ടും. അത്രയും ജൂൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 capacitors of capacitance 2 picofarad, 3 picofarad and 4 picofarad are connected in parallel. Write the SI unit of capacitance. SI unit of capacitance ആരാണ്? Farad. Calculate the effective capacitance of the combination. Okay, 1 by C അല്ലല്ലേ കാണുന്നത്. C പാരലൽ നമ്പർ ആഡ് ചെയ്താൽ പോരെ. C1 പ്ലസ് C2 പ്ലസ് C3. അപ്പോൾ ആരായിരിക്കും? 2 പ്ലസ് 3 പ്ലസ് 4 ഈക്വൽ ടു 9 picofarad. Okay, determine the charge on each plate if the combination is connected to a 100 volt supply. ഇതിൽ നമുക്ക് പാരലൽ ആയതുകൊണ്ട് Q1 ഈക്വൽ ടു ആരായിരിക്കും? C1B എന്ന് പറയാം. C1 എത്രയാണ്? 2 picofarad ഇൻറ്റു 100 വോൾട്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 200 ഇൻറ്റു 10⁻⁻12 കൂളം. സിമിലർലി Q2 എന്ത് കിട്ടും? 300 ഇൻറ്റു 10⁻⁻12 കൂളം. Q3 എന്ത് കിട്ടും? 400 ഇൻറ്റു 10⁻⁻12 കൂളം എന്ന് കിട്ടും കേട്ടോ. ചാർജിൻ്റെ ഇക്വേഷൻ സി ബി എന്നല്ലേ പറയാം. അപ്പോൾ കപ്പാസിറ്റൻസ് കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 2, 3, 4 ഉണ്ട്. അപ്പോൾ ഇൻറ്റു നേരെ വോൾട്ടേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരെ എത്ര കിട്ടും? നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. ഈസി ക്വസ്റ്റ്യൻ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Calculate the electric capacitance of Earth. The radius of Earth is 6400 kilometer. Okay, ഈ കപ്പാസിറ്റൻസ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4πε0 എന്നൊരു ഇക്വേഷനാണ്. ഇതിൻ്റെ വാല്യൂ 9 ഇൻറ്റു 10⁻9 എന്നാണ്. ആറിൻ്റെ വാല്യൂ 6400 കിലോമീറ്റർ ഇൻറ്റു 10⁻3. അപ്പോൾ എത്ര കിട്ടും? 711 മൈക്രോ ഫാരഡ് എന്നൊരു ആൻസറിലേക്ക് പോകും. ഓക്കെ, നെക്സ്റ്റ്. അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പോവാണ്. കറണ്ട് ഇലക്ട്രിസിറ്റി. കറണ്ട് ഇലക്ട്രിസിറ്റി പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷേ പൊട്ടൻഷ്യൽ മീറ്ററൊക്കെ അതുപോലെ റെസിസ്റ്റേഴ്സിൻ്റെ എന്താണ് കളർ കോഡിംഗ് എല്ലാം പോയി. എന്നാൽ പോലും ഈ ചാപ്റ്റർ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. അപ്പോൾ മെയിൻ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ ഒരു മെറ്റലിലേക്ക് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് സബ്ജക്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ് അഗേൻസ്റ്റ് ആയിട്ട് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടും. അതിൻ്റെ ആ വെലോസിറ്റിനെ പറഞ്ഞ പേരാണ് എന്ത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞത്. ഡെറിവേഷൻ നിങ്ങൾക്ക് അറിയാമെന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഡെറൈവ് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് ഇക്വേഷൻ കിട്ടും? വി ഡി ഈക്വൽ ടു EE/m⁴ എന്നൊരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി കേട്ടോ. വളരെ ചെറിയ വെലോസിറ്റിയാണ് കമ്പയർഡ് ടു റാൻഡം നമ്പർ വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നായിരിക്കും വളരെ ചെറുതാണ്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഡ്രിഫ്റ്റ് കറണ്ട്. ഡ്രിഫ്റ്റ് കറണ്ട്, ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി കിട്ടി കഴിഞ്ഞാൽ I ഈക്വൽ ടു NEA/VD എന്നൊരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷനാണ് ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറഞ്ഞത്. ആദ്യം നമ്മൾ വോളിയം കാണണം, പിന്നെ ടോട്ടൽ ചാർജ് അത് വോളിയം കണ്ടിട്ട് എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാണണം, പിന്നെ ചാർജ് കാണണം, ഡിവൈഡ് ബൈ ടൈം ചെയ്യുമ്പോൾ NA/LE ഡിവൈഡ് ബൈ T L/T എന്ന് പറഞ്ഞാൽ VD. അപ്പോൾ NEA/VD എന്ന് കിട്ടും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ J എന്ന് പറഞ്ഞാൽ കറണ്ട് ഡെൻസിറ്റിയാണ്. I/A എന്ന് വിളിക്കുക J കേട്ടോ. ഓക്കെ, എക്സ്പ്ലെയിൻ മൊബിലിറ്റി. ഈ ചാപ്റ്ററിൽ ഒരു കുഞ്ഞു ടോപ്പിക് ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വരുന്ന സംഭവമാണ് മൊബിലിറ്റി. ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് VD/E. എന്നൊരു ഇക്വേഷൻ കിട്ടും. അതാണ് മൊബിലിറ്റി. ഓക്കെ, ഡയമെൻഷൻ ഫോമിലൊക്കെ യൂണിറ്റ് മെഷർമെൻറ്റ് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഓംസ് ലോ. ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ്സ് എന്ന് പറയുന്നതാണ് ഓംസ് ലോ. വളരെ ബേസിക് ആയിട്ടുള്ള ലോ ആണ്. ഓക്കെ, എത്രയോ കാലങ്ങളായി ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കറണ്ട് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് എന്നാണ് പറയുക. തിരിച്ചും പറയാം. ഓക്കെ, V ഈക്വൽ ടു IR. R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്. R ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്, റെസിസ്റ്റൻസ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ? റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ? R ഈക്വൽ ടു ρL/A എന്നാണ് പറയുക. അപ്പോൾ ഓഫ് കോഴ്സ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എക്സ്പ്ലെയിൻ റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി ഇക്വേഷൻ അപ്പോൾ എന്തായിരിക്കും? ρ ഈക്വൽ ടു RA/L എന്ന് വരും.
ഏരിയ 1 മീറ്റർ സ്ക്വയറും ലെങ്ത് 1 മീറ്ററും ആണെങ്കിൽ ആ ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിൻ്റെ ആയിരിക്കും അതിൻ്റെ റെസിസ്റ്റിവിറ്റിക്ക് ഉണ്ടാവുക. ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞത്. മെറ്റീരിയൽ മാറിയാൽ ചിലപ്പോൾ റെസിസ്റ്റിവിറ്റി മാറില്ല, പക്ഷെ എന്ത് മാറാം? റെസിസ്റ്റൻസ് മാറാം. റെസിസ്റ്റിവിറ്റി മാറണമെങ്കിൽ നമുക്ക് എന്ത് മാറണം? ടെമ്പറേച്ചർ മാറണം കേട്ടോ. എക്സ്പ്ലെയിൻ ദ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ്. റെസിസ്റ്റിവിറ്റി ഒക്കെ ടെമ്പറേച്ചറെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം mL/ne² എന്നാണ് ഇക്വേഷൻ വരിക. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും പ്രത്യേകം എന്താ? അത് റിലാക്സേഷൻ ടൈമിന് ഇൻവേഴ്സ് പ്രപ്പോർഷനാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ റിലാക്സേഷൻ ടൈം കുറയുകയും ഈ റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും കൂടുകയും ചെയ്യും. ആർക്ക്? മെറ്റൽസിന്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. അത് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഈ ഇക്വേഷൻ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം ആ ഡെറിവേഷൻ, ആ ഒരു വർത്തമാനം ഒരുപാട് കുറയ്ക്കാൻ പറ്റും. വേഗം ഇക്വേഷനിലേക്ക് പോയിട്ട് കാര്യം പറയാം. ഓക്കെ. ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ. ഇത് ഭയങ്കരമായിട്ട് ചോദിക്കുന്ന സാധനമാണ് ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഒന്നാമത്തെ പോയിന്റ്, ഓംസ് ലോ ഇസ് അപ്ലിക്കബിൾ ടു എന്തായിരിക്കും? വെൻ ടെമ്പറേച്ചർ ഓഫ് ദ കൺട്രി ഈസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ടെമ്പറേച്ചർ ഭയങ്കരധികം കൂടുമ്പോൾ വിയും ഐയും നോ ലോങ്ങർ പ്രപ്പോർഷനായിട്ട് വരും. അതേപോലെ സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ഈ വോൾട്ടേജിൻ്റെ ഡയറക്ഷൻ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല? വി എ ഗ്രാഫ് പ്രോപ്പറായിട്ടല്ല കിട്ടുക കേട്ടോ. ദ റിലേഷൻ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ സൈൻ ഓഫ് വോൾട്ടേജ്. ഗാലിയം ആർസെനൈഡ് പോലെ ചില മെറ്റീരിയൽ നെഗറ്റീവ് റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു പ്രത്യേക ഒരു കറണ്ട് എന്തായിരിക്കും? കറണ്ടിന് 2 വോൾട്ടേജ് കിട്ടും. അതും വളരെ ഡിഫറെൻ്റ് ആണ്. അതൊന്നും ഓംസ് ലോ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ റീസൺസ് ഒക്കെ പഠിച്ചു വയ്ക്കുക. NCERT ടെസ്റ്റ് ടോപ്പിക്കാണ് കേട്ടോ. ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് ഇക്വാലന്റ് റെസിസ്റ്റൻസ് ഇൻ സീരീസ്. ഇതെന്താണെന്നറിയില്ല, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഇക്വാലന്റ് റെസിസ്റ്റൻസ് ഇൻ സീരീസ് എന്ന് പറഞ്ഞത്. ഓക്കെ, 3 റെസിസ്റ്റർ വരയ്ക്കുക. നേരെ എന്ത് ചെയ്യുക? വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് പോകും. കപ്പാസിറ്റർ പറഞ്ഞ പോലെ തന്നെ V = Vm + V2 + V3. then V1 ഇക്വേഷൻ എന്താ? I × R1, I × R2, I × R3. ടേക്ക് I ഔട്ട്സൈഡ്. then ഇപ്പുറത്തുള്ള I × RS കൊടുത്തിട്ട് RSൻ്റെ ഇക്വേഷൻ കിട്ടും. RM + R2 + R3 up to R എന്ന് കിട്ടും. ഐഡന്റിക്കൽ ആയിട്ടുള്ള റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ RS = NR എന്ന് കിട്ടും. ഓക്കെ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഇക്വാലന്റ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ. പാരലൽ ആകുമ്പോൾ എന്തായിരിക്കും? ഈ സമയത്ത് കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും. I1, I2, I3 കാണാം. V/R1, V/R2, V/R3 കാണാം. then I = Im + I2 + I3 കാണാം. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് I എല്ലാം കട്ടായി പോയി. ബാക്കി എന്ത് കിട്ടും? 1/RP = 1/R1 + 1/R2 up to 1/Rn. RP = R/N എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എക്സ്പ്ലെയിൻ EMF ഓഫ് എ സെൽ. EMF എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫേർഡ് ബൈ എ സെൽ ഇൻ എൻ ഓപ്പൺ സർക്യൂട്ട് ആണ്. അതായത് സെല്ല് എന്ത് ചെയ്യുമ്പോൾ കണക്ട് ചെയ്യാത്ത സമയത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറയുന്ന പേരാണെന്ത്? EMF എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഡിഫൈൻ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ സെൽ വെൻ ഇലക്ട്രിക് കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ്. ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ ഡിപ്പെൻഡ്സ് അപ്പോൺ എന്തായിരിക്കും? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ്സ്, നേച്ചർ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്, നേച്ചർ ഓഫ് ദി ഇലക്ട്രോഡ് ആൻഡ് ഏരിയ ഓഫ് ദ ഇലക്ട്രോഡ് ഇമ്മേഴ്സ്ഡ് ഇൻ ദ ലിക്വിഡ്. ഈ പോയിന്റ്സ് പഠിച്ചു വയ്ക്കുക. ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഇക്വേഷനാണ്. അതായത് ഒരു സെല്ലിൽ കൂടെ കറണ്ട് പോകുന്ന സമയത്ത് അതിൻ്റെ 2 എൻഡുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറയുന്ന പേരാണെന്ത്? ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഇക്വേഷൻ ആയിരിക്കും V = E - IR. ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 പോൾസ് ഓഫ് എ സെൽ ഇൻ എ ക്ലോസ് സർക്യൂട്ട്. ഓക്കെ, ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോൾ EMF, ക്ലോസ് സർക്യൂട്ട് ആകുമ്പോൾ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എക്സ്പ്ലെയിൻ കിർച്ചോഫ് ലോ. ഈ അടുത്ത കാലത്തും എപ്പോഴും എല്ലാ കൊല്ലങ്ങളിലും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് എന്ത്? കിർച്ചോഫ് ലോ എന്ന് പറഞ്ഞത്. കറണ്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുമല്ലോ. അപ്പോൾ കിർച്ചോഫ് ലോ മിക്കവാറും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കിർച്ചോഫ് 2 ലോ ഉണ്ട്. കിർച്ചോഫിൻ്റെ ജംഗ്ഷൻ റൂളും ഉണ്ട്, അതുപോലെ തന്നെ വോൾട്ടേജ് റൂളും ഉണ്ട്. ഓൾജിബ്രായ് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ = 0 എന്ന് പറഞ്ഞാണ് എന്ത്? ജംഗ്ഷൻ റൂള്. അപ്പോൾ ഒരു ഗ്രാഫൊക്കെ ഒരു പിക്ചർ വരച്ചിട്ട് കുറച്ച് കറണ്ട് വരുന്നതായിട്ട് പോകുന്നതായിട്ട് കാണിച്ചിട്ട് വരുന്ന കറണ്ട് = പോകുന്ന കറണ്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മാർക്ക് കിട്ടുന്നതായിരിക്കും. കിർച്ചോഫ്സ് സെക്കൻഡ് റൂൾ മെഷ് റൂളാണ്. ഇപ്പോൾ മെഷ് റൂൾ പറഞ്ഞത് ഓൾജിബ്രായ് സം ഓഫ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇൻ എ ക്ലോസ് സർക്യൂട്ട് ഈസ് 0 എന്നാണ്. അല്ലെങ്കിൽ എല്ലാ ഒരു സർക്യൂട്ടിൽ ഇപ്പോൾ നമ്മുടെ ചാപ്റ്റർ ആകുമ്പോൾ മിക്കവാറും IRകളും Eകളും മാത്രമേ കാണുള്ളൂ. അപ്പോൾ എല്ലാ IRകളുടെയും സം = എല്ലാ Eകളുടെയും സം ഈക്വലായിരിക്കും. Tക്കും IRനൊക്കെ ചില സൈനൊക്കെ എടുക്കാനുണ്ട്. അത് ചോദിക്കുകയാണെങ്കിൽ അതുകൂടെ എഴുതി വയ്ക്കുക. കിർച്ചോഫിൻ്റെ സെക്കൻഡ് റൂൾ. ഓക്കെ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് കണ്ടീഷൻ. ഈ ചാപ്റ്ററിൽ ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ചാപ്റ്ററാണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കിർച്ചോഫിൻ്റെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് കണ്ടീഷൻ അങ്ങനെ തന്നെ എപ്പോഴും ചോദിക്കാനുള്ള ചോദ്യമാണ്. ഗ്രാഫ് വരയ്ക്കുക, PQRS മാർക്ക് ചെയ്യുക, അതിൽ ഒരു ഗാൽവനോമീറ്റർ ഉണ്ടാകും, R അഡ്ജസ്റ്റ് ചെയ്യുക. ഈ R അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഗാൽവനോമീറ്റർ റീഡിംഗ് എന്താക്കുക? 0 ആക്കി മാറ്റുക. അപ്പോൾ Pയിലൂടെയും Qയിലൂടെയും Rലൂടെയും Sലൂടെയും പോണ കറണ്ട് എന്തായിരിക്കും? സെയിം ആയിട്ട് മാറും. I1 = I3,
I2 ഈക്വൽ ടു I4 എന്ന് വരും. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, KVL അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും, P/Q ഈക്വൽ ടു R/S എന്ന ഇക്വേഷൻ കിട്ടും. ഓക്കെ, ആ ഡെറിവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ KVL ഒക്കെ ഉപയോഗിച്ച് അത് എഴുതി പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പോവുക. എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ ഒന്നും ആലോചിക്കേണ്ട ആവശ്യം വരാൻ പാടില്ല, നേരെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് മീറ്റർ ബ്രിഡ്ജ്. ഈ മീറ്റർ ബ്രിഡ്ജിൻ്റെ വർക്കിംഗ് ആണ് ചോദിക്കുന്നത്. ഇവിടെ മീറ്റർ ബ്രിഡ്ജിൻ്റെ ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. മീറ്റർ ബ്രിഡ്ജ് നമ്മുടെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, വീസ്റ്റോൺ ബ്രിഡ്ജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. അതിൻ്റെ XR എന്നുള്ള പൊസിഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊസിഷനിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു അൺനോൺ റെസിസ്റ്റൻസ് ആണ് ഇവിടെ Xൽ കൊടുക്കുക, നോൺ റെസിസ്റ്റൻസ് ബോക്സ് ആണ് R എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിതിൽ എന്ത് ചെയ്യുന്നു, ഈ ഗാൽവനോമീറ്റർ ഉപയോഗിച്ചിട്ട് ജോക്കിയിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു അൺനോൺ റെസിസ്റ്റൻസ് എക്കും ഇത് സി കേട്ടോ, സിക്ക് ഇടയ്ക്കായിട്ട് കൊടുക്കുക, ബിക്കും സിക്കും ഇടയ്ക്കായിട്ട് റെസിസ്റ്റൻസ് ബോക്സ് കൊടുക്കുക. ഇതിൽ ഗാൽവനോമീറ്റർ എന്ന് മൂവ് ചെയ്യിക്കുമ്പോൾ പ്രത്യേക ലെങ്ത് എത്തുമ്പോൾ എന്ത് ചെയ്യും, ഗാൽവനോമീറ്റർ റീഡിങ് 0 ആവും. അപ്പോൾ നമുക്ക് വീസ്റ്റോൺ ബ്രിഡ്ജ് കണ്ടീഷനായ P/Q ഈക്വൽ ടു R/S സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ പിയുടെ സ്ഥാനത്ത് ആരായിരിക്കും, X/R ഈക്വൽ ടു L/100 മൈനസ് L ഇൻറ്റു സ്മോൾ ആർ ആരാണ്, റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. കട്ട് കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും, X ഈക്വൽ ടു L/100 മൈനസ് L ഇൻറ്റു R എന്നുള്ള ഡെറിവേഷൻ കിട്ടും. അവിടെ കൊടുത്തിട്ടുണ്ട്, ആ സ്റ്റെപ്പ് എല്ലാം കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കോപ്പി ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ഉണ്ടെങ്കിൽ നോട്ട് വെച്ച് വായിച്ച് പഠിച്ചിട്ട് പോവുക കേട്ടോ. മീറ്റർ ബ്രിഡ്ജ് പൊട്ടൻഷ്യൽ മീറ്റർ പോയതുകൊണ്ട് ഇനി മീറ്റർ ബ്രിഡ്ജ് മാത്രമേ ബാക്കിയുള്ളൂ. ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് കോമ്പിനേഷൻ ഓഫ് സെൽസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. സീരീസും പാരലൽ ആകുമ്പോഴുള്ള കോമ്പിനേഷൻ ഓഫ് സെല്ലിൻ്റെ ഇക്വേഷനാണ്. നന്നായി ചോദിക്കുന്ന ചോദ്യമാണ്. സീരീസ് ആകുമ്പോൾ എളുപ്പമാണ്, പാരലൽ ആകുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ 2 സെല്ല് വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ വീൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ച് വയ്ക്കുക. സ്റ്റെപ്സ് എല്ലാം കൊടുക്കുന്നുണ്ട്, വൃത്തിയായിട്ട് പഠിക്കുക. ഐഡൻറ്റിക്കൽ സെല്ലാകുമ്പോൾ N-ന്നും റെസിസ്റ്റൻസ് NR എന്നും വരും. പാരലൽ ഇതുപോലെ തന്നെ, പാരലൽ കുറച്ചും കൂടി കൂടുതൽ സ്റ്റെപ്പുകൾ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അത് വൃത്തിയായിട്ട് നിങ്ങൾ എഴുതി വൃത്തിയായിട്ട് പഠിക്കുക. അത് ലാസ്റ്റ് അതിൻ്റെ ഇക്വേഷൻ വരുമ്പോൾ ഐഡൻറ്റിക്കൽ ആകുമ്പോൾ ഒരു പ്രത്യേക ഇക്വേഷനിലേക്ക് നമ്മൾ പോയിട്ട് ലാൻഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ എന്ത് വരും, ഈ ഇക്വേഷൻ ഇതൊക്കെ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതാ ഐഡൻറ്റിക്കൽ ആകുമ്പോൾ എത്ര സെല്ലുകൾ പാരലാക്കി വെച്ചാലും നെറ്റ് EMF E എന്നായിരിക്കും, പക്ഷേ റെസിസ്റ്റൻസ് ആയിട്ട് മാറും, R ഈക്വൽ ടു R/N എന്നും വരും. ഓക്കെ, നെക്സ്റ്റ്, റെസിസ്റ്റിവിറ്റി ഓഫ് ദ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് അപ്പോൺ ഏതൊക്കെയാണ്, റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ആരൊക്കെയാണ്, റോ ഈക്വൽ ടു RA/L എന്നാണ് വരിക. അപ്പോൾ ആരെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്, മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. ക്രോസ് സെക്ഷൻ ഏരിയ ഡിപ്പെൻഡ് ചെയ്യാറുണ്ടോ, ഇല്ല. ക്രോസ് സെക്ഷൻ ഏരിയ ഡിപ്പെൻഡ് ചെയ്യാറില്ല കേട്ടോ, ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യാറില്ല. അപ്പോൾ ആരെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാറുള്ളൂ, റെസിസ്റ്റിവിറ്റി ഓഫ് ദ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് അപ്പോൺ ഏതായിരിക്കും, മെറ്റീരിയൽ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാറുള്ളൂ. ഡ്രോ എ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് റെസിസ്റ്റിവിറ്റി വിത്ത് ടെമ്പറേച്ചർ ഫോർ എ സെമി കണ്ടക്ടർ. ഓക്കെ, സെമി കണ്ടക്ടർ റോൻ്റെ ടീൻ്റെ ഗ്രാഫാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ മെറ്റലിൻ്റെ ഗ്രാഫൊക്കെ ഉണ്ട് NCERT ടെസ്റ്റിൽ. ഇതാണ് ആ ഗ്രാഫുകൾ. ഇത് മെറ്റലിൻ്റെ ഗ്രാഫ്, ഇത് അലോയ്സിൻ്റെ ഗ്രാഫ്. ഓക്കെ, മെറ്റലാകുമ്പോൾ റോ എന്ത് ചെയ്യാൻ, ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടുകയാണ് ചെയ്യുക. പക്ഷേ അലോയ്സ് ആകുമ്പോൾ അത് ഏകദേശം ഒരു കോൺസ്റ്റന്റ് നേച്ചറിലാണ് വരിക കേട്ടോ. കാൽക്കുലേറ്റ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ഫോളോയിങ് സർക്യൂട്ട്. ഇവിടെ 4 ohm ഉണ്ട്, 2 ഉണ്ട്, 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, ഒരു 4 ohm എന്ന് കിട്ടും. അപ്പോൾ I ഈക്വൽ ടു ആരായിരിക്കും, V/R എഫക്റ്റീവ് എന്ന് വരും. എത്രയാണ് വിൻ്റെ വാല്യൂ, 4/4 ഈക്വൽ ടു 1 ആംപിയർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട് 8 പാരലൽ ആകുമ്പോൾ എത്ര കിട്ടും, ഇത് പാരലൽ ആകുമ്പോൾ ഒരു 4 ohm എന്ന് കിട്ടും. ഇനി നമുക്ക് I കാണണമെങ്കിൽ എന്ത് ചെയ്യണം, മൊത്തം വോൾട്ടേജ് V/R എഫക്റ്റീവ് വേണം. അപ്പോൾ എത്രയായിരിക്കും ഇവിടെ, 4/2 + 2 + 4 എത്ര കിട്ടും, 4/8 ഈക്വൽ ടു 1/2 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ചാപ്റ്റർ പിന്നെ ഡിസ്കസ് ചെയ്യാം. അടുത്തായിട്ട് ആരാ വരാൻ പോണത്, NCERT സാറ് വരാൻ പോകണം കേട്ടോ. ബൈ, കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഹായ്, ഹലോ ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കുറേ ചാപ്റ്റേഴ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആറ്റംസ് എന്ന ചെറിയൊരു ചാപ്റ്ററാണ്. ഈസിലി മാർക്ക് സ്കോർ ചെയ്യാവുന്ന, അത്യാവശ്യം ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ചാപ്റ്ററാണ് ആറ്റംസ് ആൻഡ് ദെൻ ന്യൂക്ലിയൈ. അത്യാവശ്യം നമ്മൾ ന്യൂക്ലിയൈ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളിത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വായിക്കുന്ന സമയത്ത്, ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക.
എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കവർ ചെയ്യുക. മാക്സിമം മാർക്ക് നമ്മൾ സ്കോർ ചെയ്യും. നമ്മൾ ഫുൾ മാർക്ക് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഫുൾ മാർക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ പ്രിപ്പറേഷനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, സ്റ്റാർട്ടിങ് വിത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The first question, name the experiment which led to the discovery of atomic nucleus. Experiment which led to the discovery of atomic nucleus. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഡിസ്കവറി നടത്താൻ സഹായിച്ച എക്സ്പെരിമെൻറ്റ്. Of course, it is the very popular Rutherford's alpha particle scattering experiment. അപ്പോൾ അത് എഴുതി വെച്ചാൽ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ തന്നെ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. റൂദർഫോർഡ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് കൺക്ലൂഡ്സ് ദാറ്റ് തന്നെ സംഭവം ദർ ഇസ് എ ഹെവി മാസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എനി ടു പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ബോർ മോഡലിന് 3 പോസ്റ്റ്ലേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 2 പോസ്റ്റ്ലേറ്റ് എഴുതിയാൽ മതി. ഫസ്റ്റത്തെ 2 പോസ്റ്റ്ലേറ്റ് എഴുതിച്ചാൽ മതി. ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് എന്താണ്? Electrons are revolving around the nucleus in certain stable orbit and the electron remains in those orbit, cannot radiate its energy. ഇലക്ട്രോൺസ് എല്ലാം ചില സ്റ്റേബിൾ ആയിട്ടുള്ള ഓർബിറ്റ്സിലാണ് റിവോൾവ് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ് റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സെർട്ടൈൻ സ്റ്റേബിൾ ഓർബിറ്റ്സ്. ചില സ്റ്റേബിൾ ആയിട്ടുള്ള ഓർബിറ്റ്സിലാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്. ആൻഡ് ദ ഇലക്ട്രോൺ remains in those orbit, cannot radiate its energy. അതാണ് ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ്. സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് പറയുന്നത്, ഫസ്റ്റ് പോസ്റ്റ്ലേറ്റിൽ എന്താണ് സ്റ്റേബിൾ ഓർബിറ്റ്, ഇങ്ങനെ ഒരു ചില സ്റ്റേബിൾ ഓർബിറ്റിനാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് എന്ന് ബോർ പറയുന്നു. സെക്കൻഡ് പോസ്റ്റ്ലേറ്റിൽ ആ റിവോൾവിംഗ് ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റത്തെ കുറിച്ചാണ് പറയുന്നത്. ദ ആംഗുലാർ മൊമെൻറ്റം ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോൺ ഈസ് nh/2π. ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. അതാണ് സെക്കൻഡ് പോസ്റ്റ്ലേറ്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ തേർഡ് പോസ്റ്റ്ലേറ്റ് എങ്ങനെയാണ്? തേർഡ് പോസ്റ്റ്ലേറ്റ് എന്താ പറയുന്നത്? ഹയർ ഓർബിറ്റിൽ നിന്ന് ഇലക്ട്രോൺ ലോവർ ഓർബിറ്റിലോട്ട് ജമ്പ് ചെയ്യുമ്പോൾ എനർജി ഈസ് റേഡിയേറ്റഡ് ആൻഡ് ദ എനർജി ഓഫ് എമിറ്റഡ് റേഡിയേഷൻ വിൽ ബി ഈക്വൽ ടു ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ 2 ലെവൽസ്. ഇതാണ് 3 പോസ്റ്റ്ലേറ്റ്സ്. അതിലേതെങ്കിലും 2 എഴുതി വെക്കുക. റെഡി? നെക്സ്റ്റ്, നീൽസ് ബോർ മെയ്ഡ് certain modification in Rutherford's model by adding the ideas of quantum hypothesis. State Bohr's second postulate of quantization of angular momentum. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, L is equal to nh/2π. ഓക്കെ, ആ ബോറിൻ്റെ പോസ്റ്റ്ലേറ്റ് അങ്ങ് പഠിച്ചു പോയിക്കോ. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്ക് 2 മാർക്ക് ഉണ്ടാവും. നിർബന്ധമായിട്ടും പഠിച്ചോളൂ. Derive an expression for the radius and energy of the electron in the nth orbit of hydrogen atom. Radius and energy of electron in the nth orbit of hydrogen atom. അപ്പോൾ ആ ഡെറിവേഷൻ ഞാനിവിടെ പറയുന്നില്ല ഫോർ ദ ടൈം ബീയിങ്. നിങ്ങൾക്കറിയാം നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r ഈസ് ഈക്വൽ ടു k ഇൻറ്റു E²/r² വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ r ഈസ് ഈക്വൽ ടു k E²/mv² എന്ന ഇക്വേഷൻ ഉണ്ടാക്കും. അതേപോലെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഡിറൈവ് ചെയ്തെടുക്കുന്നില്ല. ഇവിടെ അതേപോലെ L ഈസ് ഈക്വൽ ടു nh/2π എന്ന ഇക്വേഷൻ എടുക്കുന്നു. അതിൽ mvr അതാണ് n. mvr ഈസ് ഈക്വൽ ടു nh/2π. എന്നിട്ട് ഈ ആറിന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഈ വീക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 6 എന്നിൻ്റെ ടേംസിൽ കിട്ടും. 6 എന്നിൻ്റെ ടേംസിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ε0 n² ഡിവൈഡഡ് ബൈ πm(e²) എന്ന ഇക്വേഷനാണ്. അതിന് നമ്മൾ a0 n² എന്ന് പറയും. ഈ a0 എന്ന് പറയുന്നതാണ് ബോർ റേഡിയസ്. ε0 h² ഡിവൈഡഡ് ബൈ πm(e²). അത് റേഡിയസ് ഓഫ് nth ഓർബിറ്റ് ആണ്. റേഡിയസ് ഓഫ് nth ഓർബിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെലോസിറ്റി വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ പൊട്ടൻഷ്യേജിൻ്റെ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് എനർജി ഓഫ് ഇലക്ട്രോൺ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇപ്പോൾ എനർജി, ഇനിയിപ്പോൾ എനർജി ഓഫ് ഇലക്ട്രോൺ nth ഓർബിറ്റ് വേണമെന്ന് വിചാരിച്ചോ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൽ നമ്മൾ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുക. വെലോസിറ്റി ഇക്വേഷൻ, കൈനറ്റിക് എനർജി പറഞ്ഞാൽ ½ mv². വീൻ്റെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ½ ഇൻറ്റു m ഇൻറ്റു v എന്ന് പറഞ്ഞാൽ എന്താ? E²/2ε0 nh ആണ്. ആറ്റംസിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവുക? കൈനറ്റിക് എനർജി കിട്ടുന്നുണ്ടാവുക. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് me² ഡിവൈഡഡ് ബൈ 4ε0 nh.
ഓക്കെ. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ എനർജി പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് കൈനറ്റിക് എനർജി എന്ന് എഴുതിയിട്ട് ടോട്ടൽ എനർജിൻ്റെ ഇക്വേഷൻ അങ്ങോട്ട് എഴുതി വെക്കുക. -m ഇവിടെ e⁴ ഉണ്ടാകും, ഇവിടെ സ്ക്വയർ ഇല്ലേ, അപ്പോൾ e⁴ ഉണ്ടാകും. m e⁴/4 8 ഉണ്ടാവും, ഇവിടെ 8 ഉണ്ടാവും. ഇക്വേഷനിൽ കറക്ഷൻ ഉണ്ട്. അവിടെ സ്ക്വയർ വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ e⁴ 8 ε0² n²h². അപ്പോൾ ഇവിടെ നെഗറ്റീവ്, അതിൻ്റെ നെഗറ്റീവ് -m e⁴ ഡിവൈഡഡ് ബൈ 8 ε0² n²h². കുറച്ചധികം സ്റ്റെപ്പുകൾ വരും. ഞാൻ ഫോർ ദ ടൈം ബീങ് അത് വളരെ ചുരുക്കിയിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ സംഭവം പഠിച്ചു വെക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഒന്നുമില്ല, ബോർ തിയറി പഠിച്ചു വെക്കുക. ബോറിൻ്റെ 3 പോസ്റ്റുലേറ്റ് പഠിക്കുക. റേഡിയസ് ഓഫ് മനസ്സിലാക്കി വെച്ചോ. റേഡിയസ് ഓഫ് nth ഓർബിറ്റ് പഠിക്കേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ്. റേഡിയസ് ഓഫ് nth ഓർബിറ്റ്, വെലോസിറ്റി ഓഫ് റെവല്യൂഷൻ ഓഫ് ഇലക്ട്രോൺ ഇൻ nth ഓർബിറ്റ്, കൈനറ്റിക് എനർജി ഇൻ nth ഓർബിറ്റ്, പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ nth ഓർബിറ്റ്, ടോട്ടൽ എനർജി ഇൻ nth ഓർബിറ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് നേരെ എഴുതി ഒറ്റ പേജിൽ നിങ്ങൾക്ക് ഇത് എഴുതിയിട്ടുണ്ട് എടുക്കാൻ പറ്റും. ഇതിന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇത് പഠിച്ചു കഴിഞ്ഞ് പിന്നെ ടോട്ടൽ എനർജി വെച്ചിട്ടാണ് നമ്മൾ എമിഷൻ സ്പെക്ട്രമൊക്കെ നമ്മൾ പറയുന്നത്. എനർജി ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലോട്ട് ഇലക്ട്രോൺ പോകുമ്പോൾ എത്ര റേഡിയേഷൻ എമിറ്റ് ചെയ്യും, എത്ര എനർജിയുള്ള റേഡിയേഷൻ എമിറ്റ് ചെയ്യും, എത്ര ടൈപ്സ് ഓഫ് റേഡിയേഷൻസ് ഉണ്ടാകും, ഇതൊക്കെ നമ്മൾ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് നമ്മൾ പഠിക്കേണ്ട ഡെറിവേഷൻസ്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കും. ക്ലിയർ അല്ലേ? ഒന്ന് ചാറ്റിൽ പറയൂ, കേൾക്കട്ടെ. റെഡി ആണോ? ഓക്കെ ആണോ? ഓക്കെ, സോ അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. ഇഫ് h represents Planck's constant, c is the velocity of light and nu bar is the wave number, then the unit of hc nu bar is. hc nu ബാറിൻ്റെ യൂണിറ്റാണ് ചോദിച്ചത്. hc nu bar എന്ന് പറഞ്ഞാൽ hc/λ ആണ്. hc/λ യൂണിറ്റ് എന്താ? hc/λ പറഞ്ഞാൽ ജൂളാണ്. ജൂള് അല്ലേ? ജൂളാണ്. ജൂൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു അല്ല, ജൂൾ എന്ന് പറയുന്നത് എനർജിയുടെ യൂണിറ്റാണ് ഇലക്ട്രോൺ വോൾട്ട്. സോ തേർഡ് ഓപ്ഷൻ ഈസ് ദ റൈറ്റ്. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. Okay, fine. Next, an electron is revolving around the nucleus of hydrogen atom in an orbit of radius 9 times the radius of the first orbit. Angular momentum of the electron in this orbit. Radius is 9 times the radius of the first orbit. അപ്പോൾ radius of nth orbit നമുക്കറിയാം. Radius of nth orbit എന്ന് പറയുന്നത് a0n² ആണ്. റേഡിയസ് ഓഫ് nth ഓർബിറ്റ് a0n² ആണ്. ക്വസ്റ്റിനിൽ പറയുന്നുണ്ട് ഈ a0n² എന്ന് പറയുന്നത് 9 ടൈംസ് ഓഫ് a0 ആണ്. a0 ആണ് ഫസ്റ്റ് ഓർബിറ്റിൻ്റെ റേഡിയസ്, ബോർ റേഡിയസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് n² ഈസ് ഈക്വൽ ടു 9, n ഈസ് ഈക്വൽ ടു 3. ദാറ്റ് മീൻസ് ദ ഇലക്ട്രോൺ ഈസ് റിവോൾവിംഗ് ഇൻ ദ തേർഡ് ഓർബിറ്റ് ഓഫ് ദി ഹൈഡ്രജൻ ആറ്റം. സോ ഇറ്റ്സ് ആംഗുലർ മൊമെന്റം ഈസ് സപ്പോസ് ടു ബി 3h/2π. ക്ലിയർ? കാരണം ആംഗുലർ മൊമെന്റം ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോൺ ഇൻ ദ nth ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം will be nh/2π. So here in this case n is equal to 3, so l is equal to nh/2π, 3h/2π. Ready? Next, the energy levels of an atom are as shown in the figure. Which transition corresponds to emission of radiation of maximum wavelength? Maximum wavelength ഉള്ള റേഡിയേഷൻ ആണെന്നുണ്ടെങ്കിൽ മിനിമം ഫ്രീക്വൻസി ഉള്ള മിനിമം എനർജി ഉള്ള റേഡിയേഷൻ ആവുമല്ലോ ഈ കൂട്ടത്തിൽ. അപ്പോൾ മിനിമം എനർജി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എനർജി ഡിഫറൻസും മിനിമം ആവണ്ടേ? മിനിമം എനർജി ഡിഫറൻസ് ഇതാ ഇതിലല്ലേ. അപ്പോൾ ഇതാണ് റേഡിയേഷൻ കറസ്പോണ്ട്സ് ടു മാക്സിമം വേവ് ലെങ്ത്. മാക്സിമം വേവ് ലെങ്ത് പറയുമ്പോൾ ആലോചിക്കുക, മാക്സിമം വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻ്റെ ഫ്രീക്വൻസി മിനിമം ഫ്രീക്വൻസി ആയിരിക്കും. മിനിമം ഫ്രീക്വൻസി ആണെങ്കിൽ എനർജി മിനിമം ആയിരിക്കും. കാരണം എനർജി പറഞ്ഞാൽ ന്യൂ മിനിമം ആണെങ്കിൽ എനർജി മിനിമം. എനർജി എന്ന് പറയുന്നത് എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ലെവൽസിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എനർജി മിനിമം ആണെന്നുണ്ടെങ്കിൽ എനർജി ഡിഫറൻസ് മിനിമം ആണ്. എനർജി ഡിഫറൻസ് മിനിമം ആണെന്നുണ്ടെങ്കിൽ അത് ഈ കൂട്ടത്തിൽ എ എന്ന് പറയുന്ന റേഡിയേഷൻ ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്,
Sketch the energy level diagram of hydrogen atom and mark the transition corresponds to Balmer series. എനർജി ലെവൽ ഡയഗ്രം ദാ ഈ കാണുന്ന പോലെ വരക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ സാധനങ്ങളൊന്നും വരക്കണ്ട. ഇത് വരക്കണ്ട, ഇത് വരക്കണ്ട, ഇത് വരക്കണ്ട, ഇത് വരക്കണ്ട. ബാമർ സീരീസ് മാത്രം അതിൽ വരക്കുക. റെഡി? നിങ്ങൾക്കറിയാം, വളരെ ഈസി ആയിട്ട് നിങ്ങൾ പഠിച്ചതാണ്, കെമിസ്ട്രിയിൽ പഠിച്ചതാണ്, ഫിസിക്സിൽ പഠിച്ചതാണ്, നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ഒരു സംഭവമാണ് എനർജി ലെവൽ ഡയഗ്രാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. The atomic hydrogen emits line spectrum consisting of various series. Which of the following series belong to the visible region of the electromagnetic spectrum? Visible region Balmer series. നിങ്ങൾക്കറിയാം, ഒരു മാർക്ക് നിങ്ങൾ എന്തായാലും ഇത് നഷ്ടപ്പെടുത്തില്ല. ഡ്രോ ലൈമാൻ ആൻഡ് ബാമർ സീരീസ് ഇൻ എനർജി ലെവൽ ഡയഗ്രാം. നേരത്തെ വരച്ച ഇതേ ഡയഗ്രത്തിൽ ഇപ്രാവശ്യം നിങ്ങൾ ചെയ്യേണ്ടത് ലൈമാനും ബാമറും വരക്കുക എന്നുള്ളതാണ്. ലൈമാനും വരക്കണം, ബാമറും വരക്കണം. റെഡി? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, യൂണിറ്റ് ഓഫ് വേവ് നമ്പർ. വേവ് നമ്പർ ന്യൂ ബാർ ആണ്. ന്യൂ ബാർ 1/λ ആണ്. 1/λ യൂണിറ്റ് പറഞ്ഞാൽ മീറ്റർ ഇൻവേഴ്സ് ആണ്. ഫോർത്ത് ഓപ്ഷൻ. എനർജി ഓഫ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് -13.6. അയോണൈസേഷൻ പൊട്ടൻഷ്യൽ. അയോണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എത്ര? ഗ്രൗണ്ട് സ്റ്റേറ്റിൽ അയോണൈസേഷൻ എനർജി. അയോണൈസേഷൻ എനർജി ഓഫ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് 13.6 ഇലക്ട്രോൺ വോൾട്ടാണ്. അപ്പോൾ അയോണൈസേഷൻ പൊട്ടൻഷ്യൽ എന്താ? ഒന്നുമില്ല. പൊട്ടൻഷ്യൽ ചോദിച്ചാൽ നിങ്ങൾ ആ യൂണിറ്റ് അങ്ങ് മാറ്റി കൊടുത്താൽ മതി. എനർജി നിങ്ങൾ ഇലക്ട്രോൺ വോൾട്ടിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു, അതിനെ പൊട്ടൻഷ്യലാക്കി മാറ്റാൻ ഡിവൈഡഡ് ബൈ എനർജി ബൈ ചാർജ്, വർക്ക് ഡൺ ബൈ ചാർജ് അല്ലേ? ഏത് ചാർജ്? ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ മുകളിലല്ലേ ഈ വർക്ക് നടക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് W ചാർജ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്നത് 13.6 ഡിവൈഡഡ് ബൈ അത് ചെയ്യുമ്പോൾ ബാക്കിയുള്ള 13.6 വോൾട്ട്. ഇത്രയേ ഉള്ളൂ, ഒന്നുമില്ല. ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. ഇലക്ട്രോൺ വോൾട്ടിലാണ് എനർജി പറയുക, വോൾട്ടിൽ പൊട്ടൻഷ്യൽ പറയുക. അത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അത് ജൂളിൽ പോയിട്ട് വോൾട്ടിക്ക് മാറ്റി ചെയ്തിരുന്നു കേട്ടോ. ഇലക്ട്രോൺ വോൾട്ടിൽ നിന്ന് വോൾട്ടിക്ക് മാറ്റി ചെയ്തുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. റെഡി? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആറ്റംസ് എന്ന ചാപ്റ്ററിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത്. വളരെ ചെറിയ ചാപ്റ്റേഴ്സാണ്, വളരെ ചെറിയ ചാപ്റ്ററാണ്. ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരിക്കലും നമ്മൾ അതിലുള്ള ഒരു മാർക്കും നഷ്ടപ്പെടുത്തി കൂടാ. ഈ ചാപ്റ്ററിൽ ഏതെങ്കിലും ഭാഗത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ലൈവിൽ ചോദിക്കാവുന്നതാണ്. നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് കടക്കും. മറ്റ് ഡൗട്ട്സ് ഒന്നും ഇല്ല എങ്കിൽ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ന്യൂക്ലിയൈ. ആറ്റംസിൽ എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ, ഏതെങ്കിലും ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് എന്തെങ്കിലും ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ നമുക്കത് ഇവിടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ലൈവിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഏതെങ്കിലും ടോപ്പിക്കോ ഏതെങ്കിലും ഭാഗം ഡിലീറ്റഡ് ആയിട്ടുള്ള ഒരു സാധനവും പഠിക്കണ്ട. വെറുതെ നമുക്കല്ലാത്ത കാര്യങ്ങൾ തന്നെ ആവശ്യത്തിന് പഠിക്കാനുണ്ട്. മാർക്ക് നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. എന്തായാലും നമ്മൾ ഫുൾ മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നു. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറിയുന്നതായിരിക്കും. നമ്മൾ പഠിച്ചത് മാത്രമേ ചോദിക്കുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള എക്സാം ആയിരിക്കും. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, നന്നായിട്ട് എഴുതാൻ പറ്റും. നെക്സ്റ്റ് ചാപ്റ്റർ, ന്യൂക്ലിയൈ. The energy required to separate all the nucleons inside a nucleus is called binding energy of the nucleus. Write an expression for binding energy in terms of mass defect. Binding energy in terms of mass defect is equal to delta m c square. വേണമെങ്കിൽ നിങ്ങൾക്ക് മാസ് ഡിഫക്റ്റിന് ഇക്വേഷനും കൂടെ എഴുതിയേക്കാം. Z into mass of proton plus A minus Z into mass of neutron minus mass of nucleus into C square എന്നും നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ്. B part. Draw the graph showing the variation of binding energy per nucleon as a function of mass number. Draw the graph showing the variation of binding energy per nucleon. Variation of binding energy per nucleon as a function of mass number. ആ ഗ്രാഫ് വരക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്.
ഇതാണ് ആ ഗ്രാഫ്. ഇതാണ് ആ ഗ്രാഫ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഗ്രാഫാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വരക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ഗ്രാഫ് അറിയാം എന്ന് പരീക്ഷയ്ക്ക് പേപ്പർ നോക്കുന്ന ആൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഒരു വര അങ്ങോട്ട് വരച്ചു വെക്കുക. അതായത് ഇങ്ങനെ ഇങ്ങനെ വരച്ചിട്ട് ഇപ്പോൾ കുറച്ച് ഇങ്ങനെ 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 ആക്കി ഇങ്ങോട്ട് വെച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ വരച്ചിട്ട് ഇതാ ഇങ്ങനെ വരച്ച് വെച്ചാൽ അതാണ് ബൈൻഡിങ് എനർജി കർവ് എന്ന് പറയുന്നത്. ഇതാണ് മാക്സിമം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണുള്ള ന്യൂക്ലിയസ് നിൽക്കുന്ന സ്ഥലം. അവിടെയുള്ള ന്യൂക്ലിയസ് ആരാ? അത് നിങ്ങൾക്കറിയണം. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ന്യൂക്ലിയസ് പോസസ് മാക്സിമം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ? അത് അയേൺ ന്യൂക്ലിയസ് ആണ്. മാസ് നമ്പർ 56 ആണ്. അതിൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ 8.75 അല്ലേ? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ അയേൺഡ് ഇതാ 8.75. അയ്യോ പോയി. ബൈൻഡിങ് എനർജി 8.75 ഉണ്ട്. 56 മാസ് നമ്പർ വരുന്ന 8.75 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ബൈൻഡിങ് എനർജി ഉള്ള അയൺ ന്യൂക്ലിയസ് ആണ് ദ മോസ്റ്റ് സ്റ്റേബിൾ ന്യൂക്ലിയസ്. ദ ന്യൂക്ലിയസ് വിത്ത് ഗ്രേറ്റസ്റ്റ് വാല്യൂ ഓഫ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ കർവ് അങ്ങ് പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കർവാണ് ബൈൻഡിങ് എനർജി കർവ്. എക്സ്പെക്ട് ചെയ്യാം നമുക്ക് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ. Ready? Next. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ്. ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ ഏതെങ്കിലും രണ്ട് പ്രോപ്പർട്ടീസ് എഴുതാനാണ് പറഞ്ഞത്. ന്യൂക്ലിയർ ഫോഴ്സിന് പ്രോപ്പർട്ടീസ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരുപാട് നമ്മൾ പഠിച്ചതാണ്. ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് അട്രാക്റ്റീവ് ഫോഴ്സ്. ഇറ്റ് ഈസ് എ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്, നോൺ സെൻട്രൽ ഫോഴ്സ്. It is independent of charge. It is charge independent ഫോഴ്സ് ആണ്. അതേപോലെ തന്നെ സ്പിന്നിങ് ഓഫ് ന്യൂക്ലിയോൺസിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. അങ്ങനെയുള്ള കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു രണ്ട് പ്രോപ്പർട്ടീസ് എഴുതി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്പോണ്ടേനിയസ് ആൻഡ് കണ്ടിന്യൂവസ് disintegration of a nucleus of a heavy element with the emission of certain types of radiation is known as radioactivity. റേഡിയോ ആക്ടിവിറ്റി നമുക്ക് സിലബസിലുണ്ട്. ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റി മുതലുള്ള ടോപ്പിക്സ് നമുക്ക് സിലബസിലില്ല. ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റിയും n=10 (e⁻⁻t വരുന്ന ഇക്വേഷനും ഹാഫ് ലൈഫ്, മീൻ ലൈഫ് തുടങ്ങിയ കാര്യങ്ങളും ഇതൊന്നും നമുക്ക് പഠിക്കേണ്ടതില്ല. അത് നമ്മുടെ സിലബസിലില്ല. പക്ഷെ ആൽഫ ഡിക്ക്, ബീറ്റ ഡിക്ക്, ഗാമ ഡിക്ക് ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. മേ ബി ക്വസ്റ്റ്യൻ അവിടുന്ന് വന്നേക്കാം. കാരണം എന്താണ് ആൽഫ, എന്താണ് ബീറ്റ, എന്താണ് ഗാമ എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലെ ആൽഫ, ബീറ്റ, ഗാമ പാർട്ടിക്കിൾസും ഗാമ റേഡിയേഷനാണ് ആൽഫ ബീറ്റ പാർട്ടിക്കിൾസ് ആണ്. ഈ പാർട്ടിക്കിൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ NCERT മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ റേഡിയോ ആക്ടിവിറ്റി എന്താണെന്നും പറയുന്നുണ്ട്. ഈ ആൽഫ പാർട്ടിക്കിളിൻ്റെ സ്വഭാവം, ആൽഫ പാർട്ടിക്കിളിൽ രണ്ട് പോസിറ്റീവ് ചാർജ്, 2 പ്രോട്ടോണും 2 ന്യൂട്രോണും അടക്കം 4 ന്യൂക്ലിയോൺസും, 2 പ്രോട്ടോണും 2 ന്യൂട്രോണും അടക്കം 4 ന്യൂക്ലിയോൺസ് ആണെന്ന് പറയുമ്പോൾ ആൽഫ ഡിക്ക് സംഭവിക്കുമ്പോൾ Z(Z-2) ആകുമെന്നും A(A-4) ആകുമെന്നും നമ്മൾ അറിഞ്ഞു വെക്കുക. ആൽഫ ഡി കെ നടന്നാൽ Z(Z-2), ആൽഫ ഡി കെയിൽ Z(Z-2) ആകും. എ എന്നുള്ളത് A-4 ആകും ആൽഫ ഡി കെയിൽ. ബീറ്റ ഡി കെ 2 ടൈപ്പ് ഉണ്ട്, ബീറ്റ മൈനസും ബീറ്റ പ്ലസും. ഇതിൽ ബീറ്റ മൈനസ് ഡി കെ നടക്കുമ്പോൾ Z(Z+1) ആവും, എയിൽ മാറ്റം ഉണ്ടാവില്ല. ബീറ്റ പ്ലസ് ഡി കെ ആണ് നടക്കുന്നതെങ്കിൽ Z(Z-1) ആവും, എയിൽ മാറ്റം ഉണ്ടാവില്ല. ഗാമ ഡി കെ നടന്നു കഴിഞ്ഞാൽ ZZ തന്നെ, A ഈ സാധനം ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് മേ ബി ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്കത് ആൻസർ ചെയ്യാൻ സാധിക്കണം. ഇത് അത്തരത്തിലുള്ളൊരു മുൻവർഷത്തിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് decays according to the sequence. ഒരു സീക്വൻസ് എന്നിട്ട് ബീറ്റ മൈനസ് ഡി കെ സംഭവിച്ച് D1 ആയി മാറി, പിന്നെ ആൽഫ ഡി കെ സംഭവിച്ച് D2 ആയി മാറി എങ്കിൽ if the mass number and atomic number of D2 are 172 and 71, D2ൻ്റെ അറ്റോമിക് നമ്പർ 71ഉം മാസ് നമ്പർ 172ഉം ആണെങ്കിൽ വാട്ട് ആർ ദ മാസ് നമ്പർ, അറ്റോമിക് നമ്പർ ഓഫ് ഡി. അപ്പോൾ ഇവിടെ ആൽഫ ഡി കെ നടന്നിട്ടുണ്ട്.
D1 ആൽഫ ഡി കെ നടന്നിട്ടാണ് D2 ആയത് അല്ലേ? D1 ആൽഫ ഡി കെ നടന്നിട്ടാണ് D2 ആയത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ D1ൻ്റെ അറ്റോമിക് നമ്പർ 2 കുറഞ്ഞതാണ് 71. അപ്പോൾ D1ൻ്റെ അറ്റോമിക് നമ്പർ 2 കൂടുതലായിരിക്കും, 73 ആയിരിക്കും. D1ൻ്റെ മാസ് നമ്പർ 4 കൂടുതലായിരിക്കും, 176. റെഡി. ഇനി ഡി എങ്ങനെയാ D1 ആയത്? ബീറ്റ മൈനസ് ഡി കെ നടന്നിട്ടാ. അപ്പൊ ഡിയുടെ അറ്റോമിക് നമ്പർ എന്തായിരിക്കും? 73 ഉള്ളത് എന്തായിട്ടുണ്ടാകും? 70 ബീറ്റ മൈനസ് ഡി കെ നടന്നപ്പോൾ ഒന്ന് കൂടിയതാണ്. അപ്പൊ ഇത് 72 ആയിരുന്നു. ഡിയുടെ അറ്റോമിക് നമ്പർ 72 ആയിരുന്നു. മാസ് നമ്പറിലൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. സോ മാസ് നമ്പർ എന്താ? 176. അറ്റോമിക് നമ്പർ എന്താ? 72. ദിസ് ഈസ് ദ ആൻസർ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞുകൂടാ. നെക്സ്റ്റ്, ഡിഫൈൻ 1 AMU. ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞത്. 1 അറ്റോമിക് മാസ് യൂണിറ്റ് ഈസ് 1/12 ഓഫ് മാസ് ഓഫ് കാർബൺ 12 ആറ്റം. അതാണ് ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് 1/12 ഓഫ് മാസ് ഓഫ് കാർബൺ 12 ആറ്റം. പിന്നെ ചോദിച്ചത് അതിൽ തന്നെ കാൽക്കുലേറ്റ് ഇറ്റ്സ് എനർജി ഇക്വലന്റ് ഇൻ മെഗാ ഇലക്ട്രോൺ വോൾട്ട്. 1 അറ്റോമിക് മാസ് യൂണിറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എനർജി മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം mc² ആണ്. സോ 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1.67 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം ആണ്. ഇൻറ്റു C² എന്ന് പറയുമ്പോൾ 3. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ചിട്ട് കാൽക്കുലേഷൻ നടത്തുന്ന പോലെ ഇങ്ങനെ അഭിനയിച്ചാൽ മതി. അല്ലാതെ വെറുതെ നമ്മൾ ഇത് ഇങ്ങനെ ചെയ്ത് കാൽക്കുലേറ്റർ എടുത്ത് പഠിക്കാത്ത ഫൈനൽ ആൻസർ നമുക്കറിയണം. ഇത് ഫൈനൽ ആൻസർ എസ്പെഷ്യലി നമ്മൾ എൻട്രൻസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 അറ്റോമിക് മാസ് യൂണിറ്റിൻ്റെ ഇക്വലൻ്റ് എനർജി എന്ന് പറഞ്ഞാൽ 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്നൊക്കെ നമുക്കറിയണം. ഓക്കെ, അത് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇങ്ങനെ വെക്കുക. ഇത് ഇത്രയും ജൂളാണ്. ഇത് ജൂളാണ്. ചോദ്യം മെഗാ ഇലക്ട്രോൺ വോൾട്ടിലാണ്. അപ്പോൾ ജൂളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മെഗാ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റണം. 1.67 അത് മാറ്റണം എങ്ങനെയെന്ന് പഠിച്ചോ. 10⁻⁻27 ഇൻറ്റു 3 ഇൻറ്റു 10⁸8 സ്ക്വയർ ഡിവൈഡഡ് ബൈ 1.6 ഇൻറ്റു ഇവിടെ 10⁻⁻19 എഴുതിയാൽ ഇത് ഇലക്ട്രോൺ വോൾട്ടിലാണ്. 10⁻⁻19 എഴുതിയാൽ ഇലക്ട്രോൺ വോൾട്ടിലാണ്. അത് അങ്ങനെ എഴുതിയാൽ മതി. അത് ഇലക്ട്രോൺ വോൾട്ട് എഴുതിയാൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ 10⁻⁻19 എന്നുള്ളത് മാറ്റിയിട്ട് ആ 10⁻⁻19 എന്നുള്ള സാധനം മാറ്റിയിട്ട് നിങ്ങൾക്ക് അവിടെ 10⁻13 ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആവും. സോ ദ ആൻസർ വിൽ ബി 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. റെഡി? അപ്പോൾ ആ രൂപത്തിൽ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ 10⁻⁻19 എന്നും അപ്പുറത്ത് ഇലക്ട്രോൺ വോൾട്ട് എന്നും എഴുതി. ഇതും ശരിയാണ്. ഇനി വേറൊരു കാര്യം കാണിച്ചു തരാം. ഇതിങ്ങനെയല്ല. ഇതിപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്തില്ല എന്ന് വിചാരിച്ചോ. നിങ്ങൾക്ക് ആൻസർ അറിയാലോ. നിങ്ങൾക്ക് ആൻസർ അറിയാം ഇതാണ് വാല്യൂ എന്നുള്ളത്. നിങ്ങളിപ്പോൾ ഇങ്ങനെ എഴുതി 10⁻⁻19 എഴുതി. ഇലക്ട്രോൺ വോൾട്ടാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. ഇവിടെ 10⁻⁻19 ദിസ് വിൽ ബി ഈക്വൽ ടു 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് എഴുതിക്കോളൂ. ഒരു പ്രശ്നവുമില്ല. ഓക്കെ, എന്തായാലും നിങ്ങൾ ഫ്രീഡം, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ മുഹമ്മദ് കെ, റെഡി. നെക്സ്റ്റ് question. A and B are two isotopes having mass numbers 14 and 16 respectively. അപ്പോൾ എയും ബിയും 2 ഐസോട്ടോപ്പുകളാണ്. അവരുടെ മാസ് നമ്പേഴ്സ് 14ഉം 16ഉമാണ്. ഇഫ് ദ അറ്റോമിക് നമ്പർ ഓഫ് എ ഈസ് 7, എന്റെ അറ്റോമിക് നമ്പർ 7 ആണെങ്കിൽ ഐസോട്ടോപ്പ് ആണല്ലോ. അപ്പോൾ ബിന്റെ അറ്റോമിക് നമ്പറും എന്ത് തന്നെ? 7 തന്നെ, ഐസോട്ടോപ്പാണ്.
then how many neutrons will be there in B? ബിയിൽ എത്ര ന്യൂട്രോൺസ് ഉണ്ടാവുന്ന ചോദ്യം. നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. 16 minus 7, that is 9. So 9 neutrons are there in B. എയിൽ എത്ര ന്യൂട്രോൺസ് ആണെന്ന് ചോദിച്ചാൽ 40 minus 7, 7 ആണ്. സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. റെഡി? ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the last question of the chapter. What is nuclear fission? ഫിഷനും ഫ്യൂഷനും പഠിക്കുക. ഫിഷനും ഫ്യൂഷനും നിർബന്ധമായിട്ട് പഠിക്കുക. ഫിഷനിൽ ആ റിയാക്ഷൻ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഫിഷൻ്റെ ബേസിസിലാണ് ആറ്റം ബോംബിൻ്റെ വർക്കിംഗ്. ഫിഷൻ കൺട്രോൾ ചെയ്ത് നടത്താം. ചെയിൻ റിയാക്ഷൻ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. വാട്ട് ഈസ് ന്യൂക്ലിയർ ഫിഷൻ? ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ എ ഹെവി ന്യൂക്ലിയസ് splits into lighter nuclei with the liberation of energy. Splitting of a heavy nucleus into lighter or moderate nuclei with the liberation of energy. സ്പ്ലിറ്റിംഗ് ഓഫ്, ഒരു വലിയ ന്യൂക്ലിയസിലോട്ട് ഒരു ന്യൂട്രോണെ പറഞ്ഞയച്ച് ഈ ന്യൂട്രോണ് ഈ ന്യൂക്ലിയസ് അബ്സോർബ് ചെയ്ത് ആ ന്യൂക്ലിയസ് എക്സൈറ്റഡ് ആയി നിന്ന് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന് അത് രണ്ട് ചെറിയ ന്യൂക്ലിയസുകളായി സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സ്, അതാണ് ന്യൂക്ലിയർ ഫിഷൻ. അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ ചോദിച്ചാൽ എന്താ? ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ടു ലൈറ്റർ ന്യൂക്ലിയൈ fuse or combine to form a larger nucleus with liberation of energy. ഫിഷൻ നടക്കൽ ഹെവി ന്യൂക്ലിയസുകൾക്കാ. യുറാനിയം പോലെ, പ്ലൂട്ടോണിയം പോലെ, പ്ലൂട്ടോണിയം പോലെയുള്ള ഹെവി ന്യൂക്ലിയസുകൾക്കാണ്. യുറാനിയത്തിൻ്റെ ഐസോട്ടോപ്പുകളൊക്കെ അറിഞ്ഞു വെക്കുക. യുറാനിയത്തിൻ്റെ ഫിഷൻ നടക്കുന്ന ഐസോട്ടോപ്പ് 235 യുറാനിയം 238 ഫിഷൻ നടക്കൂല. പ്ലൂട്ടോണിയം 239 ഫിഷൻ നടക്കും. ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ഫിഷനബിൾ മെറ്റീരിയൽ എന്നാ പറയുക. ദ ബെസ്റ്റ് ഫിഷനബിൾ മെറ്റീരിയൽ പ്ലൂട്ടോണിയം 239. ഇതേപോലെ ഹെവി ന്യൂക്ലിയസുകൾക്കാണ് ഫിഷൻ നടക്കുക. ഫ്യൂഷൻ നടത്തുന്നത് ചെറിയ ന്യൂക്ലിയസുകളാണ്. ചെറിയ ന്യൂക്ലിയസുകൾ കമ്പൈൻ ചെയ്ത് ഹൈഡ്രജൻ്റെ രണ്ട് ഐസോട്ടോപ്പ് കമ്പൈൻ ചെയ്തിട്ട് ഹീലിയം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഹൈഡ്രജൻ്റെ വേറെ ഐസോട്ടോപ്പ് ഉണ്ടായി അതിലൂടെ എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സുകൾ പ്രോട്ടോൺ സൈക്കിൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള, കാർബൺ നൈട്രജൻ സൈക്കിൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള, സണ്ണിലും അതുപോലെ മറ്റ് സ്റ്റാർസിലുമെല്ലാം എനർജി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ തന്നെ ചെറിയ ന്യൂക്ലിയസുകൾക്കാണ് സംഭവിക്കുക. ഫിഷൻ നടക്കുന്നത് വലിയ ന്യൂക്ലിയസുകൾക്കാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം നമുക്ക് ബൈൻഡിങ് എനർജി കർവിൻ്റെ ബേസിസിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഓർത്തു വെക്കുക. അത് നിങ്ങൾക്ക് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂയിലൊക്കെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. ഇവിടെ നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, മാച്ച് ദ ഫോളോയിങ്. ന്യൂക്ലിയർ ഫിഷൻ, nuclei generally possible for nuclei with high atomic number. Yes, ഞാനിപ്പോൾ പറഞ്ഞ കാര്യം. ന്യൂക്ലിയർ ഫിഷൻ നടക്കൽ അറ്റോമിക് നമ്പർ കൂടിയ യുറാനിയം പോലെ, പ്ലൂട്ടോണിയം പോലെയുള്ള ന്യൂക്ലിയസുകൾക്കാണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ ന്യൂക്ലിയൈ വിത്ത് ലോ അറ്റോമിക് നമ്പർ, ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തിട്ട് കാർബൺ നൈട്രജൻ സൈക്കിളിൽ കാർബണും നൈട്രജൻ പോലെയുള്ള ലോവർ അറ്റോമിക് നമ്പറുള്ള ന്യൂക്ലിയസുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താ? ട്രാൻസിഷൻ ബിറ്റ്വീൻ അറ്റോമിക് എനർജി ലെവൽസ്, അതിലൂടെയാണ് നമുക്ക് ഹൈഡ്രജൻ സ്പെക്ട്രം കിട്ടുന്നത്. ഇലക്ട്രോൺ എമിഷൻ ഫ്രം ദ ന്യൂക്ലിയസ്, ആക്ച്വലി ബീറ്റ ഡീകെ എന്ന് പറയുന്നതാണ് ഇത് ഇലക്ട്രോണിൻ്റെ എമിഷൻ ഫ്രം ദ ന്യൂക്ലിയസ്. ഇലക്ട്രോൺ ഫ്രം ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോൺ വരിക. ന്യൂക്ലിയസിലെവിടെ ഇലക്ട്രോണ്? ന്യൂക്ലിയസിൻ്റെ പുറത്തല്ലേ ഇലക്ട്രോൺ ഉള്ളത്, പിന്നെ എങ്ങനെ ന്യൂക്ലിയസിനകത്ത് നിന്ന് ഇലക്ട്രോൺ വരിക? അതെ, അതാണ് ബീറ്റ ഡീകെയിൽ സംഭവിക്കുന്നത്. ന്യൂക്ലിയസിനകത്ത് ഒരു അൺസ്റ്റേബിൾ ന്യൂട്രോൺ സ്പ്ലിറ്റ്സ് ഇൻ ടു എ പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ ആൻഡ് അലോങ് വിത്ത് ആൻ ആൻറ്റി ന്യൂട്രിനോ ഈസ് എമിറ്റഡ്. ഇതിൻ്റെ കൂടെ എന്ന് വെച്ചാൽ അൺസ്റ്റേബിൾ ന്യൂട്രോൺ സ്പ്ലിറ്റ് ചെയ്ത് പ്രോട്ടോണും ഇലക്ട്രോണും ആൻറ്റി ന്യൂട്രിനോയുമായി മാറും. ഈ ഇലക്ട്രോൺ പുറത്തേക്ക് പോകുന്നതാണ് ഏത്? ബീറ്റ മൈനസ് ഡി കെ എന്ന് പറയുന്നത്. ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോൺ അൺസ്റ്റേബിളാ, ഫ്രീ സ്റ്റേറ്റിൽ അൺസ്റ്റേബിളാ. ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ നിൽക്കുമ്പോഴേ സ്റ്റെബിലിറ്റി ഉള്ളൂ. വളരെ കുറഞ്ഞ ഹാഫ് ലൈഫ് ഉള്ള ഒരു പാർട്ടിക്കിളാണ് ന്യൂട്രോൺ. അറൗണ്ട് 15 മിനിറ്റ്സ്, കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, ഒരു 10 to 15 മിനിറ്റ്സ്, 10.2 മിനിറ്റ്സ് ഒക്കെയാണ് ആവറേജ് ഹാഫ് ലൈഫ് ഓഫ്
ന്യൂട്രോൺ പറയാം. അപ്പോൾ ആ ന്യൂട്രോൺസ് ഒക്കെ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു. ഏത് ന്യൂട്രോൺസ്? അൺസ്റ്റേബിൾ ന്യൂട്രോൺ സ്പ്ലിറ്റ് ചെയ്യും. അവർ സ്പ്ലിറ്റ് ചെയ്തിട്ട് പ്രോട്ടോണും ഇലക്ട്രോണും ആൻറ്റി ന്യൂട്രോണുമായി മാറും. ആ ഇലക്ട്രോണും ആൻറ്റി ന്യൂട്രോണും ന്യൂക്ലിയസിന് പുറത്തേക്ക് പോകും. ന്യൂക്ലിയസിന് പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോണാണ് ബീറ്റ മൈനസ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി ന്യൂക്ലിയൈ എന്ന ചാപ്റ്റർ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ, നിങ്ങൾക്ക് വേവ് ഒപ്റ്റിക്സ് ആണ്. സ്ക്രീനിൽ നിങ്ങൾക്ക് അത് കാണാം. MP സാർ ആയിരിക്കും വേവ് ഒപ്റ്റിക്സ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്തായാലും പരീക്ഷ നന്നായിട്ട് എഴുതുക. നിങ്ങൾക്കറിയാവുന്ന ചോദ്യങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് ഉണ്ടാവുകയുള്ളൂ. അതിലാവുന്ന ഉത്തരങ്ങളും നിങ്ങൾക്കുണ്ടാകും. നന്നായിട്ട് പരീക്ഷയ്ക്ക് പഠിച്ചെഴുതുക. ഫുൾ മാർക്ക് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഫുൾ മാർക്ക് അല്ലാതെ നമ്മൾ അതിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല. സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുക. ഓൾ ദ ബെസ്റ്റ്. ഹലോ, ഓക്കെ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഒപ്റ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, വേവ് ഒപ്റ്റിക്സ്. വേവ് ഒപ്റ്റിക്സിലുള്ള പല ഭാഗങ്ങളും ഡെലീറ്റഡ് ആണ്. റിസോൾവിങ് പവറിൻ്റെ ഭാഗങ്ങൾ, അതുപോലെ തന്നെ YDSCയിലെ പല ഡെറിവേഷൻസും ഡെലീറ്റഡ് ആണ്. അതുപോലെ പോളറൈസേഷനിൽ റിഫ്ലക്ഷൻ സ്കാറ്ററിംഗ് കൊണ്ടുണ്ടാകുന്ന പോളറൈസേഷൻ, അങ്ങനത്തെ ടോപ്പിക്കുകളൊക്കെ ഡെലീറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ. So let's start with the first one. Using Huygens wave theory, prove that the angle of incidence is equal to angle of reflection. Now ഇതിലും അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് റിഫ്രാക്ഷനുമായി ബന്ധപ്പെട്ടാണ്. സോ ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുള്ള റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ്. അതിൽ ആ ഫിഗർ വരയ്ക്കാൻ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിക്കണം. സ്കെയിൽ ഉപയോഗിച്ച് മനസ്സിലാക്കുക. ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നിങ്ങൾ ഫിഗർ വരയ്ക്കണം എന്നില്ല. ഫിഗർ വരച്ചതിന് ശേഷം ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഡിറൈവ് ചെയ്താൽ മതി. അപ്പോൾ വരുന്നത് ആക്ച്വലി ഒരു വേവ് ഫ്രണ്ട് ആണ്. അപ്പോൾ 2 ലൈൻ വരയ്ക്കുക. എന്നതിന് ശേഷം അത് റിഫ്ലക്ട് ചെയ്ത് പോകുന്നതും അങ്ങനെ തന്നെ വരയ്ക്കുക. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വലായി വരുന്ന രീതിയിൽ. അപ്പോൾ ഇതൊരു മിററാണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ്റെ കേസാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ താഴെ മിറർ വരയ്ക്കാം. അതിലേക്ക് വരുന്ന ലൈന് 2 ലൈൻസ് വരയ്ക്കുക പാരലായിട്ട്. ഓക്കെ, എന്നിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതും വരയ്ക്കാം. ആക്ച്വലി നിങ്ങളൊരു അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതും വരയ്ക്കാം. ഇനി വരുന്ന വേവ് ഫ്രണ്ട്, ഈ കാണുന്ന ഇൻസിഡന്റ് ലൈറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് വരയ്ക്കാം. ഇത് ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. ഇനി ആ കാണുന്ന ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ഇതാ ഇവിടെ കൊണ്ടുവന്ന് വരയ്ക്കുക. ഇത് പെർപെൻഡിക്കുലർ. അതേപോലെ തന്നെ ഈ തിരിച്ചു പോകുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇത് റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട്. ഈ കാണുന്ന റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് ഇതാ ഈ കാണുന്ന ടച്ച് ചെയ്യുന്ന പോയിന്റിൽ വരയ്ക്കുക. ഇവിടെ ആംഗിൾ 90 ഡിഗ്രി. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെ ആദ്യം ഫിഗർ വൃത്തിയായി വരയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഹൈഗൻസ് വേവ് തിയറി വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ്. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസിഡന്റ് വേവ് ഫ്രണ്ടും നോർമൽ തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിളിനെയാണ് നമ്മൾ റേ ഒപ്റ്റിക്സിലൊക്കെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വരയ്ക്കാറുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ, റിമൈനിങ് ആയിട്ടുള്ള ഈ ആംഗിൾ, കാരണം ഇൻസിഡന്റ് വേവ് ആണ് ആ ബ്ലൂ കളറിൽ താഴേക്ക് വരുന്നത്, ഗ്രീൻ കളറിലുള്ള അതിൻ്റെ വേവ് ഫ്രണ്ട് ആണ്. സോ ടോട്ടൽ ആംഗിൾ 90 ആയതുകൊണ്ട് ഇത് 90 - I ആയിരിക്കും. ദാറ്റ് മീൻസ് ഇത് I. സിമിലർലി ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നിടത്ത് നിങ്ങൾ ഒരു നോർമൽ വരച്ചാൽ, ഇത് നോർമലാണ്. ഈ റിഫ്ലക്റ്റ് ചെയ്തു പോകുന്ന ഈ ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ R. ഓക്കെ, ആ കാണുന്നത് R ആണെങ്കിൽ ഇത് 90 - R ആയിരിക്കും. ആൻഡ് റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് ഇൻ്റർഫേസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ ക്ലിയർ ആക്കി പറഞ്ഞുതരാം. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളാണ്. അതേ ആംഗിൾ തന്നെയാണ്, വൺസ് അഗെയിൻ ഇതൊക്കെ നല്ല സ്കെയിൽ വെച്ച് നല്ല വൃത്തിയായിട്ട് വരയ്ക്കണം. അതേ ആംഗിൾ തന്നെയാണ് ഇൻസിഡന്റ് വേവ് ഫ്രണ്ടും ഇന്റർഫേസും തമ്മിലുണ്ടാവുക. സിമിലർലി റിഫ്ലക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള അതേ ആംഗിൾ തന്നെയാണ് റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ടും ഇന്റർഫേസും തമ്മിലുണ്ടാവുക. ഇനി ഇവിടെ നമ്മൾ ചില പോയിന്റുകൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ലെറ്റ്സ് കോൾ ദീസ് A
ഇത് ബി, ഇത് സി, ഇത് ഡി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് രണ്ട് ട്രയാങ്കിൾസ് കാണാം. ട്രയാങ്കിൾ എ ബി സി ഉണ്ട്, അതുപോലെ തന്നെ ട്രയാങ്കിൾ എ ഡി സി ഉണ്ട്. രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് ആണ്. നൗ ഹൈഗൻസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് വേവ് ഫ്രണ്ട് നിങ്ങൾ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങളൊരു വര വരച്ചാൽ മതി. ഇതൊരു ആർക്ക് വരച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ഡിസ്റ്റൻസ് ആക്ച്വലി വി ടി ആണ്. അതേ ഡിസ്റ്റൻസ് തന്നെയാണ് ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഈ ഡിസ്റ്റൻസും, ദാറ്റ് ഈസ് ഓൾസോ വി ടി. ഓക്കെ, സോ അപ്പോൾ ഈ കാണുന്ന ട്രയാങ്കിൾസിൽ ട്രയാങ്കിളിൽ കോമൺ എ സി എന്ന് പറയുന്ന സൈഡ് കോമൺ ആണ്. ഇനി ഇത് രണ്ടും റൈറ്റ് ട്രയാങ്കിൾസ് ആണ്. ആ റൈറ്റ് ട്രയാങ്കിൾസിന്റെ ഹൈപ്പോട്ടന്യസ് ആയിട്ടാണ് ഏത് വരിക, എ സി എന്ന് പറയുന്ന സൈഡ് വരുന്നത്. ഇനി അത് കഴിഞ്ഞ ശേഷം മറ്റ് സൈഡുകളായ എ ഡിയും ബി സിയും ഈക്വൽ ആണ്, വിച്ച് ഈസ് വി ടി. അപ്പോൾ ഹൈപ്പോട്ടന്യസും ഒരു സൈഡും ഈക്വൽ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും റൈറ്റ് ട്രയാങ്കിൾ പൈതഗോറസ് തിയറം അനുസരിച്ച് മൂന്നാമത്തെ സൈഡുകളും ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ട്രയാങ്കിൾ എ ബി സി ഈസ് കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ എ ഡി സി. അതിൻ്റെ അർത്ഥം ഈ എ ഡിക്കും ബി സിക്കും, എ ഡി ബി സി എന്ന് പറയുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളുകളായ ഐയും ആറും ഈക്വൽ ആയിരിക്കും. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നുള്ളത് നമ്മൾ ഇവിടുന്ന് പ്രൂവ് ചെയ്യുന്നു. സോ ആദ്യം ഫിഗർ നല്ല വൃത്തിയായിട്ട് വരയ്ക്കുക, ശേഷം അവിടെയുള്ള പോയിന്റുകൾ, ആംഗിളുകൾ മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളെ റിഫ്ലക്ഷൻ ആണ് എങ്കിൽ അവിടെ ട്രയാങ്കിൾസിന്റെ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആണ് എന്നത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ പ്ലെയിൻ വേവ് ഫ്രണ്ട് എ ബി ഇൻസിഡന്റ് ഓൺ എ സർഫസ് എക്സ് വൈ ആൻഡ് അണ്ടർഗോസ് റിഫ്രാക്ഷൻ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇനി പ്രൂവ് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ ബൈ യൂസിങ് ദിസ് ഫിഗർ. അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കാണുന്ന രണ്ട് പോയിന്റ്സ് എയും ബിയും ഒരേ വേവ് ഫ്രണ്ടിലെ പോയിന്റ്സ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഓൺ സെയിം ഫേസ്. അതുപോലെ തന്നെ സിയും ഡിയും ഒരേ വേവ് ഫ്രണ്ടിലെ പോയിന്റ്സ് ആണ്, ദേ ആർ ഓൾസോ ഇൻ സെയിം ഫേസ്. അപ്പോൾ ഈ കാണുന്നത് ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ആണ്, ഇത് റിഫ്രാക്റ്റഡ് കേട്ടോ, റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് ആണ് ഈ റെഡിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ടൈം, ബിയിൽ നിന്ന് സിയിലേക്കുള്ള ടൈം ടി ആണെങ്കിൽ അവിടെ വെലോസിറ്റി v1 ആണെങ്കിൽ v1 ടിയും, അതേ സമയം കൊണ്ട് എയിൽ നിന്ന് ഈ ഡിയിലേക്കുള്ളത് v2 ടിയും ആയിരിക്കും. സോ സെയിം ടൈം കൊണ്ട് ബിയിൽ നിന്ന് സിയിൽ എത്തുന്ന അതേ സമയം കൊണ്ടാണ് എയിൽ നിന്ന് ഡിയിലേക്ക് എത്തുന്നത്. സോ ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നമുക്ക് ഇവിടെ രണ്ട് ട്രയാങ്കിളുകൾ, രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം, സൈൻ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ സൈൻ ഐ ഏതിൽ, ആ മുകളിലുള്ള ഫസ്റ്റ് മീഡിയത്തിൽ, റയറർ മീഡിയത്തിൽ എടുത്തു കഴിഞ്ഞാൽ സൈൻ ഐ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് v1 ടി, ഹൈപ്പോട്ടന്യസ് എ സി. സിമിലർലി സൈൻ ആർ, ഈ ക്വസ്റ്റ്യനിൽ ഫിഗർ തന്നുകൊണ്ട് ആ പണി കുറവാണ്. സൈൻ ആർ അതുപോലെ തന്നെ രണ്ടാമത്തെ റൈറ്റ് ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ മതി, അവിടെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് v2 ടി ഡിവൈഡഡ് ബൈ എ സി. നൗ വാട്ട് ഈസ് സൈൻ ഐ ബൈ സൈൻ ആർ? സൈൻ ഐ ബൈ സൈൻ ആർ നേരെ എഴുതി വെക്കാനല്ല, സൈൻ ഐ ബൈ സൈൻ ആർ ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് v1 ബൈ v2. ഈ v1 എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ c ബൈ n1 ആൻഡ് v2 എന്ന് പറയുന്നത് c ബൈ n2 ആണ്. അപ്പോൾ സൈൻ ഐ ബൈ സൈൻ ആർ എന്തായി? സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു n2 ബൈ n1. ഇതാണ് സ്നെൽസ് ലോ. സോ നമ്മൾ എന്ത് ചെയ്തു? സ്നെൽസ് ലോ പ്രൂവ് ചെയ്തു. അപ്പോൾ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആണ് റിഫ്ലക്ഷനിൽ വരുന്നതെങ്കിൽ റിഫ്രാക്ഷനിൽ അങ്ങനെ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ഒന്നുമല്ല, സൈഡുകൾ തമ്മിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറയുന്നത് n2 ബൈ n1 എന്ന റേഷ്യോ കിട്ടും. വാട്ട്സ് എ ചേഞ്ച് ഇൻ സ്പീഡ് ഓഫ് പ്രൊപ്പഗേഷൻ ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദ റിഫ്രാക്റ്റഡ് വേവ്? ശ്രദ്ധിക്കുക, സ്പീഡ് ഇവിടെ v1 ആണെങ്കിൽ ഇവിടെ സ്പീഡ് v2 ആണ്. എന്നാൽ ഫ്രീക്വൻസി ഇവിടെ ന്യൂ ആണെങ്കിൽ ഇവിടെയും അതേ ഫ്രീക്വൻസിയാണ്. സോ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്പീഡിൽ വ്യത്യാസം ഉണ്ടാകും, അതുപോലെ തന്നെ അതിൻ്റെ വേവ് ലെങ്ത്തിലും വ്യത്യാസം ഉണ്ടാകും. ഫ്രീക്വൻസി ഡു നോട്ട് ചേഞ്ച്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഫസ്റ്റ് മീഡിയത്തിൽ v1 ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ 1, രണ്ടാമത്തെ മീഡിയത്തിൽ എത്തുമ്പോൾ v2 ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ 2. അതായത് ഈ കാണുന്ന വേവ് ലെങ്ത് ചേഞ്ച് ചെയ്തുകൊണ്ടാണ് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അവിടെ മാറ്റമില്ലാതെ കണ്ടിന്യൂ ചെയ്യുന്നത് ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി ഡു നോട്ട് ചേഞ്ച് വിത്ത് മീഡിയം. ഓക്കെ, സോ ദാറ്റ്സ് റിഫ്രാക്ഷൻ. ഇനി അതിൻ്റെ ഫിഗർ വരയ്ക്കേണ്ടി വന്നാലോ നിങ്ങളൊരു കാര്യം മാത്രം നോക്കുക, ഇത് ഇൻ്റർഫേസ് വരയ്ക്കേണ്ടി വന്നാൽ ചെയ്യേണ്ടത് കേട്ടോ, ശ്രദ്ധിക്കണേ. ഇൻ്റർഫേസ് റെയറർ, ഇത് ഡെൻസർ ആണെങ്കിൽ ലൈറ്റ് ഇതാ ഇങ്ങനെ വരുന്നു, പാരലൽ ആയിട്ടുള്ള രണ്ട് ലൈൻസ് വരയ്ക്കുക. എന്നിട്ട് റെയറിന്ന് ഡെൻസറിലേക്ക് പോകുമ്പോൾ അത് എങ്ങോട്ടാണ് പോകാന്നുള്ളത് നമുക്കറിയാലോ, ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് എ നോർമൽ. അപ്പോൾ അത് കുറച്ചും കൂടെ ഇങ്ങോട്ട് ബെൻഡ് ആക്കി വരയ്ക്കുക. എന്നിട്ട് രണ്ട് പെർപെൻഡിക്കുലർ ഇതാ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് വേവ് ഫ്രണ്ടുകളായി. ഇതാണ് പരിപാടി. ഓക്കെ, എന്നിട്ട് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ആർക്കൊക്കെ വരയ്ക്കാം, കാരണം ഒരു ആർക്കൊക്കെ ഉണ്ട് അവിടെ. സെക്കൻഡറി വേവ് ഫ്രണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ
ഇവിടുത്തെ വെലോസിറ്റി V1 ആണെങ്കിൽ ഇത് V1t, ഇത് V2t, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റേ ഒപ്റ്റിക്സ് പഠിച്ചതിൽ നിന്ന് അറിയാം, ഇഫ് ഇറ്റ് ഈസ് ലൈറ്റ് ഈസ് മൂവിങ് ഫ്രം റയറർ ടു ഡെൻസർ ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് നോർമൽ. അപ്പോൾ അതായത് ഇങ്ങനെ വരയ്ക്കുക, പിന്നെ ഇത് തട്ടിച്ചതിന് ശേഷം കുറച്ചും കൂടെ ഇങ്ങോട്ട് ബെൻഡാക്കി വരയ്ക്കുക. ഇനി നേരെ തിരിച്ച് ഡെൻസർ ടു റയറർ ആണ് ചോദിക്കുന്നതെങ്കിൽ നേരെ തിരിച്ച് വരയ്ക്കണം. ഇത് ഡെൻസർ, ഇത് റയറർ ആണെങ്കിൽ ഇങ്ങനെ വരുന്നു. ഇറ്റ് വിൽ ഹാസ് ടു ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. ഇത് ആദ്യം അങ്ങ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു പെർപെൻഡിക്കുലറും ഇവിടെ ഒരു പെർപെൻഡിക്കുലറും വരയ്ക്കുക. ഇവിടെ ഒരു ആർക്കും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. സോ ഇങ്ങനെയാണ് ഫിഗർ വരയ്ക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? അടുത്തതിലേക്ക് കടക്കുന്നു. അൺപോളറൈസ്ഡ് ബീം ഓഫ് ലൈറ്റ് ഈസ് ഇൻസിഡന്റ് ഓൺ വാട്ടർ സർഫസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഓക്കെ, ഈ സംഭവം ആക്ച്വലി പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ ആണ്. ദാറ്റ് ടോപ്പിക് ഈസ് ഡിലീറ്റഡ്. പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഭാഗം ഡിലീറ്റഡ് ആണ്. ബ്രൂസ്റ്റേഴ്സ് ആംഗിളും ബ്രൂസ്റ്റേഴ്സ് ലോ ഒക്കെ ഡിലീറ്റഡ് ആണ്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ഇല്ല. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. കൊഹറന്റ് സോഴ്സസ് ആർ നെസസറി ഫോർ പ്രൊഡ്യൂസിങ് സസ്റ്റെയിൻഡ് ഇന്റർഫറൻസ്. ദാറ്റ് ഈസ് ട്രൂ. ഇന്റർഫറൻസ്, ഒരു സ്റ്റേഷനറി ഇന്റർഫറൻസ് പാറ്റേൺ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ കൊഹറന്റ് സോഴ്സുകളായിരിക്കണം. സോഴ്സസ് നിർബന്ധമായിട്ടും കൊഹറന്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റേഷനറി ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടുകയുള്ളൂ. ആ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണ്. റൈറ്റ് ദ കണ്ടീഷൻ ഫോർ കൊഹറൻസ്. നൗ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫേസ് ഡിഫറൻസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം. ഫേസ് ഡിഫറൻസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം. അതാണ് എന്തിന്റെ കണ്ടീഷൻ? കൊഹറന്റ് സോഴ്സുകൾ ആവാനുള്ള കണ്ടീഷൻ. ഓക്കെ, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇലാബറേറ്റ് ചെയ്യണമെങ്കിൽ സെയിം ഫ്രീക്വൻസി, അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയും പറയാറുണ്ട് മോണോക്രോമാറ്റിക് എന്ന് പറയാറുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെയിം ആംപ്ലിറ്റ്യൂഡ് ഈസ് ആക്ച്വലി നോട്ട് നെസസറി ഒന്നും അല്ല, വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് കൊടുക്കാം. സെയിം ആംപ്ലിറ്റ്യൂഡ് originated from same source. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിലൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. ഒരേ സോഴ്സിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അങ്ങനെയാണെങ്കിലേ ലൈറ്റ് സോഴ്സുകൾ ലൈറ്റ് വേവ്സ് കൊഹറന്റ് ആവുകയുള്ളൂ. അല്ല ഡിഫറെന്റ് സോഴ്സിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് ഒരിക്കലും കൊഹറന്റ് ആവില്ല. കൊഹറന്റിന്റെ കണ്ടീഷൻ ഇതാണ്: ഫേസ് ഡിഫറൻസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം. സോ സെയിം ഫ്രീക്വൻസി അഥവാ മോണോക്രോമാറ്റിക് ആയിരിക്കണം. സെയിം ആംപ്ലിറ്റ്യൂഡ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് നെസസറി, പക്ഷെ നമ്മൾ ഒരു റിക്വയർമെന്റ് ആയിട്ട് പറയുന്നതാണ്. ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടാൻ വേണ്ടി, നല്ലൊരു ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടാൻ വേണ്ടി നമ്മൾ പറയുന്ന റിക്വയർമെന്റ് ആണ് സെയിം ആംപ്ലിറ്റ്യൂഡ്, ഒരേ സോഴ്സിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്താണ്. സെയിം ഫ്രീക്വൻസി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും സെയിം വേവ് ലെങ്ത് ഒക്കെ ആയിരിക്കും. സോ അതാണ് കണ്ടീഷൻസ്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. സൗണ്ട് വേവ്സ് ഡു നോട്ട് എക്സിബിറ്റ്. മനസ്സിലാക്കുക, നമ്മൾ വേവ് ഒപ്റ്റിക്സിൽ പറയുന്ന ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ എന്നൊക്കെ പറയുന്നത് എല്ലാ വേവ്സും എക്സിബിറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സൗണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എക്സിബിറ്റ് ചെയ്യാത്തത്, ഇന്റർഫറൻസ് ഉണ്ട്, ഡിഫ്രാക്ഷൻ എക്സിബിറ്റ് ചെയ്യും, റിഫ്ലക്ഷൻ എക്സിബിറ്റ് ചെയ്യും, ഇറ്റ്സ് പോളറൈസേഷൻ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് പോളറൈസേഷൻ ഇല്ല. പോളറൈസേഷൻ is only for transverse waves. So sound waves do not exhibit polarization. Now describes Young's double slit experiment to determine bandwidth of interference pattern. ഇന്റർഫറൻസ് പാറ്റേണിൽ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിലെ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ. ബാൻഡ് വിഡ്ത്തിന്റെ ഫോർമുല, ഫ്രിഞ്ച് വിഡ്ത്ത്, ബാൻഡ് വിഡ്ത്ത് എന്നൊക്കെ പറയുന്നത് d(λ/d). ഇതിന്റെ ഡെറിവേഷൻ ഇപ്രാവശ്യം സിലബസിൽ നിന്ന് ഡിലീറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഡെറിവേഷൻ നമ്മൾ പഠിക്കേണ്ടതില്ല. അതിന്റെ ഒരു അറേഞ്ച്മെന്റ് അറിയുന്നത് നല്ലതാണ്. നമ്മൾ അതിലൊരു സിംഗിൾ സോഴ്സ് ഉണ്ട്, അതിന്റെ ഫ്രണ്ടിലായിട്ട് നമ്മളൊരു സിംഗിൾ സ്ലിറ്റ് പ്ലേസ് ചെയ്യുന്നു. ആ സിംഗിൾ സ്ലിറ്റിലൂടെ വരുന്ന ലൈറ്റ് നമ്മൾ വീണ്ടും ഒരു ഡബിൾ സ്ലിറ്റിലൂടെ പാസ് ചെയ്യിക്കുന്നു. ബാക്കി സ്ക്രീനിൽ കിട്ടുന്നു. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് സിംഗിൾ സ്ലിറ്റിൽ നിന്ന് അത് ഡിഫ്രാക്റ്റ് ചെയ്ത് രണ്ട് സ്ലിറ്റിലേക്കും ഡീവിയേറ്റ് ചെയ്യും. അവിടെ നിന്ന് വരുന്ന ലൈറ്റ് ഇവിടെ വെച്ച് ഇന്റർഫിയർ ചെയ്യും. ആ കാണുന്നത് അവർക്കിടയിൽ പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് കിട്ടും. ആ ഫ്രിഞ്ചുകൾക്കിടയിലുള്ള സെപ്പറേഷൻ അതിനെയാണ് ഫ്രിഞ്ച് വിഡ്ത്ത് ഓർ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇറ്റ്സ് d(λ/d). ഈ ഡി എന്ന് പറയുന്നത്, ഇതിന്റെ ഡെറിവേഷൻ ഇല്ല കേട്ടോ, ഈ ഡി എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഡബിൾ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള, ഇത് നമ്മൾ ഫസ്റ്റ് സോഴ്സ്, ഇത് S1 S2 ഡബിൾ സ്ലിറ്റുകൾക്ക് അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ഡി. ഇവരുടെ വേവ് ലെങ്ത് ആണ് ലാംഡ. ഓക്കെ, സോ ഇന്റർഫറൻസ് പാറ്റേണിൽ ഡിസ്ക്രൈബ് ദ യങ്സ്, ഇതാണ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ഇതിന്റെ ഡെറിവേഷൻ, മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ ഡിലീറ്റഡ് ആണ്. ഓക്കെ, നൗ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്ന ദ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി due to superposition of two or more light waves is called interference. That is correct.
അങ്ങനെയാണ് ഇന്റർഫറൻസ് എന്ന് വിളിക്കുന്നത്. വാട്ട് ആർ ദ എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ ഒബ്സർവിംഗ് ഇന്റർഫറൻസ് ഓഫ് ലൈറ്റ്? കൊഹറൻസ്, അതായത് സോഴ്സസ് കൊഹറൻ്റ് ആയിരിക്കണം, അതാണ് കണ്ടീഷൻ. ഇനി കൊഹറൻ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാവുന്നത് ഓപ്ഷൻ എയുടെ ആൻസർ ആയിട്ട് സെയിം ഫ്രീക്വൻസി ആണ് ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ ഫേസ് ഡിഫറൻസ്. ഫേസ് ഡിഫറൻസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് കണ്ടീഷൻസ് ആണ് വേണ്ടത്. ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ബാൻഡ് വിഡ്ത്ത് ഓഫ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ഇതിന്റെ ഡെറിവേഷൻ ഇല്ല, അതിന്റെ ഫൈനൽ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയണം, ഡി ലാംഡ ബൈ ഡി. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ P1 ആൻഡ് P2 എന്നുള്ള ഉദ്ദേശിക്കുന്ന സോഴ്സുകളാണ് കേട്ടോ. ഈസ് 1 mm ആൻഡ് ദ സ്ക്രീൻ ഈസ് പ്ലേസ്ഡ് 1 meter away. എന്ന് വെച്ചാൽ D ഈസ് ഈക്വൽ ടു 1 mm, ക്യാപിറ്റൽ D ഈസ് 1 meter. വാട്ട് ഈസ് ദ ഫ്രിഞ്ച് സെപ്പറേഷൻ ഫോർ എ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, ലാംഡ ഈസ് 5 × 10⁻⁷. അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ഡി ലാംഡ ബൈ ഡി, അതാണ് ഫ്രിഞ്ച് സെപ്പറേഷൻ, വിച്ച് ഈസ് 1 × 5 × 10⁻⁷ ഡിവൈഡഡ് ബൈ സ്മോൾ ഡി എന്ന് പറയുന്നത് 1 mm ആണ്, വിച്ച് ഈസ് 10⁻⁻3, വിച്ച് ഈസ് 5 × 10⁻⁴ ഓർ 0.5 × 10⁻³ അഥവാ millimeter. സോ 1/2 millimeter ആയിരിക്കും ഫ്രിഞ്ച് സെപ്പറേഷൻ. ഓക്കെ, സോ ഈ കാൽക്കുലേഷൻസ് ഒക്കെ യൂഷ്വലി വളരെ വളരെ എളുപ്പമാവാറുണ്ട്. YDSCയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുള്ള റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് മാത്രമാണ്. ഓക്കെ, മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഈസ് യൂസ്ഡ് ടു ഡെമോൺസ്ട്രേറ്റ് ഇന്റർഫറൻസ് ഓഫ് ലൈറ്റ്. ദാറ്റ് ഈസ് കറക്റ്റ്. Part A, in Young's double slit experiment, 1 mm slit separation produces a band width of 0.6 mm on a screen placed at a certain distance away from the slits. When the screen is moved further away from the slits through 0.25 meter, the band width becomes 0.75 mm. Find the initial separation between the slits and the screen. Okay, ഒരു numerical question ആണ്. So ആദ്യം band width 0.6 mm ആണ്. So 0.6 mm ഫ്രിഞ്ച് വിഡ്ത്തിന്റെ ഫോർമുല ബീറ്റ ഈസ് ഈക്വൽ ടു ഡി ലാംഡ ബൈ ഡി. ഈ ക്യാപിറ്റൽ ഡി ആണ് നമുക്ക് അറിയാത്തത്. സോ വിച്ച് ഈസ് ക്യാപിറ്റൽ ഡി ഇൻറ്റു ലാംഡ, വേവ് ലെങ്ത് തന്നിട്ടില്ലല്ലോ അല്ലേ. സോ ലാംഡ ഡിവൈഡഡ് ബൈ സ്മോൾ ഡി എന്ന് പറയുന്നത് 1 mm. ഓക്കെ, ഇനി അതിലെ നമ്മൾ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ പ്ലേസ് സർട്ടൻ ഡിസ്റ്റൻസ്. നൗ വെൻ ദ സ്ക്രീൻ ഈസ് മൂവ്ഡ് ഫർദർ അവേ ഫ്രം ദ സ്ലിറ്റ്സ് ത്രൂ 0.25. സോ എന്ന് വെച്ചാൽ ഡി എന്നുള്ളത് ഡി പ്ലസ് 0.25 ആക്കി, band width become 0.75. So 0.75 mm is equal to d plus 0.25 lambda divided by 1 mm. So just on the divide ചെയ്ത് കഴിഞ്ഞാൽ 60/75. ഓക്കെ, mm ക്യാൻസൽ ആവും. 0.6 ഞാൻ 60 ആക്കി, 0.75 75 ആക്കി. അപ്പോൾ അപ്പുറത്തുള്ള സൈഡിൽ ബാക്കിയുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ d ഡിവൈഡഡ് ബൈ d പ്ലസ് 0.25. ഓക്കെ, സോ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 75d is equal to 60d പ്ലസ് 60 × 0.25 എന്ന് പറഞ്ഞാൽ 60/4 15. സോ ഡി ഈസ് ഈക്വൽ ടു 1. അതും മീറ്ററിലായിരിക്കും ഉണ്ടാവുക, കാരണം 15d ഈസ് ഈക്വൽ ടു 15 എന്നാണ് കിട്ടുക. സോ ഡി ഈക്വൽ ടു 1 meter. ഓക്കെ, സോ അതാണ് ഇനീഷ്യൽ ഉണ്ടായിരുന്ന ആ 1 ആണ് 1.25 ആക്കി നമ്മൾ മാറ്റി. ഫൈൻഡ് ദ ഇനീഷ്യൽ സെപ്പറേഷൻ, ഇറ്റ്സ് 1 meter. Now if one of the slits is closed, still dark and bright fringes are observed on the screen. ഒരു സ്ലിറ്റ് ക്ലോസ് ചെയ്തു എന്നിട്ടും ഡാർക്ക് ബ്രൈറ്റ് ഫ്രിഞ്ചസ് കിട്ടുന്നുവെങ്കിൽ ദാറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ഇന്റർഫറൻസ്, ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഒരു സിംഗിൾ സ്ലിറ്റ് മാത്രമാണെങ്കിലും നമുക്ക് ഡാർക്ക് ബ്രൈറ്റ് ഫ്രിഞ്ചസ് കിട്ടും. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ഡിഫ്രാക്ഷൻ. അതാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് സി. ഇൻ എ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, the slits are separated by 0.03 cm and the screen is placed 1.5 meter away. The distance between the central fringe and the fourth bright fringe is 1 cm. Determine the wavelength of light used in the experiment. Now ഇതിൽ പറഞ്ഞിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്ലിറ്റ് സെപ്പറേഷൻ തന്നിട്ടുണ്ട്, ദിസ് ഇസ് സ്മോൾ ഡി, ആൻഡ് സ്ക്രീനിലേക്കുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ഡി തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻട്രൽ ഫ്രിഞ്ച് ആൻഡ് ദ ഫോർത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് എന്ന് വെച്ചാൽ അതാണ് 4 ബീറ്റ. സെൻട്രൽ മാക്സിമത്തിൽ നിന്ന് നാലാമത്തെ മാക്സിമത്തിലുള്ള ഡിസ്റ്റൻസ് ആണ് 4 ബാൻഡ് വിഡ്ത്താണ്. അത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 1 സെന്റിമീറ്റർ. എന്ന് വെച്ചാൽ 4d ലാംഡ ബൈ ഡി ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ. ഇത് വെച്ച് നമുക്ക് ലാംഡ കണ്ടുപിടിക്കണം. So lambda is equal to 1 centimeter into d divided by 4 capital D. So values കൊടുക്കുമ്പോൾ 10⁻². D എന്ന് പറയുന്നത് 0.03 centimeter. So 0.03 into 10⁻² divided by 4. Capital D എന്ന് പറഞ്ഞാൽ 1.5. So this is 3 into 10⁻6 divided by 4 into 1.5 എന്ന് പറഞ്ഞാൽ 6. Okay, so 3/6 0.5. So this is 5 into 10⁻7 meter. ഇതാണ് വേവ് ലെങ്ത്. നേരത്തെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന അതേ നമ്പറാണ് വീണ്ടും വന്നത്. 5 into 10⁻7 അഥവാ 500 നാനോമീറ്റർ ആണ് വേവ് ലെങ്ത് ആയിട്ട് വരിക.
സോ അതാണ് നമ്മുടെ ഇതൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. A long narrow slit is illuminated by blue light and the diffraction pattern is obtained on a white screen. How the width of bands change as the distance from the center increases? Width of bands. Now ഇത് ഏതാ സംഭവം എന്നറിയോ? ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണ്. Now ഡിഫ്രാക്ഷൻ പാറ്റേണിൽ ഡെറിവേഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സെൻട്രൽ മാക്സിമത്തിന് മറ്റ് മാക്സിമത്തെക്കാളും ഡബിൾ വിഡ്ത്ത് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഈ കാണുന്നത് അതിൻ്റെ ഡബിൾ ആണ് സെൻട്രൽ മാക്സിമത്തിൻ്റെ വിഡ്ത്ത് വരിക. ഓക്കെ, അതായത് ഈ കാണുന്ന ഡിസ്റ്റൻസ് ഇത് ലാംഡ ബൈ എ ഇൻറ്റു ക്യാപിറ്റൽ ഡി ആണെങ്കിൽ ഇത് 2 ലാംഡ ബൈ എ ഇൻറ്റു ക്യാപിറ്റൽ ഡി. അതായത് ഇന്റർഫറൻസും ഡിഫ്രാക്ഷനും തമ്മിലുള്ള ഡിഫറൻസുകൾ അവർ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ പറയുന്നൊരു പോയിന്റ് ആണ്, ഇന്റർഫറൻസിലെ എല്ലാ ഫ്രിഞ്ചസിനും ഒരേ വിഡ്ത്താണ്. ഫ്രിഞ്ച് വിഡ്ത്ത് ഓഫ് ഓൾ ദ ഫ്രിഞ്ചസ് ഹാവ് ദ സെയിം വിഡ്ത്ത് ഇൻ ഇന്റർഫറൻസ്. അതേസമയം ഡിഫ്രാക്ഷനിൽ സെൻട്രൽ ഫ്രിഞ്ച് ഹാസ് ഡബിൾ ദ വിഡ്ത്ത്. Central maxima, width of central maxima is twice as that of secondary maxima. So how the width of bands change as the distance from the center increases? സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഫ്രിഞ്ചസിന്റെ വിഡ്ത്തിന് എന്ത് സംഭവിക്കും? സെൻട്രൽ മാക്സിമം, അതായത് ഫ്രിഞ്ചസിന്റെ വിഡ്ത്ത് കുറഞ്ഞു വരില്ല, ഫ്രിഞ്ചസിന്റെ വിഡ്ത്ത് പകുതിയാവും. സോ the width of the fringes is half the central fringe. Okay, so it becomes half. അതാണ് ആദ്യത്തെ പോയിന്റ്. What happens to the width of pattern if yellow light is used instead of blue? ബ്ലൂ മാറ്റിയിട്ട് യെല്ലോ കൊടുത്തു കഴിഞ്ഞാൽ വേവ് ലെങ്ത് ഓഫ് യെല്ലോ, വേവ് ലെങ്ത് ഓഫ് ബ്ലൂ ഏതാ വലുത്? യെല്ലോന്റെ വേവ് ലെങ്ത് അല്ലേ കൂടുതൽ, ബ്ലൂ വേവ് ലെങ്ത് കുറവല്ലേ? അങ്ങനെ വരുമ്പോൾ വാട്ട് ഹാപ്പൻസ് ടു വിഡ്ത്ത് ഓഫ് ദ പാറ്റേൺ? ഈ കാണുന്ന വേവ് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ഇറ്റ് ബിക്കംസ് മോർ വൈഡ്. സോ വൈഡർ, ഇറ്റ് ബിക്കംസ് വൈഡർ. ഓക്കെ, വാട്ട് യു മീൻ ബൈ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ? ഈ ടോപ്പിക് ആക്ച്വലി ഡെലീറ്റഡ് ആണ്, അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നേയില്ല. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ അടുത്തുള്ള, അതായത് വളരെ അടുത്തിരിക്കുന്ന ഒബ്ജക്റ്റുകളെ വേർതിരിച്ച് കാണാനുള്ള എബിലിറ്റിയാണ് റിസോൾവിംഗ് പവർ എന്ന് വിളിക്കുക. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ്, നമുക്ക് വേർതിരിച്ച് കാണാവുന്ന ഏറ്റവും ചെറിയ ഡിസ്റ്റൻസിനെയാണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ഇറ്റ്. ദാറ്റ്സ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ ഫ്രം വേവ് ഒപ്റ്റിക്സ്. സോ ഇനി നിങ്ങൾക്ക് 1-2 ചാപ്റ്റർ കൂടിയാണ് ഉണ്ടാവുക. സോ റിമൈനിങ് ചാപ്റ്റേഴ്സും അതിലുള്ള ക്വസ്റ്റ്യൻസും SKP സാർ ഡിസ്കസ് ചെയ്യും. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ നൗ. ഫിസിക്സിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഡെറിവേഷൻസ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾ നല്ലപോലെ പഠിക്കുക. ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എ ടൈപ്പ് ഓഫ് ഇലക്ട്രോൺ എമിഷൻ. There are 3 types of electron emission: thermionic emission, secondary emission, field emission, photoelectric emission. ടെക്സ്റ്റ് ബുക്കിലുള്ളത് മെയിനായിട്ട് ഏതൊക്കെയാണ്? ഈ തെർമിയോണിക് എമിഷനും ഫീൽഡ് എമിഷനും ഫോട്ടോ ഇലക്ട്രിക് എമിഷനും. അത് 3 പഠിച്ചാൽ മതി നിങ്ങൾ കേട്ടോ. ഓക്കെ, തെർമിയോണിക് എമിഷൻ എന്നാണ് പഠിച്ചു വയ്ക്കുക. പിന്നെ മെറ്റൽ സബ്ജക്റ്റ് ഈസ് ഹീറ്റഡ്, ഇറ്റ് വിൽ എമിറ്റ് എന്തായിരിക്കും? ഇലക്ട്രോൺസ്. ഓക്കെ, ഫീൽഡ് എമിഷൻ എന്ന് പറഞ്ഞാൽ വെൻ ദ മെറ്റൽ ഈസ് സബ്ജക്റ്റഡ് ടു എ ഫീൽഡ്, ദ ഫീൽഡ് ഇതായിരിക്കും എക്സ്ട്രാക്ട് ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ്. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ മീൻസ് വെൻ ലൈറ്റ് ഓഫ് suitable frequency falls on some metals, electrons emit from the metal surface. That's it. ഓക്കെ, ഈ 3 എമിഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ചാപ്റ്ററാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. When light of suitable frequency incident on a metal surface, electron will be emitted from the metal surface. This phenomenon is called photoelectric effect. Electrons are called photoelectrons. This phenomenon was discovered by Hertz. Pick the correct material suitable for exhibiting photo effect from the surface. Arsenic, copper, gold, argon. ഇതിൽ ഏതായിരിക്കും വരിക? സിങ്ക് കേട്ടോ. ഈ സിങ്ക് ആണ് ഫോട്ടോ ഇലക്ട്രിക് മെറ്റീരിയൽ, ബാക്കിയൊന്നും ഫോട്ടോ ഇലക്ട്രിക് മെറ്റീരിയൽ അല്ല കേട്ടോ. Explain work function. The minimum energy required to eject an electron from the metal surface is called work function. It is denoted by 50. ഓരോ മെറ്റലിൻ്റെ സർഫസിൽ നിന്നും ഇലക്ട്രോണിനെ എജക്റ്റ് ചെയ്യിക്കാൻ ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി ആവശ്യമായിട്ട് വരും. ആ എനർജീൻ്റെ പേരാണെന്ത്? വർക്ക് ഫംഗ്ഷൻ. The given graph shows the variation of kinetic energy with the frequency of incident radiation for 2 surfaces A and B. Which of the following 2 metals has greater work function? ഈ വർക്ക് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എന്താ? നിങ്ങൾക്കറിയാം, 50 ഈക്വൽ ടു
phi 0 ഈക്വൽ ടു എച്ച് ന്യൂ 0. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ ഇതിൻ്റെ ന്യൂ 01 ന്യൂ 02 ആണ്. ന്യൂ 0 കൂടുമ്പോൾ എന്ത് കൂടും? ഫൈ 0യും ന്യൂ 0യും പ്രപ്പോർഷനിലാണ്. അപ്പോൾ ബീൻ്റെ ന്യൂ 0 ആരെക്കാളും കൂടുതലാണ്? എൻ്റെക്കാളും കൂടുതലായതുകൊണ്ട് ബി ആയിരിക്കും എന്ത് ഗ്രേറ്റർ വർക്ക് ഫംഗ്ഷൻ ഉള്ള മെറ്റീരിയൽ. ഓക്കെ. The work function of cesium metal is 2.14 electron volt when light of frequency 610 raised to 4 Hz incident on the metal surface. What is the maximum kinetic energy of photoelectron and stopping potential? Okay. നമ്മുടെ ഇക്വേഷൻ എന്താ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ ആണ് എന്ത്? കെ മാക്സിമത്തിൻ്റെ ഇക്വേഷൻ ആണ് എച്ച് ന്യൂ മൈനസ് 50. ഓക്കെ. ഇപ്പോൾ എച്ച് ന്യൂ എത്ര കൊടുത്തിട്ടുണ്ട്? എച്ചിൻ്റെ വാല്യൂ 6.626 ഇൻറ്റു 10 raised to -34 ഇൻറ്റു ന്യൂ കൊടുത്തിട്ടുണ്ട് 6 × 10⁻14 ഹെർട്സ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്ന എനർജി ജൂളിലായിരിക്കും. അത് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ബൈ 1.6 × 10⁻19 കൊടുക്കുക, -2.14 കൊടുക്കുക. സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന കൈനറ്റിക് എനർജി കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടാൽ മതി. അനുസരിച്ച് നമ്മുടെ എക്സാം ആയതുകൊണ്ട് ഇതായിരിക്കും കെ മാക്സ്. ആ കെ മാക്സ് കിട്ടിക്കഴിഞ്ഞാൽ കെ മാക്സിമത്തിൻ്റെ ഇക്വേഷൻ്റെ ആണ് ഈ V0 എന്ന് കിട്ടും. അപ്പോൾ V0ൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? കെ മാക്സ് ഡിവൈഡ് ബൈ ഇ. അതായത് ആ കിട്ടിയ ആൻസർ ഇലക്ട്രോൺ വോൾട്ടിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ വോൾട്ട് മാറ്റിയിട്ട് വോൾട്ടേജിൻ്റെ വാല്യൂ പറഞ്ഞാൽ മതി. ഇത്രേ ഉള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേരിയേഷൻ ഓഫ് photoelectric current with the collector plate potential for different intensities I1, I2 is shown. I3 of incident radiation is shown below. Arrange these intensities in ascending order. നമുക്കറിയാം ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ എന്ത് കൂടും? സാച്ചുറേഷൻ കറണ്ട് കൂടും. ഇൻറ്റൻസിറ്റിയും സാച്ചുറേഷൻ കറണ്ടും രണ്ടും എന്തായിരിക്കും? പ്രപ്പോർഷണലാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഏറ്റവും വലിയ ഇൻറ്റൻസിറ്റി ഏതായിരിക്കും? I3, പിന്നെ I2, പിന്നെ I1. ഓക്കെ. ഈ കാണാനുള്ള സാച്ചുറേഷൻ കറണ്ട്, ഇതാണ് സാച്ചുറേഷൻ കറണ്ട്. അത് വെച്ചിട്ട് പറയാവുന്ന കാര്യമുള്ളൂ കേട്ടോ. മൊമെൻറ്റം ഓഫ് ഫോട്ടോൺ വിത്ത് വേവ് ലെങ്ത് ലാംഡ ഇസ്. ഈ ലാംഡ ഈക്വൽ ടു നിങ്ങൾക്കറിയാം h/p. അപ്പോൾ പീൻ്റെ ഇക്വേഷൻ ആയിരിക്കും h/λ. ഓക്കെ. h/λ ഓപ്ഷൻ 2. Next question. Write Einstein's photoelectric equation. Using this equation, show that photoelectric emission is not possible if the frequency of incident radiation is less than threshold frequency. Einstein photoelectric പറ്റുന്ന ഇക്വേഷൻ എന്താ പറഞ്ഞത്? Energy of each photon is used for two parts. One part is used for liberating the electron from the metal surface. Another part is used for imparting maximum kinetic energy to the ejected photoelectrons. സോ നമ്മുടെ വന്ന ഫോട്ടോണിൻ്റെ എനർജി എച്ച് ന്യൂ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? 50ക്കും ഹാഫും V² വേണ്ടി ഉപയോഗിക്കുന്നു. അത് സോൾവ് ചെയ്യുമ്പോൾ ഈ ന്യൂവിൻ്റെ വാല്യൂ ന്യൂ 0 ആണെങ്കിൽ കൈനറ്റിക് എനർജി 0 ആയിരിക്കും. കാരണം ജസ്റ്റ് ഇലക്ട്രോൺ പുറത്തിറക്കി വയ്ക്കാൻ വേണ്ട എനർജി ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ എച്ച് ന്യൂ 0ൻ്റെ വാല്യൂ കാണുന്നു. അങ്ങനെ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് എത്തുന്നുണ്ടോ? ഇതിൽ നമ്മൾ പറയുമ്പോൾ ഇഫ് ന്യൂ ലെസ് ദാൻ ന്യൂ 0 ഹാഫ് എം V² ഈസ് നെഗറ്റീവ് എന്ന് വരും, വിച്ച് ഈസ് ഇമ്പോസിബിൾ. കൈനറ്റിക് എനർജി ഒരു ഫ്രെയിമിൽ എന്താവാറില്ല? നെഗറ്റീവ് ആവാറില്ല. കൈനറ്റിക് എനർജി എപ്പോഴും പോസിറ്റീവ് ആകാറുള്ളൂ. അതുകൊണ്ട് ആണ് നമുക്കതിനെ പറയാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ഈക്വേഷൻ പ്രകാരം നമുക്ക് എന്തായിരിക്കും? ഫോട്ടോ ഇലക്ട്രിക് പറ്റി കണക്കണമെന്നുണ്ടെങ്കിൽ ന്യൂ എന്തായിരിക്കണം? ന്യൂ 0നേക്കാളും കൂടുതലോ അല്ലെങ്കിൽ ഈക്വൽ ആവണമെന്ന് പറയേണ്ടി വരും. ഓക്കെ. ഡിഫൈൻ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. എന്താണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ? നമ്മൾ ഈ നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് ടെസ്റ്റ് വേണ്ടി നിങ്ങൾക്ക് അറിയാം. കാഥോഡിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ അൾട്രാ ലൈറ്റ് വരുന്നു. അപ്പോൾ നീ ഇലക്ട്രോൺസ് ആനോഡിലേക്ക് തെറിച്ച് പോകുന്നു. നമ്മളോടൊരു വോൾട്ടേജ് കൊടുക്കുകയാണ്. ആ റിവേഴ്സ് വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് പ്രത്യേക വോൾട്ടേജ് ആകുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്തായി പോകും? 0 ആയി പോകും. ഓക്കെ. ആ ഒരു വോൾട്ടേജിനെ പറഞ്ഞ പേരാണെന്ത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞത്. സോ ഇറ്റ്സ് എ റിവേഴ്സ് പൊട്ടൻഷ്യൽ റിട്ടാർഡിംഗ് വോൾട്ടേജ് ഗിവൺ ടു ദ സപ്ലൈ സോ ദാറ്റ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ബിക്കംസ് കംപ്ലീറ്റ്ലി 0. ഓക്കെ. ഇത് പഠിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ചെയ്യുക, സാച്ചുറേഷൻ കറണ്ട് പഠിച്ചു വയ്ക്കുക. സോ വെൻ ദ അപ്ലൈഡ് വോൾട്ടേജ് ഇൻക്രീസസ് when accelerating voltage is given, photoelectric current increases at first, then reaches a maximum value. Further increase in voltage will not increase the photoelectric current, and that maximum value of photoelectric current is known as saturation current. Okay. ആ ഒരു വാല്യൂ പഠിച്ചു വയ്ക്കുക. സാച്ചുറേഷൻ കറണ്ടും അതേപോലെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും രണ്ടും ഒരേ ഏരിയയിൽ വരുന്ന ടോപ്പിക്കുകളാണ്. രണ്ടും മാറി മാറി ചോദിക്കാറുണ്ട് ഗ്രാഫിൽ. ഇതാണ് നമ്മുടെ എന്ത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഇത് മൂന്നുമാണ് എന്ത്? സാച്ചുറേഷൻ കറണ്ട് എന്ന് പറഞ്ഞത്. ഓക്കെ. If h is Planck's constant, momentum of photon of wavelength 1 angstrom is lambda equal to h/p. അപ്പോൾ p equal to എന്തായിരിക്കും? h/λ.
h divided by lambda എത്രയാണ് 1 ആംസ്ട്രം എന്ന് പറഞ്ഞാൽ h divided by 10 raised to minus 10 ഇത് മുകളിൽ പോയ 10 raised to 10 h ഓപ്ഷൻ 3 okay. Write the laws of photoelectric emission for a given metal and frequency of incident radiation. Number of photoelectrons ejected per second is directly proportional to intensity of incident light. For a given metal, there exists a minimum frequency of incident radiation below which no photoelectric emission will take place. This frequency is independent of intensity known as threshold frequency. Above threshold frequency, maximum kinetic energy of photoelectron is directly proportional to intensity of incident light, but it is depends upon the frequency. But it depends only on the frequency of the incident light. Okay, the photoelectric emission is an instantaneous process. Time lag between incidence of radiation and emission of photoelectron is very small. ഈ 4 ലോയും വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. ലോസ് ഓഫ് ഫോട്ടോഇലക്ട്രിക് എമിഷൻ ആണ് കേട്ടോ. Derivate the expression for de Broglie wavelength of electron. De Broglie wavelength എന്ന് പറയുമ്പോൾ ലാംഡ ഈക്വൽ ടു h ബൈ പിയുടെ ഡെറിവേഷൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുന്നു. ഡി ബ്രോയി ഹൈപ്പോത്തിസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡെറിവേഷൻ വരുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഡെറൈവ് ചെയ്യുക. അപ്പോൾ ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം വി ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, എൻ്റെ ഓരോ സ്റ്റെപ്പും പഠിച്ചു വയ്ക്കുക കേട്ടോ. എക്സ്പ്ലെയിൻ ഡി ബ്രോയി ഹൈപ്പോത്തിസിസ്. ഡി ബ്രോയി പറഞ്ഞു മെറ്റീരിയൽ പാർട്ടിക്കിൾസിന് ഒരു ഡ്യുവൽ നേച്ചർ ഉണ്ടാവും. അതായത് ഫോട്ടോണും ഡ്യുവൽ നേച്ചർ ആകാമെങ്കിൽ മെറ്റീരിയൽ പാർട്ടിക്കിളും ഡ്യുവൽ നേച്ചർ ആകാം. മെറ്റീരിയൽ പാർട്ടിക്കിൾ ഈ ഫോട്ടോണിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഒബേ ചെയ്യും എന്ന് പറഞ്ഞാൽ ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി ഇതിന് ഇക്വേഷനാക്കി എച്ച് ബൈ എം ബി ഉണ്ടാക്കി. According to de Broglie, a moving particle sometimes act as a wave and sometimes as a particle. The waves associated with the material particles are called matter waves or de Broglie waves. The wavelength associated with a moving particle of momentum p is given by lambda equal to h by mb. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മെറ്റീരിയൽസ് ഡിവൈസസ് ആൻഡ് സിമ്പിൾ സർക്യൂട്ട്. ഓക്കെ, പ്രോബ്ലി നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററാണ്. ഈ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ മെയിനായിട്ട് വരുന്ന ടോപ്പിക് എന്തൊക്കെയാണ് നോക്കാം. Symbol of diode is shown in the figure. Symbol of diode is shown in the figure. Diode is a rectifier diode, photodiode, senodiode. ഇപ്പോൾ നമ്മുടെ ഡയോഡ് ഏതാണ്? ആക്ച്വലി ഈ ഡയോഡ് റെക്ടിഫയർ ഡയോഡ് ആണ് കേട്ടോ. ഫോട്ടോഡയോഡിൻ്റെ സിമ്പിൾ ഇങ്ങനെയല്ല, സെനോഡയോഡിൻ്റെ സിമ്പിൾ ഇങ്ങനെയല്ല. വാട്ട് യു മീൻ ബൈ ബാരിയർ പൊട്ടൻഷ്യൽ ഓഫ് എ ഡയോഡ്? ഓക്കെ, ഒരു ഡയോഡിൻ്റെ ജംഗ്ഷൻ ഫോർമേഷൻ കഴിയുന്ന സമയത്ത് അവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവും. ആ വോൾട്ടേജ് കാരണം പിന്നെയുള്ള ഹോളിനും ഇലക്ട്രോണിനും എന്ത് ചെയ്യാൻ പറ്റില്ല, ജംഗ്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു വോൾട്ടേജിൻ്റെ പേരാണെന്ത് ബാരിയർ വോൾട്ടേജ് വന്നത്. എൻ്റെ ഒരു തിയറി അവിടെ കൊടുത്തിട്ടുണ്ട്. എ പി ജംഗ്ഷൻ കൺസിസ്റ്റ് ഓഫ് വേഫേഴ്സ് ഓഫ് പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഫ്യൂസ് ടുഗദർ. അറ്റ് ദ ടൈം ഓഫ് ജംഗ്ഷൻ ഫോർമേഷൻ ഫ്രീ ഇലക്ട്രോൺസ് ഫ്രം എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആൻഡ് ഹോൾസ് ഫ്രം പി ടൈപ്പ് സെമി കണ്ടക്ടർ ഡിഫ്യൂസ് ഇൻ ടു ഈച്ച് അതർ. ഹെൻസ് നെഗറ്റീവ് അയോൺസ് നിയർ ദ ജംഗ്ഷൻ ഇസ് പി സൈഡ് ആൻഡ് പോസിറ്റീവ് അയോൺസ് നിയർ ദ ജംഗ്ഷൻ എൻ സൈഡ് ബിക്കംസ് അൺന്യൂട്രലൈസ്ഡ്. സിൻസ് ദിസ് റീജിയൻ ഹാസ് നോ mobile charges, this region is known as depletion region. Positive and negative ions at the junction produce a potential barrier at the junction. This junction potential prevents further migration of holes and electrons. Okay, the potential difference formed at the junction is known as barrier potential. Okay, diode are one of the building elements of electronic circuit. Some type of diodes are shown in the figure. ഒന്നാമത്തെ ഏതാ? സാധാരണ റെക്ടിഫയർ ഡയോഡ്. ഇതേതാ? ഇതിപ്പോൾ ലൈറ്റ് പുറത്തേക്ക് പോകുന്നില്ല കാണിച്ചേക്കണം. അപ്പോൾ ഇത് LED ആയിരിക്കും. ഇത് ഡയോഡാണ്, സെനർ ഡയോഡ് കേട്ടോ. സിമ്പിൾ ഓഫ് എ ഡയോഡ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ഡയോഡ് ഈസ് എ റെക്ടിഫയർ ഡയോഡ്. ദ VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഡയോഡ് ഇതൊരു പറഞ്ഞു കേട്ടോ. നല്ല VI ഗ്രാഫാണ്. ഫോർവേഡ് വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഇനീഷ്യലി എന്ത് ചെയ്യില്ല, ഫോർവേഡ് കറണ്ട് റൈസ് ചെയ്യില്ല. ആഫ്റ്റർ സം വാല്യൂ it rises rapidly. That voltage is known as forward voltage or knee voltage. Okay, when the reverse bias is applied, there is a small current initially. When the reverse voltage reaches a particular value known as breakdown voltage, the reverse current also rises suddenly. Okay, ആ ഒരു കണ്ടീഷൻ പഠിച്ചു വയ്ക്കുക. ഗ്രാഫാണ് കേട്ടോ. In which figure diode is under forward bias condition? ഇതിൽ ഏതാണ്? പോസിറ്റീവ് ടു നോക്കട്ടോ. എന്താ പറയാൻ പറ്റുക? പോസിറ്റീവ് ടു പോസിറ്റീവ്, നെഗറ്റീവ് ടു നെഗറ്റീവ്. ഇതെന്താ? പോസിറ്റീവ് ടു നെഗറ്റീവ്, നെഗറ്റീവ് ടു പോസിറ്റീവ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ എന്ത് ഫോർവേഡ് ബയസ് കണ്ടീഷൻ. Draw circuit diagram of a full wave rectifier and explain its working. With the help of diagram, explain the working of full wave rectifier.
ഫുൾ റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡയോഡ് എടുക്കുക, ഒരു ഡയോഡ്, 2 ഡയോഡ് എടുക്കുക, 2 ഡയോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫുൾ റെക്ടിഫിക്കേഷൻ നടക്കുന്നത്. ഇതാണ് നമ്മുടെ ഫിഗർ. ഓക്കെ, എയും ബിയും 2 എന്തായിരിക്കും? ഔട്ട്പുട്ടുകളായിരിക്കും നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ. When A is positive with respect to B, diode D1 conducts. When B is positive with respect to A, diode D2 conducts. In both cases, output across RL is in the same direction. ഇതാണ് നമ്മൾ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക, വൃത്തിയായിട്ട് ചോദിക്കുന്ന സാധനം കേട്ടോ. ഡയോഡ് ഹാസ് എ ഫുൾ വേവ് റെക്ടിഫയർ. സെനഡയോഡ് ഈസ് ഓൾവേസ് ഓപ്പറേറ്റഡ് ഇൻ, സെനഡയോഡ് എപ്പോൾ എന്താണ്? റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയനാണ് സെനഡയോഡ് വർക്ക് ചെയ്യുക. സെനഡയോഡ് ഒരു വോൾട്ടേജ് റെഗുലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഡയോഡാണ്. ഓക്കെ, അതിന് റിവേഴ്സ് ബയസ് സമയത്ത് അതിൻ്റെ എന്ത് ചെയ്യും? റിവേഴ്സ് ബ്രേക്ക് ഡൗൺ സമയത്ത് പെട്ടെന്ന് തന്നെ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആവുകയും പക്ഷേ കറണ്ട് റാപ്പിഡായിട്ട് ചേഞ്ച് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് എത്ര മാറ്റം വന്നാലും എന്ത് മാറ്റം വരില്ല? കറണ്ടിൽ മാറ്റം വരില്ല. അല്ല, എന്താ പറയുക, കറണ്ടിൽ എത്ര മാറ്റം വന്നാലും എന്ത് ചെയ്യില്ല? വോൾട്ടേജിന് മാറ്റം വരില്ല. അപ്പോൾ അതൊരു വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അത് സ്പെഷ്യലി ഡിസൈൻഡ് ആണ്, അതിൻ്റെ ഹെവിലി ഡോപ്ഡ് ആണ്, അത് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയനാണ് വർക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വോൾട്ടേജ് റെഗുലേഷനാണ് ഈ കാണിച്ചേക്കുന്നത് കേട്ടോ. ഈ വോൾട്ടേജ് റെഗുലേഷൻ്റെ സമയത്ത് എന്ത് സംഭവിക്കും? നമ്മൾ ഇവിടെ എത്ര വലിയ വോൾട്ടേജ് കൊടുത്താലും ഏതിൽ കൂടെ കറണ്ട് കൂടും? നമ്മുടെ സീരീസ് റെസിസ്റ്ററിൽ കൂടെയും സെനഡയോഡിൽ കൂടെ കറണ്ട് കൂടും. പക്ഷേ സെനഡയോഡിനെ ക്രോസുള്ള വോൾട്ടേജ് ആയ VZ എപ്പോൾ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് RL ക്രോസ് ആയിട്ട് കിട്ടും. എക്സ്ട്രാ വോൾട്ടേജ് അവരെ ഡ്രോപ്പ് ചെയ്യും, RSൽ ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ സെനഡയോഡ് ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The voltage current characteristics of a optoelectronic device is shown below. ഏതാണ് സാധനം? ഇത് നമ്മുടെ ഏത് സാധനമാണിത്? നമ്മുടെ സോളാർ സെല്ലാണ് കേട്ടോ. VOC ISC വരുന്ന സോളാർ സെല്ലാണ്. NCR ടെസ്റ്റിലെ ഫിഗറാണ്, ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. The symbol of logic gate is given below. Identify the gate and write its truth table. AB കൊടുത്തിട്ടുണ്ട്. എന്ത് ഗേറ്റാണ്? AB എന്ന് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഗേറ്റ് കാണിച്ചാൽ എന്ത് ഗേറ്റാണിത്? ഓർ ഗേറ്റ് ആണ് കേട്ടോ. ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് അത് ഓർ ഗേറ്റ് ആണ്. ഓക്കെ, ആൻഡ് ഗേറ്റ് ആകുമ്പോൾ എങ്ങനെ വരിക? ഇങ്ങനെയാണ് വരിക. ഇതാണ് ആൻഡ്. ഏതാ വരിക? ഓർ ഗേറ്റ് ആകുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്ത് കിട്ടും? Y = A + B എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് ട്രൂത്ത് ടേബിൾ എന്തായിരിക്കും? ABY = A + B എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 0 0 0 1 1 0 1 1 കൊടുത്താൽ 0 + 0 0 0 + 1 1 1 1 കിട്ടും. ഇതായിരിക്കും ട്രൂത്ത് ടേബിൾ കേട്ടോ. ഇതാണ് നമ്മുടെ ഗേറ്റ്, അതിൻ്റെ ട്രൂത്ത് ടേബിൾ. റൈറ്റ് ഡൗൺ ട്രൂത്ത് ടേബിൾ ഓഫ് നോർ ഗേറ്റ്. നോർ ഗേറ്റിൻ്റെ പരിപാടി എന്താ? ഓർ പ്ലസ് നോട്ട് ഗേറ്റ് ആണെന്ത്? നോർ ഗേറ്റ്. അപ്പോൾ A + B Y എന്തായിരിക്കും? A + Bൻ്റെ കോംപ്ലിമെൻറ്റ് 0 0 0 1 1 0 1 1. A + B ആരാ? 0 0 + 1 ആരാ? 0 1 + 0 ആരാ? 0. A + B 0, ഇത് 1, ഇത് 1, ഇത് 1. അതിൻ്റെ കോംപ്ലിമെൻറ്റ് 1 0 0 0. ഇതായിരിക്കും നമ്മുടെ നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട്. ഏത് ഗേറ്റ്? ഓർ ഗേറ്റ് കേട്ടോ. ഓക്കെ, ഡ്രോ സിമ്പിൾ ഓഫ് നാൻഡ് ഗേറ്റ്. നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണിക്കാൻ പറ്റുക? ഇങ്ങനെയാണ് നാൻഡ് ഗേറ്റ് കാണിക്കുക. A കൊടുത്താൽ B കൊടുത്താൽ ഇവിടെ എന്ത് കിട്ടും? ഔട്ട്പുട്ട് എന്ത് കിട്ടും? A.Bൻ്റെ കോംപ്ലിമെൻറ്റ് ഇത് കിട്ടും. റൈറ്റ് എ ടേബിൾ ഓഫ് സർക്യൂട്ട് ഷോൺ ബിലോ. ഇവിടെ A കൊടുത്താൽ എന്ത് കിട്ടും? A കോംപ്ലിമെൻറ്റ്. ഇവിടെ B കൊടുത്താൽ എന്ത് കിട്ടും? B കോംപ്ലിമെൻറ്റ്. കാരണം A എന്ന് വരും. A ഡോട്ട് കോംപ്ലിമെൻറ്റ് പറയുമ്പോൾ A കോംപ്ലിമെൻറ്റ് കിട്ടും. അപ്പോൾ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും? A കോംപ്ലിമെൻറ്റ് ഡോട്ട് B കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ് = A + B എന്ന് വരും. ഇത് എന്ത് ഗേറ്റ് ആണിത്? ഓർ ഗേറ്റ് ആണ്. അപ്പോൾ ABY = A + B. 0 1 1 0 1 1 0 1 1 1. ഇത് തിയറാണ്. ഈ തിയറത്തിൻ്റെ പേരാണ് ഡി മോർഗൻസ് തിയറം. Okay, next question. Logic circuit is given below. Complete a truth table of circuit. Name the resulting gate formed by the above. ഇവിടെ A B കൊടുത്താൽ എന്ത് കിട്ടും? നമുക്കിവിടെ കിട്ടാൻ പോണത് A + Bൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. ഇവിടെ എന്ത് കിട്ടും നമുക്ക്? അതിൻ്റെ നോട്ട് ഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ A + B എന്നും കിട്ടും. ഓക്കെ,
അപ്പോൾ എ ബി നമുക്ക് വാല്യൂസ് കൊടുക്കുക 0 0 0 1 1 0 1 1 കേട്ടോ. വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എ പ്ലസ് ബി ആണ്. അപ്പോൾ അവിടെ എന്ത് കിട്ടും 0 1 1 1. വൈ കോംപ്ലിമെൻറ്റോ അതിൻ്റെ കോംപ്ലിമെൻറ്റ് 1 0 0 0. ഓക്കെ, എന്ത് കൊടുത്താലും ആഡ് ചെയ്തിട്ട് കോംപ്ലിമെൻറ്റ് കാണുന്ന ഗേറ്റാണെന്ത് നോർ ഗേറ്റ്. ഇതെന്ത് ഗേറ്റാണിത് നോറ്. ഇത് കഴിയുമ്പോൾ ഔട്ട്പുട്ട് എന്തിൻ്റെ പോലെയാവും ഓറിൻ്റെ പോലെയാവും. ഓക്കെ, നെറ്റ്വർക്ക് ഓഫ് ദി ലോജിക് ഗേറ്റ് ഈസ് ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദി ഗേറ്റ് യൂസ്ഡ് ഇൻ സർക്യൂട്ട്. ഇവിടെ എന്ത് കൊടുത്തും എ കോംപ്ലിമെൻറ്റ് കിട്ടി. ഇവിടെ എന്ത് കൊടുത്തു ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് കിട്ടി എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ പ്ലസ് ബി. ഓൾറെഡി പറഞ്ഞാണ് എന്ത് ഗേറ്റാണിത് ഓർ ഗേറ്റ് കേട്ടോ. റൈറ്റ് ട്രൂത്ത് ടേബിൾ ഓൾറെഡി നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞു കഴിഞ്ഞു, ഇനി വരയ്ക്കുന്നില്ല കേട്ടോ. ഇതാണ് നമ്മുടെ സെമി കണ്ടക്ടറിൻ്റെ ടോപ്പിക്ക്. ഈസിയായ ചാപ്റ്ററാണ്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നമ്മളെ റിവിഷൻ പോർഷൻസ് എല്ലാം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ എല്ലാ ഐശ്വര്യത്തോടും കൂടി എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു.